And I compliment the co-organizers, the heads of this Christ Church College who made this possible and provided this wonderful venue. And I compliment both the forces behind this event, Ramesh ji, Rameshan ji, and Sreelakshmy Govind, who's made it possible for me to join all of you here and extended me this privilege of inaugurating this conference. I'm highly honored for this gesture. I just want to say that not much better introduction can be given, and in such a succinct manner as Sri Lakshmi has done. And I'm sure that the presentations over the next 3 days are going to bear out exactly what she indicated. That is the interrelationship of the Marga and the Desya principles, be it in Natya or in Sangita or in Kala. So with this spread of a feast of intellectual inputs, performances spread out before all of you. Unfortunately, I would be missing all of them since I leave tomorrow, but I would like to extend not just felicitations, but also my heartiest good wishes to each and every artist who has come here or who will be joining us in this event. And finally, all of us, I think, should now remember that we are all one country, one people, one entity. And ours is a pluralistic, highly rich cultural fabric. And may we all continue to work to keep this cultural variety, pluralism, and this multi hued cultural fabric strengthened and strengthen it further with our recognizing the centrality which binds all of us and respecting the differences which demarcates who we are. So, with this prayer, I'd like to thank all of you once again for extending me this opportunity. And I am sure that as the days go by, more and more people will get to hear of such a wonderful initiative. And I would request the organizers to extend the extend me the pleasure of seeing the entire conference on video once the event is over, because then I can savor everybody's presentations, which I will have to sadly miss. Thank you all very much. Namaskaram. Thanks. ശ്രീ അനിയൻ മംഗലശ്ശേരിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ് for the presidential address. ആദരണീയായ പത്മഭൂഷൺ സ്വപ്നസുന്ദരി അവർകൾ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുമുള്ളവരെ, ആരെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവർക്കും നമ്മൾ ഒട്ടും വൈകിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ കുറെ പറഞ്ഞു പ്രവർത്തിച്ചു, കാര്യങ്ങൾ വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനൊന്നുമല്ല, കാണാനുള്ള കാര്യങ്ങളാണ് മുൻപോട്ടുള്ളത്. എങ്കിലും അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിന്റെ പ്രധാനം, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിലെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഉത്സവം പല വിധത്തിലുണ്ട്. അത് ഓരോന്നിനും പരിമിതികളുമുണ്ട്, അതിന് വൈപുല്യവുമുണ്ട്. ഇത് കലാരംഗത്തെ പരിമിതമായ ഒരു ഉത്സവം. ആ പരിമിതം എന്നുള്ളത് രംഗകലയെ ആസ്പദമാക്കിയിട്ടുള്ള വിശാലമായ കലാരംഗത്തെ, രംഗകലയെ മാത്രം എടുത്ത്, അതും കേരളത്തിന്റെ രംഗകലകളായിട്ടുള്ള മോഹിനിയാട്ടവും കൂടിയാട്ടവും കഥകളിയും അങ്ങനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു ശില്പശാല അല്ലെങ്കിൽ കോൺഫറൻസ്, രംഗകലാ കോൺഫറൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പരിമിതി പക്ഷെ അവിടെ ഇല്ല. ഇത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. ഈ 3 ദിവസം കൊണ്ട് തീരുന്നതല്ല ആലോചിച്ച് നോക്കിയാൽ ഈ പരിപാടികളുടെ വൈപുല്യം. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. 3 ദിവസം തന്നെ നമുക്ക് കിട്ടിയത് അത്ഭുതമാണ്. അത്രയും ഒത്തു കിട്ടിയത്
അതിനും വേണ്ടപ്പെട്ട അതാത് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനും അവതരിപ്പിക്കാനും പ്രാഗൽഭ്യമുള്ള ആളുകളെ നമുക്ക് കിട്ടി. അത് ഇരിങ്ങാലക്കുടയുടെ ഭാഗ്യമാണ്. ഇരിങ്ങാലക്കുട ശരിക്കും പറഞ്ഞാൽ കലാ പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന സംഗമ ഗ്രാമമാണ്. ഇവിടെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ കലകള് അത്ര അധികം ഉണ്ടായിട്ടുണ്ട്. അതിനെ അത്രയധികം നമ്മൾ പരിപോഷിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇരിങ്ങാലക്കുടയിലുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇരിങ്ങാലക്കുട ഡോക്ടർ കെൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ്. കഴിഞ്ഞ 50 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു പോരുന്ന ഈ ക്ലബിന്റെ 50ാം വാർഷികം കഴിഞ്ഞ അവസരത്തില് ഒരുവിധം നല്ല ഗംഭീരമായിട്ട് 100-100 ചില്ലാൻ പ്രോഗ്രാം നമ്മൾ നടത്തി. അതിന്റെ ഒരു ആലസ്യത്തിൽ ഇരിക്കുന്ന നേരത്താണ് ഇങ്ങനൊരു ചിന്ത, രംഗകലാ കോൺഫറൻസ് എന്നുള്ളത്. അത് ആശയം മുന്നോട്ട് വന്നപ്പോൾ അതിനെ ഏറ്റെടുക്കുക, അത് രമേശൻ നമ്പീശനെ പോലെയുള്ള ഈ ചിന്തകള് കാടുകയറിയിട്ടുള്ള ആൾക്കാർ പറയും, ഇതിന് മുന്നോട്ട് വരുമ്പോ അത് ഏറ്റെടുക്കാൻ വളരെ വളരെ എന്താ പറയാ ഊർജ്ജസ്വലമായ ഒരു ടീം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നടന്നു പോകുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കാലത്തിന് മുമ്പാണോ കഥകളി ക്ലബ്ബ് മുന്നോട്ട് പോകുന്നതെന്ന് വരെ ഞാനൊരു കുറച്ച് പ്രായം കൂടി അവരെക്കാൾ കൂടിയ ആളായതുകൊണ്ട് അവരുടെ ചിന്തകളുടെ മുമ്പിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ട് തോന്നിപ്പോവാ. പക്ഷെ എല്ലാം എത്തിപ്പെടുന്നുണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ നാളെ എങ്കിലും തിരിച്ചറിയും എന്ന് തീർച്ചയാണ്. ഇതാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നു. ഇന്നിപ്പോ ഇവിടെ സത്യത്തില് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ശരിക്കും ഒരു പകരക്കാരനായിട്ടാണ്. ശരിക്ക് ഇരിങ്ങാലക്കുട നഗരസഭ അധ്യക്ഷൻ MP ജാക്സൺ ആണ് ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്നത്, അധ്യക്ഷ പദവി അലങ്കരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അസുഖം മൂലം വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവരുടെ ഒരു കാരണവരായത് എന്നോട് അതൊന്ന് നിവർത്തി ചെയ്തു തരണം എന്ന് പറഞ്ഞു. അതെനിക്ക് സന്തോഷമാണ്. ഞാൻ അഭിമാനത്തോടു കൂടി വിനയത്തോടു കൂടി ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജാക്സൺ ഇവിടെ ഉണ്ടാവേണ്ടത് ശരിക്കും ആവശ്യമാണ്. കാരണം ഈ കലാലയത്തിൽ പഠിച്ച ജാക്സനാണ് ഈ കലാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. അതേ കാലത്തിൽ തന്നെയാണ് ഞാനും ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കേണ്ട ഒരാളാണ്. എനിക്കും ഇവിടെ നിൽക്കാൻ ഈ കോളേജിൽ പഠിച്ച ഒരാൾ എന്നുള്ള എനിക്കും കൂടുതൽ സന്തോഷമുണ്ട്. ഇതിന്റെ ഈ രംഗകലാ കോൺഫറൻസിന്റെ നടത്തിപ്പിന് കഥകളി ക്ലബിന്റെ കൂടെ തോൾ ചേർന്ന് നിൽക്കുന്ന ക്രൈസ്റ്റ് കോളേജ്, നമ്മൾ ഒരു 4-5 കൊല്ലമായിട്ട് ക്രൈസ്റ്റ് കോളേജായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പൊ ഇതിന് ഇങ്ങനെ ഒരു മുന്നോട്ട് വെച്ചപ്പോ ഒരു സംശയവും ഇല്ലാതെ അതിന്റെ മുഴുവനും കൂടെ നിൽക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ മാനേജ്മെന്റ് കാണിച്ചതുകൊണ്ട് കഥകളി ക്ലബിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കാൻ കുറെ കൂടി എളുപ്പമായി. അപ്പോ അതും കൂടി അവരോടുകൂടി ഒരു നന്ദി കഥകളി ക്ലബിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള പറയാനുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ശ്രീലക്ഷ്മിയെ കുട്ടിയോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മുഴുവനാവില്ല എൻ്റെ ഇത്. കാരണം ശ്രീലക്ഷ്മി ഈ ഇരിങ്ങാലക്കുടക്കാരിയാണ്, നമ്മുടെ കൂടെയുള്ള കുട്ടിയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ നർത്തകികളുടെ പോലെ ലോക പ്രശസ്തയായ ഒരു നർത്തകിയാണ്. അവര് നമ്മുടെ കൂടെ ഇതിന്റെ മുഴുവനും കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നു. ഈ 3 ദിവസവും നമ്മൾ കൂടെ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രണ്ട് വാക്ക് ആശംസകൾ അർപ്പിക്കുന്നതിലേക്കായിട്ട് ജോയി അച്ഛനെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. മങ്ങാടിക്കുന്ന് ഇന്ന് അനുഗ്രഹീതമാകുന്ന 3 ദിവസങ്ങളാണ്. കലാകാരന്മാരെ കൊണ്ട് നിറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദിവസത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇരിഞ്ഞാലക്കുടയുടെ കലയുമായിട്ടുള്ള ബന്ധം കുറച്ചു പേർക്കറിയാം, പക്ഷെ ഭൂരിപക്ഷം പേർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. പിഷാരടി ക്ലബ്ബ് പുറത്ത് ചാടിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാം അവിടെ നടക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ നാടകം ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്നു. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എല്ലാം ക്രൈസ്റ്റിലാണല്ലോ. ക്രൈസ്റ്റിലായിക്കോട്ടെ, ഈ നാടിൻ്റെയാണിത്.
ഈ നാട്ടുകാർ കൊണ്ടുവന്നതാണ് ക്രൈസ്റ്റ് കോളേജിനെ. കല വേണം, കലകൾ വളരണം, കുട്ടികൾ പഠിക്കണം, അവരെ പഠിപ്പിക്കണം. എല്ലാവരും എയുടെ പിന്നാലെ പോകുമ്പോൾ ഇത് കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വഴികളാണ്. ആ വഴികൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. കുറച്ച് പേരുള്ളെങ്കിലും അതിൽ കൂടെയാണല്ലോ അത് പടർന്നു കൊടുക്കാൻ പറ്റുക. ഇന്ന് മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സ്റ്റേജും ഈ ഓഡിറ്റോറിയവും മങ്ങാടിക്കുന്നും അനുഗ്രഹീതമാകുന്നു. ആശാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ വരുന്നു, അനുഗ്രഹീതമാകുന്നു എന്നുള്ളത് സന്തോഷമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭാഷ ഏതാ? അല്ലേ? നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ അവിടെ വേറെ ആളെന്ന് പറയാറുണ്ട്, ഇതാണ് ഏറ്റവും സുന്ദരമായ ഭാഷ, കലയിൽ കൂടെ പറയുന്ന മുഴുവൻ ആണ്. അല്ലേ? ലോകത്ത് എവിടെ പോയാലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷും വേണ്ട, മലയാളം വേണ്ട, വേറെ ഭാഷകളൊന്നും വേണ്ട, ഈ സാധനങ്ങൾ മതി. ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ഇത് തന്നെയാണെന്നാണ്. അങ്ങനെ ഒരു കോഴ്സുകൾ കുട്ടികൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി, ഇപ്പം നമ്മൾ ഓട്ടോണമസ് ആയിക്കൊണ്ടും യൂണിവേഴ്സിറ്റി ആവണമെന്ന് തന്നെ ആഗ്രഹം. ഗവൺമെൻറ് അങ്ങനെ പോളിസിയിലേക്ക് പോയാലാണ് നമുക്ക് ഇതിനൊക്കെ കയറ്റി വെക്കാനും നമുക്ക് ഈ മേഖലയിൽ പടർന്ന് പഠിക്കാൻ പറ്റുള്ളൂ. തുറന്നു തരുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ പറയണം ഇതിന് യൂണിവേഴ്സിറ്റി ആക്കാൻ. യൂണിവേഴ്സിറ്റിയായി നമുക്ക് ഇഷ്ടമുള്ള സിലബസുകൾ ചേർത്ത് വെച്ച് അതിനെ ഏറ്റവും ഭംഗിയായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയും കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ 3 ദിവസം ഏറ്റവും സുന്ദരമായി തീരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളെയും അനുഗ്രഹിക്കണം, ഞങ്ങളെയും വേണ്ടി പ്രാർത്ഥിക്കണം. ഇരിഞ്ഞാലക്കുട ലെങ്സാണ് ഏത് ക്രൈസ്റ്റ് കോളേജ്. 3000-ലധികം മരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പൂർവികർ ചെയ്തു വെച്ചതിൻ്റെ കൂടെ ഞങ്ങൾ ചേർത്ത് വെക്കണു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ഇവിടെ അവൈലബിൾ ആണ്. ക്യാമ്പസ് ഒന്ന് നടന്ന് കാണണം, നിങ്ങൾ കാണാനുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാ നന്മകളും ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം നടത്തിയതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും വന്നോട്ടെ, സ്വീകരിക്കാൻ തയ്യാറാണ്. വേദി തരാൻ ഞങ്ങൾ തയ്യാറാണ്. വരണം. അവിടെ സ്ഥലമില്ലാതെ പറഞ്ഞ് ഓടി നടക്കൊന്നും വേണ്ട, വന്നോളൂ. നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈശ്വര അനുഗ്രഹിച്ച് നമുക്കുണ്ട്. താങ്ക് യു വെരി മച്ച്. വളരെ ലളിതമായ ഈ ഒരു തുടക്കത്തിന് ഔപചാരികമായി നന്ദി വാക്കുകൾ പറയുകയാണ്. നമ്മുടെ ക്ഷണം എത്തിയിട്ടുള്ള പത്മഭൂഷൺ സ്വപ്നസുന്ദരിയോട് അഗൈതവുമായ നന്ദി, വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഡയസിലുള്ള എല്ലാ ഡെലിഗേറ്റ്സിനോടും വിശിഷ്ട വ്യക്തികളോടും വന്നിട്ടുള്ള ക്ഷണം സ്വീകരിച്ചതിലെ എല്ലാ കലാകാരികളോടും കലാകാരന്മാരോടും ഒപ്പം തന്നെ ആസ്വാദകരായിട്ടുള്ള ഓരോ പ്രേക്ഷകരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ 2 വാക്കുകൾ നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന രംഗകലാ കോൺഫറൻസിന്റെ സംഭാഷണ പരമ്പരകൾ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ ഏറ്റവും അധികം കാണാനായിട്ടും കേൾക്കാനായിട്ടും കാത്തിരിക്കുന്ന കുറേ വ്യക്തികളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. നമ്മൾ ആരംഭിക്കുന്നത് പ്രൊഫസർ എസ് രഘുരാമൻ സാറിലാണ്. അദ്ദേഹത്തിന്റെ വിഷയം നാട്യശാസ്ത്ര കാലം മുതൽ സംഘകാല സാഹിത്യം വരെ ഉള്ള സൗന്ദര്യാവബോധത്തിന്റെ ദേശകാലാന്തരങ്ങളിലൂടെയുള്ള സഞ്ചലനം. ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നാട്യശാസ്ത്രം ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു കലാപാരമ്പര്യം നിലനിന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, തോൽക്കാപ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, തോൽക്കാപ്യം ഒരു ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിലും അത് ഒരു തമിഴ് സൗന്ദര്യ ബോധത്തിന്റെ തന്നെ ഒരു ടെക്സ്റ്റ് ആണ്. അവരുടെ ഒരു സോഷ്യൽ ലൈഫും എത്തിക്സും ശൃംഗാരവും എല്ലാം ഇടകലർന്ന് കിടക്കുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് തോൽക്കാപ്യം പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും നാട്യശാസ്ത്രം നിൽക്കുന്ന കാലഘട്ടം ഒരു 200 BCE 200 CE ടൈമിലും ഏകദേശം 300 BCE 300 CE ടൈമിൽ തന്നെയാണ് സംഘം ലിറ്ററേച്ചറും ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോ ഒരു ഇതിൽ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള വളർന്നിട്ടുള്ള ഒരു ടെക്സ്ച്വൽ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ ശാസ്ത്രമാണെന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ നാട്യശാസ്ത്രത്തിന് എടുത്തു നോക്കുകയാണെങ്കിൽ നാട്യശാസ്ത്രം ഒരു മാനുവൽ പോലെയാണ്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഇമോഷൻസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹസ്തങ്ങൾ, മൂവ്മെന്റുകൾ, മ്യൂസിക്, സ്പീച്ച്, സ്റ്റേജ് ക്രാഫ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും, രസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ സംഘം ലിറ്ററേച്ചറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഹൗ ഇറ്റ് ഇസ് ലിവ്ഡ് എന്നാണ്. ഹ്യൂമൻ ഇമോഷൻസ് ആസ് ലിവ്ഡ് റിയാലിറ്റീസ്. അതിൽ ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച് വരുന്നുണ്ട്, അവരുടെ ഒരു എത്തിക്സിനെ കുറിച്ച് വരുന്നുണ്ട്, സോഷ്യൽ കോഡിനെ കുറിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് സംഘം ലിറ്ററേച്ചറിൽ പ്രതിപാദിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയും നാട്യശാസ്ത്രം പെർഫോമൻസിനെ കുറിച്ച് പറയുകയും മറ്റൊന്ന് പെർഫോമൻസ് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ ഒരു വിഷയമാണ് നമ്മൾ ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ കോൺഫറൻസിൽ ഉടനീളം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുകൾ സംഭവിച്ചിട്ടുള്ളത്, നാട്യശാസ്ത്രം എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ബാക്കിയുള്ള ടെക്സ്റ്റുകളെയും സൗന്ദര്യ ബോധത്തെയും നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ, സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് വേറെ ഒരു വ്യക്തിയില്ല അത്ര ഭംഗിയായിട്ട് പറയാൻ. അത് ഡോക്ടർ എസ് രഘുരാമൻ സാറാണ്. ഏത് വിഷയത്തിന് സംഘം ലിറ്ററേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട് ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം പേജ് നമ്പർ അടക്കം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഡോക്ടർ എസ് രഘുരാമൻ. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് കേരളത്തിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള മോഹിനിയാട്ടം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വിദ്യാമോളെ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. താങ്ക് യു. Dr. S. Raghuraman is a distinguished scholar and educator in Tamil language and literature and dance and culture studies. He served as an associate professor of Tamil language and literature at A.M. Jain College, Chennai, and was a visiting faculty at Kalakshetra, Chennai for more than 20 years. He has guided 22 PhD scholars at Bhartiyar University, Coimbatore, and currently he serves as a visiting professor and academic council member at J. Jayalalitha Fine Arts University, Chennai. He's also a PhD guide at Vedic Wellness University, Florida. He's a most sought after dance lyricist and resource person for many eminent dancers. Dr. Raghuraman sir has produced over 500 dramas, dance dramas, with more than 400 scripts and dance compositions authored by him, has won national and international recognitions. He has authored 2 books,
Tamilar Nadana Varalaru, and Nadana Kalaichal Kalanjiyam. He has given scholarly lectures and demonstrations on diverse aspects of Tamil literature at prestigious forums like Sangeet Natak Academy, Karthik Fine Arts, and so on. His contributions has been recognized with numerous honors, including Bhaskar Puraskar, Ilakya Bhaskara, Senthamil Chemmal, a national award for script writing, the Shaila Sudha Award, Dr. S. Ramanathan Memorial Award at Cleveland, and a lot more. With great reverence, we welcome Dr. S. Raghuraman sir to give his lecture. First of all, my humble namaskarams to one and all, because already I crossed the time limit, because I have to give my lecture by 9:40. Now time is 10:20, right? So I want to minimize my salutation in the talk. Start with Sreelakshmy mentioned that the Natyasastra is known as Panchama Veda. I am going to start from that point. According to Sanskrit, they may accept and agree that the Natyasastra is the Panchama Veda. But according to the Tamil tradition, it is known as Panchamar Veda. What are they? Panchamar means they, the people, are the fundamental workers of a society. Who are they? Carpenter, cobbler, potter, weaver, and the blacksmith. They, the people, used to do the normal domestic work for the people, those who are living in that village. Carpenter can take care of the house construction, carpentry work, furniture. Blacksmith will take care of iron process, and potter may make the vessels for cooking. And weaver, you know very well, he is the person who is weaving the textiles to the people, and so on. When the warfare started, all the 5 people will go to the warfront. The carpenter will take care of the chariot. The blacksmith will take care of the weapons. He has to mend the weapon periodically, because if he is not going to mend the weapon previous night, there won't be a weapon for the next day war. He has to. And the cobbler will take care of the leather details. And potter, he is the person who can identify the quality of the mud, and as well as he can use his knowledge for camouflaging. Then weaver, he used to take care of the cloth. In the night time, they used to come forward and entertain the soldiers. In the daytime, when the war is on, all the Panchamars will take care of the things to mend. But in the evening time, the wounded warriors are there in order to entertain them. In order to encourage them, they started to perform. Even today, go and see in Tamil villages, no other upper caste people are not taking part in any Terukuthu. Only these 5 community people. Even today. Even today. So if you go to the village in Tamil Nadu, the potter will come and he will do the makeup. He knows the quality of the mud. Some of the mud will cause you the allergy to the skin. So he knows very well. He can go and find the puttuman. The termites, molehills are there, right? He will go and bring that puttuman and mix with the vegetable colors and coat all your face. That is the makeup, even today. Then the carpenter will create the crown, sword, and so on. So these are all the details mentioned in Tamil literature. They are all known as Panchamar. So their practice of dance or drama is known as Panchamar Veda.
It is not Panchama Veda, no way associated with the prior Panchama Veda of Natyasastra, the Rikajur Sama Adharvana, right? This is called the Panchama Veda. In Tamil tradition, everybody is thinking Tolgapiyam is a grammar for Tamil language. No, it is not a grammar for Tamil language. It is a grammar for Tamil culture. You have to understand, most of the people totally misguided by the scholars. Tolgapiyam is an ancient Tamil grammar. It is not a grammar for language alone. It is a grammar for Tamil culture. That is the reason Tolgapiyam mentioned about dance and music and other details in his grammar. For example, Tolgapiyam mentioning only 2 words about dance. Only 2 words. One is Attam, another one is Kuthu. Other than these 2 words, you cannot find other words for Kuthu and Attam in Sangam literature. There is no Nirta, no Nirtya. These are all the words are not totally not able to found in Sangam literature. Only the Attam and Kuthu. What is the difference between the two? Attam means the individual person's performance is known as Attam. That too also that person has to perform in the war field. After winning the enemy, the individual soldier tried to raise his sword and do the dance. That is called World Amalai. What we are doing in Kalaripet. That is called World Amalai. Amalai means person who is dancing with much of emotion. World means a brightful sword. By way of killing many enemies, he took his sword and started to move on ferociously all over the ground. That is his victorious performance. Another one is Nudil Attu. Nudil means spear. By way of killing the enemy and took his body with the help of his spear and start dancing. That is called Nudil Attu. And Pillai Art. All these things taken from Tolgapiyam. First of all, listen that. All these details taken from Tolgapiyam, Purathinai, Vanjithinai formula. Then third one is called Pillai Art. A soldier, how he can protect his fellow members and killing the others is called Pillai Art. So all these Attam took place only in the war front. That is the reason later on Silappatikaram mentioning 11 type of dance done by the god and goddesses all are mentioned as Attam. They are not dance, they are Attam. Kodugoti is an Attam. Pandarangam is an Attam. Ilangovadigal says it is known as Padinoru Adal. See the word Padinoru Adal. All the Adal taken place only in the war front. All the Attam done by the god and goddesses by way of killing their enemies. So Attam is nowhere related to the common performance. It is nowhere related. Whenever you are having the courage, whenever you are having the anger toward your enemies, in order to prove your valor and the strength, might, you have to dance. That is called Attam. Second one is Kuthu. Kuthu means it's a group dance. It is more or less domestic form of performance. Koravai Kuthu, Thunangai Kuthu, Velan Kuthu, all these things are done for the community development. See the beauty? It is not for entertainment. It is partly entertaining the audience, but also it communicates some ideas. Because in those days, people were having lot of ritual practices. By way of doing their ritual practices, for that they use the dance as a tool. That is known as Sadangiyal Charnda Nadanam. The word Sadangu. In olden days, it is known as Vari. Vari means the regional, personal, human emotion is called Vari. If that Vari based on their domestic life and as well as their ritual practices. If it is domestic life, it is Vari Adal.
If it is in ritual practices, it is known as parichanti, in order to pacify their local god or goddesses. In Silappadigaram, Aichiyar Koravai is a varichanti. Kundra Koravai is a varichanti. Vertivavari is a varichanti. What is the purpose of varichanti? In order to avoid the evil and expecting the good thing to the community. For that purpose, they used to perform. That is called varichanti. In Silappadigaram, there are 3 varichantis are there. One is for the Kotravai, that is known as Vettuvavari. It will be taken place in the deserted area. And second one is called Aichiyar Koravai. It is performed only in the Mullai Nilam, that's a pastoral people's area. And third one is known as Kundra Koravai. It is only in hill station. The god is Lord Muruga. All these things, people conducting their own rituals to pray the god, to avoid the evil and expecting the good from the god. So these are all the details in Sangam ages, and these are all the details nowhere related to Natyasastra. Natyasastra never ever mentioned these details in its work. Because Natyasastra concerned to me, I may be wrong in my perception, concerned to me, Natyasastra, everybody is saying it been between 200 BC to 200 AD. 27 years back in Krishnagana Sabha, in the Natyakala conference, I was speaking that Natyasastra is not one man's work. I was just starting my research in Natyasastra. I was telling to the audience, it is not one man work. Some of the great scholars agitated it. I do not want to mention the name. Some of the great scholars on the stage itself, they agitated. Then I was telling to them, just go through the book. You can find lot of controversy. Self-contradictions are there in Natyasastra. Between the first chapter to seventh chapter to 18th chapter, you can find the self-contradictions. How it is possible? A person is going to write the entire text of his own. How it is possible to form the self-contradiction? Periodically, it is collected and Bharata may be compiled it. Bharata may be compiled it. Because I mentioned Natyasastra. Natya means drama. It is nowhere related to individual performance as dance, not nritya. According to Sanskrit, Natya means drama. So the drama concept created by many people, even before Bharata. Even before Bharata. Why I am saying this? Even in Tolkapiyam, he is talking about all the details of the society. In his own book, he appreciated more or less in 167 places about his predecessors. In his formula, he says, Yappana moliba yappari pulavar. Enrisinore, Arindisinore. These are all the words mentioned by Tolkapiyar. It means even before him, there were many scholars in the social, cultural, grammar and history. So according to their opinion, according to their knowledge, I am simply adopting their ideas and incorporating in my book. That's all. In 167 places, he is saluting his own predecessors. So likewise in Bharata's work, he also compiled the work concerned to me. I may be wrong again. I am saying concerned to me. This compilation taken place only the Pallavas period, between 6th century to 9th century. Because there are a lot of inputs are there. For example, in Tamil tradition, Silappadigaram is the first and the foremost literature which reveals the entire dance and music form of Sangam age. In Sangam literature, we can find now and then or one or two pieces in all over the entire work. But whereas Silappadigaram meant for that Sangam period poem and dance and music and dance. Right. In Silappadigaram, he talks about the single hand gestures are 28 and double hand gestures are 13.
it is accepted by Natyasastra. This is commentary given by person by known as Arumbada Urayasariyar during the period of 10th century. But whereas 12th century, Adiyar Kanalla totally changing the hand gesture numbers. Single hand gestures is 30 and 15 is 33 and double hand gesture is 15. Totally changed. Why? Because periodically hand gestures and its distributions are growing. It is growing because some of the ideas, some of the objects may not here at present. So for that, we are going to do the distributional hand for that. What is the purpose? That's why Adiyar Kanalla mentioned in his work, there are 3 types of hand gestures. They are not 2. Natyasastram says there are 2 types of hand gestures. One is Nirta Hasta, second one is Abhinaya Hasta. Nirta Hasta means gracefully you want to move your hand while you are dancing. But whereas Abhinaya Hasta, to communicate. Adiyar Kanalla says the third hand gesture. Nirta Hasta known as Yezhil Kai. Abhinaya Hasta is known as Toyil Kai. And third one is called Porul Kai. Go and see his commentary, Arangetru Kadai, 3rd chapter, page number 89. He mentioned that word Porutkai. What it means? Why he is introducing the third hand gesture? This is not rightly mentioned by Natyasastra anywhere else. What it means, Porutkai means you have to understand what the poet wants to communicate. That meaning has to be communicated. Right? That is called the Porutkai. Because if you are not knowing the literature, if you are not able to understand the writer's idea, you cannot understand what is Porutkai. For example, I am going to say, this is the world. If I am going to show my Patakam to show this is the world, am I going to mention world as an object or worldly people? Right? For example, the entire world is laughing at me. What it means? The world means it is not mentioning directly the object of the world. It is mentioning the persons, those who are living in the world. That is called Porutkai. If you are going to show your hand to signify only the world, it is not the meaning. You are not communicating it. Then you have to communicate what the poet wants to say. Whether he is going to talk about only the world or the people in the world. So according to the poet's opinion, it is people in the world. Means you have to show the people, not the spherical form of the globe. No. So this is called the Porutkai. So unless and otherwise, if you are not able to understand the poet's inner feeling, you cannot produce any hand gesture. This is the first and the foremost detail in Abhinaya. Because what the poet is saying, your duty is to communicate the poet's mind and you have to embellish or enhance his emotion. That is the performer's duty. Instead of doing the plain word and its meaning, what is the reason? A dictionary can give better meaning than you. Right? You have to embellish the meaning and give. That is the beauty of a dancer. Second, according to the concept of rasa, this is the biggest difference between the two. That's why I was telling to Sreelakshmy, the topic itself, you have to put it in other way around. Percolation to or from Natyasastra to Sangam age, it is wrong. The percolation from Sangam age to Natyasastra. You have to put it in other way around. Then only you are identifying it properly. For example, concerned to Natyasastra, he knows only 2 dharmis. One is Lokadharmi, another one is Natya Dharmi. Right. But Tolgapiyam says there are 3 dharmis. It is a wonder to everyone. Natyasastra says Lokadharmi means what you have seen, according to that you are reacting, that is Lokadharmi. What is Natya Dharmi? What you have seen, if you are going to narrate it to others, that is called the Natya Dharmi. But third one is there, according to Tolgapiyam, it is Pulaneri Vadakku.
நாடக வழக்கினும் உலகியல் வழக்கினும் பாடல் சார்ந்த புலனெறி வழக்கினும். This is the formula in Agathanaiyal. The first chapter of Puruladigaram, Agathanaiyal, it is there. What is called the புலனெறி வழக்கு? Certain thing we can communicate as it is with the help of our own experience. In Natya Dharmi, we wanted to dramatize certain rasas, then only it will get completed. If you want to show a Veera Rasa on stage, you have to do the Natya Dharmi. If you are going to put it in Loka Dharmi, nobody will like it. Right? Because it needs that emotion. You need that. If you are going to show your aversion, you have to do it in a Natya Dharmi only. Apart from these two dharmis, he is talking about a third one. It is called Pulaneri Valakku. What is Pulaneri Valakku? Through your sensories, you are observing something. It happens only in Sringaram. It happens only in Sringaram. You cannot do the Sringaram in Lokadharmi and as well as in Natya Dharmi. If you are going to do anything in Natya Dharmi for Sringaram, it is a vulgar. I can say it is a vulgar. Awfully it is right. If you are going to do it in Lokadharmi, awfully accepted. But mostly you have to do it through your sensories. Then only it is effectively communicated. What is sensualities? It's another question. Tolkapir gives the detail. For that sensualities, you have to communicate with the form of iraichi. What it means, iraichi? It is known as dhoni in Sanskrit. The concept of dhoni is not mentioned in Natyasastra. See the beauty. The concept of dhoni is not mentioned in Natyasastra. The dhoni concept mentioned only by Anandavardhana in Dhonyalokam during the period of 9th century. See, Natya Shastram is not knowing what is dhoni. According to Natya Shastram, it knows vastu, it knows alankara, it knows auchityam, and it knows riti. That's all. But dhoni is, because what is dhoni? If you are going to see an incident, according to that incident, it gives some impact on you. That impact will start to resonance in your mind. That is called dhoni. That has to resonance. You are going on thinking and enjoy what happened. I enjoy what is the details you accumulated in your mind. That is called dhoni. Natya Shastra never ever mentioned dhoni, but Tolgapiyam says it is iraichi. If you want to do the Lokadharmi, say with the simile. If you want to do Nataka-dharmi, say with the Ullurai. If you want to do the Pulaneri Valakku, do with the iraichi. How the iraichi forms? What Tolgapiyar says, iraichi karuporul purattaduve. That's a grammar. Karupurattaduve iraichi agum. What is karu? Tolgapiyar cleverly formed the landscape. In olden Tamil Sangam literature, we were having 5 landscapes. Kurinji, Mullai, Marudam, Neidal and Palai. Why I said Palai? Palai was not the landscape of Tamil. We don't imagine the deserted area of Palai. That type of landscape not at all available in South India. Then what it is Palai? Silappadigaram gives the answer. Kurinjiyum Mullayum Muraimayil Thirindu நல் இயல்பு இழந்து நடுங்கு துயர் எய்தும் பாலை என்பதோர் படிவம் கொள். What it means? Kurinji, the hill station, Mullai, the forest region, both the things, if they loses its fertility, if they become dry, that landscape is known as Palai. Right. In that area, the wild animals are there, the robbers are there. Right. In that 5 landscapes, every landscape is having a season. Every landscape is having a time zone. See the beauty. All these things put together, it is known as Vibhavam in Natya Shastra. While you are start with some idea for Abhinaya, you are creating the Vibhava, the background. How you are going to do the background? With the help of the landscape and the season and the time zone. For example, even in today's cinema, a pathos song is on in the picture. What the director is doing, he is doing the deserted show area. There are dried leaves. There is no water in the pond. He is just toiling in the hot sun. That's all. That is the pathos.
Through that picturization, he is creating the background, that is Vibhava. So Mudal Porul meant for Vibhava. Then what is Karuporul? Every land is having 14 elements. The land-based birds, animals, water resources, flower, tree, their occupation, food, their music, their musical drum and harp and so on. With the help of that, you are developing your Sanchari. In order to explain the innermost feeling of the performance, you are using that Karuporul for Sanchari. That is called the Sanchari Bhava in Natyasastra. You are explaining it. Why the Vibhava and Sanchari Bhava are utilized in the picture? Because you have to establish the proper dhoni. That dhoni means Sthayi Bhava. So in order to develop the Sthayi Bhava, you are utilizing the Sanchari Bhava and Vibhava. That's why Tolgapiyar says, Mudal Porul Allana Mayangavum Perume. These are all the methods you have to narrate. You are not supposed to change anything. If you are going to change, what will happen? Marabu nilai thiridal chayyutku illai. This is the way how we are producing. This is the way how we are communicating. This is our cultural practice. We have to tell the Mudal Porul first, then Karuporul, then it will take you to the Dhoni. Take you to the Sthayi Bhava. You need not strain yourself to bring out the Sthayi Bhava. It will come automatically. It should evolve. If you are going to properly engaging the Mudal Porul and Karuporul, automatically the Sthayi Bhava evolve. It is the both the things are catalyst to evolve the particular reaction. So that's why he says, don't forget this. If you are going to change these two, you will put the audience in confusion. That's why he says, Marabanilai Teridal Chayutke illai. Marabanilai Tiriyin Piridu Piridu. You are not allowing the audience to know what you are doing on stage. You are confusing them. It is not your duty to confusing. Your duty is to communicate. Instead of communicating some subject matter to the audience, why you are confusing? Tolgapiyar firmly written it. Marabanilai Tiridal Chayutke illai. You are not supposed to change any convention. It is not at all possible. Till date we are. That is the beauty. In our Tamil culture, till date we are following. Another thing he says, if you are going to write something about romantic side, don't mention the hero and heroine's real name. That's a grammar in Tolgapiyar. If you are going to talk about the heroism of a person, tell the name. In Agaporul, it is called the romantic side of the grammar. In Agaporul, you are not supposed to tell the real name of the hero and heroine. Anbin Agan Aindenai Maringil, Oruvar Payar, Chutti Kolapera. He finalizes, Cholla Ade, because why? In romantic side, you cannot get any comparison. I want to love like him. You can't say like that. How he is loving his wife, how he is loving his lady love. Likewise, I want to love my lady love. It is vulgar, sheer vulgar. But in the Purathena, in a warrior aspect, you can say, like him, I want to achieve. Like him, I want to study. Like him, I want to keep that position. That is possible. That's why he says, in Agapurul, you are not supposed to say the name of the person, but you can tell the name of the character. That's why he said, Talaivan, Talaivi, Kolunan, Kolundi, Verpan, Kurati, all these land-based names. There won't be a chance of real name. Later on, even Kuravanji literature, they created only the false name, not the real name. All the Kuravanji heroines are false name, right? Chitrabadi, Mohini, all these names are created by the writer. They are not the real name. Especially Kurati is not at all having any name. She is known as Kurati, that's all. That's why once you are going to talk about the Sringaram, don't identify the name. Please identify the situation. That's why in Tolgapiyam, it talks about the Sringara based details only on Kurtru basis, not by character basis. The arch go and verify Sangam literature. Putru, Kurtpur, Munnam. All the three are presented in romantic literature. In love literature, all these three are
compulsorily mentioned by the poet. Kutru means who is the sayer. Kutru, who is telling this. Ketpur, to whom it is told. Munnam, on what background? Because according to the background, the Kutru will change. According to the Munnam, the Kutru will change. Because if I am going to talk to my daughter, that style is totally different. Say if I am going to talk to my wife. Right? The same idea, if I am going to communicate to my students or some other general public, my style of communicating is totally different. That's called the Kutru. Kutru will change according to the receiver. Very simple example. Someone lost some money, right? While you are going to the college or somewhere else, you lost some money. If you are going to communicate the same thing to your house members, how you are going to communicate? While you are communicating to your father, the style is different. While you are going to communicate to your mother, the style is totally different. To your friends or to your brother and sister in the home, there are new style you are adopting. Why? Because according to the receiver, you have to change your style. Tolgapir insisting that. This Kutru, Ketpur, Munnam, you have to specifically mention in Agam literature. In Sringara literature, you have to follow these three characters. If you are not going to follow these three, you are confusing again. So, any literature belonging to Sringaram category in Sangam age, you can find in the title of the song, Kutru. This is Toli Kutru. Ketpur, Talaivi. Munnam, தலைவன் பொருள்வையின் பிரிந்ததற்காக ஆற்றியிராத தலைவிக்கு ஆற்றுவிப்பான் வேண்டி தோழி கூறியது. The subject matter also revealed, the background also revealed. So these are all the details you never ever found in Natyasastra. This is the beauty. Because how to dance is different than what to dance. How to dance is a grammar. What to dance, it is a culture. You have to stick on to the culture. If you are going to stick on to the culture, how to dance, it is not necessary. Just your aim is to communicate. Because see the learned scholars, one stage, they are losing their abhinayas. Only their facial expressions communicate a lot. For example, Briju Maharaj. In the last stages, he was not at all interested in hand gestures. Not at all using his hands. Everything through his face. That type of maturity he got. That is enough. So what to dance is more important. How to dance is a complementary. I want to communicate this emotion to the audience. That is enough. For that you are going to use your hand gesture or facial reactions, all of it. You have to decide. It is not specifically mentioned in a grammar. Even Tolgapir also says the same. That's why he never ever mentioned as rasa or suvai in Tamil. He mentioned as meipadu. If he is going to reveal the details of rasa concept in his work, he mentioned as meipadu. What it means? Mei means body. Padu means manifestation. How you are manifesting your body according to the emotion. He is not at all talking about the bhava on face, because in those days, first two rows of people may understand what the bhava is on face. See the last row? How they are able to understand. Now they are all having CCTV, TV and so on. In those days it was not there. So you have to show everything through your body. Hasta, the body. That's why he mentioned as meipadu. The body manifestation. It is not nowhere related face alone. It is entire body. You have to act totally by way of engaging your body. That is meipad. Then meipad, according to Natyasastra, it also accepts 8 rasas. Tolgapir also accepting 8 rasas. But some of the rasas are having little bit difference. Tolgapiyam says, Nagai Alugai, Ilivaral Maritkai, Acham Pyramidam, Veguli Uvagai, Appal, Yette Maipad Yanga. The Yette, why he is giving the stress means, other than this, there is no Maipad. But what happened later on in Bhakti movement, we introduced a lot of Maipad, lot of rasas, Shringara Bhakti, Bhakti Shringaram, Vasalyam, Madhuryam, Dasyam, Sakiyam, all these Maipad never ever mentioned by Bharadals. Right?
we started to introduce these type of subshades of Shingara. All these 6 are subshades of Shingara. They are not having any independent identity. Even the, especially Bhakti, it is never ever mentioned by Bharata and as well as Tolgapya. That is the beauty. In the complementary Maipadugal, there are 32 in Tolgapyam. Even in the 32, he has not mentioned about Bhakti. That is the beauty. Because they were talking only about the human emotion. Humanly possible, they wanted to explore. That's all. So Tolgapya did a beautiful thing. If you are going to talk about Nagai means Hasyam. What is the reason for Hasyam? He never ever spoke. How you will get Hasyam, he classified it. That is the beauty. Why you are laughing, that is more important. How you are laughing becoming secondary. But Natyasastra says, how you are laughing, Hasidam, Visidam, Hasyam and Atagasam, so on. That is not the necessity here. How you are laughing is different. Why you are laughing? What make you to laugh? Tolgapur gives the reason. That is the beauty. Every rasa he classified into 4 forms. Nagai, Yallal, Ilamai, Pedamai, Madan Yana, Ullapatta Nagai Nagi. See the reason he is mentioning. Yallal, by way of teasing others. Ilamai, by way of seeing the child's behavior. Pedamai, ignorance. Madan, foolishness. Because of these 4, you can get love. Other than these 4, identify any one of them. Other thing than this, no. Till date, no. That is the beauty. So Tolgapya, he is not allowing you to find out the way how you are laughing. He is telling why you are laughing. The reason he is mentioning, every rasa he classifies us into 4 legs. Alugai means idive, ilave, asaive, varumai. Ena velivil kolgai, alugai nangi. Every. That's why he never ever mentioned Shingaram as a separate rasa. He talks Shingaram in Uvagai, that's the last one. Uvagai, he says, Selvam, Kulane, Punarve, Velayate, Yena, Allal Nita Uvagai Nan. Allal means that has to remove the pain in your mind. Allal suffering. These 4 are removing your suffering from your mind. Then only it is known as Uvagai. Uvagai means internal pleasure. You are not supposed to express through your words. Because a child is going to touch you. That pleasure is a pleasure you can enjoy, but you can't express. If you are going to hear a beautiful music, Pulan, you can enjoy that, then you can't explain it. Then eating a very delicious sweet, you enjoy it, but how it is sweet. That's all. Come on, express it, not possible. That's why it is called Pulan. Likewise, Punarvu. Because union between the hero and heroine, that gives the pleasure to all your 5 sensories. That's why he put it in Uvagai. Uvagai, which causes the pleasure internally through your sensories. So that's why he never ever mentioned Sringaram or Pun. It is put it in Uvagai. Later on, this is the beauty. Natyasastra ends here. But later on, Tolgapya says, Sringaram is having a separate Maipad. That is the next chapter. That is called union between the hero and heroine. Before union, what are the Maipad will take place? There are 12 Maipads. After the union, what are the Maipads? They are also 12. He classified it. Then after having marriage, how they are leading the family life, according to their life, what are the Maipadus will take place. See the beauty. That's why I said Tolgapiyam is not a grammar for language. It is a grammar for Tamil culture. Because Natyasastram never ever worried about the person who got married and how he is going to lead his life at the time, what are the rasas he is going to produce, all these things, obsolete for him. But Tolgapiyam says it is essential. Because what the love you are having before union, that may be not in the same amount after union. After having the life for 10 or 15 years, you cannot produce same time of that emotion with your wife after 20 years. Not possible. It is not possible because
in the initial stage, it is based on physical urge. Later on, it will becoming a mental adjustment. So Tolgapir talks about it is a physical pleasure, this is mental adjustment. Both the things he mentioned very neatly. The second part miserably not found in Natyasastra. That is most essential because all the dancers only doing the teenage characteristics on a stage. How long? How long? All the Naika, everybody is doing Mugdha and Pragalpa. Why other people are not doing other characters? Why? Madhya, up to Madhya, everybody is comfortable. Mugdha and Madhya, teenage, comfortable. Pragalpa, the matured woman, they are not performing on stage. Why? Because it is difficult thing to produce on stage. Natya Shastra never ever supported the details. But whereas Tolgapiyam is supporting. Go and see in Tolgapiyam Naipatiyam, last 3 formulas. After having the family life, what are the behavior of the hero and heroine? It is rightly mentioned. First chapter 16, second chapter 24. So 24 plus 16, there are 40, 30 way of doing how to understand one's understanding. Later on, Kama Sutra mentioned this. See the beauty. How to understand your partner's signs. A separate topic in Kama Sutra. Vasayana attempted this. But Natya Shastram never ever attempted this. So, if you want to know the performance arts history and culturally you want to identify, please go with the Tolgapiyam. I am not blaming, I am not degrading the Natya Shastra. Sorry, that is not my duty. I am not for it. That too also a highly respectable book. But even before Natya Shastra, we are having the treasure named as Tolgapiyam. Once you get into the Tolgapiyam and understand the traditional culture, not only the traditional culture, what he mentioned as culture, even today it is acceptable. Especially Natya Shastram finally says, these are all the things are rasa bhasa. Right? One particular sloga there in Natya Shastra, rasa bhasa. What are they? What are the actions you are not supposed to do on stage? You are not supposed to show the dead body. Taking bath, you are not supposed to show. Combing the hair, not to show. If you are going to show, these are all the things are coming under rasa abhasa. But Tolgapiyam says no. I am not talking any actions on stage. I am talking, these are all the emotions you are not supposed to show on stage. Because your idea of doing dance is to promote the good thing to the society. See the culture. Why you are performing? Through my performance, I want to promote the audience knowledge, promote the audience rasikattanmai. For that purpose, I am performing so that you are not supposed to these 11 emotions on stage. Nimbiri, Kodumai. Don't be a cruel action on stage. Kodumai means cruel. Nimbiri means jealous. Then self-boasting, don't do it. And don't use the filthy words on stage. According to Tamil tradition, you are not supposed to use any filthy language on stage. It is prohibited. That is the culture. Why? He says, Ulluvadan metre uyarndadu. Uyarndadan metre ullum kale. Whenever I want to tell something to the audience, I want to say only the superior things. Uyarndadan metre ullum kale. நான் உயர்ந்ததை சொல்றதுக்கு தான் நான் கிராமர் எழுதுறேன். சாதாரண ஒரு அப்சலீட்ஸையோ ஃபில்த்தியையோ நான் சொல்றதுக்கு it is not my duty. It is not supposed to be done by any other. That's why in Sangam age, you cannot find not even a single filthy word or single filthy incidents. Just go and refer any Sangam age, any literature in Sangam age, because their aim was to improve the society through the media, because dance is a media. Through that media, they want to improve the society. They want to see the better future for the people. For that purpose, Tolgapiyam utilized his grammar. Concerned to Natya Shastra, it talks about the performance. It is talks about the aesthetics of performance. But Tolgapiyam is talking the aesthetics of the society.
how aesthetically you have to develop, how aesthetically you have to put your ideas forward to see the better future. So according to that, I can say the percolation started from Tolkappiyam, then it moves to other region and other languages to develop their performance, arts and its grammar. Thank you, one and all. Thank you, sir. It was a beautiful, beautiful conversation. എപ്പോഴും പറയുന്ന പോലെ ഒന്നൊന്നിൽ നിന്ന് തുടങ്ങി അത് ഏതിൽ നിന്ന് തുടങ്ങി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇതൊരു ഒഴുക്കാണ് എന്നുള്ളതാണ്. So thank you so much for this wonderful conversation. And to honor Raghuraman sir, I invite Sri Vinod Gopalakrishnan onto stage. Thank you. Sitting. ഞാൻ announce ചെയ്തോട്ടെ അതോ കടം ക്ലോസ് ചെയ്തിട്ട് Yes, yes. I don't know. Arun. എന്താണ് ഞാൻ announce ചെയ്തോട്ടെ announce ചെയ്തോ എന്താ പറയാത്തെ സിബിൻ, സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യാം.
അവതരിപ്പിക്കുന്ന ഒരു ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ ആണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇരിഞ്ഞാലക്കുടയ്ക്ക് നിർമ്മല ടീച്ചറെ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ടതില്ലെന്നറിയാം. എങ്കിലും നിർമ്മല ടീച്ചറെ കുറിച്ച് 2 വാക്ക്. ഗുരു നിർമ്മല പണിക്കർ ഒരു അവതാരകയും ഗവേഷകയും സംവിധായകയുമാണ്. തൃപ്പൂണിത്തറ RLV കോളേജിൽ ഭരതനാട്യത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പോസ്റ്റ് ഡിപ്ലോമ നേടി. അതേസമയം ഗുരു കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ടം അഭ്യസിച്ചു. തുടർന്ന് ഊട്ടിയിലെ ലവ്ഡെയിൽ സ്കൂളിൽ നൃത്ത വിഭാഗം മേധാവിയായിരുന്നു ടീച്ചർ. കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെയും കലാമണ്ഡലം പത്മിനി ടീച്ചറുടെയും കീഴിൽ നിരവധി കാലം നൃത്തം അഭ്യസിച്ചു. കേരള സ്ത്രീ നൃത്ത കലാരൂപങ്ങളായ മോഹിനിയാട്ടം, നങ്ങ്യാർകൂത്ത്, തിരുവാതിരക്കളി എന്നിങ്ങനെയുള്ള ആർട്ട് ഫോംസിന്റെ പങ്കിടുന്ന സവിശേഷതകളും അതുപോലെ തന്നെ തമിഴ് ഇതിഹാസമായ ചിലപ്പതികാര പരാമർശിക്കുന്ന നൃത്തങ്ങളും ടീച്ചർക്ക് പ്രത്യേകം താല്പര്യമുള്ളവയാണ്. ഇരിഞ്ഞാലക്കുട നടന കൈരളിയുടെ ഭാഗമായി കേരളത്തിലെ സ്ത്രീ നൃത്യ നാട്യ കലാരൂപങ്ങളുടെ ഗവേഷണത്തിനും അതുപോലെ തന്നെ അഭ്യസിക്കുന്നതിനുമായി നടന കൈശികി എന്ന സ്ഥാപനം ടീച്ചർ സ്ഥാപിച്ചു. ദേശീയ ഇനത്തിൽപ്പെട്ട പുലി, കുറത്തി, ചന്ദനം, മൂക്കുത്തി എന്നിവയുടെ പുനരുജ്ജീവനവും ടീച്ചറുടെ പ്രധാന സംഭാവനയാണ്. നൃത്തനാട്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, മിനിസ്ട്രി ഓഫ് കൾച്ചർ സീനിയർ ഫെലോഷിപ്പ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങളും ടീച്ചർ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. ടീച്ചറുടെ സീനിയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള അണിമ VP, ഹൃദ്യ ഹരിദാസ്, നീലിമ മേനൻ, നീലിമ P, സ്നേഹ P ദയാനന്ദൻ, അഞ്ജു പീറ്റർ, സംഗീത രാജീവ്. പക്കമേളം, വായ്പാട്ട് നീലംപേരൂർ സുരേഷ്കുമാർ, മദ്ദളം കലാനിലയം പ്രകാശൻ, വീണ തൃശൂർ മുരളീകൃഷ്ണൻ, സ്റ്റേജ് കോർഡിനേഷൻ ദീപ്തി MV. ഏവരെയും രംഗകലാ കോൺഫറൻസിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോപ്പിക് ഒന്നുകൂടിയും പറയാം. ആംഗികം ആൻഡ് സാത്വികം, അഭിനയ പ്രാക്ടീസസ് ഇൻ മോഹിനിയാട്ടം ആൻഡ് നാട്യശാസ്ത്ര. Shri Gurubhyo Namaha. Namaskaram. Pranamam to all revered gurus, scholars, and all the rasikas present here. Na tat jnanam, na tat shilpam, na sa vidya, na sa kala, na sau yogo, na tat karma, natyesmin yen na drishyate. This timeless verse reminds us that Natya is not merely a performance. It is a complete universe of knowledge, art, discipline, and action. On this meaningful occasion, as the Natyasastra, our ancient and monumental text, has been recognized by UNESCO as a living cultural heritage, we, the students of Nadana Kaishiki Mohiniyattam Gurukulam, under the guidance of our Guru, Srimati Nirmala Paniker, feel deeply honored to be part of this Rangakala conference. Today, we explore how the timeless principles of Natyasastra are embodied within the graceful tradition of Mohiniyattam. Mohiniyattam is admired for its soft movements, rhythmic grace, and quiet elegance. Yet, its true power lies beyond what the eyes perceive. Through Kaishiki Vritti, the word originated from the word Kesha, that is hair, which enhances the Shobha, the luminous beauty that flows not merely in form, but in feeling. Dance is not a decoration, it is a communication. As Bharata reminds us, Natya is a complete language that communicates through the body and mind. As the center of this communication is Abhinaya, the art of leading the audience towards the emotional experience that is Rasa. This happens through 4 modes: Angika, Vajika, Aharya,
and Satwika. In Indian classical dance, especially in Mohiniyattam, Angika and Satwika Abhinaya hold a very special place. Angika is what we see, the movements and gestures. Satwika is what we feel, the inner emotion that gives life to those movements. They are not separate. When the body moves with genuine emotion, technique becomes meaning and movement becomes rasa. In today's lecture demonstration, we will explore this beautiful relationship between Angika and Satwika Abhinaya through the expressive language of Mohiniyattam, as taught and nurtured in the kalari of Guru Srimati Nirmala Paniker. Let us now enter the sacred space of kalari and explore how our practice unfolds. Our kumbidal, a prayer. Ghim Then we begin with mandalas, the basic stanzas of Mohiniyattam. There are 5 mandalas: Samam, Kal Mandalam, Ara Mandalam, Mukkal Mandalam, Muru Mandalam. Muru Mandalam, Mukkal Mandalam, Ara Mandalam, Kal Mandalam, Sama. Among these, Kal Mandalam and Mukkal Mandalam act as stanzas that sustain the rhythmic flow. The stanzas, that is Titi, progresses into movement, that is Gati, through various Padabedas, the various ways of using the feet. In Natyasastra, 5 Padabedas are described as below. Udghatita samamshchaiva tatha akratala sanjaraha anchidaha kunjidaschaiva pada panjavrida smritaha. In Mohiniyattam, we have 5 foot movements that are shaped by the living rhythms of Kerala, echoing the grace of birds and the gait of animals. The 5 Mohiniyattam foot movements are Hamsapada. Te 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 Kukkudapada. Te 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 Git te Mayurapada. Te 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 ja 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 jam naganam. Mandukapada. Te gite te gite te te Nagabandham.
Te, da, 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 te, da, da, da. Now, let us see how the entire body comes together in movement, weaving all the angas and ubhangas into single expressive form, that is adavus. They are categorized into four: Taganam, Jaganam, Daganam, and Sammishram. We will be demonstrating few of them. From Taganam, this adavu basically shows how to use the hands in circular motion. Oh, ta, 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 te, yam, te, yam, tadi, pi, te, to, da, ta, da, te, yam, ti, te, yam, tadi, ti, te. From Jaganam, this adavu particularly shows how to make use of churipus. Jagam, tanam, tari, tari, ta, nagam, tanam, tari, tari, te. From Dhaganam, dha, no, ta, ta, ri, ta, ri. From Sammishram, te, ta, di, te, do, te, ta, di, te, do, ta, di, te, do, te, ta, di, te, do, te, ta, te, do, te, ta, di, te, do, te, ta, te, do, te, ta, te. Through the weaving of mandalas, padabedas, and adavus, the student is gently guided towards their first structured composition, Cholkatta, a sacred rhythm that embodies the union of Shiva and Shakti, enriched with the shlokas that praise the cosmic balance of Shiva and Parvati. Usually, Cholkatta starts with Devi Stuti and ends with a Shiva Stuti.
We have already seen that Angika and Satwika Abhinaya are not separate disciplines. They are two sides of same coin. When the body becomes the eyes, every gesture transforms into a window of emotion. In Kalari, training is deeply rooted in the cultivation of Satvika Abhinaya through Ubanga Sadhakam. Chapter 8 of Uddhavanga Abhinaya in Natyasastra elaborates the practices of Ubanga Karmas, which include Tara Karma, Bhru Karma, etc., Rasadrishti, and Mukharagas. The disciplined and continuous practice of these Ubangas and Mukharagas forms the very foundation of Satvika Abhinaya in the Kalari, enabling the dancer to internalize and express the 9 fundamental emotions. Sangam Literature says, உள்ளத்தில் நிகழும் பொருள்களுக்கு உடம்பின் கண்ணால் வேறுபாடு தெரிவிப்பவள். The dancer who reveals
the movements of inner world through the language of the body. The Tara Karmas, described in Natyasastra, share profound similarities with the Drishti Vedas, emphasizing the central role of eyes as carrier of inner emotion. We will now demonstrate a few Kannasadakams and Satvika Bhavas. The disciplined sadhaka kramam of the Zubangas and Mukharagas forms the very foundation of Satvika Abhinaya in Kalari, through which the students master the 9 fundamental emotions. Presented here are few examples of bhava practice in Kalari, revealing how disciplined eye practice allows emotion to rise from within and blossom into rasa. Karuna. Krodham. Right. Natya is a stylized reflection of the world. Let us now witness how the entire body transforms into a living language as Hasta Abhinaya, supported by dynamic body movements, becomes a powerful medium of expression. We will be presenting
24 Adhisthana Hastas from Hasta Lakshana Deepika and a few Pataga Hasta Viniyogas. Hasta Patako Mudrakya Katako Mushtirityapi Kartari Mukasamnyascha Shukatund Kapitakaha Hamsapakshascha Shikharo Hamsasya Punaranjali Arthachandrascha Mukuro Pramara Suchikamukaha Pallava Tripatakascha Mrigashirshah Vayastatha Punarsarpashirasapnyo Vardhamanaga ityapi Arala Urnanabhascha Mukula Kadaka Mukaha Chadurvinshadirityete Kara Shastrajna Sammataha. And few of Pataga Samyuta Hasta Viniyogas. Incorporating selected bhavas and hastas, we now present an excerpt from a Varnam composed and choreographed by our revered Guru herself. This Varnam is interwoven with the shlokas from Bhagavad Gita, reflecting the inseparable relationship between Indian aesthetics and philosophy. The presentation follows a layered interpretative structure, beginning with the literal meaning of the selected line, progressing into inner philosophical intent, and culminating in vinyasam, the manodharma envisioned by the choreographer. It is noteworthy that along with Natyasastra, the Bhagavad Gita have received UNESCO recognition for their enduring cultural and civilizational significance. As a respectful homage to this living tradition, we present this Varnam. ഗീതമോദിയ ഗോവിന്ദൻ എൻ ചിദ്വിലാസ കാന്തനടി സഖിതമോദിയ ഗോവിന്ദൻ എൻ ചിദ്വിലാസ കാന്തനടി സഖിത
സതനടി ഗീതോദയം ഗോവിന്ദൻ സംഗീതമോദിയ ഗീതമോദിയ ഗോവിന്ദൻ यथा यथा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजामः संभव Guru Srimati Nirmala Paniker transformed Kerala's indigenous practices into refined Mohiniyattam movement language, elevating natural gestures into disciplined Natyadharmi expressions. Through her vision, many long-lost traditions were revived, and a rich Desi repertoire was developed, including Poli, Eshal, Chandanam, Mokuti, and Kurati. Now we will witness how the Ammanattam, a leisurely activity of women in ancient Kerala, is choreographed into Mohiniyattam style. കേളികളാട പൂവനമീതിനൽ തോഹിതന്തിങ്ങ അനയാ കേളികളാടാൻ പൂവനമീതിനൽ തോഹിതൻ അനയാ അമ്മാനക്കായകളാടാം ഉത്രാടം കേളികളാടാം അമ്മാനക്കായകളാടാം ഉത്രാടം കേളികളാടാം
തായകളാട പുത്രാട കേളികളാട അമ്മാന കായകളാട കേളികളാട മാന കായകളാട കേളികളാട തായകളാട പുത്രാട കേളികളാട കായകളാട പുത്രാട കേളികളാട As we have journeyed through Angika Abhinaya, we saw how the body, through stanzas, gestures, and movements, becomes a vessel of meaning, precise, elegant, and expressive. And as we enter the realm of Satwika Abhinaya, the inner emotion awakens, giving life to every glance, every subtle shifts, and every breath. In Mohiniyattam, the body speaks, the eyes feel, and every gesture becomes a song of emotion. Rooted in the timeless wisdom of Natyasastra and nurtured by Kerala's indigenous and ritual traditions, the dance transforms technique into meaning, movement into rasa, and the performance into living dialogue between the dancer and the audience, where culture, emotion, and expression converge into a single poetic language of the soul. On behalf of our revered Guru, Srimati Nirmala Paniker, we express our sincere gratitude to the organizers of this conference, the distinguished scholars, artists, and all those who have made this meaningful gathering possible. We now take great pleasure in introducing our music ensemble,
Vocals, Sri Suresh Neelamperoor. Maddalam, Sri Kalanilayam Pragashan. Veena, Sri Murali Krishnan. Our student performers are Anima VP. She is Mohiniyattam faculty of Sri Shankaracharya Sanskrit University. Hridya Haridas, Neelima Menon, Neelima P, Sneha P. Dayanandan, Anju Peter. She is faculty of Mohiniyattam in Reva University. And myself, Sangeeta Rajiv. Stage coordination by Deepthi MV. We thank Guru Nirmala Paniker and her troupe for this demonstration with specific details on the Pada Bhedas, Hasta Vinyogas, and the techniques used in Mohiniyattam in accordance with Natyasastra. We got to witness a few glimpses from her celebrated choreographies. The Abhinaya practices followed in Natana Kaishiki has always been a marvel. Once again, Rangakala Conference thank Guru Nirmala Paniker and her troupe. Thank you.
നമസ്കാരം. അടുത്തതായിട്ട് വിദുഷി സ്വപ്നസുന്ദരി. ആ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ രൂപത്തോടു കൂടിയുള്ള ഒരു വ്യക്തി, കലയുടെ എല്ലാ വിഭാഗങ്ങളിലും ഒരുപോലെ ശോഭയോടെ നിലനിൽക്കുന്ന ഒരു നർത്തകി. She's a singer, dancer, scholar, and one of the most intelligent and graceful exponent in the art field today. അങ്ങേയറ്റം അഭിമാനത്തോടുകൂടിയാണ് ഇന്ന് ഈ വേദിയിലേക്ക് അവരെ നമ്മൾ ക്ഷണിക്കുന്നത്. രാജ്യം 2003 അവർക്ക് പത്മഭൂഷൺ കൊടുക്കുമ്പോൾ ഇന്ന് ഏറ്റവും ചെറിയ പ്രായത്തിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീമതി സ്വപ്നസുന്ദരി. ആന്ധ്രദേശത്തിന്റെ കലാരൂപമായിട്ടുള്ള ദേവദാസി നൃത്തത്തിന് ഒരു പുതുജീവൻ നൽകി വിലാസിനി നാട്യം എന്ന പേരിൽ ഈ ആർട്ടിന്റെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതിൽ അഗാധമായി വർക്ക് ചെയ്തിട്ടുള്ള, അതിനെ അചഞ്ചലമായി വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി സ്വപ്നസുന്ദരി. ഇന്ന് ക്ഷേത്ര നൃത്ത അനുഷ്ഠാനത്തിൽ മാർഗി ദേശി താളങ്ങൾ എങ്ങനെ ഭരതനാട്യശാസ്ത്രത്തിന്റെ കേന്ദ്രീകൃതമായി ചിട്ടപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ആണ് ശ്രീമതി സ്വപ്നസുന്ദരി ഇവിടെ നയിക്കുന്നത്. അവരോടൊപ്പം ഇന്ന് വേദിയിൽ അവരുടെ തന്നെ ശിഷ്യയായിട്ടുള്ള മാളവിക അറോറ, പക്കമേളത്തിൽ ശ്രീ ശ്രീധരാചാരി ഫ്രം ഹൈദരാബാദ് ആൻഡ് ആദിത്യ അനിൽ ഫ്രം കേരള. ശ്രീമതി സ്വപ്നസുന്ദരി. No, it's going to clash with that. That's all. Please check now. Audio check. Is it okay? Yeah, I think so. Good to go.
Namaskaram. It's quite unusual for me to be sitting and doing a demonstration, but I am being assisted by Malavika Arora, who has come with me from Delhi to help illustrate the points of this lecture demonstration. And we have two musicians, one from Kerala and one from Andhra Pradesh, who has come here specially to assist me present this lecture demonstration. Shri Sridharacharya on the Mridangam, and a young violinist who's also associated with this college, I believe, Aditya Anil from Kerala. We met just day before yesterday actually, and tried to put together a few pieces to illustrate my paper. Without much ado, I want to launch into the reason and motive of why I am here. There are so many eminent scholars, experts, researchers who are here and who have the Natyasastra on the tips of their fingers. But I have a slightly different approach to it because, as in her introduction, Sreelakshmy very succinctly said that the Natyasastra is to be not treated simply as a textual basis for everything that we do, but rather as a fountainhead for various sub-traditions which sprang down the centuries from the roots provided by Natyasastra. So I will quickly go through my approach to it. Everybody here, of course, is familiar with the mythological connections of Natyasastra. Bharata Muni has himself stated that Brahma, the creator, extracted recitation, singing, acting, and rasa evocation from Rig Veda, Samaveda, Yajurveda, and Atharva Veda. We all know that. The fifth Veda or Natya Veda is what we are here to understand, and how it relates to our own work is what we are carrying in our presentations. So the fifth Veda or Natya Veda emerged as a combination of all these, as we know, and the origin of these elements is attributed to the cosmic dance of Shiva. I'm taking this aspect of it because it directly correlates with my subject, the core subject, that is Tala, Dhvani, and Laya. So the origin of these four are taken from the cosmic dance of Shiva, and who instructed Bharata to present this Natya Veda in a simplified or rather comprehensible format as a Shastra. And that is how the Natya Shastra emerged. But due to this intrinsic relationship of Natya with mythology, religion, and philosophy, all the Indian dance forms came to be vested with a purpose that goes far beyond entertainment alone. The collective Natya heritage of Bharat as a country, as a subcontinent, carries this Natya Veda's spiritual and religious core within it, regardless of whichever form of it that we represent. These Natyas have always served to facilitate the transportation of the human spirit from the gross level to the sublime realm. Today, when we discuss the technicalities of Natya Shastra, it is important, from my point of view, it is important to remember that the Natya Shastra itself states that the original drama was played out in the celestial Sabha, in the presence of gods and goddesses. On earth, it is this Natya which has originally celestial roots and which assumed different forms and dimensions. This earthly form of Natya Veda has entertained kings, but human beings, whether they are of royalty or whether they are of ordinary descent. But music and dance forms grew away from their theological, spiritual beginnings due to a variety of reasons that we know. As time passed, the perception of public
towards the essential purpose of Natya as worship has weakened over centuries. Today, the situation is that dance, which directly relates to temple worship, is referred to more theoretically and not in its locus. Rajasthani, Sabhasthani, Devagare Yathakramam, Bahyam Abhyantaram Natyam, Shubhadam, Shastra Sammatam. Not only Bharatakalpalata Manjari, but several other treatises also echo this, that the dance which is presented in the royal courts, in the learned gatherings, Vidvat Sabhas, and in the house of gods, both outdoors and indoors, is auspicious as well as has the approval of the Shastras. What happened to this dance? In post-independence India, much has been done to draw public attention to forms of Natya which were performed in Rajasthani or Sabhasthani. Indeed, even the governments have supported the forms which reflect these two dimensions rather more than that which was performed in Devagare. But Natya Shastra, which we are addressing as the theme of today's seminar, was conceived as a manual for initiating humanity into the vast body of knowledge contained in the fifth Veda being of celestial origins. So, there is a distinction here between Veda and Shastra, which I feel I would like to share with everyone. Can they put one of these uh, coolers or fan? It's because some flies are coming. They can operate it. So, what is this distinction between Veda and Shastra? Whereas the Veda contains an entire body of knowledge or vidya, the Shastra codifies this entire body of knowledge into comprehensible systematic streams with detailed methodology. And that's why the Shastra is different from the Veda. The Veda could include the Shastra, but the Shastra by itself does not represent the Veda. It represents interpretations of the Veda in comprehensible format. So, in spite of all these uh, definitions of and distinctions of Shastra and Veda, we do have a tendency to take Shastra for what it is and what the line says. And sometimes we miss the wood for the trees. So the essence of Natya Shastra is more important in my opinion, rather than the exact line or word. Now, the fact that Bharata Shastra is followed by so many Lakshana Granthas down the centuries bears this out, that Natya Shastra itself had not covered the entirety and that it grew and got reshaped through subsequent treatises, Lakshan Granthas, commentaries, and so on, and expansions. So, in spite of so much expansion of knowledge system into a series of texts and treatises, very little attention has been paid exclusively to that dimension of Natya, which is applied in service to the iconographic or symbolic representation of our gods in the temple. Why has this been so? What happened to that Natya? Is it still alive? Who were the functionaries who discharged the artistic duty of serving gods in their earthly abodes, the temples, by application of the Natya Shastra? How did Natya Shastra serve to fill the requirements of temple dance rituals? This is the closer point to my core subject, which I will come to shortly. With this question in mind, I took up this search 29 years ago. Starting with my background of Bharatanatyam and Kuchipudi, it was natural that southeastern India and southern India became the locus for my work. But the scope of my work has expanded subsequently. And for a seeker in this subject, there were many difficulties then and continue now, especially because the scope and span and the geographical areas covered by this subject is much more expansive and big, vast than the time when I began. One difficulty that came in my way was that temple dance or temple ritual dance per se is not covered as a field of study, practical study, in the curriculum
of any of the regional dance sampradayams which are taught under famous identities, which we know them by today. The second difficulty was that in my interaction with some of the last living Devadasis, they were actually not Devadasis because the Devagara was closed to them after 1947. And so the ladies were from the Devadasi community, but they had themselves very little knowledge of what was happening inside the temple when it was applied as a ritual. So that was the difficulty. I found their practical demonstrations of temple ritual dance to be very sketchy, since they relied only on their fading memory or impressions that they had gathered when they saw their predecessors doing it, or heard how their predecessors used to do it. Many of them had never seen what was inside the temple. Thus, when I initially began to perform ritual dances in live worship, I had only scanty material and had to supplement the missing portions of movement vocabulary with what I could get from Kuchipudi, Bharatanatyam, and Vilasini Natyam. Using these, I applied the movement combinations to the rituals that I was dancing in the initial years. But I soon realized that studying treatises on Natya alone was not sufficient to fulfill the requirement of temple ritual dance. Studying the Natyasastra alone was not sufficient for me to recapture or recreate the nrittas and the talas that were named in the agamas. It was necessary for me to study the shastras related to temple worship. That became a necessity. Until then, I was a dancer who was comfortable in all these other areas. But when I applied my dance to the context of ritual, then whatever I knew was insufficient. The Agama Shastras, we come to this because this is the background against which the talas will be explored today. The Agama Shastras are a body of religious texts. I'm sure the erudite scholars who are here, many of them are familiar with it, but we also have young students and practitioners of dance. So you will forgive me if I say something that many of you may already know. So what are the Agama Shastras? The Agama Shastras are a body of religious texts associated with worship in our temples. Temple building, maintenance, the system of worship, duties, and conduct of its staff are all governed by Agama Shastras. The intention of the Agama Shastra is the same as that contained in earlier worship systems. When I say earlier worship systems, I'm talking about Vedic and post-Vedic worship systems. During Vedic times, there was nothing like a temple. Vedic worship was essentially held in the outdoors as yajna or sacrifices, fire sacrifices. The concept of a temple and the yantra, everything emerged subsequently. So from that time, there were certain ideas, there was certain concept of God in various forms, the Vedic gods. And that then became enshrined as a pantheon of gods, which we recognize today as Ganesha or Shiva or Parvati or Mahalakshmi. Now, the intention of Agama Shastra is the same, that is to venerate and worship the elements around us, which are superior to us, which govern our lives. But the system and methodology differed. The Agamic tradition upholds that upachara, service. Upachara to the deity is incomplete without dance and music. Whereas there is no specific discussion or mandate. Of course, the Samaveda itself was the spring from which music came. But other than its rudimentary form, there was no organized system of specific dances, gestures, or rituals which were defined in the Vedic worship, whereas this took a very definite shape by the time it came to Agamic worship. Agama Shastras define where and how Natya and Sangita are to be applied as an integral part of dance in the temple, dancing and singing. Hence, Natya and Sangita form a part of the 64 upacharas, Shodashopacharas offered to the divinity.
Now, after scrutiny of the Tala, Raga, and Nritta detailed in some of the major Agama Tantras, now I'm using the word Tantra consciously here. The Agama is also a Tantra. When we say Tantra, now popularly we only associate it with Shaktic worship, but the Agama is also a Tantra. So whether it is a Shaiva Agama or a Vaishnava Agama or Shakta Agama, any Agama, it is also presented as a Tantra only. That is, there are certain gestures, sounds, bijas, and other things which formulate the basis for the Agama Tantra, which is then called an Agama Shastra also. This is interchangeable. After studying some of these major ones, I constructed a dance format which portrayed the obsolete system of worship dance, which once upon a time existed. This dance has been dead. If at all anybody has seen it, they would not be in a position to explain it. This has been dead for more than 300, 400 years now. So there is no evidence of which particular nritta was done how. There is no living person to say it or show it. And there is no recorded evidence either, except in the form of sculptures. Now, whereas many lost elements of that Natya and elements of Natya Shastra also are mentioned. Even the emergent treatises have certain lakshanas that are also mentioned in the Agamic texts. That is surprising. Whereas it tells you how to worship and how to go about the process of worship in a particular temple towards a particular deity, it also tells you what ragas, what talas, what nrittas you're supposed to do. That it defines. There is a list there. But there is no practical material available. And therefore, I designed the Prayoga Vidhis and Nrittas mentioned in those lists. And I have assigned this dance system the name of Agama Bharatam. Agama Bharatam is a name that I have coined because it is Bharatam as applied in the Agama Shastras and therefore done in the context of the temple. So Agama Bharatam is the name by which presently this dance is being brought out. Though we have done a good amount of work on the nritta of the temple rituals by this procedure which I've just described, I will come to the core topic now, that is Tala. Please bear with me when I go back a little bit to Natya Shastra. I know many of you know this already, but I need to mention it because what has come now to us is directly derived from those roots. So the Natya Shastra, chapter 31, which we all know, and Shloka 17 particularly says, Sangeetam Nrittam cha ekam bhavat. All Sangeeta Nritta, everything is the same. So Agama Shastras also require that Sangeeta and Nritta together are applied to please the gods. It also requires that rituals of worship should be performed by such a dancer and singer who is adequately equipped with the skill of singing and dancing, Sangeeta as well as Nritta. Agamic dance rituals in worship are performed as oblation to the divine, not only as part of 64 sevas, but also another purpose. It is believed that the application of dance music creates an energy field around the shrine. It is believed that dhvani of Vadyam, Geetam, and Nupuram, together with the chanting of the mantra, creates this positive and auspicious energy. And that is why it is not done only during the utsavams or ulsavams as they're pronounced here. It is done every day and in all the times except the Rakshasic time of the last quarter of the day. So all through this time, the sound of the dhvani of Nupura, Vadya, and Sangeeta must fill the air around the shrine. Now here there is an interesting difference how Tala is defined or recognized in the Agama Shastra and Bharata Shastra. And of course, subsequent treatises also say this, like the Sangeeta Darpana, which says, Takaro Shankara Prokto, Lakaro Parvati Smrita, Shiva Shakti Samayoga, Talam Ityabhidiyate. We all know this. This pervasive dhvani itself is considered as the seed of sound, that is nadam.
in the Agamic tradition. Natyasastra ascribes, as I just said, the origin of Tandava and Lasya to to Shiva and Parvati respectively, and the union produces the sound, the takara and lakara, tala. But Agama Shastra says Nadam represents the genesis of life. Nadam by itself, bereft of any association with any divinity, Nada by itself, pure Nadam, represents the genesis of life. In the Agamic tradition, Nada represents creation itself. This is why every major religious festival begins with the striking of the bheri. The bheri is the temple drum. And the first ritual that is performed is with the archakas taking the striker and striking the bheri to create the first primordial sound, nadam. And in the subsequent mantras, each phase of the drum represents one aspect of divinity. So when the frequencies travel in different directions, as the bheri is being struck with accompanying mantra and chants, the resultant sounds which travel in different directions are imagined to be merging with a certain divinity. The Pancharatra Agama particularly, this is an Agama associated with Sri Mahavishnu. This equates the main angas of the talam, which are Dhrutam, Lagu, Guru, Plutam. Now these four are associated with Sri Hari. These four are associated with Sri Vishnu or Sri Hari. Now here is the difference. So whereas the Tala Lakshana Granthas say the union of Parvati and Shiva, Ta and La, gave rise to Tala. Here it is Nada which creates Dhwani, and the Dhwani itself, when divided into Angas, becomes equated to Sri Hari. And worshipping of the Bheri sets into motion that belief, or rather, it gives expression to that belief. I have substantial agamic material here, but I have a lot to cover, so I will keep it ready if somebody wants to know more and if we have time. Otherwise, I'll proceed from here to Talam. Now, agamic literature specifies that the talas are to be incorporated and ragas are to be played and nrittas are to be performed in temple in specific rituals during specific moments. It is always interspersed like a garland. It is never just a dance. It is always interspersed with mantra chanting appropriate to that particular ritual. And therefore, the early stage of my work, I realized that I had to reinstate these talams to the ritual I was dancing, even if the nrittas were not readily available and I was creating the nrittas. The talams are available in the manuals, Tala Granthas, and I had to go back to Tala Granthas and identify these talams. And there were difficulties there, which I will share. My familiarity with the commonly employed jatis, gatis, and talams of dance or understanding of Sula the Saptatalas was not sufficient for me to perform agamic ritual dance. These dances have to be performed as per the clear mandate to those obsolete talams, most of which are no longer used. These include Marga talams of Bharata also, as well as Desya talams of that time and later times. To know whether talas employed in Agama Bharatam, as we presented, are related to Natya Shastra and to what extent, a small discussion about Shastra and Vinyoga, Shastra and Prayoga is necessary here. Now, chapter 31, that is the Adhyaya where Tala and Sangita is discussed by Bharata, through 378 shlokas, and then the definitions of Laya, Dhvani, Kala, and all the Pramanas, everything. Also discusses the quality of the singer as well as the lasya, qualities of the lasya. Now here, Bharata pointed out 5 margatalas that most of the veterans would know, but I don't know whether the younger people are familiar. These marga talas also were performed to marga kriyas. The kriyas which we are using now are much more expanded. There were few marga kriyas that Bharata mentioned. So what is this particular art of gesticulating and moving the hands inside or outward or upward or downward? In the Western system, it is called chironomia. Chironomia. So chironomia is the
terminology which the Westerners use to interpret. As you can see, a conductor of an orchestra of classical music is using this gesture, and what we will call alapa, avapa, or any other gesture which is known in Sanskritam by Natyasastra terminology, they have different names when they are conducting the Western music. The chironomia is the use of hand gestures to measure time cycles, to measure modulation, to measure increase in tempo, change in tempo, etc., to indicate. Bharata employed this technique thousands of years ago to measure the time value of the talas. These are the marga kriyas, which indicated how to depict the marga talas, and how to know how many aksharas, how much kala is there in tala. I am going to go through this very quickly because I do not want to bore those who are already familiar with this, but just to give, there were 4 sashabda kriyas, dhruva, what is the snapping of the fingers, and then the clap of the right over left, shamya, then you have tala, then you have sannipata. So you have 4 basic sashabda kriyas, which were named by Bharata. Then they had avapa, or drawing the fingers in like this, or reversing nishkramana. Then you had pravesha, drawing the fingers inside, and vikshepa, releasing it from this side. So these were the nishabda kriyas. Now these 5 margatalas which he mentioned, that is chachatputa, chachatputa, and sampadveshtaka, shatpita putraka, and udghata. These 5 talas were prescribed to be done in different ways. I'm not going to go into it. Is a very big chapter and worthy of a separate discussion. But for instance, they had Sannipata, Shamya, Tala, Shamya was one way of doing it. Another was Shamya, Tala, Shamya, Sannipata, reverse. That was another way of performing it. And the one was Tala, Shamya, Sannipata, Shamya was another way of doing it. So there were different kriyas by which you could read these talams. Each kriya was given an akshara kalam. So that would determine how many gurus, how many laghus were there. That's a very big part of the Tala description of Bharata. Now these kriyas are called Patha, and even for all the Margatalas, he has given these details. In later times, what happened? I'm coming to my part of it. In later times, these Pathas expanded into a large number and variety of kriyas. And I have made a note of these. I will mention these. Now, these kriyas that we do, we have Shodasha kriyas now. We have 16 kriyas that we do. Like the last one being for 16 aksharas, the Kakapadam. So all these developed in subsequent centuries. Huh? And then, yeah. So in later times, these pathas expanded into large number and variety of kriyas, which are important tools which indicate where the beat is to be stressed, where it is missed, and where it is to be sounded hard. How long each gesture is to be maintained. That means the Akshara Kalam. This led to the further expansion of talas, which came to be termed as Desya talas, whereas the 5 talas of Bharata remained as Marga talas. So now you can see from that Marga tala, we have gone on to a number of more talams. Today we have this 35 tala table. How? Because we have the jatis, and each jati gives rise to a different talam depending on where you put how the angas are divided. For instance, in Chaturasha Jati alone, Atatalam, Druvatalam, Ekatalam, Jampa, Mathya, Rupaka, Triputa they give rise to a different, the tala is called by a different name. And like this, for all the jatis, if you put, we get 35 talas as a result. 108 talas is the standard tabular form, of which the first 5 are the Marga talas of Bharata. The remaining are the Desya talas. In addition to this, some of the musicians here would of course know that there are also Mela talas. The 72 Mela kartas has got talas, each by its own combination and angas. Now, I made a note of this. Latangi, for instance, has a corresponding talam, which goes as Lagu, Plutam, Anudrutam, Lagu. So this will be Lagu, Plutam, and Anudrutam, and again a Lagu. So
Same way, Nataka Priya has Drutam, 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 Laghu, Drutam. So 3 Drutams, then 1 Laghu and 1 Drutam. That is the Nataka Priya Talam assigned to the Melakarta, Melaragas. Like this, there are 72 Talams, quite apart from what I have said. Now, what are we doing about the Kriyas? After all, he has given 4 Sashabda and 4 Nishabda Kriyas. Some were added later on. Right now, we have 16 Kriyas. Anudrutam Drutam, Druta Shekharam, Lagu, Lagu Shekharam, Lagu Drutam, Lagu Druta Shekharam, Guru, Guru Shekharam, Guru Drutam, Guru Druta Shekharam, Plutam, Pluta Shekharam, Pluta Drutam, Pluta Druta Shekharam, and Kakapadam. So these progressively increase. From Lagu Anudrutam 1, it will become Drutam 2, then it will go to Druta Shekharam, 1 more is added 3, then Lagu becomes 4, then Lagu Shekharam becomes 5, Lagu Drutam becomes 6, naturally, because Lagu Drutam will be 6, and then Lagu Druta Shekharam, so that will be 7. Now, why I'm bringing this out is not to feel my knowledge or understanding or how widely I have read the Tala. I'm trying to impress that by adding or taking away one akshara or changing an akshara from a sashabda to nishabda, the identity of the tala itself can change. It will come out in our demonstration. Now, when you do 2 sashabdas and 1 nishabda, as in Rupaka Talam, and if you do 1, 2, 3, the sound will be different. So tala definition will be different, and thereby the name is different. A lot of people ask me, Ellame varudhe, and if you do Sulas, Saptatalas, and everything is covered already, why do you have to go into this 108 talas? My reply is, all of us are human beings, but each of us here has different features and different structure, different face, different height, different complexion, different levels of different emotions, different thoughts. So how is she different from me? We can all be simply human beings. We need not be given a name also. So it is the differences that create the characteristic flavor of a tala. Now, I'm going to run very fast through this because it's a big paper and we started late. Okay, let me give you an example. What happens in... Yeah, see one difficulty I had here. You will say if she has so many difficulty, why is she doing it? But I like challenges, so I'm doing it. The difficulty was, now Margatalas mentioned by Bharata are also included in the Agama ritual talams. It is not as if they are kept apart. Margatalas are very much there. But the problem is, my essential challenge is, do I perform the kriyas for Margatalas the way Bharata wanted it? Or do I perform these Margatalas as per the kriyas indicated in later treatises, where the same Margatala is struck by different Sashabda Nishabda kriyas? What should be the choice? That is an essential question that has come up, and I have met it in my own way. It is one question. Now, let me give an example of Shatpita Putra Katalam, one of the Margatalas. We dance this in Agama Bharatam. Shruti. Now we are doing Shatpita Putra Katalam as per the combination that is most theatres agree upon, including given in the Margatal. It is Plutam, Laghu, Guru Guru, Laghu, Plutam. Plutam, Laghu, Guru Guru, Laghu, Plutam. Right? Kala Pramana? One. Comfortable? Ragam.
In any ragam. I'm not fixing anything. One, two, three, start. One, five, six, seven, 12. One, one, five, six, seven, eight. One, two, three, four, five, six, seven, eight. One, two, one, two, three, five, six, seven, eight, nine, 10, 11. Once more, slightly raised tempo now. I'm giving the count also so that we can, I want to draw your attention to something else here. So right now I'm not able to do both the kriyas and this. Ready, one? Shall I do it with kriyas? You will take care of that. Okay. Ready? One, two, one, two, sorry. One, two, three, start. One, two, three, 5, 6, 7, 8, 9, 10, 11, 12. One, two, one, 5, 6, 7, 8, 1, 5, 6, 7, 8, 1, 5, 6, 7, 12. Cells. Last plutam. Okay. So just do each movement. I'd like to explain how I'm applying the principle of it. Now for the plutam, for the 12, only the first one is the Sashabda Kriya. So we use the Nritta, which is appropriate for that Sashabda Kriya, whether it is a cut or whether it is any type of a hard sound. So Sashabda Kriya, first one plutam, how do you do it? And then the Lagu. Then Guru. Again a Guru. Again a Lagu. Plutam. Now the 12 is given a sharp ending to show that at the end of the Avartanam of the Tala. However, there is no sharp foot clapping. So 9, 10, 11, 12, the Nritta done there is only a this one lift of the side of the hip. So the Rechita cutting is the only one that gives the indication that it is a sharp cut there of the Avartanam ends there. So this one example. Now that the Tala system did not remain static, if you want to rest for 2 minutes, and I'll go to the next one. This is just a sample. The Tala system did not remain static. That becomes clear from a study of the Tala Dhyayas of various treatises composed over successive centuries. Since the Talas grew, changed, and evolved, a Tala of the same name can be found with several variations over centuries. The same Tala was also called by different names over different centuries. This compounds the problem. Shubhankara Sangita Damodara, for instance, gives a different formula from Shatpita Putra than what we have done. That value, total time value is different. And Shatpita Putra underwent even more changes. I'm just quoting this one Margatala, that how different it became. By the time of it went all around, and by the time it came to Poluri Govinda Kavi, Ragatala Chintamani gives the same formula for Shatpita Putra as did Natyasastra.
But in the interim, it journeyed across different regions of the country and was given different interpretations. However, in spite of different arrangements of the Angas and Kriyas, the total value of this version has remained the same finally by the time it came to Poluri Govindakavi. Now, again, there is something I should mention here. It is not to the detriment, but just to share. There are, in the Tamil country, for instance, there are different names for the same talam. In Bharata Sangraham of early 17th century, or Talakali Venba of 18th century. They name this as Sarpita Putraka, Sarpita Putraka. So Sarpita Putraka, Shakpita Putraka, Shakpita Putrika, there are different names for this. So it is up to us to research and recover all these variations and correlate them and find out what is the commonality and probably use the one which comes most frequently in all the treatises. Now let me come to my specific work in Talam. In the temple of Sri Ranganatha Swami, where I dance annually, the worship rituals follow the prescription contained in the Padma Samhita of Pancharatra Agama. This is the most popular Agama, and Padma Samhita is possibly the most popular Samhita also, because it is very elaborate. It gives many more details than other Samhitas. So, in this Samhita, I had to dance several talams, and it was necessary for me to read the Tala Granthas to derive an authentic interpretation. A simple example I will ask Malavika to demonstrate is a talam called Garuda Talam. Now, this Garuda Talam is employed there to invoke Bhagavan Garuda, the eagle mount of Mahavishnu. And the raga, now this Garuda Talam, I have not introduced it. It is given in the Samhita. You have to do Garuda Talam there. And the raga is also mandated. It is Malavi Raga. So it has to be Malavi Raga, Garuda Tala, to invoke Garuda. So Garuda Talam is Drutam, 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 Druta Shekaram. That comes to 9 aksharas actually. And the mnemonics, of course, I have composed the mnemonics, again drawing upon the Tala Granthas, where it gives us what each letter is used for denoting which type of sound. So I've tried to correlate. It is not perfect. It is still a work in progress, but I'm sharing it. So, Malavi Raga, our violinist will give us a little Arohana, Arohana. Shruti தெரியலையே. It's very minor. Disha. Disha. Pramanam. So slow. 1, 2, 3, 4. Akka. Chi. Chi. Oh. Ka. Chi. Chi. Ka. Oh. Chi. Akka. Chi. Oh. Ah. Ah. Chi. Akka. Oh. Chi. Akka. Chi. Chi. Oh. Ah. 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 Chi. Akka. Chi. Ah. 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 Chi. Ka. Chi. Oh. Ah. 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 Chi. Ka. Oh. So that is Garuda Talam. Now we have another Talam from the same Pancharatra Agama. This is to be offered to Varuna Bhagavan, the Lord of water, thunder, and thunder, of course, is Indra, but they're allied. Rain-bearing clouds, water bodies, etc. So this is in the mandated raga is Megharanjani. Mandated raga is Megharanjani.
And the mandated tala is Makaranda Talam. Makaranda Talam is Drutam, Drutam, Lagu, 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 Guru, Guru. Drutam, Drutam, Lagu. Okay? Drutam, Drutam. Pramanam. Okay. Again. Take cut. Okay? 1, 2, 3, 4. Okay. And that. Say. That. That. Say. That. Say. Okay. And that. Hey. Hey. Slightly raise the pramanam. Good day. And I want to comment on this slight raising and slight deceleration in a while. 1, 3, 4. Good day. And hey. That. That. Oh. That. Hey. Day. And that. Hey. That. So that is Makaranda Talam. As the Tala system expanded, so too did the number of Kriyas and gestures. That is, Kriyas or gestures. The additional Kriyas such as Kakapadam included in today's music and dance courses, but emerged later. Many Desya Talams emerged by simply shifting of the stressed beats. I'll give you an example. We have Drutam, Drutam, Agu. Now at the faster tempo where you're not sounding the interim beats. This is the sound you'll get in Sachabda. Now, if you do this reverse, it is. So, the Drutam Drutam Lagu is a talam by itself. Although, Drutam Drutam Lagu is nothing but the reverse of Adi Talam. It has its own name. It is called Turanga Leela Talam. And it is applied in the case of Indra. As Turaga refers to a horse. And Indra rides on a horse-drawn chariot, the Chitraratha. So Turanga Leela Talam is applied to Kubera. And the ragam that is assigned by the Samhita, which I have worked upon, is Sri Ragam. Very appropriate to do with Lakshmi, prosperity, and wealth. Kubera being the god of wealth, also being the sibling of Mahalakshmi, is assigned Sri Ragam and Turanga Leela Talam. She will demonstrate. And the mnemonics is Ta, Dik, Ta, Ta, Dik, Ta. This is the mnemonics. We will do it in Vilambita and Madhya. Dik, Ta, Ta, Dik, Ramanam. 4 times Vilambita and then Madhya. Rather, it will be Druta for you. Ta, Dik, Ta, Ta. Ready? Shri. 1, 2, 3, 4. Ah, ik, kat, to. Ah, kat, ah, ik, kat, to. Ah, ik, kat, to. Ah, ik, ah, kat, to. Ah, ik,
That top speed. Up, lift, down. Up, lift, cut 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 down. Up, cut down. Now, this system of doubling and quadrupling the pramana is not necessarily followed in the regional sampradayams, especially in the Dakshina Patha, as described also by Jayapasenani in the 13th century. There was only gradual acceleration and gradual deceleration. Sometimes when this feature is seen in some of the dance forms of that area, other people who follow the mathematical formula of quadruple, double and quadruple often make fun that it is due to the ignorance or lack of knowledge that they're not able to do exact double and quadruples. That is not true. The system is, it is one of the Desiya Prakriyas named in Jayapa Senapati's Uttaratnavali. The gradual acceleration is called Chali and the deceleration is called Chalavali. Chali, Chalavali are features which are included and approved by the Shastra, certainly by the 13th century, and especially so with the dance forms and music forms of the Dakshina Patha. Now, in present times, there is no organized study material available. Organized. There is plenty of scattered material, but there is no organized study material available to a dancer who is interested in understanding and learning the talams of agamic temple ritual dance. Though a dance ritual called Navasandhi is widely known and performed today, especially in one of the more famous southern Indian dance traditions. Its present version does not feature in the talams and the format which is prescribed in the Shaivagama, to which it belongs. In Shaivagama, particularly the Kamika Agama, Navasandhi has been described. This Navasandhi, I'm just taking one talam of it because if I go into the entire Navasandhi, then it will take about an hour. There is a talam which is named as Vayu talam. This Vayu talam consists of Drutam, 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 Laghu. And it is done to a nritta called Bhujanga Lalita Nritta. So I have constructed it as a part of the construction of the original Navasandhi. Now, just as a matter of departure, if this interests you, my book, the first volume of Agama Bharatam, which specifically deals in detail with the Navasandhi, because the Shaiva Agama is more ancient than the Pancharatra and Vaikhanasa Agamas, though I do not want to cause a religious dispute here. There is a lot of dispute between the religious bodies about which is more ancient, but my concern is more about the Nritta and Sangeeta. So without wanting to set a match to the fire and start a fire, I'd like to say that the Shaiva Agama is universally accepted as the ancient Agama. And in the Shaiva Agama, the primary thing, and Shiva, who else will have dance and music as a offering in his abode? So here there is an entire chapter on the reason why Navasandhi underwent so many changes. This is not to lay the blame at anyone's door, but I could procure the Navasandhi Kavutvam in its nearer to the original form in Srikalahasti, which is one of the famous Shiva Kshetras, and have compared this with what is available from the work on the Navasandhi as was originally taught by Sri Aghurachi Shivacharya in Sri Chidambaram. Neither of these two versions is danced fully today. Today what is danced is, after the Natanadi Vajyaranjanam was written by Gangai Muthu Natuanar, it was then taken up by Tanjavur Quartet, who then modified it to the needs of their times
And later on, the Pillai Acharyas, many of them learned Navasandhi from there, made a few modifications perhaps. I do not know that. I was not around. But later on, when I was very small, I heard about this word. And when I grew later on, I saw that Srimati Vaijantimala Bali had released a book and also a long playing record of Navasandhi. And even later, there were some other eminent Bharatanatyam artists who have written about it and talked about it, lectured and demonstrated it, and have taught it to their disciples. And many gifted young dancers are doing Navasandhi, different kavutvams of it, and they're uploading it everywhere. But the Navasandhi, as was found at that time, is not done under the same talas and using the same ragas now. So this book contains the full details. It is available at the book counter there, and there are people looking after it. If you would like to pick up a copy, please do. This will be followed by 2 more volumes, which will be related to the Vaishnava Agamas, and 1 more possibly to do with the Shakta Agama, which will take a longer time. Now, this is available right away. Now, this why I'm mentioning this is this Vayu Talam is one of the Navasandhi Talamas. In the Kamika Agama, it is mentioned. Dhrutam, 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 Laghu. And it is done to Bhujanga Lalita Nrittam. Which raga will you play? Any raga. I have not yet specified the raga. This is still a work in progress. Pramanam. Ready? Sridhar? Ready? Dhrutam, 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 Laghu. 1, 2, 3, 4. Okay. One. Dhrutam. 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 Laghu. Dhrutam. Laghu. We want to do this in a slightly raised. Okay. So we have a carpet here, so she's not able to do it very fast, she says. It's got a carpet. So the next one, again, is from Shaivagama, but from a different temple. The Shaivagama is implemented in so many. As you know, Andhra, Telangana, what we call the Telugu Desha, Trilinga Desha. Before this separation took place, it was all the Trilinga Desha. And this part of it was Shaivite, originally Shaivite. So the Kakatiya kings were also Shaivites, and they had, in fact, brought in a lot of uh, extensions and interpretations of Shaivism in their temples. One of the major temples is the Ramappa temple, which is very famous, which has also been recognized as a UNESCO World Heritage Site. And I had the fortune to construct the entire Baliharanam, or rather Navasandhi, and present it there with a team of dancers during the World Heritage Day some years ago. So that one of the talams we did was a talam for Vinayaka. Vinayaka talam done in that particular temple and in that particular application of the Shaivagama is Guru, 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 Dhrutam, Dhrutam, Dhrutam. Guru, 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 Dhrutam, Dhrutam, Dhrutam. Pramana. Answer. 1, 2, 3, start. 1, 2, 3. Dhrutam. 1, 3, 4, 5, 6, 7, Dhrutam. 9, 10. Again. Guru. 3, 4, 5. Guru. Dhrutam. Dhrutam. Dhrutam.
I'm moving on to nrittas and talams. See, authentic material about Agama nrittas is hard to find. In fact, impossible. Religious treatises, which I mentioned, Agama Shastras and Samhitas, only list the features, list the names. You have to do this nrittam or this talam or this. A vigorous new effort has been necessary to create a comprehensive movement vocabulary, which I use to create the nrittas. This is the work being done in Agama Bharata. Now I'm going to describe, we're now ending, nearly ending, yes. I'm going to describe the ritual called Bheritadanam. Bheritadanam, as I mentioned earlier, is striking the beri to produce sound. Nadam. So this Bheritadanam, when is it done? It is done in the beginning of a ritual called Dvajarohanam and Devata Ahvanam. Dvajarohanam is that where you raise the flag, and on top of the flag, Garuda in this case, sits and proclaims to the whole world, to the heavens and even the Rakshasas, all the lokas, that we are going to have a temple festival. Please come and be present here. And after that, each devata is invited with a particular tala, with a particular raga, with a particular nritta. There are 40 such invitations because nobody is excluded. After starting with Brahma, coming down to even Samudra Raja and Bhumi Devi, we go to the Patala also. And even in the Patala, the demonical gods, as well as the demonical figures, mythological figures, and also the Naga Devatas and other creatures which are subterranean, even they are invited. I asked the Archaka why this should be so. So the answer is a very satisfying one and an illuminating one. He said, whatever it is, negative or positive, Pipilika, Danava, Deva, Manushya, all are creations of Brahman. It is part and parcel of creation. Nothing is negated. In our culture, we do not negate anything. We accept everything as his creation. And therefore, we do not leave out any creature. When we have an auspicious occasion, something to celebrate, even the lowest of the low, even the germs, everything we invite to say, please come and worship the Lord and obtain his grace. That is the intention. So in this Bheritadanam, now I'm taking from a different Agama. I'm taking it from Vaikhanas Agama, not Pancharatra. For invoking Lord Krishna, we use something called Rupakatalam. Now this is not difficult because we all know Rupakatalam or Rupakatalam. But this Rupakatalam is not the same. Although the Akshara sum total is the same, but the formula is not the same. Guru, Guru, Lagu, Lagu. So you have 8 and 8 and 4 and 4. So it will all come down again to 6. But at the same time, because the Kriyas and Angas are different, it sounds different. And it is also Rupakatana. This has been also recognized by Jagadeka Malla's Sangita Chudamani in 1138 to 1150. So he's going to perform. One second. Okay. Guru, Guru, Lagu, Lagu. Vrindavan. Alap. Pramanam. Okay, Madhyama. Okay. 3, 1, 2, 3, 5.
I chose to demonstrate this with a purpose. It can be noted that some of the nritta movements, especially the Hasta Vinyoga, what we have used here in Agama Bharatam, comes close or is reminiscent of the similar use in other existing dance traditions. This use of gradually closing, this is a Nritta Hasta of the Shastra, where you close each finger and open it out. You close each finger and open it out. This is done in many dance traditions, but I have seen this most often used in Manipuri. This gentle closing and curving of the hands, and then gentle opening and opening out the hand. I've seen this most often in Manipuri when they are doing the gentle movements in the Maharas. So it is not as if every nritta feature that is mentioned in the Agama Shastra, not all of it is lost. But a good amount of the nrittas, especially the Shuddha nrittams, they are not available in a given formula anywhere. This has to be constructed again, and that is what I'm doing. We have, Sreelakshmy, how much time do we have? Because I have two more examples and then an item. Sreelakshmy here. We have two more examples and then we go on to an item of dance. I conclude that. I don't know, nobody's here to answer. Shall I just continue? I cannot see you because it's very blinding, this light. We have two more examples and then the item, and then we finish it. So, okay. Now from Vaikana Sagama itself, I'm taking another talam. Now this talam, please note, which we are demonstrating now, which will appear again in the item, which she will do. But this talam, as it appears here, is a different formula. With the same name, it appears in the item with a different formula. This is illustrating the point I made, that the same talam with the same name can appear with different akshara talas value at different times. This is how Natya Shastra's basic principles of Margatalas and Kriyas has expanded and expanded and expanded and expanded to such an extent that we see in its application, perhaps Bharata is more celebrated than in the Shastra by itself. Okay. Vaikana Sagama Bheri Tadanam, again in the same ritual. Raja Chudamani Talam, this is one version. Dhrutam Dhrutam Lagu, Dhrutam Dhrutam Lagu Guru. I know that some people will be wanting to know, is it always that the Lagu is the same value? Because the Lagu is what will set the Aksharas. So it can be also Trishna Lagu, it can also be, Khanda Lagu. So, but like in music, unless it is specified that the Lagu is of X number of this one, Aksharas, it is assumed that when you say Lagu simply, it is always the even number, that is 4. If it is specified that it, like for instance in Natya Shastra, for one of the talams, the Lagu is 5 only. And for another Marga talam, it is 4. That is specified. In the other Lakshana Granthas, it is very clear, unless it is specified that the Lagu value is 5 or 3, otherwise it will be 4 when it is not specified. So we use that as a standard. So now let us do Raja Chudamani Talam, Dhrutam Dhrutam Lagu, Dhrutam Dhrutam Lagu Guru. Simhendra Bandhana. This is used for Vishwaksena. Now let us do Athana. 1, 2, Pramana. 1, 2, 3, 4. Dhrutam, Dhrutam, Lagu, Dhrutam, Lagu, Guru. Dhrutam, Lagu, Dhrutam, Dhrutam, Lagu. Little raised tempo. Little raised. 1, Punchapats.
1, 3, 4. Stop. 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 This talam, Raja Chudamani talam, is applied in this particular ritual, in this particular agama, Vaikhandas agama, to invoke Vishwaksena. Now, Vishwaksena was the commander-in-chief of Sri Mahavishnu's army. And therefore, the nritta that is assigned to him is Tandava nritta, not necessarily the Tandava of Shiva, but any movements of the quality of Tandava, which will appeal to him because he's courageous and valorous by nature. Tandava nritta is prescribed for Vishwaksena. And now the last of the illustrations before we go on to the item. The item also will be somewhat like an illustration because I have to explain it. But still, the last from the Bheritadanam is Matthatalam. Now, this Matthatalam and Matthatalam are not the same. The Matthatalam is used as Dhrutam Dhrutam Guru Guru Guru. Dhrutam Dhrutam Guru Guru Guru. And the dance itself will indicate to you, or rather it should indicate that it is not for a normal human form of God. One, Papramanam. Madhyamakar. 1, 2, 3, 4. Dhrutam. Dhrutam. Guru. To do it slightly raised tempo. You want to do it little raised? Little raised. 1, 2, 3, 4. Come. Now this nritam is called Chitra Nritam. Any Chitra Nritam which is not seen in ordinary Lasya Nritam, not seen in an ordinary Kaishiki Vritti, but at the same time, the Kaishiki Vritti dancer is supposed to suggest something which is out of the customary thing, is Chitra Nritam. Now this one is addressed for whom? Narasimha. It is for Narasimha. That is why in the Chitra Nritam we have extreme stretches and back, falling back, and the broad positions, so that we are offering a dance that he is customary to, and he is able to appreciate. So with that, we conclude the demonstration part of it. But one feature that I want to show definitely here, I had already said that in Manipuri, for instance, you have a Lasyanga. Similarly, Pancharathra Agama, in a long list of, as I told you, that Devata Hwanam ritual, 46 talams we are supposed to do at a stretch, interspersed by mantras. We have done this. And in this, at the end, when the celebrations extend to the Grama Devatas, and then they also are invited, 4 types of, the temple dancer is supposed to do 4 types of nrittas. These are nrittas. That is Katibandha Nrittam, Champaka Nrittam, Puthya Nrittam, and Vilasa Nrittam. These are specified. And this Vilasa Nrittam, Vilasa, as a, it is mentioned in Jayappa Senapati's Kritaratnavadi. The quality of Vilasa comes from Lasa.
lasya, lasa. That is the gentle and graceful and charming use of the limbs, as we all know. And I found by chance when I was learning Nritta, some components of Nritta from the Telugu Devadasis at that advanced stage, what they were showing was the upper body movements, which is very gentle. You're sitting and so much that the navi is tight and you're holding your hands also very gently. There is no flexion and no tension. It's very gentle. And then you're simply moving the upper body. And it is actually described by Jayapa as though the flower of the lotus, then the stem is submerged. The flower of the lotus is only swaying to the breeze or with the movement of the ripples of water. That is the vilasa quality. And the second part is the Oyyaram. Now, when we teach, when we learn, whether it is Kuchipudi also, and this word is still used. I'm sure that the people who are using it don't know where it belongs to. But this Vayyaram is one of the Desil Asyangas listed by Jayapa Senapati in the 13th century. Vayyaram was spelt as Oyyaram. And now it's a Vayyaram. In Telugu, even today, when we speak Telugu, we say, oh, Amma enta Vayyaranga nadustundi. She's walking with so much of Vayyaram. And when I learned this part from some of the older ladies, Devadasis, who could move a little bit, they would say, Idi Oyyaram Amma, Idi Oyyaram. So this terminology has stayed, the usage. So therefore, my point is not everything has disappeared, but it has remained in an altered, modified state in small pockets in the regional traditions. We have to go and look for those, and we should not go with the mindset it is only in a formulated classical dance we're going to find it. We must keep our minds open to see where you're going to find these ancient features. I have found some of the missing talams in Chindu Bhagavatam. It is a folk drama done by the cobbler community, and they have kept it in that Yakshaganam, the Rekulu mentioned by Annamacharya. So we never know where these treasures are available. Now coming back to, she will be performing this Voyaram in a, we do this as a part of our repertoire of Vilasini Natyam. It is called a Shabda Pallavi, where the Shabda is sung with music tune. It is in Mani Rangaragal. And face them. Face the audience. Come to the center. Take Madhyamam. I cannot sing so low. Stop. One, two, three, two, four.
So there were two types of boyarams. We study about 16 types of boyarams to go to move forward and back. And now we conclude. In conclusion, we are demonstrating a complete sequence of a ritual called Baliharanam from the Padma Samhita of Pancharatra Agama. Though it is performed as a continuous sequence in the temple where we do it, we will be doing it shortly in the end of this month on 31st and 1st. Today we will be explaining the Gadyam, the Kautam, and the Talam and Ragam as we progress so that we can, the context is made clear. I will move to that. This is a, this used to be done daily in the olden times. And all three times, in the three portions of the day. But gradually, I mean, this is theoretically what we know. But even the time of, say, about 200 to 50 years ago, it was done once a day. Then subsequently, it got reduced to only being done in the Utsavams. So from being a Naimittika Nitya Seva, it became a Naimittika Seva or only done when prescribed. And now, of course, there is no temple where it is done. It is this particular temple. It's a private temple. So they have taken permission to have it performed because they believe that it brings good auspicious omens to them, to the temple and the family trust which owns the temple. So this is Baliharanam. It starts with, in the temple, we start with the ode to Brahma. Brahma Avahana. The talam here is Madhya talam. It is to be noted that the Tala Granthas mention at least 6 varieties of Madhya talam. One of the oldest talams, and of course known as the one of the Suladi Saptatalas. In this agamic ritual, we employ the Madhya in the formula Lagu Guru Lagu. A musical phrase of 32 aksharams has been composed to accompany the nritta of this talam.
And the ragam denoted is in the Agama Shastra. The ragam denoted for this in this particular Samhita and in this particular temple, in the Archaka's manuals, is Ghanta Ragam. And Ghanta also is known as Ghanta Ragam. First, we will do the Kavutvam, which is just a recitation. After that, we will do the Talam. Okay, this is good. One, Kavutvam to Brahma. 1, 2, 3, 4. Sana Kap, Brahmo Kap, Pratipat, Tatsapam, Pura Brimin, Tatsaman, Gatapat, Mapadam, Ramita, Pranopat, Pratipat, Ikara, Ithibat, Unda Srishti, Saput, Vahanam, Prata Sija Bhavanam, Sata Sija Bhavanam, Prata Sija Na Vasudam, Bharat Sunda Katakam, Dhana Mati Mani Kanch, Chita Shata Pat, Prata Ram, Prakatita Vibhavam, Samudita Hridayam, Pratisina Srishtikaram, Brahmatala Vidam, Brahmatala Vidam. And from here in the temple, at this point, the Archaka places a offering at the Brahma Pitham and then goes to the next point, that is where Garuda is, in the Dwaja, near the Dwajastambha at the base. So to travel there, this Mathyatalam is used. And during this, the dancer will move to that place. Ganta. Huh? You have to do it, no? No, we will do it together, I think, because there's no time. Together. 1, 2, 3, 4. Repeat. The next is an Avahana to Garuda. We have already seen the Garuda Talam. I will not explain it. We will simply do the Gadyam and then she will do the Garuda Talam. First I will do the Gadyam. Vishadharadaman. Vishadharadaman. 1, 2, 3, 4. Vishadharadamanam. Vishadharadamanam. Vishadharaharatam. Shatamakhanamitam. Shatamukhavinutam. Titipatim Amritaharam. Anakanipatam Kalushaharam. Matimaya Kinginika Vakaram. Garudam Atipalam. Ajata Hariratam. Sagapati Talamidam. Sagapati Talamidam. Satta Sagapati Talamidam. And the Garuda Talam. 1, 2, little faster we will take it. 1, 2, 3, 4. We've kept this short because she's already demonstrated it previously. The next is Avahana to Indra. This is where the actual Dikpalaka
enumeration starts. The first Dikpalaka is Indra, who is residing at the eastern side, and most of the temples face the east as the sun rises. And as we know, 90% of the temples, there are some which face the south or west or north, but those are exceptions. Most of the temples, the east is favored because the first rays of the sun fall upon the Vigraham of the deity. And the deity associated as who resides is Indra, is in the east. So we have the Indra Gadyam. 1, 2, 3, 4. Kathakali, Sudra, Bhadra, Makutra, Mani, Trini, Pita, Krita, Lord, Janita, Santa, Viputa, Santa, Vatra, Nisha, Tri, Patim, Rajata, Giri, Diva, Vinanda, Pati, Nuta, Hasti, Mastaka, Nish. Haritaka, Rakita, Mata, Hatsatikata, Utrata, Lamidam, Priyam. Indradadamidam priyam. Indradadamidam priyam. The raga prescribed for Indra is very appropriate, and it has not been put there by me. It is there in the Agama. It is Gajalila Talam and Nadanamakriya Ragam. Now, Nadanamakriya Ragam lends itself to this, the Kriyas of the Gajalila Talam very well, because it is not something you play extremely fast. And Gajalila Talam also is not done in a Druta tempo because the elephant itself cannot be running and galloping as would a horse. So the Gajalila Talam will be 4 lagus and 1 Lagu Shekaram. So that is 17 aksharas. Okay, ready? Okay, 1, 2, 3, 4. Once more. Avahana to Indra being over, we next go to Agni. Agni is in the southeast. As we know, even today, when you go to discuss buying an apartment, we all ask, where is the kitchen? And we all ask whether it is perfect from Vastu point of view, because the kitchen must be in the southeast part of the house. And southeast is because it is there, the house of Agni. It is Agneyam. So we also want that in our daily life, we should be protected with the grace of Agni. And therefore, even our gas range or cooking range or whatever you place, we ask for the kitchen platform to be put in the southeast. So that is Vastu Shastra right from there, and it also governs the temple worship. And in the southern direction, southeastern direction, it is Agni who resides there. And there is a Tala to Agni and a specific raga, both specified in the Agama. This particular Agama, every Agama varies. In this particular one, it is Lalita Ragam, and it is Veera Vikramatala. Veera Vikramatala. Agni being courageous, fearless. So, and valorous. So it is Lagu, Lagu, Drutam, Drutam, Guru. Veera Vikramatala. Pramanam. I know. Acha, you'll do the Gadyam first, okay. First a Gadyam. 1, 2, 3, 4. Vahatamesham Vamikahavyam Vadadahana Priyamasta Bhutta Satyam Swaha Susan Gata Chandravi Bhutta Krita Se Nitaya Gataya Gamanam Lokata Nukata Imavaka Bhutta Gana Dipa Rashmikaram ज्ञान समाधि कृता किल वंदित कारण में तत् वायु सतम तुंदुभिमत दल पतः स्फोटित पावकतालमिदम् पावकतालमिदम् पावकतालमिदम्. And now the talam.
It is Lagu Lagu Drutam Drutam Guru. Pramanam. Okay? 1, 2, 3, Lalita. Yeah, just 1 second. So, Lalita Ragam, the Prayogams have also been different during different times. We have Deepthi here, who's a music collegist and a musician herself. So, we are using both Prayogas of Lalita in this one here, in the tune here. 1, 2, 3, 4. So doing this, the dancer goes from the Agneyam to the next one. That is the Yama. That is the cardinal direction of the south. As we all know, but we do not discuss very often, Yama is not feared. He is shown as with a fierce face and is given this dark bison or buffalo, wild buffalo as his Vahana, and is given portrayed in mythology as somebody to be feared and somebody to be kept away or pacified. But actually, Yama is Yama Dharmaraja because Yama's duty it is to keep the justice or the balance in nature going. Everything that is created has to go back at a particular time. And if it outlives its purpose, it is a burden on the earth. And new life cannot be created. We have to balance the how much bharam the earth can take. So it is Yama's, he is appointed by Shiva himself to say that you have to make sure that there is a timely birth and timely, departure from the world and that there is no exception. So Yama makes no exception. He can do any amount of punya, but Yama has to still come and do his duty. So he's Yama Dharmaraja, Kala Rajaya, Kala Natha. So that is the reason why he is venerated and he's included amongst the Dikpalakas. He is the southern Dikpalaka. Yama Gadyam first. 1, 2, 3, 4. After this Kabutam, the dancer moves towards Nairuti with the Tala for Yama. Now, Yama is given Raja Chudamani Talam. Raja Chudamani Talam we have demonstrated once. This is another formula of Raja Chudamani Talam. This is Drutam, Drutam, Lagu, 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 Drutam, Drutam, Lagu, Guru. 3 Drutams. Then comes 3 Lagus, 2 Drutams, 3 Lagus, 2 Drutams, 1 Lagu, 1 Guru. Okay. What is the Pramanam we want? Okay. Okay. And one of the oldest primary ragas for all students of South Indian music, Malahari, is the raga that is assigned to Yama. Okay. And I have arranged the notes of Malahari in such a way that they are not decorative, but the note that we hold on to sounds that sense of awe towards awe and respect. That's why we are holding the Rishabham at the end. 1, 2, 3, 4.
Ta, Tanna, Channu, Ikki, Nanta, Saki, Naki, Ta, Tanna, Channu. Slightly raised, little raised. Ta, Tanna. Okay? 1, 2, 3, start. Ta, Tanna, Channu, Ikki, Nanta, Saki, Naki, Ta, Tanna, Channu, Ikki. Sati, Nirmala, Padas, Apamagari. From here, we move on to Nirriti. Nirriti is a demigod. He's not a, he's neither a celestial nor is he a Rakshasa. He's a demigod. He treads both the realms, the celestial world as well as the nether world. Why? Because both the gods and the demons have, in even the Puranas, both had immense amount of arrogance at times, whether it was Indra or whether it was any Asura. They sometimes are overwhelmed with arrogance and excessive ego. So this it was considered necessary, according to one legend associated with Nirati. It was considered necessary that there should be a, a figure, a god, who is empowered to quell the egos, unnecessary egos in people and keep the balance so that the paraspara relationship between the god and the demon or the higher world and the lower world should be maintained harmoniously. So Nirati was introduced as the um, god, demigod. And it is very interesting in the Vastu Shastra also. I want to share this. It will be interesting, especially for the younger people. In the Vastu Shastra, which governs the building of the house, the master bedroom is placed in the southwest direction. I would like to give a half a minute for the young ladies to answer why it should be so. You can take a guess. The master bedroom is placed in the southwestern direction because there are two individuals involved in the conjugal relationship. Unless and until the individual egos of both partners are kept under control and both partners maintain an equanimous relationship, the relationship itself will be in peril. Therefore, southwest is the place where the master bedroom is placed. Ratikaksha it is called, so that during the moments of their privacy, they are not quarreling and they're not arguing and they're not trying to establish one-upmanship against each other, that they have a harmonious and balanced relationship. That is why master bedroom is placed there. Now you can tell your master expert who is going to guide you to buy the house that I know why it should be in southwest and don't accept anything else. Okay. And also, jokes apart, this is true. Jokes apart, they also tell us if you're planning a garden to put rockery or a big tree like a neem tree or a mango tree, heavy tree, people, anything. People is not encouraged for planting in the house, but any tree which is encouraged to be planted should be, the big tree should be planted in the southwestern part of the garden because it weighs down the excessive egos. Okay. Nirati Gadyam. 1, 2, 3, 4. Anjana Mahanara Vahana Satgadaram Savipum Chita Kesha Kudan Vita Bhushana Kosha Kula Kulitam Gana 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 Kosha Travam Animaya Vandana Rataram Nishitaramanda Shankarivam Upita Rakshasa Pariti Aratuta Satgalato Jvalitam Sudavara Vanta Vinashakaram Nirjatita Dambikam Nirjatita Dambikam Nirjatita Dambidam. The tala to Nirati is Veera Vikramatala. No, Veera Vikramatala. Something that. Oh, Guru Guru Lagu, Guru Plutam.
Avahana is over. Now Tala. Tat, Kutta, Thar, Vi, Kridi, Kridi, Thar. Okay. Now we are going to have the Bhairavi Ragam. Bhairavi Ragam is assigned to Niruti for the simple reason that it was Bhairavi. If you go by mythology, Bhairavi as Durga Devi, who was able to control the rising egos and arrogance of the Asuras time and again, time and again. And she enjoyed an equanimous and and a status of absolute equality with her spouse, Bhairava, or Parvati and Shiva. So that was never a sort of a superior, inferior kind of it was a very equal, equanimous kind of a relationship. And therefore, she was able to maintain this balance. Bhairavi is assigned. Now, how much, to what extent, whether the agamic priests or the composers of Agama really thought about this correlation, I don't know. But I am making this correlation because there has to be some logic. People cannot simply pull out a raga from somewhere because they like the name. There has to be a logic. They have to either like the structure has to suggest that particular feeling, or the structure of the raga, or the name itself has a mythological background which suggests that. I'll read. Yeah, it's over almost. Let's do it fast. Finish it. I can't leave Dikpalaka in the middle. Yeah, okay. Veera Vikramatala, Guru Guru, Lagu, Guru Pratam. Kutta, Tharvi, Kriti, Kriti, Tharvi, Game, Jump, Ziki, that, so, Kriti, Kriti, that, so, that, Kutta, Tharvi, Kriti, Kriti, Tharvi, Game, Jump, Ziki, that, so, Kriti, that, so, that is Bhairavi. I'm running through the remaining because we have run out of time, but I cannot leave Ashtadikpalakas after addressing 6 Dikpalakas. I have to address the 2. So, however fast, I have to finish the cycle. Next is Varuna. Varuna dwells in the west. And Varuna is, she has already done it. I'm not going to explain. Makaranda Talam, Megharanjani Ragam. Pramanam. Gurri, Ganna. Yeah, after that, okay. Gadyam, 1, 2, 3, 4. Varunam, Karunam, Bala Vai, Risatam, Makarat, Kajava, Hanamam, Upatim, Davana, Paranam, Davana, Paranam, Davana, Pritiman, Shayava, Jataram, Ratham, Rakita, Rapava, Rataki, Sabha, Sudha, Bhushanakam, Trikato, Vitagat, Charanam, Trikatat, Vadiva, Runata, Navidam, Varunata, Navidam, Varunata, Navidam. Makarandathalam. Drutam, Lagu, Guru. 3, 1, 2, 3, 4. Okay. After Varuna comes Vayu. We are now completing the cycle. We are going to the northern side. So northwestern corner is Vayu. Vayu is a speedy one who travels with great speed. And the Avahana to Vayu is followed by the Vijayatalam, because he conquers everything. There is nothing without Vayu. There is no life without Vayu. So he is the ultimate conqueror, the Vijayata, the victor. So that is the Talam. We're going to first do the Kavatvam and the Talam. 1, 2, 3, 4. Vishwasrishtilaya Prabhu Jeevitam Romade Japingan Vayanam Vragavanam Devadana Pavanu Shadi Pimbidika Dimajiva
Vayu Ghoshana Vayu Talamidam Priyam Vayu Talamidam Priyam Vayu Talamidam Priyam. The raga assigned to Vayu is Basanta Bhairavi Raga, and the formula for the Vijaya Talam is Plutam Guru, Plutam Guru. Pramana. Okay? 1, 2, 3, 4. Sa, ye, la, ke, ga, ma, da. So that is Vijaya Talam. We are not repeating because we are running out of time. And then we go to Kubera. Kubera is a very important god, but that was introduced to Ashtadikpalakas later on only. Originally it was Soma. Then it became Kubera. Why Kubera? Because he, after all this, you attain prosperity, and material prosperity is also as important as spiritual prosperity and others. So material prosperity is given importance in the form of Kubera. And the Talam we have already shown you, Turangalila Talam, and the Ragam is Shri Ragam. So we will not explain Talam, but she will do the Chandas first. The Chandas, the Kavutram, they all mean the same thing. 3, 4. Chan Anidi Pat Anidi Save Tatanisham Rasa Galanasa Sakate Pulati Shamalatan Aniki Rita Magana Nisham Brahmapada Trapada Vish Padat Vera Itata Kumpaka Vera Itata Now we will do Turangalila Talam in only Druta. Okay, 1, 2, 3, 4. And we conclude with Ishana. Ishana is the post-Vedic form, early form before the pantheon was formed. There was no Shiva at that time. In Vedas, there is only Rudra. After that, these forms came. First iconographic form was Ishana. The Ishana is the Dikpalaka for the northeast. And Ishana is given the talam of what else? Nandi talam. And Ishana is given the ragam of what else? Shankarabharana. These two are mandated in the Agamic literature as well. So we first do the Ishana Gadyam or Kavutvam and conclude with the Nanditala. Parvati. This is Parvati cycle. 1, 2, 3, 4. Parvati Papa Vinasham Bhatkam Durgam Bhuta Trisham Imagiri Tuhitari Gata Manasam Shubha Gada Bahu Gida Nata Niratam Sandhya Chandra Pina Rajamukha Sharabhava Jatita Mudam Shubhakara of Vida Patashutaram Ala God Soma Vish Anavat Surapati Putachatam Pranamata Pashupati Makhilapati Pranamata Pashupati Makhilapati Pranamata Pashupati Makhilapati. And his talam is Nandi talam. And this talam has many formulae. We are doing it as indicated in this particular temple. Lagu, Drutam, Drutam, Lagu, Lagu, Guru, Guru. Nandi talam. And Shankarabharanam is the raga.
We have arranged the notations in keeping with the demand of the talam. Little enough? Okay. 1, 2, 3, 4. Little raised. 1, 2, 3, 4. So this is the Shankarabharanam bound Nandi Talam. And anything you would like to show? Nothing. Anything else you want to remind me of or show anything? Nothing. The subject of Tala system in the temple ritual dance is so extensive and complex that I could only present. I know it has gone over time. I always do. I warn them. Probably that is why they put my paper before lunch, but you're all hungry. But I have presented only a sketch. This is only a sketch of the linkage between talas, their place in the Agama Shastras, and the relationship between Agama Shastras and Marga talas and Desya talas, and thereby in the Natya Shastra. I do not claim at all to have covered this subject in its entirety or in its full depth. But I do look forward to be able to do so in more such fora in the future and in longer presentations, assisted by some audio visuals. We also have that. I would like you to please avail, if you're interested in what I've said. I want to conclude by saying, as Someshwara did in Manasulasa, Na talena vina geetam, na vadyam tala varjitam, geetam vadyam tatha nrityam, tritayam yena labhyate, tena tala iti khyata Someshwara mahibhuja. There is no life without tala. It is there in the way our heart also beats. And that is why it is given so much importance in our Bharatiya Sanskriti, in every form of our dancing. And may we be blessed by Nataraja, the creator of the Tala, and may all of you receive the blessings. And with that prayer, I conclude. നമസ്കാരം. ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു അംശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു അംശം. എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അല്ല വേണ്ടിയിരുന്നത്. മേ ബി ഒരു ചർച്ചയോ അടുത്തിരുന്ന് ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായി വന്നത് എന്ന് അറിയായിരിക്കും. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനായിരിക്കും നമുക്ക് കൂടുതൽ സാധ്യതകൾ എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി വിദുഷി സ്വപ്നസുന്ദരിയെ ആദരിക്കുന്നതിനായിട്ട് സദനം കൃഷ്ണൻകുട്ടി ആശാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Please go on. Go Gashan and publish chat. നന്ദി. ഉച്ചക്കലത്തെ സെഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ഡിലേ വന്നതിൽ ക്ഷമിക്കണം. ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിച്ച് വേഗം വരിക. നമ്മൾ ഒരു 15 മിനിറ്റ്സിന്റെ ഗ്യാപ്പിൽ അടുത്ത സെഷൻസ് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.
നമസ്കാരം. ഉച്ചക്കലത്തെ സെഷൻ ആരംഭിക്കാം. പുറത്തു നിൽക്കുന്നവര് ദയവായിട്ട് അകത്ത് കയറിയിരിക്കണം. ഡോക്ടർ ഗുരു കലാമണ്ഡലം സുഗന്ധി ടീച്ചർ മാർഗി ദേശി സമ്പ്രദായം നാട്യശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് മോഹിനിയാട്ടത്തിൽ എന്ന വിഷയത്തെ അധീകരിച്ചാണ് സംസാരിക്കുന്നത്. ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി ടീച്ചറെ കുറിച്ച് 2 വാക്ക്. മോഹിനിയാട്ടത്തിന് പുതിയ ഒരു നടന ഭംഗി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് സുഗന്ധി ടീച്ചർ. നാട്യശാസ്ത്ര കേന്ദ്രീകൃതമായിട്ട് അതിൽ അധീകരിച്ചുകൊണ്ട് മോഹിനിയാട്ടത്തിൽ എങ്ങനെ അത് കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച വ്യക്തികളിൽ ആദ്യ വ്യക്തി തന്നെയാണ് സുഗന്ധി ടീച്ചർ. അദ്ദേഹത്തിന്റെ ശിഷ്യരും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യകരെയും സുഗന്ധി ടീച്ചർക്ക് സമ്പാദിക്കാൻ അതുവഴി സാധിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ഒരു വർക്കിന്റെ ഭംഗി എന്ന് പറയുന്നത് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അടുത്തും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ അടുത്തും ഒരുപോലെ പഠിച്ച് അതിൽ നിന്ന് ഉൾക്കൊണ്ട് വന്ന് ഒരു പുതിയ വഴിയും അതിൽ പുതിയ ഒരു നൂതനമായിട്ടുള്ള ഒരു നൃത്ത ശരീരവും കൊണ്ടുവരാൻ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനൊരു കൂച്ചുപുടി ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര അഹങ്കാരമുള്ള ഒരു കാര്യമാണത്. കേരളത്തിലേക്ക് കൂച്ചുപുടി കൊണ്ടുവന്നതിൽ ആദ്യ വ്യക്തികളിൽ ഒന്നാണ് സുഗന്ധി ടീച്ചർ. അതും പഴയ കൂച്ചുപുടിയുടെ ശൈലി പ്രഹ്ലാദ ശർമ്മകാരുവിന്റെ കീഴിൽ ഓൾഡ് സ്കൂൾ കൂച്ചുപുടി പഠിച്ച് വന്ന് കേരളത്തിൽ ഇന്ന് കൂച്ചുപുടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുഗന്ധി ടീച്ചർ.
അങ്ങനെ വളരെ കൃത്യമായ പഠനത്തിന്റെ ബലവും അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ നാട്യശാസ്ത്രം അഭ്യസിക്കുകയും അതും തന്റെ മോഹിനിയാട്ടത്തിലേക്ക് സന്നിവേശിക്കുകയും ചെയ്തിട്ടുള്ള അത് വളരെ ഔചിത്യത്തോടു കൂടി സന്നിവേശിപ്പിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി. ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം ഇന്ന് ഈ രംഗകലാ കോൺഫറൻസിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. താങ്ക് യു. ഓം സദ്ഗുരുഭ്യോ നമഃ. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകൃത്യ ജഗത്പ്രഹൃഷ്യത്തനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവൈ നമസ്യന്തി ച സർവസംഗാ. ഓം സദ്ഗുരുഭ്യോ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാർഗീദേശി സമന്വയം മോഹിനിയാട്ടത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. കേരളം അനവധി കലാരൂപങ്ങളാൽ സമ്പന്നമാണ്. കലയുടെ കേളി രംഗമാണ് കേരളം. ആട്ടവും പാട്ടവും കൂത്തും കളികളും തുള്ളല് തുടങ്ങി പല നാമധേയങ്ങളിലാണ് കേരളത്തിൽ കലാരൂപങ്ങളെല്ലാം പുലർന്നു വരുന്നത്. അനുഷ്ഠാനത്തിന്റെ ഭാഗമായി, വിനോദത്തിന്റെ ഭാഗമായി, നാടോടി പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന കലാരൂപങ്ങളെല്ലാം തന്നെ ക്ഷേത്ര വഴക്കത്തിലൂടെയും അല്ലെങ്കിൽ അമ്പല വഴക്കത്തിലൂടെയും അരങ്ങ് വഴക്കത്തിലൂടെയും കൊട്ടാര വഴക്കത്തിലൂടെയും നാട്ടുവഴക്കത്തിലൂടെയും എല്ലാം വളർന്നു വന്ന അനവധി കലാരൂപങ്ങൾ നമുക്കുണ്ട്. മോഹിനിയാട്ടം അരങ്ങ് വഴക്കത്തിലൂടെ കൊട്ടാര വഴക്കത്തിലൂടെ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാരൂപമാണ്. 1757-നും 1797-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ വാണിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സഭയിൽ നൃത്തം ആടുവാൻ എത്തിയ പരദേശ നർത്തകികളുടെ നടനം കണ്ട് അതിൽ ആകർഷനായി, അതിൽ സംപ്രീതനായിക്കൊണ്ട് കാർത്തിക തിരുനാൾ മഹാരാജാവ് തൻ്റെ സദസ്യനായ കറുത്തെഴുത്ത് ചോമാതിരിയെ കൊണ്ട് മോഹിനി നടനം എന്ന പേരിൽ ഒരു കലാരൂപം ഉണ്ടാക്കുകയും അത് പിൽക്കാലത്ത് മോഹിനിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിൽ എല്ലാം നർത്തകിമാരെ മോഹിനിയാട്ടം ചെയ്യുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാടക നടനം, നർമ്മവിനോദം അദ്ദേഹത്തിന്റെ ഘോഷയാത്രയിലെ വരികളാണ്. നാടക നടനം, നർമ്മവിനോദം, പാഠക പഠനം, പാവക്കൂത്തും, മാടണിമുലമാർ, മോഹിനിയാട്ടം, പാടവമേറിന പല പല മേളം. ചന്ദ്രാംഗത ചരിതത്തിലോ ചെപ്പടി വിദ്യ, കുറത്തിയാട്ടം, പല ചെപ്പയടിച്ചു പൊളിക്കും കളിയും, അല്പന്മാർക്ക് രസിപ്പാന്നല്ല ചെറുപ്പക്കാരുടെ മോഹിനിയാട്ടം എന്നാണ് നർത്തകിമാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അല്പന്മാർ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അല്ലാതെ സംസ്കൃതം
വേദാന്തം ഒക്കെ പഠിച്ചിട്ട് പണ്ഡിതന്മാരായ ഇവർക്ക് രസിക്കാനുള്ള അത്രയും കഴമ്പുള്ള വലിയ കലാരൂപമൊന്നും അല്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മാർഗി ദേശി സമന്വയം മോഹിനിയാട്ടത്തിൽ എപ്രകാരമാണ് എന്ന് നോക്കാം. മാർഗം അല്ലെങ്കിൽ മാർഗി എന്നാൽ പാത അല്ലെങ്കിൽ വഴി എന്നാണ് അർത്ഥം. അത് നമ്മുടെ സംശയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അറിവ് തേടിയുള്ള ആ ത്വരയെ നമ്മുടെ ഒരു ദിക്കിലേക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും അവിടെ ഒരു ചൂണ്ടുപലക പോലെ നമ്മുടെ നാട്യശാസ്ത്രത്തിലേക്കുള്ള ഒരു കാഴ്ച നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. കലാരൂപങ്ങളിൽ ഉപദാനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കലാകാരന്മാരെല്ലാവരും പല പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടെങ്കിലും നാട്യശാസ്ത്രം എന്ന പൊതുവായ ഒരു മാർഗത്തെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത് എല്ലാം അടങ്ങിയിട്ടുള്ള അതാണ് മാർഗം എന്ന് പറയുന്ന ഒരു വഴി, നാട്യശാസ്ത്രത്തിന്റെ വഴിയിലൂടെ. അത് പല വഴികളുണ്ട്. അതിനുശേഷം ധാരാളം ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സംഗീതരത്നാകരവും നൃത്തരത്നാകരം, പിന്നെ അഭിനയദർപ്പണം തുടങ്ങി നിറയെ ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മൂലഗ്രന്ഥം ആണ് നാട്യശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ഈ ഗ്രന്ഥത്തിൽ മാർഗി എന്നോ ദേശി എന്നോ പ്രത്യേക പരാമർശം കാണുന്നില്ല. നാട്യശാസ്ത്രത്തില് മാർഗി എന്ന പേരോ അല്ലെങ്കിൽ ദേശി എന്ന പേരോ നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ഇതിലത്തെ നാട്യസംഗ്രഹം എന്ന ശ്ലോകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിലെ വൃത്തി പ്രവൃത്തി എന്ന ഭാഗങ്ങളെ അവയുടെ വൃത്തിയായ പഠനം നമ്മളെ നാട്യശാസ്ത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന ദേശിയെ നമുക്ക് കാട്ടിത്തരും, നമുക്കത് കണ്ടെത്താൻ കഴിയും. അത് എപ്രകാരമാണ് എന്ന് നോക്കാം. ആ ത്രയാദി മുനികളുടെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭരതൻ നാട്യസംഗ്രഹത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. നാട്യശാസ്ത്രം കഥം ബ്രഹ്മന്നുത്പന്ന കസ്യവാകൃതേ കത്യംഗ കിം പ്രമാണശ്ച പ്രയോഗശ്ചാസ്യ കീദൃശ എന്ന ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നാലാമത്തേതും പ്രത്യേകിച്ച് 4-മത്തെയും 5-മത്തെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക വഴിയാണ് നമുക്ക് ഈ മാർഗദേശിയുടെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ കഴിയുക. അപ്പോ 4-മത്തെ ചോദ്യമായ കിം പ്രമാണശ്ച എന്താണ് പ്രമാണം എന്ന ചോദ്യത്തിന് 1 വേദം, 2 ലോകം, 3 ആത്മജം, ഇങ്ങനെ 3 വിധത്തിലാണ് 3 പേരുകളിൽ ആണ് ഈ പ്രമാണത്തിനെ പരിചയപ്പെടുത്തുന്നത്. വേദം എന്നാൽ ചതുർവിധ വേദങ്ങളിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ചിട്ട് 5-മത്തെ ഒരു വേദം പഞ്ചമവേദമായ വേദം ഉണ്ടാവുകയും അതിൽ നിന്നും ഭരതമുനി നാട്യശാസ്ത്രത്തെ നിർമ്മിക്കുകയും ചെയ്തു. അതിനതിൽ മുഴുവനും നമുക്ക് നൃത്തത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവുകളും സമാഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമായിട്ട് നാട്യശാസ്ത്രം ഇരിക്കുമ്പോൾ ആ അറിവ് പകരുന്ന ആ ഗ്രന്ഥം തന്നെയാണ് നമുക്ക് പഞ്ചമവേദമായ വേദം. 2-മത്തേത് ലോകം. ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ജീവജാലങ്ങളെല്ലാം അടങ്ങിയ എല്ലാം അടങ്ങിയ ഒരു ലോകം, ഒരു പ്രപഞ്ചം, അത് തന്നെയാണ് ലോകം.
ആത്മജം അല്ലെങ്കിൽ ആത്മീയം എന്ന് പറയുമ്പോൾ പല കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയത്തിലൂടെയും നമ്മുടെ ഉള്ളില് ഉണ്ടാകുന്ന അറിവുകൾ മനസ്സിലിട്ട് മനനം ചെയ്തുകൊണ്ട് പിന്നെയും ചർവണം ചെയ്തുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു വിഷയവും ഒക്കെ ആത്മാവിൽ നിന്ന് ഉണരുന്നതാണ് ആത്മജം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിൽ നിന്ന് ഉണർന്നു വരുന്ന അപ്പോൾ ഈ കലയുടെ കാര്യം സംഭവിക്കുക വേദത്തിൽ നിന്ന് അറിവ് സംഭവിക്കുകയും ലോകത്തിനെ മുഴുവൻ അനുകരിക്കുകയും ലോകത്തിനെ മുഴുവൻ കീർത്തനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജ്ഞാനമാകുന്ന നമ്മുടെ അറിവാകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പല പ്രക്രിയയിലൂടെയും പാട്ടിലൂടെയും സംഗീതത്തിലൂടെ കൊട്ടിലൂടെ നൃത്തത്തിലൂടെ ഒക്കെ നമ്മൾ പുറത്തേക്ക് ബഹിർഗമിച്ച് അതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അത് ഉണ്ടാക്കാൻ പ്രാപ്തരായ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മഹത് ഗ്രന്ഥങ്ങളെയൊക്കെ ആശ്രയിക്കുകയും അതിൽ തന്നെ കിടന്ന് പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കിം പ്രമാണശ്ച എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുക. അഞ്ചാമത്തെ ചോദ്യമായ പ്രയോഗശ്ചാസ്യ കീദൃശ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, കുറച്ച് അതൊന്ന് പ്രയോഗിച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഭരതൻ പറയുകയാണ്, എല്ലാ പ്രദേശത്തെയും അനുഷ്ഠാനപരവും വിനോദപരവും നാടോടിപരവുമായ പരിസ്ഥിതിപരവുമായ സ്വഭാവ രീതികൾ ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് ലോകം. ഇത് തന്നെയാണ് പിൽക്കാലത്ത് ദേശി ആയിട്ട് മാറുന്നത്. അതാത് ദേശത്തുള്ള ആളുകൾ അവരവരുടേതായ രീതിയിൽ ഇത് ഉൾക്കൊണ്ട് അവരുടേതായ ചിട്ടയിൽ അവർ ചെയ്യുമ്പോൾ അത് ആ പ്രദേശത്ത് ചെയ്യുന്ന കലാരൂപത്തിന്റെ ഒരു ഭംഗി അതിൽ കാണുകയും പ്രത്യേകത അതിൽ കാണുകയും അത് തന്നെ അതിനെയാണ് നമുക്ക് ദേശി എന്ന് പറയാൻ കഴിയുക. പ്രയോഗശ്ചാസ്യ കീദൃശ, നാട്യം പ്രയോഗിക്കുന്നത് എപ്രകാരമാണ് എന്ന് കാട്ടിത്തന്നാലും എന്ന് ചോദിക്കുമ്പോൾ നാട്യശാസ്ത്രത്തിലെ 6-ാം അധ്യായത്തിലെ രസവികല്പം എന്ന അധ്യായത്തിലൂടെ രസസംഗ്രഹം എന്ന ശ്ലോകത്തിലൂടെയാണ് അദ്ദേഹം ഉത്തരം നൽകുന്നത്. രസാഹ ഭാവാ ഹ്യഭിനയ ധർമ്മീ വൃത്തി പ്രവർത്തയ സിദ്ധി സ്വരാഹ സ്തദാദോദ്യം ഗാനം പ്രകൃതിരേവച ഉപചാരസ്തഥാ വിപ്ര മണ്ഡപശ്ചേരി സർവശ. അപ്പോ രസം, ഭാവം, അഭിനയം, ധർമ്മി, വൃത്തി, പ്രവൃത്തി, സിദ്ധി, സ്വരം, ആദോദ്യം, ഗാനം, പ്രകൃതി, ഉപചാരങ്ങൾ. അങ്ങനെ ആ ഒരു എങ്ങനെയൊക്കെയാണ് ഉപചരിക്കുക? നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഉപചാരങ്ങൾ വേറെ വേറെ രീതിയിലാണ് ഉണ്ടാവുക. ഈ ശ്ലോകം പറയുന്ന സമയത്ത് എനിക്ക് ഇത് പറഞ്ഞു തന്ന എൻ്റെ ഈ നാട്യശാസ്ത്രം എന്താണെന്ന് പരിചയപ്പെടുത്തുകയും ഇതിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്ത എൻ്റെ ഗുരുനാഥ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഇതിലെ പ്രവൃത്തി, വൃത്തി എന്നിവയിലേക്കുള്ള ഒരു അവലോകനമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പ്രവൃത്തി, വൃത്തി, പ്രവൃത്തി. വൃത്തി, പ്രവൃത്തി എന്നീ ഘടകങ്ങൾ ഗീതവാദ്യ നൃത്യാദികളാകുന്ന ത്രൗരത്രികത്തിന്റെ അവതരണത്തിന് അത്യന്താപേക്ഷിതമാണ്. മാർഗീദേശി എന്നിവയെക്കുറിച്ച് നാട്യശാസ്ത്രത്തിൽ
പ്രത്യേക പരാമർശം ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നാട്യ സംഗ്രഹത്തിലെ വൃത്തി, പ്രവൃത്തി എന്നിവയുമായിട്ടുള്ള പഠനം നടത്തുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രാദേശികതയെ അല്ലെങ്കിൽ ദേശീയ എന്ന ആശയത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മാനസികവും വാചികവും ശാരീരികവുമായ തലങ്ങളെ ആധാരമാക്കിയാണ് 4 വിധ വൃത്തികളുടെയും വിഭജനം ഉള്ളത്. അവ ഭാരതി, ആരഭട്ടി, സാത്വതി, കൈശികി എന്നിവയാണ്. ഭാരതി വാചികമെങ്കിൽ സാത്വതി മാനസികമാണ്. ഘോഷത്തോടും ആർഭാടത്തോടും കൂടിയുള്ള ആംഗിക അഭിനയമാണ് ആർഭട്ടി വൃത്തിയിലുള്ളത്. കേരളത്തിന്റെ തനത് ശാസ്ത്രീയ നാട്യരൂപമാണ് കഥകളി. ആർഭടി വൃത്തിക്ക് ഈ കലാരൂപം ഉത്തമ ഉദാഹരണമാകുന്നു. മൃദുവായതും വിചാരവികാരങ്ങളെ ഉണർത്തും വിധം മനസ്സിൽ നിന്നും ബഹിർഗമിക്കുന്നതും അതിമനോഹരങ്ങളുമായ അംഗചലനങ്ങൾ സമ്പന്നമാണ് കൈശികി വൃത്തി. ഭരതൻ കൈശികി വൃത്തിക്ക് കൽപ്പിച്ച ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അത് മൃദുവായത്, ധാരാളം എനർജി ഉപയോഗിച്ച് ചെയ്യേണ്ട, അത് വളരെ സോഫ്റ്റായിട്ടും ചെയ്യുന്നതും, അതിമനോഹരമായ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് ഉള്ളതും, അതോടൊപ്പം തന്നെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ബഹിർഗമിക്കുന്ന ആ ഒരു ഫീൽ കൊടുത്ത് ചെയ്യുന്ന ഒരു രീതിയും മോഹിനിയാട്ടത്തിൽ പ്രത്യേകം മോഹിനിയാട്ടം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൈശിക വൃത്തിയുടെ ലക്ഷണം. കൈശിക വൃത്തി പ്രയോഗിക്കുന്നതിന് വേണ്ടി തന്നെ ബ്രഹ്മദേവൻ കുറെ അപ്സരസുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ് എന്ന് സംസ്കൃതത്തിൽ ജലം എന്നാണ് അർത്ഥം. സരസ് എന്നാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. അപ് എന്ന ജലത്തിന്റെ സരസ് പോലെയുള്ള ഒഴുക്ക്, അതിമനോഹരമായ അനുസ്യൂതമായി ഒഴുകുന്ന ജലത്തിന്റെ ആ ഒരു ഒഴുക്കിന് ഇണങ്ങുന്ന വിധത്തിൽ, ഒഴുക്കിനെ ഓർമ്മപ്പെടുത്തും വിധത്തിലുള്ള ചലനമാണ് മോഹിനിയാട്ടത്തിൽ കൈശികി വൃത്തിക്ക് ഭരതൻ കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ തറവാട്ടമ്മ എന്ന് പറയുന്ന കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ടീച്ചർ മോഹിനിയാട്ടത്തിന് പറയുന്ന നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇളങ്കാറ്റിൽ ഉലഞ്ഞിടുന്ന പിഞ്ചു നെൽച്ചെടി പോലവേ മൃദുവായിരിക്കണം ദേഹചലനം നർത്തകിക്കയെ. ഇളങ്കാറ്റിൽ ഉലഞ്ഞിടുന്ന പിഞ്ചു നെൽച്ചെടി പോലെ വളരെ ഭംഗിയായ മൂമെന്റ്സ്, ശരീരത്തിന്റെ ചലനമായിരിക്കണം മോഹിനിയാട്ടത്തിന് എന്ന് മോഹിനിയാട്ടത്തിന്റെ തറവാട്ടമ്മ എന്ന് എല്ലാവരും പറഞ്ഞ് ബഹുമാനത്തോടെ ഓർമ്മിക്കുന്ന ആ ഗുരുനാഥയുടെ നിർവചനം നാട്യശാസ്ത്രത്തിൽ ഭരതൻ പറഞ്ഞിരിക്കുന്ന കൈശികി വൃത്തിക്ക് പറഞ്ഞിരിക്കുന്ന നിർവചനവും ഒന്നാണ് എന്ന തിരിച്ചറിവ് നമുക്ക് മോഹിനിയാട്ടത്തിനെ, നാട്യശാസ്ത്രം എന്ന മാർഗത്തെ എങ്ങനെ മോഹിനിയാട്ടം എന്ന ദേശീയ നാട്യശാസ്ത്രം എന്ന മാർഗത്തിലൂടെ എങ്ങനെ അത് കാണാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ അറിവ് ലഭിച്ചപ്പോൾ തുടങ്ങിയാണ് എനിക്ക് മോഹിനിയാട്ടത്തിനോട് കൂടുതൽ ഇഷ്ടം ആവാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് പൊതുവെ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ ആണ് ഭയങ്കര ഇഷ്ടം ആയിരുന്നത്. മോഹിനിയാട്ടം പഠിച്ചു എങ്കിൽ പോലും അതിൻ്റെ ഒരു അഴക് സമ്പൂർണമായി സ്വയം ആസ്വദിച്ച് ചെയ്യുവാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായത് ഈ കൈശികി വൃത്തിയുടെ ഡെഫിനീഷനും അതോടൊപ്പം തന്നെ കല്യാണക്കുട്ടിയമ്മ ടീച്ചർ പഠിപ്പിച്ചു തന്ന ആ ശ്ലോകത്തിന്റെ ഭംഗിയും ടീച്ചറുടെ കളരിയിൽ നിന്ന് നേരിട്ട് അഭ്യസിക്കുവാനുള്ള ഒരു ഭാഗ്യവും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭംഗി എനിക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞതും അത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചതും സന്തോഷം. കൈശികി വൃത്തി പ്രയോഗത്തിന് വേണ്ടി മാത്രം അപ്സരസുകളെ സൃഷ്ടിച്ചു ഞാൻ പറഞ്ഞല്ലോ. കൈശിക വൃത്തി സ്വഭാവം തന്നെയാണ് കേരളത്തിന്റെ ദേശീയ രൂപ മോഹിനിയാട്ടത്തിലും ഉള്ളത്. നാട്യശാസ്ത്രത്തിൽ ഭരതൻ കൈശിക വൃത്തി നിർവചിക്കുന്ന ആശയത്തെ ഉൾക്കൊണ്ട് അത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഉൾക്കൊണ്ടിട്ട് ഞാൻ
ഒരു ചിത്രപൂർവ രംഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വപ്നസുന്ദരി മാഡം പറയുകയുണ്ടായി, ചിത്രം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇനത്തിനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയണമെന്നുണ്ടായി, പിന്നെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചിത്രപൂർവരംഗം അതിൻ്റെ ആധാരമായിട്ടുള്ള ശ്ലോകമാണ്. ആ ശ്ലോകം ഏതാന്ന് വെച്ചാൽ, അതും എനിക്ക് പത്മ സുബ്രഹ്മണ്യം എൻ്റെ ഗുരുനാഥ് പറഞ്ഞ് എന്നെ ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് പഠിപ്പിച്ചതാ. എനിക്ക് മാത്രം പഠിപ്പിച്ചു തന്ന ഒന്നല്ല. അപ്പൊ അത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതുപോലെ കൊണ്ട് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി, അതിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ശ്ലോകം ഞാനൊന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സംസാര നാട്യ സംസാരത്തില് ഈ ലോകത്തില് നാട്യ ആംഗിക അഭിനയം, നാട്യ വാചികാഭിനയം, നാട്യ ആഹാരാഭിനയം, നാട്യ നിർമ്മാണേ, ആ നാട്യത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, ആ സംസാരത്തില് നാട്യമാകുന്ന ആ സംഭവത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യാവകാശ എന്തൊക്കെയാണ് വിധാനത്, എന്തൊക്കെ ഉപദാനങ്ങളാണ്, എന്തൊക്കെ വസ്തുതകളാണ് ചേർക്കേണ്ടത്. പൂർവരംഗായതേ, പൂർവമായി വേദിയില് രംഗത്തില് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യോമമൂർത്തിം താം ശാംകരിം നുമഃ. ആ വ്യോമമൂർത്തിയായ ആ നാട്യദേവനായ നടരാജസ്വാമി നമ്മൾ ഏറ്റവും ആദ്യം വണങ്ങണം. അതിനുശേഷം വിശ്വത്തില് ബീജ, കലയുടെ ബീജത്തിന്റെ പ്രരോഹാർത്ഥം, വളർച്ചയ്ക്ക് കാരണമായിക്കൊണ്ട് മൂലാധാര, അതിന്റെ മൂലത്തിനെ ആധാര തയാസ്ഥിതം, അവിടെ തന്നെയാണ് നമ്മൾ ആദ്യമേ ഇരുന്നുകൊണ്ട് തുടങ്ങണം. മൂലത്തിനെ ആശ്രയിക്കണം. ധർത്തൃശക്തി മയം വന്ദേ ധരണീ രൂപമീശ്വരം. യസ്മിൻ, അത്ഭുതം തന്നെയാ. അത്രയും ഗോപ്യമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള നിഗൂഢ പരമാർത്ഥമബുദ്ധ്യ മാന, ആ നാട്യശാസ്ത്രത്തെ സംസാര രസ ഭാവം ഉപാശ്രയന്തേ ബുദ്ധ്വാ, ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും പുനർമുഹുരഹോ നിജമേ വയാന്തിം. അങ്ങനെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. തത്പൂർണധാമ ശിവ തത്വം അഹം പ്രബദ്ധേ. ആ ഒരു
അതാണ് നമ്മൾ ഏറ്റവും ആദ്യം നാട്യദേവനായി നാട്ടുരാജസ്വാമിയെ രംഗത്ത് വണങ്ങണം. എന്തൊക്കെ ഉപകരണങ്ങളാണ്? അഭിനയം വേണം, ഭാവം വേണം, രസം വേണം, ആംഗിക വാചിക ആഹാര സാത്വിക ഭാവങ്ങൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ലോകത്തിൽ വീണ്ടും 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 നമ്മൾ പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കണം എന്നാണ് അഭിനവഗുപ്ത പാദാചാര്യൻ തൻ്റെ അഭിനവ ഭാരതിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു ശ്ലോകമാണിത്. അഭിനവ ഭാരതിയിലത്തെ ഒരു ശ്ലോകമാണ് ഞാനിപ്പോ നിങ്ങളുടെ പറഞ്ഞത്. ഇനി നാട്യശാസ്ത്രത്തില് ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളെ പാഞ്ചാലി, ഉഡ്രമാഗധി, അവന്തി, ദക്ഷിണാത്യ എന്നിങ്ങനെ 4 സാംസ്കാരിക മേഖലകളായി തിരിച്ചിട്ടുണ്ട്. മേൽ സൂചിപ്പിച്ച 4 വിധ വൃത്തികളിലെ സ്വഭാവ സവിശേഷതയെ സമ്പുഷ്ടമാക്കുന്ന പ്രവർത്തന മേഖലകളാണ് പ്രവൃത്തി എന്നുള്ളത്. ഓരോ മേഖലയിലെയും സാംസ്കാരിക സ്വഭാവത്തിന്റെ വൈവിധ്യങ്ങൾ പ്രവൃത്തിയിൽ തെളിഞ്ഞു കാണാം. അപ്പോ ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരിക പ്രവൃത്തി എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ, നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ കാല് കഴുകിക്കാൻ വേണ്ടി കണ്ടിയിൽ വെള്ളം കഴുകി വെച്ചിട്ടുണ്ടാവും. അത് കാല് കഴുകി നമ്മളെ അകത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം തരും അവര്. അത് ഓരോ നാട്ടിന്റെ മറ്റുള്ള സ്ഥലത്ത് ഏറ്റവും ആദ്യം മധുര പലഹാരങ്ങളാണ് തരിക. നമ്മുടെ പഞ്ചാബിലും അവിടെയൊക്കെ എൻ്റെ മോൻ ആർമിയിലാണ്. അപ്പൊ അവൻ പറയാറുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ അവര് മധുരപലഹാരങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരവരുടേതായ രീതിയിലുള്ള ഒരു ആളുകളോട് പെരുമാറുന്ന ഒരു രീതി, ആ രീതി തന്നെയാണ് നമുക്ക് ദേശീയമായിട്ട് മാറുന്നത്. 1980കളുടെ അവസാനത്തില് എൻ്റെ ഗുരുനാഥ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം നയിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചത്. അന്ന് സത്യം പറഞ്ഞാല് അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിയോ പ്രാപ്തിയോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, പിന്നെയും എൻ്റെ മോഹിനിയാട്ടത്തിനെ ചിന്തിക്കുക, പിന്നെ കല്യാണ ടീച്ചർ എന്താ പറഞ്ഞത്, സത്യഭാമ ടീച്ചർ എന്താ പഠിച്ചത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയും സ്വന്തമായിട്ട് നിവൃത്തികേട് കൊണ്ട് എന്തെങ്കിലും കമ്പോസ് ചെയ്യാനോ ഒക്കെ വേണ്ടി വന്നപ്പോ ഉള്ള എൻ്റെ നിവൃത്തികേടുമുണ്ട് തന്നെ. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ധൈര്യമൊന്നും ഉള്ള ആളൊന്നുമല്ല. അങ്ങനെ നമ്മൾ ജിക്കറിയാം, നമ്മൾ ഒരു ശില്പശാലയിൽ വെച്ചിട്ട് ഓർക്കുണ്ടോ, ഒരു ഡാൻസ് കമ്പോസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ചന്ദ്രൻ സാറിന്റെ മ്യൂസിക്കിനെ ഞാൻ ഡാൻസ്, ആകെ കുറച്ച് വരികളേ ഉള്ളൂ, അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, പിന്നെ നർത്തകന്മാരെ കൊണ്ടുവരികയായി, പിന്നെ അവരിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടും, പിന്നെ അവർ വള്ളത്തിൽ കയറി പോകുന്നതായിട്ടും, അങ്ങനെ പലതൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു. അത് ഇത്രയും ഉള്ള വലിയ ഗുരുക്കന്മാരുടെ കൂടെ അവരുടെ തൊഴുത് അവരുടെ ഭാവനയും കൽപ്പനയും എങ്ങനെയൊക്കെയാണ് പോണത്, എങ്ങനെയാ അത് ഉണ്ടാവുക എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നിട്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിനി തന്നെയാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് ഗുരു എന്നൊക്കെ പറഞ്ഞ് എന്നെ സംബോധന ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം അതിന് എത്ര കാലം കിടക്കണം. അപ്പോ അങ്ങനെ എൻ്റെ ഗുരുനാഥ് ആ ഒരു കുറെ അറിവുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ മലകളും പ്രതലങ്ങളും അടങ്ങിയ ദാക്ഷിണാത്യ പ്രവൃത്തി മേഖല, ഏൻഷ്യന്റ് ഹിന്ദു പുരാണിക് ജോഗ്രഫി മാപ്പ് ഉപയോഗിച്ച് ഇന്നത്തെ ഭാരതത്തിലെ മലകളും പ്രതലങ്ങളും അടങ്ങുന്ന മേഖല എവിടെയൊക്കെയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് നോട്ട് എഴുതി തന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നല്ലാതെ എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പിന്നെ ഇവിടെ പറയണമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. മലയപർവ്വതം ഇപ്പോഴത്തെ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റം, സഖ്യപർവ്വതം പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗങ്ങൾ, മേഖല എന്ന മധ്യപ്രദേശിലെ മൈക്കേൽ ശ്രേണി പർവ്വതങ്ങൾ, കൽപ്പഞ്ചര ഒരുപക്ഷെ ഇന്നത്തെ ഉത്തർപ്രദേശത്തിന്റെ കലിഞ്ചർ ആവാം,
ഇനി ദാക്ഷിണാത്യ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കോശല, നാഗപ്പൂരിനും ഒറീസയ്ക്കും ഇടക്കുള്ള പ്രദേശം. ടോശല, ഒറീസയിലെ പുരി ജില്ല. കലിംഗ, ഒറീസയിലെ വടക്കു ഭാഗം, അതും ആന്ധ്രയിലെ കൃഷ്ണ ഗോദാവരി പ്രദേശവും. മോസല, ആന്ധ്രയിലെ മസൂരി പട്ടണം. ദ്രവിഡ, തമിഴ്നാട്. മഹാവേന്ദ്ര, കൃഷ്ണവേണി നദീപ്രദേശം, മഹാരാഷ്ട്രയിലെ കുറച്ച് ഭാഗങ്ങൾ. സ്വസികം, കർണാടകയിലെ ഷിമേഗ ജില്ല. അങ്ങനെ ദക്ഷിണാത്യ പ്രവൃത്തിക്ക് ഭരതൻ അനുശാസിക്കുന്ന കൈശികി വൃത്തി ഈ പ്രദേശത്താണ് കൂടുതലായിട്ടും ഉള്ളത്. അത് തന്നെയാണ് ഉള്ളത് എങ്കിലും അതിമനോഹരങ്ങളായ നൃത്തരൂപങ്ങളും ശ്രവണ സുന്ദരങ്ങളായ സംഗീതത്തിന്റെ ആലാപന രീതിയും കൈശികി വൃത്തിയുടെ പ്രത്യേകതകളാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. എല്ലാം ഇതിന് ഉദാഹരണമാകുന്നു. പക്ഷേ കേരളം എന്ന പ്രാന്തപ്രദേശത്ത് കൈശികയോടൊപ്പം ആറഭടി വൃത്തിയുടെ സ്വഭാവവും ചില കലാരൂപങ്ങളിൽ ഉള്ളതായി കാണാം. അത് കേരളത്തിൽ നിലനിൽക്കുന്ന അയോധന കലയുടെയും താന്ത്രിക പ്രയോഗങ്ങളുടെയും സ്വാധീനം കൊണ്ടാകാം. കൂടിയാട്ടവും തെയ്യവും മറ്റും ഇതിന് ഉത്തമ ഉദാഹരണമാണ്. കഥകളിയിലും ആറഭടി വൃത്തി കൈശികി വൃത്തിയോടൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ, ആ വേഷവിധാനത്തിന്റെ ആർഭാടവും ഒക്കെ ആയിട്ട്. നാട്യശാസ്ത്രത്തിൽ ദേശീയെക്കുറിച്ച് പരോക്ഷമായ അറിവുകൾ ഉണ്ട് എങ്കിലും 8ാം നൂറ്റാണ്ടിൽ മാതംഗമുനിയാൽ വിരചിതമായ ബൃഹദ്ദേശി എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് പ്രത്യക്ഷത്തിലുള്ള ദേശീയ ലക്ഷണം നമുക്ക് വ്യക്തമാകുന്നത്. നാട്യശാസ്ത്രത്തിൽ നിന്നും മാർഗീദേശീയ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് അല്പം കൂടി വിപുലീകരിച്ച് തയ്യാറാക്കിയ ആദ്യത്തെ ഗ്രന്ഥമാണ് ബൃഹദ്ദേശി. ഈ ഗ്രന്ഥത്തിൽ പല ദേശങ്ങളിലെയും സംഗീത പാരമ്പര്യത്തെ വിപുലീകരിച്ച് കാണിച്ചിട്ടുണ്ട്. സംഗീത പാരമ്പര്യത്തിന് പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ് ബൃഹദ്ദേശി ഗ്രന്ഥം. ആബാല ബാല ഗോപാലേർ ക്ഷിതിപാലിർ നിർജ്ജേശ്ച ഗീയതേ സാനുരാഗേണ സ്വദേശേ യേശിരുച്ചതേ. ഓരോ പ്രദേശത്തെയും ആബാലവൃദ്ധം ജനങ്ങൾ അവിടുത്തെ ഭരണാധികാരിയായോ അല്ലെങ്കിൽ രാജാവിനെയോ അവരവരുടെ രീതിയിലൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് ദേശീയായിട്ട് അറിയപ്പെടുന്നത്. നൃത്തത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് 13ാം നൂറ്റാണ്ടിൽ ജയസേനാപതിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് നൃത്തരത്നാവലി. ഈ ഗ്രന്ഥത്തിലെ 5ാം അധ്യായത്തില് 3-4 ശ്ലോകങ്ങളിൽ ദേശി എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3ാമത്തെ ശ്ലോകം ഭവന്തി ധരണീപാല പ്രായേണാദി അഭിനയപ്രിയ അതസ്താത് പ്രീത്യതേദ്യാപി യദ്യുപ്തതേ നവഃ. സ്വാഭാവികമായി പുതുമയെ ആസ്വദിക്കുവാൻ തൽപരരായ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി ആ ദേശ സ്വഭാവത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവിഷ്കരിക്കുന്ന നൃത്തരൂപമാണ് ദേശി. 4ാമത്തെ ശ്ലോകത്തില് നൃത്തം തഥാ സ്മൃതം ദേശേ തഥാ ദേശാനുസാരതേ ഭൂതം ശാസ്ത്രം മുക്താജ്ഞേയം ഭവിഷ്യൻ നാവഗദ്യത്തെ. ഭൂതകാലത്തെ പ്രയോഗ രീതികൾ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വരാനിരിക്കുന്ന കാലത്തെ, ഭാവി കാലത്ത് ഇനി എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നിർണയിച്ച് തീരുമാനിക്കാൻ സാധ്യമല്ല. അതിനാൽ ഇന്നത്തെ പ്രാദേശികമായ നൃത്തങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ഇതിൽ നിന്നും സാർവത്രികവും ശാശ്വതവുമായ മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തങ്ങളെ മാർഗ എന്നും അതാത് ദേശത്തിന്റെ സംസ്കാരത്തിനും പരിസ്ഥിതിക്കും ഇണങ്ങിക്കൊണ്ട് മാത്രം അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളെ ദേശി എന്നും പറയാം. എങ്ങനെയാണോ അമ്മയായ സംസ്കൃതവും മറ്റ് പ്രാദേശിക ഭാഷകളും സമന്വയിക്കുന്നത് അതുപോലെ. ഇനി മോഹിനിയാട്ടത്തിന്റെ
തറവാട്ടമ്മ എന്ന് നാം ആദരവോടെ സ്മരിക്കുന്ന കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ടീച്ചർ മോഹിനിയാട്ടത്തിന് നൽകിയ നിർവചനം നമ്മൾ പറയുകയുണ്ടായി. നാട്യശാസ്ത്രത്തിൽ ദക്ഷിണാർത്ഥ പ്രവൃത്തിക്ക് ഭരതമുനി കൈശികി വൃത്തിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. കൈശികി വൃത്തിക്ക് ഭരതൻ കൽപ്പിച്ച ലക്ഷണവും അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ പറയുകയുണ്ടായി. ടീച്ചറിന്റെ കാലഘട്ടത്തില് ആഹാര്യ രീതി, വസ്ത്രധാരണവും മറ്റും പണ്ട് തമിഴകത്തിലെ നർത്തകമാർ ചെയ്തതുപോലെ തന്നെയാണ് ആയിരുന്നു. ഒരു പക്ഷേ സ്വാതിരുന്നാൾ മഹാരാജാവിന്റെ കാലത്ത് പരദേശ നർത്തകികളെ വെച്ച് തഞ്ചാവൂർ നാൽവരാൽ അതിൽ പ്രധാനിയായ വടിവേലുവിന്റെയും സഹവർത്തിത്വത്തോടെ പുനർനിർമ്മാണം ചെയ്യപ്പെട്ട മോഹിനിയാട്ട കച്ചേരി സമ്പ്രദായത്തിൽ പഴയകാല ആഹാര്യ രീതി തന്നെ പിന്തുടർന്നത് കൊണ്ടാവാം കല്യാണക്കുട്ടിയമ്മ ടീച്ചറിന്റെ ആ ഒരു വേഷവിധാനത്തിലും ടീച്ചർ ഞാൻ മാറ്റില്ല, ഈ നിലകൾ ഞാൻ മാറ്റാൻ പറ്റില്ല, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ടീച്ചറിനത് ഉള്ളിൽ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ടീച്ചറിനുണ്ടായത്. അങ്ങനെ പകർന്നു കിട്ടിയത് കൊണ്ട് അതിനെ തനിക്ക് കിട്ടിയതിനെ മാറ്റാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആണ് അങ്ങനെ. കല്യാണക്കുട്ടിയമ്മ ടീച്ചർ വസ്ത്രാലങ്കാരത്തിന്റെയും കേശാലങ്കാരത്തിന്റെയും രീതി സസൂക്ഷ്മം പരിശോധിക്കുകയാണെങ്കിൽ ഈ വസ്തുത നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇത് തമിഴകത്ത് സർവവ്യാപകമായി പണ്ട് മുതൽ കണ്ടുവന്നിരുന്ന ഒരു ആഹാര രീതിയുടെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കേരള കലാമണ്ഡലത്തിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ മോഹിനിയാട്ടം പാഠ്യവിഷയമാക്കണമെന്ന് വിചാരിക്കുകയും അതിന്റെ ഫലമായി ഒരിക്കലെടുത്ത് കല്യാണിയമ്മ, അപ്പുരയെടുത്ത് കൃഷ്ണപ്പണിക്കരാശാനും മറ്റും മോഹിനിയാട്ടം അധ്യാപകരായി അവിടെ എത്തുകയും അപ്പുരയെടുത്ത് കൃഷ്ണപ്പണിക്കരാശാന്റെ ശിഷ്യായി കല്യാണക്കുട്ടിയമ്മ ടീച്ചർ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. സ്വാതിരുന്നാളിന്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മുല്ലമൂട് പരമേശ്വര ഭാഗവതർ തഞ്ചാവൂർ നാൽവരാൽ പരിഷ്കരിക്കപ്പെട്ട മോഹിനിയാട്ടത്തിന്റെ കളരിയിൽ ഉണ്ടാവുകയും അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നുമാണ് ഇവർക്ക് കൃഷ്ണപ്പണിക്കരാശാനും മറ്റും സ്വാതിയുടെ കാലത്തിന് ശേഷം അവിടെ നിന്ന് പോവുകയും പാലക്കാട്ടേക്ക് പോവുകയും നമ്മുടെ മുല്ലമൂട് പരമേശ്വര ഭാഗവതർ പോവുകയും ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ സ്വാതിയുടെ കാലത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇനങ്ങളും എല്ലാം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്ത് കച്ചേരി സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്, ചെയ്തിട്ടുള്ള ഇനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കൃഷ്ണപ്പണിക്കരാശാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായി വന്ന ശേഷം കല്യാണക്കുട്ടിയമ്മ ടീച്ചറെ അതേപോലെ അവരുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന അവരെയൊക്കെ പഠിപ്പിക്കാൻ കാരണം. കലാമണ്ഡലത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥിനി, മോഹിനിയാട്ടത്തിന്റെ വിദ്യാർത്ഥിനിയാണ് ഗുരുഗോപിനാഥ് ആശാന്റെ പത്നി തങ്കമണിക്കുട്ടി. അവർ രണ്ടുപേരും ചേർന്ന് കേരള നടനം എന്ന ഒരു പുതിയ നൃത്ത രൂപം പെടുത്തി അത് വേറൊരു ദേശീയ രൂപമായിട്ട് ഈ പ്രദേശത്തെ രൂപമായിട്ട് മാറിയിട്ടുണ്ട്. കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ടീച്ചർ കൃഷ്ണപ്പണിക്കരാശാന്റെ ശിക്ഷണത്തിലാണ് അഭ്യസിച്ചത്. അന്ന് സ്വാതിമനന്റെ സഭയിൽ ചിട്ടപ്പെടുത്തിയെന്ന് കരുതുന്ന ചൊൽക്കെട്ട, രജസ്വരം, പദങ്ങള് എല്ലാം അവര് പഠിക്കുകയുണ്ടായി. അതിനുശേഷം അതിലെ ജയ ജഗന്തഗിരിസമധീര എന്ന് തുടങ്ങി നാരായണ കവിനുതഹാര എന്നുവരെയുള്ള വരികൾക്ക് അത് നാരായണ കവിയാൽ രചിക്കപ്പെട്ടതായതുകൊണ്ടാണ് നാരായണ കവിനുതഹാര എന്ന് പറഞ്ഞത്. അദ്ദേഹം സരഭോജി രാജാവിന്റെ കൊട്ടാരത്തിൽ മഹാരാജാവിന്റെ ആരാധകനും സദസ്സിലെ
മുഖ്യ കലാകാരനുമായിരുന്ന നാരായണകവി രാജപ്രീതിക്ക് വേണ്ടി, അദ്ദേഹം ശ്രീരാമഭക്തനായ ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് ആ ശ്രീരാമഭക്തനായ രാജാവിന് വേണ്ടി അദ്ദേഹം നമ്മുടെ നാരായണകവി രചിച്ചിട്ടുള്ള വരികളാണ് രാമസപ്തം. ആ രാമസപ്തത്തിലെ വരികളെയാണ് തഞ്ചാവൂർ നാൽവര് അവിടുന്ന് അത് എടുത്ത് നമ്മുടെ മോഹിനിയാട്ടത്തിന്റെ ചൊൽക്കെട്ടിലെ അവസാന ഭാഗത്ത് കൊണ്ടുപോയിട്ടത്. അങ്ങനെ ആ ആ വരികൾ തന്നെ കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ടീച്ചർ എടുത്തിട്ട്, അപ്പൊ ടീച്ചറിന് ആശാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ശബ്ദത്തിന് ശബ്ദം എന്നൊരു ഇനുണ്ട്, ശബ്ദമുണ്ട്, ശബ്ദത്തിന് എന്നൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര. അപ്പൊ ടീച്ചർ പിന്നീട് അതൊക്കെ ഉള്ളിലെടുത്ത് കൊണ്ട് പിന്നീട് ഞാൻ ടീച്ചറുടെ അടുത്ത് പഠിച്ച കാലത്തൊന്നും അല്ല, അതിനുശേഷം ടീച്ചർ ആ വരികളെ എല്ലാം എടുത്ത് രാമസപ്തം എന്ന പേരിൽ ടീച്ചർ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു ഇനമായി മോഹിനിയാട്ട കച്ചേരി സമ്പ്രദായത്തിലെ 7ാമത്തെ ഐറ്റമായിട്ട് അവരത് കൂട്ടിച്ചേർത്തുകയാണ് ഉണ്ടായത്. അത് കേരളീയ മോഹിനിയാട്ട ദേശീയ സമ്പ്രദായത്തിൽ വന്ന ഒരു വേറൊരു ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ചൊൽക്കെട്ടിന്റെ അവസാനത്തില് ഹൗ ഹൗ ഹൗറ എന്ന വാക്ക് വരുന്നുണ്ട്. ഹൗ ഹൗറമേകിതാം തങ്കിടതത്തിത്തരകിടതാം തതിങ്കിണത്തും തതിങ്കിണത്തും തതികിടതും. അപ്പൊ ഈ ഹൗ ഹൗറ എന്നുള്ള വാക്കിന്റെ എന്താ അർത്ഥം? അപ്പോ ആണ് അത് തെലുങ്ക് ദേശത്തു നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. അവിടുത്തെ കൃഷ്ണശബ്ദം, അവിടുത്തെ രാമശബ്ദം, മണ്ഡുക ശബ്ദം, അങ്ങനെ കുറെ ശബ്ദങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തിൽ അതിശയോക്തിപരമായിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും സംബോധന ചെയ്യുന്ന വേളയിൽ അവരുടെ ഹൃദയത്തിന്റെ അത്ഭുതം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഹൗ ഹൗറ എന്നുള്ള വാക്ക് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ വരി ഇവിടേക്ക് വന്നത്? അപ്പൊ ഈ വക തെളിവുകൾ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് തഞ്ചാവൂർ നാൽവരിലൂടെയും സ്വാതിരനാൾ കൊട്ടാരത്തിലെത്തുകയും അങ്ങനെ അവിടെ രൂപപ്പെട്ട ആ ചൊൽക്കെട്ടിൽ ഈ വരികൾ വന്നു ചേരുകയും അങ്ങനെ അവിടെ നിന്നും പരമേശ്വര ഭാഗവതരിലൂടെ പാലക്കാട്ട് എത്തുകയും പാലക്കാട്ട് പ്രദേശത്ത് കൃഷ്ണപ്പണിക്കരാശാൻ ഒക്കെ പഠിക്കുകയും കൃഷ്ണപ്പണിക്കരാശാനിലൂടെ കലാമണ്ഡലത്തിലെത്തുകയും കലാമണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഇത് അഭ്യസിക്കുകയും ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൊൽക്കെട്ടിലെ വരികൾ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോ കല്യാണക്കുട്ടി പഠിച്ചതിന്റെ വസ്ത്രാലങ്കാരത്തിന്റെയും കൈശാലങ്കാരത്തിന്റെയും രീതി സസൂക്ഷ്മം പരിശോധിക്കുമ്പോഴാണ് ഈ വസ്തുതയെല്ലാം ക്ലിയർ ആകുന്നത്. തമിഴകത്തിന്റെ പാരമ്പര്യം ഈ തമിഴകത്ത് സർവ്വവ്യാപിയായി കണ്ടുവരുന്ന രീതിയുമായിട്ട് അതിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നത് കാണാം. പിന്നെ കലാമണ്ഡലത്തിന്റെ ഹൗ ഹൗറ എന്നുള്ളത് കഴിഞ്ഞു. കൃഷ്ണശബ്ദം, രാമശബ്ദം. കല്യാണക്കുട്ടി ടീച്ചർ കൂടാതെ സ്വന്തമായിട്ട് ഒരുപാട് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. വരിക വരിക സഖി, വീണു പണിഞ്ഞേന, പിന്നെ വർണ്ണങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ചൊൽക്കെട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായ ഇനങ്ങളൊക്കെയാണിത്. ത്വം തദാന താനദീം തതിരനാം രേ ദ്രുതാനി ത്വം തദാനദാം തദീം തതിരന. നല്ല മനോഹരമായ ഒരു തില്ലാനയാണത്. പിന്നെ അവരുടെ നിലകൾ എങ്ങനെയാണ് വന്നതെന്ന് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ മോഹിനിയാട്ടത്തിന് വേണ്ടി തഗണം, ജഗണം, ധഗണം, സമ്മിശ്രം ഇങ്ങനെ അടവുകൾക്ക് വിഭജനം നൽകിക്കൊണ്ട് അവര് 4 ഭാഗങ്ങളാക്കിയിട്ട് അടവുകളെ ചിട്ടപ്പെടുത്തി കേരളത്തിലെ ഇതര കലാരൂപങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയ കലാരൂപങ്ങളിലെ ചുവടുകളെയും എല്ലാം സമാഹരിപ്പിച്ചുകൊണ്ട് അവര് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ 4 വിഭാഗത്തിൽപ്പെട്ട അടവുകൾ. അങ്ങനെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ നമ്മുടെ കേരളത്തിൽ നിലനിർത്തുന്നതിനും അത് മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ ടീച്ചർ. അവരെ ഞാൻ ഈ അവസരത്തിൽ ആദരവോടെ സ്മരിക്കുന്നു. പിന്നീട് ആണ് കലാമണ്ഡലത്തില്
ചെന്നമ്മ ടീച്ചറിന്റെ ശിഷ്യയായ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എത്തുന്നത്. വീണ്ടും മോഹിനിയാട്ടത്തിന്റെ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് സത്യഭാമ ടീച്ചർ അവിടെ തുടങ്ങിയത്. ടീച്ചർ അവിടെ ഗുരുനാഥയായ സമയത്താണ് 1966-നും 68-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തുന്നത് വിദ്യാർത്ഥിനിയായിട്ട്. അങ്ങനെ 1968 സത്യഭാമ ടീച്ചർ കലാമണ്ഡലത്തില് ഏകദേശം 28ഓളം അടവുകൾ ടീച്ചർ ചിട്ടപ്പെടുത്തി. ആ ചിട്ടപ്പെടുത്തിയ എല്ലാ ഐറ്റംസും സത്യഭാമ ടീച്ചറിന്റെ കളരിയിൽ നിന്നുകൊണ്ട് അഭ്യസിക്കുവാനും ടീച്ചറിന്റെ ഇഷ്ടത്തിന് നിന്നുകൊണ്ട് അത് പഠിക്കുവാനും അത് എല്ലാം ആ വർഷം നടന്ന ശില്പ വർക്ക്ഷോപ്പിൽ വേദിയിൽ അവതരിപ്പിക്കുവാനും വളരെ പണ്ഡിതരായ ഒരു സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് മഹാഭാഗ്യം, അതൊരു നിയോഗം എന്ന് ഞാൻ കരുതുന്നതാണ്. അതിനുശേഷം അടുത്ത വർഷം 1969-ലാണ് കലാമണ്ഡലത്തില് പുതിയ വർണ്ണം ടീച്ചർ ചിട്ടപ്പെടുത്തിയത്. 68-ല് പനിമതി മുഖീബാലെ എന്ന ആഹിരി പദം, ദ്വിജാവന്തി രാഗത്തിലുള്ള തരുണി ഞാൻ എന്ത് ചെയ്യുമോ എന്നുള്ള പദവും ടീച്ചർ ചിട്ടപ്പെടുത്തി. അത് വേദിയിൽ ഏറ്റവും ആദ്യമായിട്ട് അരങ്ങിൽ കളിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഒട്ടും ആഗ്രഹിക്കാതെ, ഒട്ടും നനച്ചിരിക്കാതെ ഈ ഭാഗ്യങ്ങളൊക്കെ നമ്മളിൽ വന്ന് വീഴുകയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നി, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചേ ഒക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ സാധിക്കുക വളരെ ഭാഗ്യം വേണ്ടേ അതിനൊക്കെ. അങ്ങനെ അറിയാതെ വന്നുപെട്ടതാണ്. അത് സന്തോഷപൂർവ്വം ഞാനത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം 69-ലത്തെ സെമിനാറിലാണ് ഈ കൊണ്ടക്കെട്ട് ഇടത് ചെവിക്ക് മുകളിൽ 2 ഇഞ്ച് മുകളിലായിട്ട് കൊണ്ട വട്ടത്തിൽ കെട്ടിയിട്ട് ആഹാരത്തിലെ വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വരുത്തി. വെറും സാരി ചുറ്റി ചെയ്യുന്നതിന് പകരം കോസ്റ്റ്യൂം പോലെ, ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂം പോലെ ഫാൻ വേറെ, അടിയിലൊടുക്കുന്ന വേറെ, ധാവണി വേറെ ഒക്കെ ആയിട്ട് തീരുമാനിക്കപ്പെട്ട് ഒക്കെ ചെയ്തത് ആ കാലഘട്ടത്തിലായിരുന്നു. അന്ന് സ്വാതി തിരുനാളിന്റെ തോടി വർണ്ണം ആണ് ഞാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചത്. അതും വേദിയിൽ അവതരിപ്പിക്കുവാനും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ആഹാരത്തിന്റെ ദേശീയ മാതൃക അണിഞ്ഞുകൊണ്ട് വേദിയിൽ ആദ്യം ആയിട്ട് ചെയ്യുവാനും കഴിഞ്ഞു അന്ന് ഈ വർണ്ണം അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക്. നമ്മുടെ മോഹിനിയാട്ടത്തിന്റെ വേഷം തലമുടിക്കെട്ട് തന്നെ നമുക്ക് കണ്ടറിയാം. ഒരു വട്ടത്തിലുള്ള ഓണപ്പൂക്കളിനെ ഒരു പ്രാദേശികതയെ ഓർമ്മപ്പെടുത്തുന്ന ഈ നിറയെ വിരിവുകൾ ഇട്ടിട്ടുള്ള ഡ്രസ്സിന്റെ മാതൃക താന്നിട്ടുള്ള അത് ഓണപ്പൂക്കളത്തിന്റെ വൃത്താകൃതിയിലുള്ള ആന്തോളിത ചലനങ്ങൾ, ഇളങ്കാറ്റിൽ ഉലഞ്ഞിടുന്ന നെൽച്ചെടിയുടെയും തെങ്ങോലകളുടെ ചാഞ്ചാട്ടം പോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കേരള ദേശത്തിന്റെ പ്രാദേശിക സ്വഭാവത്തെ പ്രകടമാക്കും വിധമുള്ള ആ ഒരു വേഷവിധാനമൊക്കെ നാട്യശാസ്ത്രത്തിന്റെ മാർഗത്തിൽ നർത്തകിക്ക് അല്ലെങ്കിൽ നർത്തകന് അംഗസൗഷ്ഠവം കൂട്ടുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ചലനങ്ങളെ ഇവയെല്ലാം കലാമണ്ഡലം സത്യഭാമ ടീച്ചറിന്റെ സംഭാവനയാണ്. ടീച്ചർ കുറെ കലാമണ്ഡല ശൈലിയിലുള്ള 10-28 അടവുകൾ ചിട്ടപ്പെടുത്തി കുറച്ച് ഇനങ്ങൾ കമ്പോസ് ചെയ്തു. തുടർന്ന് സ്വാതിരുന്നാളിന്റെ കൃതികളിൽ ധാരാളം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നീട് പ്രഗത്ഭമതികളായ നർത്തകികൾ അവരവരുടേതായ കോൺട്രിബ്യൂഷൻ ഇട്ടുകൊണ്ട് തങ്ങളാലാവും വിധം മോഹിനിയാട്ടത്തിന് മുതൽക്കൂട്ട് ഉണ്ടാക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. അതില് ശ്രീമതി നിർമ്മല പണിക്കർ, ശ്രീമതി ഭാരതി ശിവജി, ശ്രീമതി കനകറലെ, ശ്രീമതി ദീപ്തി ഓംചേരിമല്ല, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ തുടങ്ങി പിന്നീട് വരുന്ന ഡോക്ടർ നൈന പ്രസാദിനെ പോലെയുള്ള ഒരു തലമുറ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ
കാരണം അതാത് കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഭരതൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിനുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ കലാരൂപങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി കലാകാരന്മാർക്കുള്ള സ്വാതന്ത്ര്യം ഭരതമുനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലായി അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഭാഗമായി നിന്നുകൊണ്ട്, ഒരു കാഴ്ചക്കാരിയായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോഹിനിയാട്ടത്തിന്റെ ദേശീയ രൂപമായ മോഹിനിയാട്ടത്തിന്റെ വളർച്ചയെ അത്ഭുതത്തോടെ അതിനെ നോക്കിക്കാണുകയും അതിനൊക്കെ കാരണക്കാരായ ഗുരുഭൂതന്മാരെ ഓർമ്മിക്കും. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ, പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ ഞാൻ ആദരവോടെ ഭക്തിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. പിന്നീട് മോഹിനിയാട്ടത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് കേരളീയ രാഗങ്ങളും താളങ്ങളെയും സമന്വയിച്ചുകൊണ്ട് സോപാന രീതിയിൽ ദേശവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു മാർഗമാണ്. ഈ മറ്റൊരു മാർഗ സമ്പ്രദായം ശ്രീ പത്മഭൂഷൺ കാവാലം നാരായണ പണിക്കർ സാർ ആണ് കൊണ്ടുവന്നത്. അദ്ദേഹം അതിനെ മോഹിനിയാട്ട കച്ചേരി എന്നല്ല, മോഹിനിയാട്ടം സേവ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2011 മറ്റോ ആണ് അദ്ദേഹത്തിന്റെ മോഹിനിയാട്ട സേവ ശൈലിയില്, മോഹിനിയാട്ടം സേവ എന്ന ദേശീയ ശൈലിയില് ഞാന് ഒരു മോഹിനിയാട്ട സേവയുടെ ഒരു മാർഗം അവതരിപ്പിച്ചത്. അതിനുശേഷം ധാരാളം ഇനങ്ങൾ അദ്ദേഹത്തിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല ഗണപതികള്, പല മുഖജാലങ്ങള്, പല തത്വങ്ങള്, ഗംഗാതത്വം, നാഗതത്വം, കച്ചട്ടത്തപ്പ തത്വം, ദേവിയെ കുറിച്ചിട്ടുള്ളത് അതിമനോഹരങ്ങളായ ഇനങ്ങൾ ആണ് അവയൊക്കെ. പിന്നെ ഗാന്ധാരി, പമ്പ, അങ്ങനെ അനേകം കൃതികൾ അദ്ദേഹം രചിക്കുകയും അതിന് എന്നാൽ വിധമുള്ള നൃത്തത്തിന്റെ ആവിഷ്കാരം, മോഹിനിയാട്ട ആവിഷ്കാരം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക. അപ്പൊ ഈ എല്ലാ ശൈലികളെയും ഓരോ കല്യാണക്കുട്ടിയമ്മ ടീച്ചറിന്റെ ശൈലിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ് എൻ്റെ ആദ്യത്തെ മോഹിനിയാട്ടം ഗുരുനാഥ. ടീച്ചറിൽ നിന്ന് കലാമണ്ഡലം ശൈലിയുടെ രൂപീകരണ വേളയില് അത് എല്ലാം പഠിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കച്ചേരി സമ്പ്രദായത്തിൽ ഒരുപാട് സംഭാവനകൾ എൻ്റെതായ രീതിയിൽ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാവാലം സാറിന്റെ സോപാന മാർഗം, എന്നാൽ സോപാന സേവ എന്ന മോഹിനിയാട്ടം സേവ എന്ന സോപാന മാർഗത്തിലേക്ക് നാട്യശാസ്ത്രത്തിലുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ സംവിധാനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത, അതുകൂടാതെ അതിലെ അദ്ദേഹത്തിന്റെ ലീല, നളിനി എന്നീ കഥാപാത്രങ്ങൾ, ഇവയെല്ലാം കേരളീയ താളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സമ്പ്രദായത്തിൽ ഒരു നായികയെയും കലാമണ്ഡലത്തിന്റെ ശൈലിയിൽ മറ്റൊരു നായികയെയും തനി നാടോടി പാരമ്പര്യത്തിലുള്ള ശൈലിയിൽ ദുരവസ്ഥയിലെ സാവിത്രിയെയും എനിക്ക് പഠിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു അഭിമാനം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ചിട്ടയിൽ നിന്ന് മാറാതെ അതിനെ ചെയ്യുക. മോഹിനിയാട്ടത്തിന്റെ നാട്യശാസ്ത്രം എന്ന മാർഗം അനുശാസിക്കുന്ന പാതയിലൂടെ തന്നെ ദേശീയ സമ്പ്രദായമായ മോഹിനിയാട്ടം സഞ്ചരിച്ച വഴികളിലേക്ക് ഞാൻ എങ്ങനെയാണ് അതിനെ കണ്ടത്, നാട്യശാസ്ത്രം എന്ന മാർഗത്തിനെ ദേശീയ നൃത്തമായ മോഹിനിയാട്ടത്തില് എങ്ങനെയാണ് കണ്ടത്, അതൊന്ന് ഓടിച്ചു നോക്കാം. പണ്ട് മുതൽ മോഹിനിയാട്ടത്തിൽ അനുവർത്തിച്ചു വരുന്ന ശൈലികളെല്ലാം നാട്യശാസ്ത്രം എന്ന മാർഗം നിർദ്ദേശിക്കുന്ന പാഠങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവ് നാട്യശാസ്ത്ര എന്ന മാർഗത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയായിരുന്നു. മോഹിനിയാട്ടത്തിൽ അടിസ്ഥാനപരമായി ചെയ്തുകൊണ്ടിരുന്ന വ്യായാമ മുറകള് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നർത്തകിക്ക് അല്ലെങ്കിൽ നർത്തകന് അംഗസൗഷ്ഠം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈഡിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇന്ന് രാവിലെ
ഇവിടെ അതൊക്കെ കുറച്ച് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലത്തെ നതം സൈഡിലേക്ക്, ഉന്നതം രണ്ട് സൈഡിലേക്ക്, പ്രസാരിത 8 പോലെ, വിവർത്തിതേ പിന്നിലേക്ക്, തഥാ അപശ്രിതമേവതു പാർശ്വയോഗോ കർമ്മ പഞ്ചത, അങ്ങനെയുള്ള പാർശ്വഭേദങ്ങള്. പിന്നെ പാദത്തിന്റെ രാവിലെ ഇവിടെ ഉദ്ഘടിത സമശ്ചൈവ തഥാ അഗ്രതല സഞ്ചരഹ, കാലുമുണ്ട്, അഞ്ചിത കുഞ്ചിത ശ്ചൈവ, കാലങ്ങനെ, പാദഹ പഞ്ചവിധം സ്മൃത. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള നിലകൾ ഉണ്ട്. അതെന്താ? സ്ത്രീകൾക്ക് വേണ്ടി മാത്രം 6 തരം. നമ്മുടെ ദേശീയ സമ്പ്രദായത്തിൽ സമം, കാൽമണ്ഡലം, അരമണ്ഡലം, മുക്കാൽ മണ്ഡലം, മുഴുമണ്ഡലം ഒക്കെയാണ് നമ്മൾ നിലകളെ കാണിച്ചത്. നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. ഇപ്പോ നാട്യശാസ്ത്രത്തില് വൈഷ്ണവം, സമപാദം ച വൈശാഖം, മണ്ഡലം തഥാ പ്രത്യാലീടം തഥാലീടം എന്ന ഉള്ള വിധത്തില് സ്ഥാനാനേതാണ് ഷണ്ഡ്ര. അപ്പൊ നാടിതിൽ വരുന്നത് ആയതം ആയതം അവചിത്തം അശ്വക്രാന്ത പല വിധത്തിൽ നിലകളുണ്ട്. ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന നിലകളെയൊക്കെ നമുക്ക് മോഹിനിയാട്ടത്തിലെ ഇനങ്ങളിലേക്ക് നമുക്ക് പകർത്താൻ പറ്റും. സൈഡിലേക്ക് നിൽക്കുന്നത്, ആ പാദം അശ്വക്രാന്ത പാദം വെച്ചിട്ടുള്ളത് സ്റ്റേജിലേക്ക് ഒക്കെ, ഇതൊക്കെ ഉചിതമായി നമ്മൾ നമ്മുടെ നൃത്തരൂപങ്ങളിലേക്ക് ചേർക്കാം. നമ്മള് ചാരികളിൽ നമ്മള് സമപാദചാരി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് തെയ്ത്ത തിത്ത തോം തെയ്ത്ത. ഈ സമപാദത്തിൽ മാത്രം വരുന്നത് വിച്ചവ ചാരി. അത് ജഗ 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 ജം, ജഗ 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 ജം, അതാണ് വിച്ചവ എന്നുള്ള ഇത്. ജനിത ജനിത ദിത്തൈ ദിത്തൈ ദിത്തൈ, കുത്തി തട്ടി കുത്തി തട്ടി കുത്തി തട്ടി ഇങ്ങനെ പോവുക, അതാണ് ജനിത. ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പണ്ടിനാലെ പഠിച്ചിട്ടുള്ള മോഹിനിയാട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചാരികൾ തന്നെയാണ്. അത് നമ്മൾ അതാണ് ഇതാണെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും ഇത് കണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് ആ ചാരിയുടെ. അല്ലെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് അത് നാട്യശാസ്ത്രത്തിലുള്ള പഠനങ്ങൾ പഠിച്ചപ്പോൾ അത് മനസ്സിലായപ്പോൾ എൻ്റെ കലാരൂപം ഭയങ്കര സമ്പന്നം ആണെന്നും ഇനിയും അതിൽ കുറെ സമ്പത്ത് കൂട്ടിയെടുക്കാമെന്നുമുള്ള ചിന്ത എനിക്ക് ഉണ്ടായി. അതുകൂടാതെയാണ് അധ്യർത്ഥിക, ചാഷഗതി, ഏടകാക്രീഡിത, സ്യന്തിത, അപസ്യന്തിത തുടങ്ങിയ ചാരികളിലെല്ലാം ഞാൻ എൻ്റെ മോഹിനിയാട്ടത്തിൽ ഞാൻ നാട്യശാസ്ത്രത്തിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ആകാശചാരികളും നമ്മളെടുത്ത് ഭുജംഗത്രാസിതം, ഹരിണപ്ലുതം, മൃഗപ്ലുതം, ചോളപാദം, നൂപുരപാതിക, ഇതൊക്കെ ഹസ്തലക്ഷണ ദീപികയിലെയും അഭിനയ ദർപ്പണത്തിലെയും മുദ്രകളൊക്കെ നാട്യശാസ്ത്രത്തിലേക്ക് നമ്മൾ കുറെ ഹസ്തലക്ഷണ ദീപികയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അഭിനയ ദർപ്പണത്തിലെ മുദ്രകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നാട്യശാസ്ത്രത്തിലെ കുറെ മുദ്രകളും എടുക്കുന്നുണ്ട്. ആ നാട്യശാസ്ത്രത്തിലത്തെ ഏറ്റവും പ്രധാന നൃത്തഹസ്തമാണ്. നൃത്തഹസ്തം നമ്മൾ ഷോൾഡർ മുതൽ മുഴുവനും ഇളക്കണം. നൃത്തഹസ്തം നമുക്ക് വെറുതെ ഒരു സ്ഥലത്ത് വരച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ഷോൾഡർ മുതൽ ഫുൾ നമ്മൾ കാണിക്കണം നൃത്തഹസ്തത്തിന് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിലത്തെ നൃത്തഹസ്തത്തിൽ ചതുരസ്രം, ഉദ്ധൃത്തം, രേചിതം, അർദ്ധരേചിതം, അലപ്പല്ലവം, അങ്ങനെ കുറെ നൃത്തഹസ്തങ്ങളും അരാളക്കടകാമുഖം, അത് എല്ലാം എൻ്റെ മോഹിനിയാട്ട ഇനങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പം ആ മാർഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ദേശീയ സമ്പ്രദായത്തിനെ ഞാൻ കുറച്ചും കൂടി ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ എവിടെയും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാറ് തന്നെ ഇല്ല. ഇപ്പൊ ഇവിടെ 1-2 പേര് എന്നോട് പറഞ്ഞു, ടീച്ചർ ചെയ്ത കാര്യം പറയാതിരിക്കരുതോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയും കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ. എല്ലാം എനിക്ക് ഓർമ്മയും വരുന്നില്ല. തലപുഷ്പപുടം, ഭുജംഗത്രാസനം, ദണ്ഡപക്ഷം തുടങ്ങിയ സന്ദർഭവശാൽ അനുയോജ്യമായ രീതിയിൽ കരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർഗീദേശി സമന്വയം, മോഹിനിയാട്ടത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള എൻ്റെ പരിമിതമായ അറിവിനെ ഇവിടെ ഞാൻ ആണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വാക്കുകൾ മാർഗീദേശിയെ പറ്റിയിട്ട് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയും, നാട്യശാസ്ത്രം എന്ന വാക്ക് ഉച്ചരിക്കാൻ തന്നെ എനിക്ക് ഭയമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഭയമുണ്ട്. സംസ്കൃതം എന്ന ദേവഭാഷയിൽ രചിക്കപ്പെട്ട് നാട്യശാസ്ത്രം എന്നെപ്പോലുള്ള സാധാരണക്കാരായ കലാകാരന്മാർക്ക് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി തന്ന ഡോക്ടർ KN പിഷാരടി സാറിനെ ഞാനിപ്പോൾ സ്മരിക്കുന്നു ബഹുമാനത്തോടു കൂടിയിട്ട്. നാട്യശാസ്ത്രം എന്ന മാർഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ട പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, ഭഗവത്ഗീത തത്വങ്ങൾ എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മ, ഭഗവത്ഗീതയും ഭരതന്റെ നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ പുതിയതായി ചേർത്തിരിക്കുന്ന വേളയിൽ ഈ രംഗകലാ കോൺഫറൻസിലേക്ക് വരുവാനും അതിൽ പങ്കാളിയാകുവാനും സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എൻ്റെ മോഹിനിയാട്ടത്തിന്റെ ഇനങ്ങളുടെ കൊറിയോഗ്രാഫി സമയങ്ങളിൽ ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, വേണുജി സാറിന്റെ കഥകളിയിലെ ഹസ്തമുദ്രകൾ. അത് ഞാൻ മറക്കാൻ പാടില്ല. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ വളർച്ചയുടെ ഒരു കാരണം അതും കൂടിയാണ്. ഈ കോൺഫറൻസിലേക്ക് എന്നെ സദയം ക്ഷണിച്ച ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ അവർക്കും രംഗകലാ കോൺഫറൻസ് ഡയറക്ടറായ ശ്രീലക്ഷ്മി ഗോവർദ്ധനനോടും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും എൻ്റെ പ്രഭാഷണം സദയം കേട്ട് ക്ഷമയോടെ ഇരുന്ന മാന്യരായ പ്രിയ സഹൃദയ സുഹൃത്തുക്കളോടും നമസ്കാരം, നന്ദി. വളരെയധികം നന്ദി ടീച്ചർ. ഡോക്ടർ കലാമണ്ഡലം സുഗന്ധയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വേണുജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേണുജി വരും. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനത് മറക്കാൻ പാടില്ല. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത്? എന്റെ ഭാഷ ഞാൻ കൊമ്പുരിയല്ലേ, മലയാളം പറഞ്ഞാൽ ശരിയാവുമ്പോ എനിക്കറിയില്ല. വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ കഴിഞ്ഞത്. സുഗത ടീച്ചറെ ദീർഘകാലത്ത് പരിചയമുണ്ട്, അനവധി വർക്ക്ഷോപ്പുകളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്.
അടുത്തതായി ഡോക്ടർ ദീപ്തി ഓംചേരി പല്ല. She is a renowned Mohiniyattam exponent, singer, teacher, scholar. മോഹിനിയാട്ടത്തിന് സംഗീതത്തിനും പുതിയ ഭാഷ്യം നൽകിയിട്ടുള്ള ടീച്ചർ മോഹിനിയാട്ടത്തിൽ വാചികാഭിനയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു കോൺഫറൻസിൽ 3 ദിവസവും കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം ഈ വിഷയങ്ങളിലൊക്കെ ചതുർവിധാഭിനയം എങ്ങനെയാണ് വരുന്നത് എന്നൊരു ചർച്ചയുണ്ട്. അതിൽ മോഹിനിയാട്ടത്തിലെ വാചികമാണ് ടീച്ചറുടെ വിഷയം. ഡോക്ടർ ദീപ്തി ഓംചേരി ഭല്ലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ രംഗകല കോൺഫറൻസ് ഇരിഞ്ഞാലക്കുടയില് ഡോക്ടർ കെ.എൻ. പിഷാരടി സ്മാരക കഥകളി ക്ലബ് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ഓൾസോ. കാരണം 45-50 വർഷത്തെ എൻ്റെ മോഹിനിയാട്ടത്തും കഥകളിയുടെ പഠനങ്ങളും അതിൻ്റെ പെർഫോമൻസിലും ഒരിക്കലും എനിക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടിയില്ല. അത് കാരണം ഇന്നത്തെ ഈ അവസരം എനിക്ക് ഈ തന്നതിൽ വളരെയധികം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കഥകളി ക്ലബിന്. ശ്രീ രമേശൻ നമ്പീശനും ശ്രീമതി ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ, ഡയറക്ടർ രംഗകല കോൺഫറൻസ് പ്രസിഡന്റ്, ഇവർ രണ്ടുപേർക്കും എൻ്റെ നന്ദി പൂർവ്വം ഹൃദയത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ടോപ്പിക് എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് വാചികം ഇൻ മോഹിനിയാട്ടം ഫ്രം നാട്യശാസ്ത്ര ടു സ്റ്റേജ് ത്രൂ മ്യൂസിക്, സോങ് ആൻഡ് ലിറ്ററേച്ചർ. പ്രധാനപ്പെട്ട കാരണം ഞാൻ കല്യാണിക്കുട്ടി അമ്മയുടെ കീഴിൽ നിന്ന് 1977-78 പഠിച്ച ശേഷം ഡൽഹിയിൽ വന്ന് ഒരു അരമണിക്കൂർ ചൊൽക്കെട്ട്, 2 പദങ്ങൾ, ഒരു ജതിസ്വരം ചെയ്തപ്പോൾ അന്ന് മദ്ദളം ആണ് എനിക്ക് സപ്പോർട്ട് കിട്ടിയത്. ചെയ്തപ്പോൾ അത്രയും രസിച്ചില്ല ആൾക്കാർക്ക്. കാരണം ഉടനെ ഒരു കമ്പാരിസൺ തുടങ്ങി. This is something closer to that dance form which already has a ജതിസ്വരം, തില്ലാന, പദം, പദവർണം. അന്ന് ചെറുപ്പമായതുകൊണ്ട് ഞാൻ കുറച്ച് ഭയന്നുപോയി. അപ്പം അതിനുശേഷം കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു 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 മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴ് ഞാൻ തീരുമാനിച്ചു that I will give up dancing and focus on academics in Delhi University. മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധപ്പെട്ടാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ അമ്മ ലീല ഓംചേരി എൻ്റെ അടുത്ത് പറഞ്ഞേ, നിനക്ക് സംഗീതം നിന്റെ കയ്യിലുണ്ട്, താളം നിന്റെ കയ്യിലുണ്ട്, അത് കൂടെ ചേർന്ന് ഞാൻ കുറെ പാട്ടുകൾ നിനക്ക് പറഞ്ഞുതരാം, നീ റിസർച്ച് ചെയ്യേ, കുറച്ചുകൂടെ നിനക്ക് കേരളത്തിലുള്ള സംഗീതത്തിന്റെ ചില തത്വങ്ങൾ നിനക്ക് കിട്ടും. വലിയ വലിയ ആശാമാരെ പോയി കാണാൻ, വാദ്യകലാകാരനെ പോയി കാണാൻ, അവർ വഴി നിനക്ക് എന്ത് കിട്ടാൻ സാധിക്കും, അത് വച്ചിട്ട് മോഹിനിയാട്ടത്തിന്റെ സംഗീതത്തിന്റെയും അതിന്റെ റെപ്പർട്ടോറിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഇസ് യുവർ കോൺട്രിബ്യൂഷൻ, ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത്. അത് വച്ചിട്ടാണ് ഞാൻ കുറെ കോമ്പോസിഷൻസ്, ട്രാവൻകൂർ മഹാരാജാസിന്റെ കോമ്പോസിഷൻസും ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. കേരളത്തില് ആൾക്കാരെന്ന് പറയുമ്പോൾ
പൊതുവെ ഡാൻസേഴ്സിനും മ്യൂസീഷ്യൻസിനും ചില ട്രാവൻകൂർ കോമ്പോസിഷൻസ് മഹാരാജാക്കൾ രചിച്ച ചില കോമ്പോസിഷൻസിന്റെ അറിവില്ലാത്ത കൊണ്ട് ആ പാട്ടുകളും എനിക്ക് മോഹിനിയാട്ടത്തിന്റെ റെപ്പർട്ടോറിന് വേണ്ടി ചേർക്കാൻ സാധിച്ചു. അതിന് കുറെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് സമയമുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുള്ളൂ. Vachikam in terms of dance may be categorized as Gita, Vadya, and Patya. Patya or the composition set to appropriate ragas with Gita or singing when express bhava, together with the conviction of the dancer's portrayal of the same composition set to the same Vadya or Tala, brings about the desired rasa. The Tala or the laya controlled by Vadya, like Mridangam, Matalam, Chenda, Edakya, and cymbals, for correct executions of dancers' footwork as well as body movements. Whereas the melodic accompaniment of veena, flute, violin, they all support the dancer's sanchari or manodharma and enhance the overall aesthetical presentation. Now, these are the three very important aspects of Vachika Abhinaya as far as dance is concerned. Even though fourfold Abhinaya, which Bharata has expounded, are very much related to the actor's dialogue, but it is very relevant to dance because here, while the other is externalized through dance to dialogues, this is internalized through dancers' own interpretation of the text. And I think that is much more challenging. Now, Vachika Abhinaya has been referred in many chapters, mainly from 15 till 20, but also there are certain references to other chapters also. For instance, in the chapter 15 and 16, while it talks about chandas and vrittas, which regulate the tempo, intensify emotions in the lyrics, bridge the articulation of words with movements. Now, this vritta is slightly different from the composition or gana. മലയാള ഭാഷ വൃത്തത്തിലുള്ളത് കുറച്ച് മാറ്റങ്ങളുണ്ട്, ലിബർട്ടി ഉണ്ട്, കുറച്ച് ഫ്രീഡം നമ്മൾക്ക് കിട്ടും അതിൽ. അങ്ങനെയാണ് നമ്മൾക്ക് കേക്ക മഞ്ചരി തരംഗിണി വൃത്തമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കണം. ഐ മേ ബി റോങ്, but this is what I have understood. Vrittas all go by ganas, whereas in the case of composition, they relax a little bit of these rules. ഇതിൽ തരംഗിണി വൃത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ആദികേശവ പ്രബന്ധം, തിരുവട്ടാർ ആദികേശവ പ്രബന്ധം, തിരുവട്ടാറാണ് എൻ്റെ അമ്മയുടെ ജന്മസ്ഥാനം, അവിടെയാണ് വളർച്ചയുണ്ടായത്. അവിടെ ഒരു ആദികേശവ ക്ഷേത്രമുണ്ട്. അതിനെ കുറിച്ച്, ഈ ആദികേശവയെ കുറിച്ച് ഒരു സ്തുതി അമ്മ എനിക്ക് തന്നു. അതിൽ പറഞ്ഞിരിക്കണ ഒരു പ്രബന്ധം, തുക്കാരാഗം, തരംഗിണി വൃത്തം, ഈ 3 കാര്യങ്ങളാണ് അമ്മ എനിക്ക് തന്നത്. അപ്പൊ അന്ന് എനിക്ക് തരംഗിണി വൃത്തം എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഒഴുക്കം ശരിക്കും പാട്ട് വഴി നമ്മൾ പാടുമ്പം ചെമ്പട താളത്തിലാണ് അത് പോണ ഒഴുക്കം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ തരംഗിണി വൃത്തം എന്ന് പറയുമ്പോൾ ഈ 16 അക്ഷരത്തിന്റെ ഒരു പാദത്തിൽ 4 സെക്ഷൻസ്, ഓരോ പാദം 4 മാത്രകളുള്ള ഒരു തരംഗിണി വൃത്തമാണ്. അത് ഇതിൽ നമ്മൾക്ക് ഈ കാവ്യത്തിൽ കാണാൻ സാധിക്കും. തീർത്ഥസ്നാന മഹോത്സവ വൈഷ്ണവ ആഗമവിധിയുത പാണി വിധാനം മുടക്ക് താളം
त्रैंग शरीरं गुरु लघु गुरु पंचमात्र अबद्धं काळीय तांडवलास्य विशारद मंजुल जलन मनोहर श्रीकर यदु युवती जन मंडल नृत्त विशेषमशेषालंकृत माधव दशविध अवतारार्चित कीर्ते मंजुल पीतांबरधर मूर्ते मंगललक्ष्मी भूमिपतये शंकर विधियुत सेवित पदये आदि केशव तुभ्यं नमः. तीर्थ स्नान महोत्सव वैष्णव ആഗമ വിധിയുത പാണ്ഡ്യ വിധാനം 4 മാത്രകളുള്ള 4 ഘടം 16 അക്ഷരം 16 മാത്ര. There is a difference between അക്ഷര and മാത്ര. I'm not going to go into the details. അപ്പൊ ഇതില് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. But you see how beautifully whoever constructed it, how beautifully it has അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ കാവ്യം ഞാൻ അത് കോറിയോഗ്രാഫ് ചെയ്തപ്പോഴ് ഇതില് മുടക്ക് താളം ത്രൈംഗ ശരീരം ഗുരു ലഘു ഗുരു പഞ്ചമാത്ര ബദ്ധം. മുടക്ക് താളം ത്രൈംഗ ശരീരം ഗുരു ലഘു ഗുരു എന്ന് വരും. അപ്പൊ ഏത് രീതിയിൽ ഇതൊരു ക്ഷേത്ര താളമാണ്. നമ്മൾ സാധാരണ രംഗത്തിൽ ചെയ്യുന്ന താളമല്ല. അപ്പൊ അതിൽ കൂടുതൽ എനിക്ക് സഞ്ചാരി ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ അതുകൊണ്ട് അതിന്റെ രൂപം കാണിക്കാൻ വേണ്ടി മാത്രം കിണ്ണ കിട്ട കിട്ട തരിക്കിട്ട ഝേണ കിട്ടത്താം തത്താം ഗിണ ഗിണ ദിത്താം ഗിണ ഗിണ ഗുരു ലഘു ഗുരു. കിണ്ണ കിട്ട കിട്ട തരിക്കിട്ട ഝേണ കിട്ടത്താം തത്താം ഗിണ ഗിണ ദിത്താം ഗിണ ഗിണ തത്താം ഗിണ ഗിണ ദിത്താം ഗിണ ഗിണ ദിത്താം ഗിണ ഗിണ തത്താം ഗിണ ഗിണ ദിത്താം ഗിണ ഗിണ ദിത്തിത്തേ ദിത്താ ദികിതത്തേ ദിത്തിത്തേ ദിത്താ ദികിതത്തേ ദിത്തിത്തേ ദിത്താ ദികിതത്തേ ദിത്തിത്തേ ദിത്താ ദികിതത്തേ ഝേം ഝേം ജണ്ണ 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 ജണ്ണ. തിരിച്ച് ചമ്പടയിൽ പോകും. പക്ഷേ ഡാൻസിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ വേറെ താളത്തിൽ പോകാൻ സാധിക്കില്ല. നമ്മൾ ചെമ്പടയിൽ തന്നെ ആ ചെമ്പടയുടെ യൂണിറ്റ് താളവട്ടത്തിൽ നമ്മൾ അതിനെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അതിന്റെ ഇത് മാറിപ്പോവും. സോ ഐ ഹാഡ് ടു സെറ്റ് ദ പാറ്റേൺ അക്കോർഡിംഗ്ലി. തീർത്ഥസ്നാന മഹോത്സവ വൈഷ്ണവ ആഗമ വിധിയുത പാണ്ഡ്യ വിധാനം മുടക്ക് താളം ത്രൈംഗ ശരീരം ഗുരു ലഘു ഗുരു പഞ്ചമാത്ര അബദ്ധം കിണ്ണ കിട്ട കിട്ട തരിക്കിട്ട ഝേണ കിട്ടത്താം തത്താം ഗിണ ഗിണ ധിത്താം ഗിണ ഗിണ തത്താം ഗിണ ഗിണ ധിത്താം ഗിണ ഗിണ ധിത്താം ഗിണ ഗിണ തത്താം ഗിണ ഗിണ ധിത്താം ഗിണ ഗിണ ധിത്തി ധിത്തൈ ധിത്താ ധികിത ധിത്തൈ 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 ഝേം ഝേം ഝണ്ണ 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 ണം ണം ണം. തക്കുന്തരിക്കിട്ട ണം ണം ണം. തക്കുന്തരിക്കിട്ട ണം ണം ണം. തക്കുന്തരിക്കിട്ട ആദി കേശവ തുഭ്യം നമഃ. അതുപോലെ കാളിയ താണ്ഡവലാസ്യ വിശാരദ മഞ്ജുള ചലന മനോഹര ശ്രീകര. ഇവിടെ കാളിയവ താണ്ഡവം കുറച്ച് വിഗ്രസ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. അപ്പം 95-96 തിരുവനന്തപുരത്ത് വെച്ച് സ്വാതി തിരുനാൾ സംഗീത സഭയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ആദ്യമായിട്ട് കുരിച്ചിക്കുമാരൻ നായർ ആശാനെ പരിചയപ്പെട്ടു. അദ്ദേഹം വഴി കുറെ വൈത്താരികൾ എനിക്ക് കിട്ടി. അതിൽ ഒരു വൈത്താരി വളരെ യോജിപ്പായിട്ട് എനിക്ക് തോന്നി ഇതിൽ ചേർക്കാൻ സാധിക്കും. അപ്പൊ 97 ഞാൻ ഇത് കമ്പോസ് ചെയ്തപ്പോൾ കാളിയ താണ്ഡവല് എനിക്ക് അത് ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇപ്പൊ ആ വൈത്താരി വളരെ പോപ്പുലർ ആണ്.
അർജുന നൃത്തത്തിന്റെ ഒരു വൈത്താരിയാണ്. കാളിയ താണ്ഡവലാസ്യ വിശാരദ മഞ്ജുള ചലന മനോഹര ശ്രീകര കാളിയ താണ്ഡവലാസ്യ വിശാരദ ധിത്ത ധികിത ധികിത ധിത്ത ധികിത ധികിത തക 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 ധിത്തിറകൈ തക തരി തും തും തരി കിട്ട തക ദുരി തുങ്ക തിരകൊട്ട തരി കിട്ട തഞ്ചക്കും തും തരി കിട്ട തക ധത്തത്തും ധകിനാങ്കി ധിത്തത്തും ദിഗിനാങ്കി തൊങ്കി കുന്തിര കൊട്ട തരി കിട്ട തക്കുതി കുതക്കിട്ട തക്കിടക്കിടത്തക്ക് തൊങ്കി കുന്തിര കൊട്ട തരി കിട്ട തക്കുതി കുതക്കിട്ട തക്കിടക്കിടത്തക്ക് തൊങ്കി കുന്തിര കൊട്ട തരി കിട്ട തക്കുതി കുതക്കിട്ട തക്കിടക്കിടത്തക്ക് താളി താണ്ഡവലാസ്യ വിശാരദ മഞ്ജുള ചലന മനോഹര ശ്രീകര യദു യുവതീ ജനമണ്ഡല നൃത്ത വിശേഷമശേഷാലങ്കൃത മാധവ കേശവ തുഭ്യം നമഃ. Thank you. In chapter 17, ഞാൻ നാട്യശാസ്ത്രത്തിന്റെ കൂടെ ചേർന്ന് പറയാണ്, because it's connected to നാട്യശാസ്ത്ര. There is Lakshana Alankaradi Viveka എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ Bharata speaks about 4 alankaras. Upama and Rupaka are very, very relevant to all the Abhinaya Pradhana compositions. So it is very, very important and relevant to Mohiniyattam. Now you can find Bharata has also given certain illustrations like Tulyam te Shashina Vaktram Ityeka Naika Samshraya Shashankavat Prakashante Jyotim Shiti Bhavetuya. That is comparing one object with another, like comparing the beautiful face, moon-like face of the Naika to the moon, or comparing the brightness, the twinkling, brightening stars to a moon. So one object to another, several objects to one. So this, he has very beautifully given the illustration. So this is something that you find has been maximum used in all our padas. Ipam Aliveni endu cheyu, Nalinamiri, Indumukhi. Sorry, just I want some water. ഒരു ഗ്ലാസ്സിൽ കിട്ടും, കുറച്ച് ഗ്ലാസ്സിൽ. ഇന്ദുമുഖി, നിശമയ എന്നഴൽ. അതുപോലെ ഗീതഗോവിന്ദ എല്ലാ അഷ്ടപദികള് യു വിൽ ഫൈൻഡ് പ്ലെന്റി ഓഫ് ഉപമ ആൻഡ് രൂപക. പിന്നെ ഹി കംസ് ടു പാഠ്യഗുണ, ക്വാളിറ്റീസ് ഓഫ് ടെക്സ്റ്റ്. ഇതൊക്കെ ഞാൻ മോഹിനിയാട്ടത്തിന് യോജിപ്പായിട്ടുള്ള points മാത്രമേ എടുത്തിട്ടുള്ളൂ. There are plenty you will find once you go through these chapters. You will find many more. ഞാൻ relevant ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. He speaks about the places of articulation. Uraso, Kantha, Shirasa. And in that he says, he speaks about how the voice vocal modulation is very important, from when it should come from the chest, from the kantha and from the shirasa. This is very relevant to the music also. Then he speaks about the pathasya alankara, the intonations. Now this also is very, very relevant as far as music of Mohiniyattam is concerned. I'm touching upon all the music aspects, not so much of the dance aspect. He speaks about 6 alankaras, and in that Ucha, high pitch, Deepta, which is further heightening, Mandra, grave, Nicha, low, Druta, fast, Vilambita, slow. Now these are all very relevant to the music singing pattern also. For instance, തരുണി ഞാൻ എന്തു ചെയ്യൂ ഹന്ത തരുണി ഞാൻ
നീ ഞാൻ എന്തു ചെയ്യൂ ഹന്ത നീ ഞാൻ അത് നമ്മൾ ആ ഡാൻസ് ചെയ്യുമ്പോൾ ആ പാടുന്ന ആലാപിക്കുന്ന രീതി അത് അനുസരിച്ചിട്ട് വന്നില്ലെങ്കിൽ ആ രാഗം ആ പാഠ്യം രണ്ടും it misfires. ഇതാണ് എൻ്റെ ഐ ഫീൽ ദാറ്റ് ഇസ് വൈ ദ നോളജ് ഓഫ് മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഡാൻസർ. സിമിലർലി അളിവേണി ഇപ്പം നമ്മൾ എടുത്താല് കല്യാണിക്കുട്ടി അമ്മ പറയുമായിരുന്നു, ഞാൻ പഠിച്ച സമയത്ത് കല്യാണിക്കുട്ടി അമ്മ പറയുമായിരുന്നു, 2 പ്രാവശ്യം ഒരു ലൈൻ ചൊല്ലിയാൽ ആ ലൈൻ ചൊല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം മുദ്ര വഴി നമ്മൾ അതിൻ്റെ വാക്കുകൾ പുറത്തു കൊണ്ടുവരണം, മുദ്ര വഴി. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ അതേ സ്ഥാനത്ത് വിനിയോഗ അല്ലെങ്കിൽ ഒരു സഞ്ചാരി എന്താണെങ്കിൽ പക്ഷെ അതേ സ്ഥാനത്ത് വരണം എന്ന് നിർബന്ധമായിരുന്നു. പിന്നിലും മുമ്പിലും പോകാൻ പാടില്ല. നോ ദിസ് ഇസ് സംതിങ് ഇൻ കോൺട്രാസ്റ്റ് ടു കഥകളി, വേർ എ സിംഗിൾ വേർഡ് the actor has immense avartanas to explore the movement, but not so much in Mohiniyattam. പക്ഷെ ഇന്നത്തെ contemporary scenario we have overcome that also. We can go beyond a certain word and we can explore the expansion of that moment, because expansion of gestural communication വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് gestural communication ഇമ്പോർട്ടൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് gestural expansion takes place. So for instance, ഞാൻ ഒരു സിമ്പിൾ ഇത് തരുവാണ്. പാട്ടൊക്കെ എല്ലാവരും അത് ചെയ്യണുണ്ടായിരിക്കും. I am sure they must be doing it, but how I relate to Alivene. ഹളിവേണി. നമ്മൾ ആദ്യം നിന്നിട്ട് നായിക ദുഃഖത്തിലിരിക്കുകയാണ്, എന്നാലും സഖിയോട് സംബോധന ചെയ്യുമ്പോൾ അളിവേണി എന്ന് പറയുമ്പം ഷീ ഹാസ് ഓൾറെഡി അബ്സർവ് ദ ബ്യൂട്ടിഫുൾ ട്രെസ്സസ് ഓഫ് ദ സഖി. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ദൃഷ്ടിയായിട്ട്. അതിപ്പം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറും അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഹളിവേ. പക്ഷെ അതിൽ പാട്ട് ഏത് രീതിയിൽ പോകണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹളിവേണി ഹളിവേണി അളിവേണി എന്തു ചെയ്യൂ ഹന്തനാനിനി മാനി അളിവേണി എന്തു ചെയ്യൂ ഹന്തനാനിനി മാനി അളിവേണി എന്തു ചെയ്യൂ ഹന്തനാനിനി മാനി അളിവേണി എന്തു ചെയ്യൂ.
Then he speaks about Virama, the importance of pause. Virama Lakshanam chapter, he speaks about Virama. Now, this is very, very important in dance, in music. നമ്മള് കച്ചേരി പാട്ടിലും കച്ചേരി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സമയത്ത് വന്ന് ആ വാക്കിൽ നമ്മൾ വിട്ടുകൊടുത്താൽ ആൾക്കാർ ഭയങ്കരമായിട്ട് രസിക്കും. കാരണം they are expecting some kind of a climax and suddenly it stops. So that kind of a contemplation the singer gives to the spectators. Like that, for dancers also, there are points where they are into a climax and they come to a static position. So Virama Lakshanam is very relevant because he says, Yatra Vyagrabhau Hastau Tatra Drishti Samanvita Vachika Abhinaya Karyo Viramir Arthadarshakai. When the hands are engaged in action, the idea of the text should be depicted through eyes. There should be occasional pauses to indicate the meaning. Now, this is something we need to really work upon for a good dancer to establish the impact on the spectators. As far as the dancer is concerned, she's the embodiment of lyrical sound with focus towards blending Abhinaya with Sahitya, its peripheral and that's its inherent meaning. While the meaning of the Sahitya is expressed directly through Hastamudras and Angika Abhinaya, the inherent meaning is depicted through Mukhabhinaya, enhanced by the Satwika Abhinaya. The resultant experience of rasa is rasa by the spectators. In other words, there has to be a perfect synchronization between Gita, Vatya, and Bhatya. Now, here I'd like to wind up this thing with a small Chindavishtaya Sita. Nana 2004 തിരുവനന്തപുരത്ത് വന്ന അന്ന് ക്ഷേമ ടീച്ചറും ഉണ്ടായിരുന്നു. മോഹിനി നൃത്യത്തി ഫെസ്റ്റിവൽ ആയിരുന്നു. അതില് രാമായണത്തിനെ കുറിച്ചായിരുന്നു ഒരു തീം. അപ്പം അച്ഛൻ വഴി എനിക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചിന്താവിഷ്ടയായ സീത ചെയ്യുക, അതിൽ കുമാരനാശാന്റെ നല്ല ഭാവമുള്ള ഒരു കവിതയാണ്, നീ എടുക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. അച്ഛൻ വഴി എനിക്ക് അതിൽ സെലക്റ്റഡ് ഒരു 15 to 20 വേഴ്സസ് കിട്ടി. അമ്മ അതിനെ രാഗത്തിൽ ചിട്ടപ്പെടുത്തി എൻ്റെ കയ്യിൽ ആ പാട്ട് തന്നു. I'm sorry, I'm just too emotional thinking about my parents. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ വരുന്നത് അത് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ ഒരു നല്ല സാഹിത്യവും അത് നല്ല രാഗത്തിലും താളത്തിലും നിർമ്മിച്ച് കിട്ടിയാൽ മാത്രം നമ്മളുടെ പെർഫോമൻസ് നന്നാവാൻ ഒരു മേ ബി 60% വരെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ബട്ട് വാട്ട് അബൌട്ട് ദ 40%? അതില് ആ പാടുന്ന രീതി, ആലാപിക്കുന്ന രീതി, എവിടെ മ്യൂസിക്കൽ ഇന്റർലൂഡ്സ് മ്യൂസിഷ്യൻസിനെ കൊണ്ട് പാടിപ്പിക്കണം, എവിടെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിഷ്യൻസിനെ, എല്ലാത്തിലും നമ്മൾ വയലിൻ മാത്രം ഇന്റർലൂഡ്സ് കൊണ്ടുവന്ന അത് അവിടെ രസിക്കില്ല. പാട്ട് എത്രത്തോളം ആലപിച്ച അതിന്റെ ഭാവം വരും, എവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വരണം, ഇതിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഉച്ച നീച്ച പിന്നെ ദീപ്ത, ഇതൊക്കെ ഈ ചിന്താവിഷ്ടയായ സീതയില് ഞാൻ എൻ്റെ അന്നത്തെ അനുഭവം വെച്ചിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ട് പാട്ടില് ഞാൻ ഒരു ചിട്ടപ്പെടുത്തി. അത് മുഴുവൻ എനിക്ക് കാണിക്കാൻ ഒക്കില്ല, പക്ഷെ അതിലൊരു just 8 to 10 minutes if I have the time. Can I show that? Thank you.
കുഴലും വഴി കാണാതെ
What I would like to conclude by saying is, without compromising the traditional format, how can we develop the Angika Abhinaya through Gita, Gana, and also, which later on brings about the Satwika Abhinaya? I thank once again. ഒരു ചെറിയ പാട്ട് എനിക്ക് ഓർമ്മ ഒന്ന് വിട്ടുപോയി. ഇരേമിൻ തമ്പിയുടെ ഒരു സാധാരണ എല്ലാ പദങ്ങള് ഒരേ ഒരേ താളത്തിലാണ് രചിച്ചു വരണത്. പക്ഷെ ഇതൊരു റെയർ കോമ്പോസിഷൻ എനിക്ക് കിട്ടി അമ്മ വഴി. അതില് പല്ലവിയുടെ ഉദ്ദേശം എന്തു ചെയ്യേണ്ടു ഞാൻ അയ്യോ, നീ ഇന്ന് ചൊല്ലതും പൊയ്യോ പറഞ്ഞപ്പോ അതൊരു താളത്തിൽ വേറെ ആയിരുന്നു. വരുമെന്നല്ലോ സഖി വേറെ താളത്തിലായി. സുതതി തവരതി എന്ന് പറയുമ്പോ അതൊരു ഖണ്ഡചാപ്പൂല് വന്നു. അപ്പൊ ഇതൊക്കെ ചാപ്പ് താളത്തിൽ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നേ രമൻ തമ്പി കമ്പോസർ ആയിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച ഈ രീതിയിൽ ഈ 3 താളത്തില് ഏത് രീതിയിൽ എന്ത് കാരണം അദ്ദേഹം രചിച്ചു എന്നറിയില്ല. മേ ബി ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് ഹൗ ദ പദം ക്യാൻ എക്സ്പാൻഡ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ദ ഡിസയർഡ് റിസൾട്ട്. അപ്പം എന്തു ചെയ്യേണ്ടു ഞാൻ അയ്യോ ഇന്നു നീ ചൊന്നതും പൊയ്യോ, എന്തു ചെയ്യേണ്ടു ഞാൻ അയ്യോ ഇന്നു നീ ചൊന്നതും പൊയ്യോ, വരുമെന്നല്ലോ സഖി നീ ചൊല്ലി വരനെന്നെ മറന്നാനല്ലി, സുതതി തവരതി കരുതി മൂരപി, സുതതി തവരതി കരുതി മൂരപി, വരുമെന്നല്ലോ സഖി നീ ചൊല്ലി വരനെന്നെ മറന്നാനല്ലി, സുതതി തവരതി കരുതി തവപതി, സുതതി തവരതി കരുതി മൂരപി, സ്കുതുകി തവപതി, സുതതി തവരതി കരുതി മൂരപി, കുതുകി തവപതി, വരുമെന്നല്ലോ സഖി നീ ചൊല്ലി വരനെന്നെ മറന്നാനല്ലി, സുതതി തവരതി കരുതി മൂരപി, കുതുകി തവപതി സപതി നൃശിരിടമിന്നു, സുതതി തവരതി കരുതി മൂരപി, കുതുകി തവപതി സപതി നൃശിരിടമിന്നു, എന്തു ചെയ്യേണ്ടു ഞാൻ അയ്യോ ഇന്നു നീ ചൊന്നതും പൊയ്യോ. സോറി, ഇത് ഒരു ചെറിയൊരു ഓർമ്മ വന്നത്, അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. Thank you once again, Kathakali Club, Ramesh Nambiar Sarum, Sreelakshmy, for inviting me to this Kathakali, to this
3-day, I think, festival of Rangakala conference. And I'm once again very obliged, very happy, and deeply delighted to be here. Thank you. നമസ്കാരം. സ്വച്ഛന്തം ഒഴുകുന്ന ഒരു പുഴ പോലെ വളരെ സൗഖ്യമുള്ള ഒരു സംഭാഷണവും നൃത്തവും. താങ്ക് യു സോ മച്ച് ഡോക്ടർ ദീപ്തി ഓംചെറിയപ്പള്ള മാം. ഒരു ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ രഘുരാമൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അളിവേണി എന്തു ചെയ്വു അളിവേണി എന്തു ചെയ്വു അന്തരാനിനി മാനിനി അളിവേണി എന്തു ചെയ്വു അന്തരാനിനി മാനിനി അളിവേണി എന്തു ചെയ്വു അന്തരാനിനി മാനിനി അളിവേണി എന്തു ചെയ്വു. നമസ്കാരം. അടുത്തതായിട്ട് ഡോക്ടർ നീന പ്രസാദ്. ഡോക്ടർ നീന പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, അവനവന്റെ ഒരു പഠനം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ കീഴിലും കലാമണ്ഡലം സുഗത്തി ടീച്ചറുടെ കീഴിലും മോഹിനിയാട്ടം അഭ്യസിക്കുകയും ഗുരു വെമ്പട്ടി ചിന്നസത്യം ഗാരുവിന്റെ കീഴിൽ കൂച്ചുപുടിയും അടയാർ ലക്ഷ്മൺ സാറിന്റെ കീഴിൽ ഭരതനാട്യവും കഥകളി വെമ്പയം അമ്പുക്കുട്ടൻ പിള്ളை സാറിന്റെ കീഴിലും കാലങ്ങളോളം പഠിച്ചതിന്റെ ഒരു ബലവും അതിന്റെ ഫലവും ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി നീന പ്രസാദ്. ചേച്ചിക്ക് ഡോക്ടർ നീന പ്രസാദിന് അവരുടെ ആ പഠനത്തിന്റെ ബലമായി തന്നെ, അതുപോലെ അവരുടെ ഒരു സൗന്ദര്യ ബോധത്തിൽ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിന്റെ സത്വം ചോരാതെ വളരെ നൂതനമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിന്റെ മാത്രം ഒരു ചുറ്റുവട്ടത്തിൽ നിൽക്കാതെ ലോകമെമ്പാടും മോഹിനിയാട്ടത്തിന്റെ മുഖം എന്ന രീതിയിൽ അറിയപ്പെടാൻ സാധിച്ചിട്ടുള്ള ഒരു കലാകാരിയാണ് ശ്രീമതി നീന പ്രസാദ്.
ഇന്ന് ഇവിടെ ഉള്ള ഒരു വിഷയവും അത് തന്നെയാണ്. നാട്യശാസ്ത്രം എന്നും ഒരു ഫൗണ്ടൻ ഹെഡാണ്. ആ നാട്യശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ മറ്റ് റീജിയണൽ ആയിട്ടുള്ള ടെക്സ്റ്റുകളും റീജിയണൽ ആയിട്ടുള്ള പ്രാക്ടീസുകളും എങ്ങനെയാണ് മോഹിനിയാട്ടത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതും മോഹിനിയാട്ടത്തിന്റെ ഒരു പാഠ്യപദ്ധതി വലുതാകുന്നത് എങ്ങനെയാണെന്നും അതിന്റെ സത്വം ചോരാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നും വളരെയധികം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ നീന പ്രസാദ്. ഈ ഒരു വിഷയത്തിലേക്ക് ദേശി പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ മോഹിനിയാട്ടം നാട്യശാസ്ത്രത്തിൽ നിന്നും ദേശീയമായിട്ടുള്ള മറ്റു കലാരൂപങ്ങളിലൂടെയും ടെക്സ്റ്റുകളിലൂടെയും എങ്ങനെ വളരുന്നു എന്ന് ഉള്ള ഒരു പാഠ്യപദ്ധതിയെ കുറിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത്. അതിനായിട്ട് ഡോക്ടർ നീന പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. സദ്ഗുരുഭ്യോ നമ. രംഗകല കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. നാട്യശാസ്ത്രത്തിലെ സൂചന പോലെ സഭ എന്നത് ഒരു കൽപ്പതരുവാവുകയും വേദങ്ങൾ ശാഖകളാകുകയും വിജ്ഞാനികളായ സർവരും ആ കൽപ്പതരുവിന്റെ തന്നെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഒരു അനുഭവം അഥവാ അങ്ങനെ ഒരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച ഉണ്ണായി വാര്യർ കഥകളി ക്ലബ്ബ്, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ രമേശൻ നമ്പീശൻ, പ്രിയപ്പെട്ട കുച്ചിപ്പുടി കലാകാരി ശ്രീലക്ഷ്മി ഗോവർദ്ധൻ, ഇവരോടെല്ലാമുള്ള ഒരു നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചോസൺ വിഷയത്തിൽ വരികയാണ്. നമ്മൾ ഒരുപാട് കേട്ടത് കൊണ്ട് എനിക്കൊരു ഇതുണ്ട് കാരണം എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ PhD ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള ലാസ്യവും താണ്ഡവുമാണ്. അപ്പോ വിരസത ഇല്ലാതിരിക്കാൻ കുറച്ച് അവതരണങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാക്സിമം താല്പര്യം ഉളവാകുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പെർഫോമർ എന്ന നിലയിൽ ഞാൻ പേപ്പർ പ്രസന്റേഷൻസ് എനിക്ക് അത്ര കണ്ടൊരു അനുഭവമില്ല. എങ്കിലും എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ എക്സ്റ്റംപോറായിട്ട് പലപ്പോഴും സംസാരിക്കാം. ഇതില് ആദ്യത്തെ സ്ലൈഡ് ഇട്ട് വെക്കുന്നു. നാട്യശാസ്ത്രത്തിന്റെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ 2 ഗുരുനാഥന്മാരും ഇവിടെയുണ്ട്, കലാമണ്ഡലം സുഗന്ധി ടീച്ചറും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറും. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത എൻ്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ ഇവിടെ കലാമണ്ഡലത്തിലായിരുന്നു. അവിടെ കുറെ കൂടെ എൻ്റെ ഒരു കളരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നത് കൊണ്ട് അത് കുറെ കൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിരുന്നു. ഇതിപ്പോ നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഈ ഒരു ലാസ്യം താണ്ഡവും ക്രാക്ക് ചെയ്തു മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു വിഷയം. അതിനകത്ത് വളരെ നാരോഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ലാസ്യത്തിനെയാണ് എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ വച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ വേർഡ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുറെ വേർഡ്സ് ഉണ്ട്. അതുപോലെ ആദ്യകാലത്ത് അത് നാട്യശാസ്ത്രം എന്നുള്ള ഒരു മാർഗി ഫോർമാറ്റിൽ നിന്ന് അതൊരു ദേശീയഭാവത്തിലേക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന കലാരൂപമായ മോഹിനിയാട്ടത്തിലേക്ക് എത്തുമ്പോഴും ലാസ്യം എന്നത് വളരെ സുദൃഢമായി കുറെ കൂടെ വ്യക്തമായി കുറെ കൂടെ അനുഭവങ്ങളുടെ ഒരു ക്ലാരിറ്റി, അതായത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അനുഭവത്തിന്റെയും വളരെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ലാസ്യാനുഭവത്തിന്റെയും ക്ലാരിറ്റിയോടുകൂടിയാണ് ഇപ്പോ
ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിസംബോധന ചെയ്യുന്ന കലാകാരികൾക്കും എല്ലാം ഉള്ളത്. അപ്പോ ഇവിടെ ഒരു സോഷ്യൽ ചേഞ്ച് എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ 95 റിസർച്ചിന് ചേരുമ്പോൾ എൻ്റെ ഒരു 2000 എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറേറ്റ് ആയിരുന്നു. അന്ന് ഞാൻ ഈ താണ്ഡവം ലാസ്യം എന്നുള്ളത് പറഞ്ഞപ്പോ എന്നെ ഒത്തിരി പേര് ശരിക്കും പറഞ്ഞ ഈ മോഹിനിയാട്ടവും താണ്ഡവവും എന്നൊക്കെ പറഞ്ഞ ഒരു നിശബ്ദമായ എന്നുള്ള ചിരിയും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ അത് വളരെ എന്താ പറഞ്ഞ കാലം അതിനെ മുന്നോട്ട് ഇന്നിപ്പോ താണ്ഡവമെന്നും ലാസ്യമെന്നും ഒരു മോഹിനിയാട്ടക്കാരി പറയുമ്പോൾ വളരെ സ്വാഭാവികമായ ചെവികളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇത് ഒരു നാട്യബോധത്തിൽ, ഒരു അക്കാഡമിക ബോധ്യത്തിൽ ഇതിനെ വരും തലമുറ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആരുബലം. നമ്മുടെ ചോസൻ ഏരിയ സ്ലൈഡ് ഇട്ടുള്ളൂ. ഇത് നാട്യശാസ്ത്രത്തിൽ നിന്ന് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അതായത് എത്ര കണ്ട് അഭ്യാസത്തിലൂടെ, എത്ര കണ്ട് സാധനയിലൂടെ, എത്ര കണ്ട് ഗുരുശിഷ്യ പരമ്പരയിലൂടെ സുദൃഢമായിട്ടുള്ള പരമ്പരയുടെ ശാഖയുടെ തന്നെ പ്രോക്താക്കളാണ് നമ്മളൊക്കെ എന്നുള്ളത് ഒരു നമ്മൾ ചേർന്ന് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം നൽകുന്ന ഒരു സെയിം ഐഡന്റിറ്റിയാണ്. ഇതാണ് ഇതിന്റെ ഒരു അംബ്രലയായിട്ട് ഞാൻ വച്ചിരിക്കുന്നത്. ലാസ്യം, താണ്ഡവം എന്നുള്ള ഒരു രണ്ട് മോഡ്സ് ഓഫ് ഡാൻസിങ് എന്നുള്ളതാണ് ഒരു ജനറൽ സംജ്ഞയായിട്ട് നമ്മൾ വച്ചിരിക്കുന്നത്. പക്ഷെ ഈ ലാസ്യം നാട്യശാസ്ത്രത്തിൽ അഥവാ ഒരു BC രണ്ടാം ദശകം AD 2ാം ദശകത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന നാട്യശാസ്ത്രത്തിന് ഇതൊരു കൂടുതൽ ഒരു ഡ്രമാറ്റിക് എക്സ്പ്രഷൻ ആയിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബാണ എന്നുള്ള ഒരു ഏക നടന്റെ നമ്മൾ പറയല്ലോ സോളോ എക്സ്പ്രഷൻ, ഡ്രമാറ്റിക് എക്സ്പ്രഷൻ എന്നുള്ള നിലയിലാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞു വരുന്നത്. നേരത്തെ ആരാണ് ഇവിടെ പറഞ്ഞത് കോൺട്രഡിക്ഷൻസിനെ കുറിച്ചിട്ട്? രഘുരാമൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നാട്യശാസ്ത്രത്തിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന സംജ്ഞകളോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ അല്ല പിന്നീട് ഭരത ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോ ഇതും ഒരു ആദ്യമായി വരുന്ന ഒരു ഗവേഷകയ്ക്ക് ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. എനിക്കും ഇത് വളരെ കൺഫ്യൂസിങ് ആയിരുന്നു. കുറെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്ത് ഇതിന്റെ ഒരു നാച്ചുറൽ, അതുവരെ അതൊരു ബുക്ക് നോളജ് തന്നെ ആയിരിക്കും. അതുവരെ നമുക്ക് ഇങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ചോദിച്ചാൽ എന്താ അറിഞ്ഞൂടാ, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ കുറെ കൂടെ അതിനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ കൃത്യമായ ആ ഒരു സ്റ്റെം നമുക്ക് പിടികിട്ടുക. അപ്പൊ ആ രീതിയിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കിയ വിധം പറയുന്നു. ലസനാം ഇതി ലാസ്യം ഇത്യുക്തം സ്ത്രീ പുരുഷ സ്വഭാവ സമാശ്രയം. അതായത് ഇത് ആദ്യത്തെ ഒരു കൊള്ളിയാണ്. എന്താണോ പ്ലേഫുൾ അഥവാ എന്താണോ മനോഹരമായിരിക്കുന്നത് അത് ലാസ്യം. സ്ത്രീ പുരുഷ ഭാവ സമ്മിശ്രം, രണ്ടും പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഒരിക്കലും ആദ്യകാലത്ത് ഒരിടത്തും ഈ പുരുഷന് താണ്ഡവം സ്ത്രീക്ക് ലാസ്യം എന്നിങ്ങനെ നാട്യശാസ്ത്രത്തിലൊന്നും പറഞ്ഞു പോയിട്ടില്ല. പിൽക്കാലത്തുള്ള എഡിഷനിലാണ് ഇത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ധനഞ്ജയൻ പറയുന്നത് നൃത്തം തു ദ്വിവിധം നാട്യ ലാസ്യാശ്രയം എന്ന്. അതായത് നാട്യവും ലാസ്യവും ചേർന്ന് നൃത്തം രണ്ട് രീതിയിൽ കാണപ്പെടുന്നു. അപ്പൊ ഞാൻ ട്രേസ് ചെയ്യുന്ന ഈ ഒരു പരമ്പരയാണ്. അടുത്ത സ്ലൈഡ് ഒന്ന് മറ്റേ എവിടുത്തെ ഏത് സ്ക്രീൻ?
അതായത് എനിക്ക് തോന്നിയിട്ട് എൻ്റെ റിസർച്ചിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ 10th സെഞ്ചുറി ടെക്സ്റ്റിന് ശേഷമുള്ളതാണ്. നമ്മളൊന്ന് നോക്കിയാൽ 10ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, അത് അഭിനവ ഭാരതിയുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊഫ്യൂസ് ആയിട്ടുണ്ടായിട്ട് ഒരു ബൊംബാർഡിങ് ഓഫ് നോളജ്, ബൊംബാർഡിങ് ഓഫ് സാൻസ്ക്രിറ്റ് ട്രീറ്റൈസസ് ഉണ്ടാവുകയാണ്. അതായത് 11ാം നൂറ്റാണ്ട് മുതൽ ഇതല്ല, ഇത് നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു, അതായത് ഒന്ന് സംസ്കൃതം എന്നുള്ള ലാംഗ്വേജ് വാസ് ഇൻ വോഗ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഈ ഇതിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം കൂടെ, ഒരു കൾച്ചറൽ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതായത് അന്ന് ഈ ട്രാവൽ വളരെ കൂടുതലാണ്, സഞ്ചാരം. ഈ കോർട്ടിൽ നിന്ന് മറ്റേ കോർട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോയി. നമുക്ക് തന്നെ അറിയാം ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ച് എവിടെ വരെ പോയി എന്നുള്ളത്. അപ്പം വിജ്ഞാന അങ്ങനെ പരക്കുകയാണ്. ഇതിൽ ഈ ലാസ്യത്തിന്റെ അന്വേഷണത്തിൽ എനിക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ തിരിച്ചുവിട്ട ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാരംഗദേവന്റെ ടെക്സ്റ്റാണ്. അപ്പോ സംഗീത രത്നാകരം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ കൃത്യമെന്ന്, ഒന്ന് അതിനകത്ത് വളരെ കൃത്യമായി മ്യൂസിക് വരുന്നുണ്ട്. മ്യൂസിക്, താളം, പോയറ്റിക്സ്, ഇതെല്ലാം വരികയും 7ാമത്തെ അധ്യായത്തിൽ അത് നൃത്തത്തിലേക്ക് കടക്കുമ്പോൾ ദേശീഭാവങ്ങൾ, ദേശീഭേദങ്ങൾ അത്ര കണ്ടതിനകത്ത് ഇൻഫ്യൂസ്ഡ് ആണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ സമീപത്തേക്ക് ഉണ്ടാകുന്ന നൃത്താധ്യായം, അതുപോലെ മാനസോല്ലാസം, ജയസേനാപതിയുടെ വർക്കുകൾ, ഇവയെല്ലാം തന്നെ ഏകദേശം ഇവരെല്ലാവരും പല രാജ്യത്തിന്റെ, അശോകമല്ല, ഇത് നേപ്പാളിലാണ്, ഇത് മഹാരാഷ്ട്രയിലാണ്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഇവരെല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെല്ലാം പരസ്പരം തുന്നിച്ചേർത്തിരിക്കുന്നു. അപ്പോ ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അഥവാ ഒരു വിജ്ഞാനത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രൊഫ്യൂസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ 11th മുതൽ 16th വരെയുള്ള കാലഘട്ടം. അതുവരെ ലാസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്യാംഗങ്ങളിലുള്ള ഒരു വ്യതിയാനം, നാട്യശാസ്ത്രത്തിലുള്ള ലാസ്യാംഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതുപോലെ റീജിയണൽ ടെക്സ്റ്റുകളിൽ, ലേറ്റ് 11th സെഞ്ചുറി ടെക്സ്റ്റുകളിൽ ഇതിന് വന്നിട്ടുള്ള ഒരു വലിയ സീ ചേഞ്ച്, ഇത് രണ്ടും ആണ് ഈ ഒരു പല പല ഡയമെൻഷൻസിലൂടെ ഇത് കടന്നു പോയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് താണ്ഡവത്തിന്റെ, ലാസ്യത്തിന്റെ കാര്യമാണ്. നാട്യശാസ്ത്രത്തിൽ എല്ലാവർക്കും അറിയാം, താണ്ഡവം എന്നുള്ളത് നമ്മുടെ പടവുകൾ പോലെ, അല്ലെങ്കിൽ കരണങ്ങൾ പോലെ, അംഗഹാരങ്ങൾ പോലെ ശരീരത്തിന്റെ വളരെ ചിട്ടയായ യൂസേജസിനെ പ്രതിപാദിക്കുന്ന ഒരു പദമാണ്. ലാസ്യം എന്നുള്ളത് അതിന്റെ ഒരു വളരെ സ്വീറ്റർ ആയിട്ടുള്ള, സുകുമാരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനിസ്റ്റിക് ബോഡി, അല്ലെങ്കിൽ അഭിനയ സംബന്ധിയായി നിൽക്കുന്ന ഒരു പദവുമാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും 2 സോണിൽ നിൽക്കുന്നതായിട്ട് തോന്നിപ്പിച്ച ഇത് കാലക്രമേണ അത് വളരെ അടുത്ത് വരികയും പിന്നെ അത് മേർജ് ആവുകയും ചെയ്യുന്നു. ഈ മേർജ് ആയിട്ടുള്ള പിന്നെ ഉണ്ടാകുന്ന ദേശീഭേദങ്ങളിലെല്ലാം തന്നെ ഇത് പൂർണ്ണമായി ലയിച്ചു ചേരുകയാണ് ഈ ഇങ്ങറ്റമുള്ള എല്ലാ കലാരൂപങ്ങളിലും. അതുവരെ ഉള്ള, അതായത് സാരംഗദേവന്റെ സംഗീത രത്നാകരം വരെയുള്ള, അതിനു മുൻപുള്ള ഇപ്പൊ മാനസോല്ലാസത്തിലും എല്ലാം പുതിയ ദേശീ ഭേദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, ലാസ്യാംഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിലും വളരെ കൃത്യമായി മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഡാൻസ് എന്നിങ്ങനെ ഇതിനെ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന
അത് സംഗീത രത്നാകരത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നർത്തന എന്നുള്ളൊരു വേർഡ് അത് ഭരതനോട് യോജിച്ചുകൊണ്ട് തന്നെ വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് സാരംഗദേവൻ വയ്ക്കുന്നു. അത് ഒരു ഫോമിനെ ആകമാനം ഉൾക്കൊള്ളുന്ന നർത്തനം എന്നുള്ള ഒരു വാക്കിലൂടെ പറയുകയും പിന്നെ നൃത്യം, നാട്യം എന്നുള്ളത് ഹി ഡിഫേഴ്സ് ഫ്രം നാട്യശാസ്ത്ര ഫോർ ദ ഡിവിഷൻ ഓഫ് താണ്ഡവ ആൻഡ് ലാസ്യ. ഹി സേസ് ബോത്ത് നൃത്ത ആൻഡ് നൃത്യ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ബോത്ത് താണ്ഡവ ആൻഡ് ലാസ്യ. ഇവിടെ അദ്ദേഹം ദേശി ലാസ്യ, അതായത് ഈ ഒരു ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയെ പിന്നീട് വരുന്നില്ല. വെദർ ലാസ്യത്തിലാണോ താണ്ഡവത്തിലാണോ എന്ന് ആദ്യമായി ഇദ്ദേഹം പറയുകയും ഇത് സംസാരിക്കേണ്ടതല്ലാതായ ഒരു വിഷയമായി മാറുകയാണ് പിന്നീട്. അതാണ് ഞാൻ ഓരോരോ പോയിന്റിൽ പറയുന്നത്. ഒരു ബുക്ക് നോളജ് അല്ല, ആ നോളജിനെ ആ ഇൻഫോർമേഷനെ ഞാൻ ക്രാക്ക് ചെയ്ത് പോകുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോ ഈ ടെക്സ്റ്റിലെല്ലാം തന്നെ ദേശീയ ലാസ്യാംഗങ്ങളെ കൂടാതെ അതിലേക്ക് വരാം, ഞാൻ അതിലേക്ക് വരും. ഗൗണ്ടലി, പേരണി എന്നിങ്ങനെ ഒരുപാട് റീജിയണൽ ഡാൻസ് പ്രാക്ടീസസ് ഉണ്ട്. അതും ഈ ഒരു കാലഘട്ടത്തിൽ വരികയാണ്. സാമൂഹികമായി നിലനിൽക്കുന്ന പലതരം പ്രാക്ടീസിന്റെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങളാണ് ഇവയെല്ലാം. ദ്വിവാദി, സാമ്യ, രസക, സ്കന്ദ, ചാലിക, ചർച്ചരി, ലാസ്യ, സംഘട്ടിക. ഇത് കൂടാതെ നമുക്കറിയാം മറ്റേ കന്തുക, ചിന്ത്, രസക, അതായത് നമ്മുടെ രാസ്. ഇതെല്ലാം പല വിധത്തിലും ഇന്നും പല റീജിയണൽ ഫോംസ് ആയിട്ട് നിലകൊള്ളുന്നത്. കന്തുക നൃത്തം നമ്മുടെ മോഹിനിയാട്ടവുമായി ചേർത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജയസേനാപതിയുടെ നൃത്യരത്നാവലിയാണ് മറ്റൊരു ടെക്സ്റ്റ് എനിക്ക് വളരെ കൃത്യമായി ഒരു ദിശാബോധത്തോടുകൂടി, അതായത് പല ഇങ്ങനെ ചേർത്ത് വെക്കുന്നതല്ലാതെ ഒരു അഭിപ്രായമുള്ള ട്രീറ്റൈസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ജയസേനാപതി നമ്മുടെ സാരംഗദേവന്റെ ലാസ്യാംഗങ്ങളും ഭരതമുനിയുടെ ലാസ്യാംഗങ്ങളും കൂടാതെ മറ്റു ചിലത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഇത് എന്ത് ആഡ് ചെയ്തു എന്ത് ചെയ്തെന്നല്ല, അത്രത്തോളം വളരെ ഒരു നൃത്ത സമ്പ്രദായങ്ങൾ അഥവാ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക സിറ്റുവേഷൻ ഭാരതത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന്. ഇവിടെ അഭിനയം സെപ്പറേറ്റ് ആവുന്നു. അതായത് നേരത്തെ നമുക്ക് ആദ്യം അറിയാം, ആദ്യം ഉണ്ടാവുന്നത് നാട്യശാസ്ത്രം, അത് കഴിഞ്ഞ് വിഷ്ണു ധർമ്മോത്തര പുരാണം ആവുമ്പോഴേക്കും ഈ ഒരു നാടകത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഡ്രാമ ട്രഡീഷനിൽ നിന്ന് ഡാൻസ് തിരിഞ്ഞു വരികയാണ്. പിന്നെ അവിടെ നിന്ന് അഭിനവഗുപ്തന്റെ ആ ഒരു കാലഘട്ടം ആവുന്നു. അത് കഴിഞ്ഞ് 11-ാം ഇതിലാവുമ്പോ പിന്നെ നൃത്തം എന്നുള്ളത് ഒരു നൃത്തത്തിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് വരുന്നു. ഇത് കഴിഞ്ഞ് 13-14 സെഞ്ചുറി ആവുമ്പോൾ അത് വളരെ കൃത്യമാണ്. സോ ഹിയർ അഭിനയ is separate, movements are separate. എങ്കിലും ഈ ഉപാംഗ പ്രയോഗം എല്ലാം നാട്യശാസ്ത്രത്തെ തുന്നിച്ചേർത്ത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നൃത്യരത്നാവലിയിൽ ആദ്യത്തെ ഹാഫ് മുഴുവൻ again it deals with Natyasastra, more with its insight, but the second half is devoted exclusively for the Deshi traditions. ദേശി സ്ഥാനകങ്ങൾ, ദേശി ചാരികൾ, ദേശി ഭൂമിചാരികൾ, ദേശി ആകാശചാരികൾ, ദേശി നൃത്തങ്ങൾ, അതപ്പോ കുറെ കൂടെ വൈപുല്യമുള്ള നൃത്തങ്ങൾ. പിന്നെ ഇവിടെ ഈ ഓരോ പ്രസന്റേഷനും കർട്ടൻസ് കൊണ്ട് വയ്ക്കുക, കർട്ടൻസ് മാറുക. അത് നമ്മൾ കഥകളിയിലും കൂടിയാട്ടത്തിലും അല്ലെങ്കിൽ അതുപോലെ ഉള്ള പല നൃത്തരൂപങ്ങളിലും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം ഈ ഒരു സമയത്തെ ഒരു യൂസേജിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു അവതരണമാവും. ഈ കർട്ടൻ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ അതൊരു അവതരണമായി മാറുകയാണ്, ഒരു ഫോർമൽ അവതരണമാണത്. ഇനി മാനസോല്ലാസം എത്തുമ്പോഴേക്കും
ലാസ്യം ലളിത അംഗഹാരങ്ങളോട് ചേർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ താണ്ഡവ ലക്ഷണത്തിന്റെ ഭാഗമായി നിന്നത് അതെല്ലാം ലാസ്യത്തിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ മൂഡ് എംഫസിസിന്റെ അല്ലെങ്കിൽ ഇമോഷണൽ റെപ്രസെന്റേഷൻസിന്റെ ഇതിൽ നിന്ന് മാറി അത് കുറെ കൂടെ ശരീരബദ്ധമായ ആവിഷ്കാരങ്ങളായി മാറുന്നു. ശാരദ തനയന്റെ ഭാവപ്രകാശത്തിലാണെങ്കിൽ മറ്റൊരു സംശയം കൂടി, ഇത് കൈശിക വൃത്തിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. സുകുമാര പ്രയോഗയോ ലാസ്യമുച്യതേ എന്നിങ്ങനെ പലതരം ലാസ്യത്തിനെ കുറിച്ചിട്ടുള്ള പലതുണ്ട്. എങ്കിലും നമ്മുടെ വായിൽ ആദ്യം വരുന്നതും വളരെ കൃത്യമായ ഒന്നും പറഞ്ഞിരിക്കുന്നത് അഭിനവഗുപ്തൻ തന്നെയാണ്. ലാസ്യം തു സുകുമാരാംഗം മകരധ്വജവർദ്ധനം. അതായത് നാട്യ has that delicate movements which arouses ശൃംഗാര. തിരികെ ഞാൻ ഒന്ന് നാട്യ ശാസ്ത്രത്തിൽ നമ്മളുടെ ലാസ്യാംഗങ്ങളിലേക്ക് പോവുകയാണ്. ഗേയപദം ഇപ്പം നമ്മൾ നേരെ ഡ്രാമാറ്റിക് ട്രഡീഷനിലേക്ക് തിരികെ പോയി. ഈ ഫിസിക്കലായിട്ടുള്ള എക്സ്പ്രഷൻ, അതായത് മൂവ്മെന്റ് ഓറിയന്റഡ് ലാസ്യാംഗങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഈ ദണ്ഡിന് അതുപോലെ ഭോജന്റെ അലങ്കാര ശാസ്ത്രത്തില് അവിടെയും നൃത്തം ഉപരൂപങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അതിലേക്ക് ഞാൻ വന്നിട്ടില്ല, അതായത് അത് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അത് ഒരുപാട് ഉപരൂപകങ്ങൾ ഉണ്ട്. അതിൽ പലതും റീജിയണൽ ആയിട്ടുള്ള പ്രാക്ടീസസിൽ ഉണ്ട് എന്ന് ഡോക്ടർ വി രാഘവൻ തുടങ്ങി വളരെ സ്കോളേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്യശാസ്ത്ര ലാസ്യാംഗങ്ങളിൽ ഒന്നിടുന്നത് ഗേയപദം, സ്ഥിതപത്യം, ആസീന, പുഷ്പഗന്ധിക, പ്രച്ഛേദിക, ത്രിമുദക, സൈന്ധവ, ദ്വിമുദക, ഉത്തമോത്തക, ഉക്തപ്രയുക്ത. അതിനകത്ത് ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഉള്ളതാണ്. അതിൽ പകർനാട്ടത്തിന്റെ ശീലുകളുണ്ട്. അതായത് സുന്ദരിയായ ഒരു സ്ത്രീ പുരുഷനെ പോലെ, കൃഷ്ണനെ പോലെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച് പുരുഷൻ സ്ത്രീയെ പോലെ അഭിനയിക്കുന്നു. ആസീനം, ഇരുന്നു കൊണ്ട് അഭിനയിക്കുന്നു. പുഷ്പഗന്ധിക, പലതരം കോൺഫ്ലിക്ട്സ് ഉള്ള, അതായത് നമ്മുടെ ഇപ്പൊ പദവർണ്ണം പോലെ ഉള്ള കുറെ കൂടെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ബിൽഡ് ചെയ്യാനുള്ളത്. ഉക്തപ്രയുക്ത, കോൺഫ്ലിക്റ്റ്, ഡയലോഗ്. എന്നാൽ ഗേയപദം അതുപോലെ ദേശീ ലാസ്യാംഗങ്ങളിൽ എപ്പോഴും പ്രതിപാദിക്കുന്ന ചാലി, ഇത് ഏകദേശം ഒരേ ലക്ഷണങ്ങളാണ്. അതായത് ഒരു അവതരണം ആദ്യം ആരംഭിക്കുന്നത്, നമ്മളിപ്പോ ഏതിപ്പോ ഭരതനാട്യമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും സദേൺ കലാരൂപങ്ങളെല്ലാം തന്നെ അത് നമ്മൾ നേരെ അഭിനയത്തിലൂടെ ആരംഭിക്കുകയല്ല. അതായത് ഇതൊരു അവതരണ കലയാണല്ലോ. അപ്പോ തീർച്ചയായിട്ടും ഒരു കലാരൂപത്തിന്റെ ഏറ്റവും ശൈലീകൃതമായ ശരീരത്തിന്റെ താളാത്മകമായിട്ടുള്ള ഒരു വിന്യാസമാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ലാസ്യാംഗങ്ങളിൽ ഇത് രണ്ട് ഗേയപദമാണെങ്കിലും ചാലിയാണെങ്കിലും അത് തന്നെയാണ്. അതായത് it is understood or described as movements of the entire body in attractive thala which can be understood as introductory movements. ദേശീ ലാസ്യാംഗങ്ങളെല്ലാം തന്നെ describes graceful movements of the body, mentioning the scope of beautiful turns and inflections, rechakas, given to each part of the body. ഞാൻ ഇവിടെ നമുക്ക് ഒരു ചൊൽക്കെട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം ചൊൽക്കെട്ടുകൾ ഇതിന് മ്യൂസിക് പറയുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത
പദങ്ങൾ, അതായത് സിലബിൾസ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ആവുന്ന ലാസ്യം, അതായത് ലാസ്യാംഗം. ഞാൻ ഒരു മോഹിനിയാട്ടക്കാരിയുടെ കണ്ണിലൂടെയാണ് ഇനി ഇത് മുഴുവൻ ഞാൻ അവതരിപ്പിച്ചു വരുന്നത്. ബാക്കി എല്ലാ നൃത്തരൂപങ്ങൾക്കും ഇതേ സ്കോപ്പ് ഉണ്ട്. എങ്കിലും എൻ്റെ ഒരു ഗവേഷണം ലാസ്യവും താണ്ഡവവും ആയതുകൊണ്ടും പിൽക്കാലത്ത് എൻ്റെ സൗഗന്ധികം കളരിയെ ഞാൻ വളരെ വിപുലപ്പെടുത്തിയത് എൻ്റെ അടിസ്ഥാനപരമായി ഈ ഈ പഠനമായതുകൊണ്ടും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ കളരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ എൻ്റെ ശിഷ്യരായിട്ടുള്ള വിദ്യാ പ്രദീപ്, അതുപോലെ അശ്വതി കൃഷ്ണ, തുടക്കം എന്നുള്ള ഒരു ഗേയപദം അഥവാ ശാലി, ചൊൽക്കെട്ട് എന്നുള്ള സമകാലിക രൂപത്തിൽ.
ഡ്രമാറ്റിക് ആർട്ട് എന്നുള്ള നിലയിൽ സ്ഥിതപഥ്യം, ആസീനം ഇവയെല്ലാം ഒരു കുറച്ചുകൂടെ അഭിനയത്തിന്റെ മുഖജ അഭിനയത്തിന്റെ ഒരു സാധ്യതകളെ കുറെ കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോ ലേറ്റർ ടെക്സ്റ്റിലും ഇതെല്ലാം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ആ അഭിനയ ഇതായിട്ട് നിലകൊള്ളുന്നു. പക്ഷെ ഇറ്റ് ട്രാൻസ്ഫോംഡ് ടു ദ ബോഡിലി എക്സ്പ്രഷൻ. എൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു ഫൈൻഡിങ്സ് ഒന്ന് ഞാൻ വളരെ കുറച്ചു മാത്രമേ ലെക്ചർ ഡെമോൺസ്ട്രേഷൻസിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. മോഹിനിയാട്ടത്തിന്റെ ശരീരം എക്സ്ക്ലൂസീവ്ലി ലാസ്യ എന്ന കോൺസെപ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ നമ്മൾ മോഹിനിയാട്ടത്തിന്റെ ഒരു സിനോണിം എന്ന നിലയിൽ അതൊരു ലാസ്യ ഫോം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങൾ ഏവരും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടക്കാലത്തെ ടെക്സ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന താണ്ഡവം എന്നുള്ളത് ശിവന്റെ അല്ലെങ്കിൽ തണ്ടുവിന്റെ നൃത്തമായും അല്ലെങ്കിൽ മാസ്കുലിൻ നൃത്തമായും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു നാച്ചുറൽ, it became a very natural evolution of the expressive body tradition of Bharat to have ഒരു explosion of variety in the body possibilities. ആ രീതിയിൽ എൻ്റെ ഈ റിസർച്ച് എൻ്റെ കളരിയുടെ ഭാഗമായുള്ള അടവുകളുടെ വിപുലീകരണത്തിൽ അഥവാ ശരീരത്തിന്റെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പേഷ്യൽ വിന്യാസത്തിൽ വളരെ കാതലായിട്ടുള്ള ഒരു ചേഞ്ച് എന്നിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ സുപ്രധാനമായി കാണുന്ന ചില പ്രത്യേകതകൾ, അതായത് എല്ലാ നൃത്തരൂപങ്ങളിലും ലാസ്യമുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് പറയുന്നത്. മോഹിനിയാട്ടത്തിന്റെ സവിശേഷമായ ബോഡിയിൽ ഈ ലാസ്യം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? മോഹിനിയാട്ടത്തിന്റെ ബോഡിയിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന 3 രേചകങ്ങൾ, അത് ഗ്രീവരേചകം, വക്ഷരേചകം, കടീരേചകം. ഈ ഇൻഫ്ലക്ഷൻസിന്റെ പ്രത്യേകമായ ഒരു വായു കൊടുക്കലിലൂടെയാണ് ഇത് സാധ്യമായി വരുന്നത്. ആ രീതിയിൽ സൗഗന്ധികത്തിൽ ഈ ഭാഗങ്ങൾക്ക് പ്രത്യേകം ഒരു എക്സസൈസസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ അത്
ഒരു ഇവിടെ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കളരിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഇപ്പോ നാട്യശാസ്ത്രത്തിന്റെ ടെക്സ്റ്റിൽ നിന്ന് തികച്ചും ഞാൻ ഒരു ദേശീ ഭേദങ്ങളായിട്ടുള്ള ടെക്സ്റ്റിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് പലപ്പോഴും നമ്മള് അവതരിപ്പിക്കുമ്പോ നാട്യശാസ്ത്രം വളരെ ബൃഹത്തായ ഒന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഇത് എനിക്കൊരു വളരെ സ്റ്റൈലായിട്ട് തോന്നി ഒരു കാലഘട്ടത്തിൽ. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതല്ലാതെ മറ്റ് ഇതിലേക്ക് അതിന്റെ ഒരു എക്സിസ്റ്റൻസ് അതല്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെയേറെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിഡീവൽ ടെക്സ്റ്റുകളിലാണ് കുറെ കൂടെ സാധ്യത എനിക്ക് കിട്ടിയത്. ആ നിലയിൽ ഇപ്പൊ നൃത്തഹസ്തങ്ങൾ, ഞാനിത് കലാമണ്ഡലത്തിലും പറഞ്ഞിരുന്നു. നൃത്തഹസ്തങ്ങൾ എന്താ? നൃത്തഹസ്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അഭിനയഹസ്തത്തിൽ നിന്ന് വിഭിന്നമായി ഒരു ശരീരത്തിന്റെ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഹാൻഡ്സ് ആണ്. നമുക്കത് ഭരതനാട്യത്തില് അതിന് കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. കുച്ചിപ്പുടിയിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കുച്ചിപ്പുടി തരം കാണിക്കുന്ന ഒരുപാട് നൃത്തഹസ്തങ്ങളുണ്ട്. ഇത് മോഹിനിയാട്ടത്തിലുമുണ്ട്. അപ്പൊ അങ്ങനെ നൃത്തഹസ്തങ്ങൾ ലാസ്യത്തിന് വളരെ ബേസ് ആയിട്ട് നിലകൊള്ളുന്ന ഹസ്തങ്ങളാണ്. ഇതിൽ നിന്നാണ് ശരീരത്തിന്റെ ഒരു ഊർജപ്രയോഗം പോകുന്നത്. അപ്പൊ ആ നിലയിലുള്ള നൃത്തഹസ്തങ്ങൾ 10 ദശനൃത്തഹസ്തങ്ങളെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് വയ്ക്കുകയും അതിവിടെ കുട്ടികൾ അവതരിപ്പിക്കുക. ഇവിടെ നിങ്ങള് ശ്ലോകം പറഞ്ഞു ചെയ്തോളൂ. പൂർവം പ്രാരംഭശ്ച കഥാഞ്ജലി ലോലിത ഊർധ്വസ്ഥിതോ പുനഃ നീതസ്ഥിത തദാ സാരി ഹസ്തസ്ഥ ത്രിവിലോകിത മോഹിനി ഹസ്ത ഇത്യേതേ ദശഹസ്ത പ്രയോഗതഃ. ഓക്കെ, ഇനി ചെസ്റ്റിന്റെ എക്സ്പ്രഷൻസ് ഒന്ന് കാണിക്കും. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നു? പറഞ്ഞു ചെയ്തോളൂ. സമം നിർവിഘ്നം പ്രകമ്പിതം ഉദ്വാഹിതം ഭ്രമണം. ആരനങ്ങരുത്. അത് എന്നൊക്കെ നമ്മൾ എടുക്കുന്ന ഇവിടെ വെച്ച് പഠിപ്പിക്കാൻ തോന്നും. തിരശ്ചീലം ലജ്ജ എന്നൊക്കെ കാണിക്കുമ്പോഴുള്ള ജപ്പുള്ളത്. ഓക്കെ, ഇത് ഈ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയുടെ സാധ്യത ആണ് എൻ്റെ ഒരു മെയിൻ ഏരിയ. അതിൽ നിന്നാണ് ഒരുപാട് മൂവ്മെന്റ്സിന് അതിന്റെ ഇൻഫ്ലക്ഷൻസ്, ആ ഇൻഫ്ലക്ഷൻസിന് ഒരു ബോഡി നൽകേണ്ടുന്ന, മോഹിനിയാട്ട ബോഡിക്ക് നൽകാവുന്ന സ്പേസ്, ഇതിലെല്ലാം സൗഗന്ധികം കളരി വന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന് ഏറ്റവും അവസാനം എന്താ പറയുക, ഞാൻ മറന്നുപോയി. ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഏതാനും ലാസ്യാംഗങ്ങൾ എൻ്റെ റിസർച്ചിന്റെ, അതിൻ്റെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒന്നാണ്. മോഹിനിയാട്ടത്തിന്റെ ശരീരവും മോഹിനിയാട്ടത്തിന്റെ സാധ്യതയും എല്ലാം പല
അനുഭവങ്ങളിലൂടെയും പല സാധ്യതകളിലൂടെയും പലതരം ആ, ആം, എന്നെ ഫാസിനേറ്റ് ചെയ്ത പല മൂവ്മെന്റ്സിലൂടെയും ഞാൻ കണ്ടെത്തി എത്തിച്ചേർന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു 10 ലാസ്യാംഗങ്ങളുണ്ട്. അത് ഇതിന്റെ അവസാനം ഞാൻ കാണിക്കാം. ഇപ്പോ നമ്മൾ ലാസ്യാംഗത്തിലേക്ക് പോകുന്നു. ആസീന സ്ഥിതപത്യ എന്നൊക്കെയുള്ള ഒരു ആ, പുഷ്പഗന്ധിക എന്നൊക്കെ പറയുന്ന പോലെ ഒരു അതിലൊരു ഡ്രമാറ്റിക് ആർട്ട് ഉണ്ട്. മോഹിനിയാട്ടത്തിൽ ഈ അഭിനയം എന്നുള്ളത് നാട്യത്തിന്റെ ഇതിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതാണ് ഇവിടെ ലാസ്യാംഗങ്ങളുടെ ഭാഗമായ അഭിനയമാണ്. നാട്യം എന്നുള്ളത് ഉണ്ട്, അത് അങ്ങനെയല്ല. പക്ഷെ ഈ ലാസ്യാംഗങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന അഭിനയത്തിന്റെ ഒരു ഇത് മോഹിനിയാട്ടത്തിൽ കാണുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലും അറിവിലുമാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ആ, അഭിനയ പദം വിദ്യ ഇവിടെ ചെയ്യും, ഒരു ശകലം പാർട്ട്. ആളിവേണി ചെയ്യും. അളിവേണി എന്തു ചെയ്യൂ അളിവ് എന്തു ചെയ്യൂ അളിവ് എന്തു ചെയ്യൂ നളിന മിഴി ശ്രീ പത്മനാഭൻ നളിന മിഴി ശ്രീ പത്മനാഭൻ നളിന മിഴി ശ്രീ പത്മനാഭൻ നളിന മിഴി ശ്രീ പത്മനാഭം ഇക നീലല്ലോ നളിന മിഴി
ശ്രീ പത്മനാഭം ഈനൽ ഓ തളീന ശ്രീ പത്മനാഭം നീനൽ ഓ അളിവേ ശ്രീ പത്മനാഭം അടിവേ എന്തു ചെയ്യും ഇന്ന് പ്രസന്റ് ചെയ്ത ഏറെക്കുറെ എല്ലാ ടോപ്പിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്പന്ദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നേരത്തെ സ്വപ്നസുന്ദരി മാഡം അവര് പറഞ്ഞ ആഗമശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ കേരള ട്രഡീഷണലിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ കലാരൂപങ്ങളെല്ലാം തന്നെ വളരെ ലിറ്ററേച്ചർ ഓറിയന്റഡ് ആണ്. ഇപ്പോ അത് മോഹിനിയാട്ടം ആയിക്കോട്ടെ, കൂടിയാട്ടം ആയിക്കോട്ടെ, മോഹിനിയാട്ടം ആയിക്കോട്ടെ, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചോദന മലയാളം എന്ന നമ്മുടെ ഭാഷയോടൊപ്പം നമ്മുടെ ടേസ്റ്റ് അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ കലാരൂപങ്ങളെല്ലാം തന്നെ. നമുക്ക് അനവധി സാഹിത്യത്തിൽ ഊന്നിയിട്ടുള്ള കലാരൂപങ്ങളുണ്ട്. അതിപ്പോ പാടകമാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലും എല്ലാം അത് തന്നെയാണ്. മോഹിനിയാട്ടത്തിലും ഇപ്പോ ഒരു പദത്തിന്റെ സമീപനം എന്നുള്ളത് മറ്റ് ഒരു ഭരതനാട്യത്തിലെ പോലെയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. അതിന് കുറെ കൂടെ കാൽപ്പനികമായ ശോഭയുണ്ട്. അഥവാ വാക്കുകൾ ഒരു ഒരു ക്ലാസിക് നായികക്ക് ജീവിക്കാൻ ഇടം നൽകുന്ന ഒരു ചുറ്റുപാടാണ് അതിന്റെ ഒരു അന്തരീക്ഷം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അപ്പോ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ എനിക്ക് ഞാൻ എൻ്റെ ലാസ്യാംഗങ്ങളുടെ കാര്യത്തിലേക്ക് പോവാം. മോഹിനിയാട്ടത്തിന്റെ അടവുകളുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ നൃത്തം എന്നുള്ളത് വളരെ മോഹിനിയാട്ടത്തിന്റെ ഒരു വിപുലമായ ഒരു എക്സ്പ്രഷനിലാണ് എൻ്റെ കളരിയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. അഭിനയം എന്നുള്ളത് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഈ റിസർച്ച് ഈ രീതിയിലായതുകൊണ്ട് തന്നെ അതിനെ സുഗന്ധ ടീച്ചർ അടവുകൾ ക്രോഡീകരിച്ച ശേഷം അത് കൃത്യമായ ഒരു ശാസ്ത്രീയ ബദ്ധമാക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് പല കൃത്യമായ നോമൻക്ലേച്ചർ യൂസ് ചെയ്ത് നിങ്ങളിപ്പോൾ നൃത്തഹസ്തങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ അടവിനെയും നാമകരണം ചെയ്യുകയും അതിലുള്ള ശാരീരിക ചലനത്തെ ആന്തോളിക എന്നുള്ള ഒരു ടേം അത് ഈ സംഗീത രത്നാകരത്തിലാണ് ആദ്യം വരുന്നത്. അപ്പോ മോഹിനിയാട്ടത്തിന്റെ ബെൻഡ് എന്ന് പറയുന്നത് അത് കേവലമായ ഒരു ബെൻഡ് അല്ല. അതിലെല്ലാം തന്നെ ഒരു ഓസിലേഷൻ, ഒരു വായുവിന്റെ പ്രസൻസ് ഉണ്ട്. അതിപ്പം അതൊരു ഒയ്യാരകമാണെങ്കിലും സമപാർശ്വാന്തോളികയാണെങ്കിലും സങ്കോച പ്രസാരിതമാണെങ്കിലും വക്ഷപ്രസാരിതമാണെങ്കിലും ഈ മൂവ്മെന്റിലെല്ലാം തന്നെ വായുവിന്റെ നിയന്ത്രിക്കൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോ
ആ രീതിയിലാണ് എൻ്റെ റിസർച്ചും കളരിയും നിലകൊള്ളുന്നത്. ഇവിടെ ലാസ്യാംഗങ്ങളെ ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കാം. ക്രാന്ത, ശ്രുവ, കോമളിക, താരഹാര, മസൃണത, മതിര, തരള, ലളിത എന്നിങ്ങനെ ഭാവസാന്ദ്രമായ നാമകരണങ്ങളാണ് ഇതിന് ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലാസ്യാംഗങ്ങൾ എൻ്റെ ഫൈൻഡിങ്സിലുള്ള മോഹിനിയാട്ട ലാസ്യാംഗങ്ങൾ അവതരിപ്പിക്കും. ക്രാന്ത അല്ലേ? ആ, ക്രാന്ത ചെയ്യും. തക്ക 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 ജണു തീം സ തീം ഈ ഈ ഈ ദീം ഈ ത സാം ദീം 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 ത സാം തക്ക തക്ക ധിമി താം. അതിൽ അശ്വാക്രാന്തമുണ്ട്, ദ്വൈതവൃത്തമുണ്ട്. നേരത്തെ ഇനി ഇതിന്റെ ഒരു സിങ്ക്രണൈസേഷൻ കൂടെ പറയട്ടെ. ലളിതമായ അംഗഹാരങ്ങൾ ലാസ്യാംഗത്തിന്റെ ഭാഗമാണ്. കുറച്ചാലും കൂട്ടിയാലും അതിൽ ലാസ്യാനുഭവം മാത്രമേ ഉള്ളൂ. അടുത്ത 2 3 4 തീം തക് തക് ധിന്ന താം ത സാം ദീ ത തക് ധിന്ന താം ത താം താം. വേറെ 2 3 4 ആ ബദ്ധ വരുന്നത് ബദ്ധ 2 3 4 ദീം ത തക് ധിന്ന താം താം ദീം തി തക് ധിന്ന താം ത താം. ഇത് വലുതാക്കി 3 4 ദീം ത തക് ധിന്ന താം ത താം ത സീ സീ തി തക് ധിന്ന താം ത സാം ത സേ. ഇനി ഏത് ശീലിച്ചിട്ടുണ്ട്? ആ 2 3 4 താം ത തക് ജണു തീ തീം സി തക് ജണു താം ത സി തക് ജണു തീം ദീ ദീ തി തക് ജണു താം താം തി തക് ജണു ദീ ദീ തി തക് ജണു താം. To conclude with, Lasya, as we learned in Natyasastra, as a dramatic art, later identified as a very graceful, erotic at times, and which stays as a major feature in all the regional dance forms. Thank you so much.
താങ്ക് യു ഡോക്ടർ നീന പ്രസാദ്. ഡോക്ടർ നീന പ്രസാദിനെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ അനിയൻ മംഗലശ്ശേരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ നീന പ്രസാദിനോട് എൻ്റെ ഏജൊക്കെ ആയി എങ്കിലും എന്നോടൊപ്പം എൻ്റെ ഒരു പഠന കാലം മുതൽ ഞാൻ മറ്റ് കലാരൂപങ്ങൾ അഭ്യസിക്കുന്ന മുതൽ എന്നോടൊപ്പമുള്ള എൻ്റെ ശിഷ്യയാണ് വിദ്യാ പ്രദീപ്. ഇന്ന് വളരെ അഭിമാനപൂർവ്വം എനിക്ക് മുന്നിൽ വയ്ക്കാവുന്ന കുറച്ചൊരു പിടി നല്ല ശിഷ്യരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സറണ്ടർ എന്നൊക്കെയുള്ളത് ഒരു വളരെ അപ്പോഴാണല്ലോ എനിക്കും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം തന്നെ കളരിയിൽ പഠിക്കുകയും അഥവാ അത് കണ്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അയാളുടെ ശരീരത്തിന്റെ തികവ് അഥവാ അത് ഓരോ കോർണറിലും അത് അനുഭവിക്കുന്ന ഒന്നെന്ന് വിചാരിക്കുന്നു. അപ്പം വിദ്യാപ്രദീപിനെ ഞാൻ ഒരു സൗഗന്ധികത്തിലെ ഓഫ്ലൈൻ സ്റ്റാഫും കൂടെയാണ് വിദ്യ. അതുപോലെ അശ്വതിയും ഒരു കുറച്ചെത്ര ഒരു 15 വർഷമായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ സൗഗന്ധികയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാഫുമാണ്. മാത്രമല്ല ഒരു നല്ല നർത്തകിയായി ഇതിനകത്ത് കൂടുതൽ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള നർത്തകരാണ്. ഒട്ടും വൈകിക്കാതെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടുത്തതൊരു പാനൽ ഡിസ്കഷൻ ആണ്. മോഹിനിയാട്ടം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ കലാരൂപങ്ങൾക്കും വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ കലാരൂപത്തിന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ആർട്ട് ഫോമിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളും ചേർക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വളരെയധികം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. നാട്യശാസ്ത്ര കേന്ദ്രീകൃതമായി തന്നെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ആർട്ട് ഫോമിന് പ്രകടനത്തിലും അതുപോലെ തന്നെ അതിന്റെ ഒരു കൊറിയോഗ്രഫിയിലും എല്ലാം വന്നിട്ടുള്ള ഈവൻ വിഷയങ്ങൾ പോലും നമ്മൾ എടുത്ത് പ്രയോഗിക്കുന്ന വിഷയങ്ങൾക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പെർഫോമേറ്റീവ് പ്രസൻസ് ആൻഡ് മെത്തഡോളജീസ് ഇൻ മോഹിനിയാട്ടം ആൻഡ് ദി നാട്യശാസ്ത്ര. അപ്പോൾ ഇത് മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ കഥകളിയിലും അതുപോലെ നാട്യശാസ്ത്രത്തിലും ഉള്ള അഗാധമായിട്ടുള്ള പാണ്ഡിത്യം തന്നെയാണ് ഈ ഒരു പാനൽ ഡിസ്കഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ സാർ ആകുന്നത്. ഒരുപാട് പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ ഈ നാട്യശാസ്ത്ര കേന്ദ്രീകൃതമായിട്ട് അത്രയധികം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഒരുപാട് പ്രൊഡക്ഷൻസിന്റെ പിന്നിൽ വർക്ക് ചെയ്യുകയും സാർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഈ പാനൽ ഡിസ്കഷനിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഡോക്ടർ ഗീത ശിവകുമാർ, ഡോക്ടർ അനിത മൂർത്തി ആൻഡ് ഡോക്ടർ ദിവ്യ നെടുങ്ങാടിയാണ് ഉള്ളത്. ഈ പാനൽ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ബ്രേക്ക് വെക്കുന്നില്ല സമയം പരിമിതി മൂലം. പക്ഷെ ചായ കാപ്പി ചെറിയ സ്നാക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് പോയി കഴിച്ചു വരാവുന്നതാണ്.
सेफ इन्वेस्टर्स के लिए, बोल्ड इन्वेस्टर्स के लिए, एंजल वन फॉर एवरीवन, 2.5 करोड़ इंडियंस की तरह आप भी शुरू कीजिए Angel One for everyone. Investments in securities market are subject to market risks. Read all the related documents carefully before investing. किस नाम की लड़की से होगी शादी? यानी सवाल वही जो अक्सर लोग मन में रखते हैं। सिंपल सी बात है, जब सवाल इम्पोर्टेंट हो तो गेस क्यों करें? बात करें एआई एस्ट्रोलॉजर से। सिर्फ डेट ऑफ बर्थ शेयर करो और ये एआई आपकी कुंडली को एनालाइज करता है और बताता है कि शादी का योग कब है। तो सोच क्या रहे हो? डेट ऑफ बर्थ डालकर एआई एस्ट्रोलॉजर से टेस्ट करके देखो। फ्री में चैट करो और खुद समझो। Shivakumar, Dr. Anita Murthy, and Dr. Divya Nedungadi. The topic is performative presence and methodologies in Mohiniyattam and the Natyasastra. Sí. നമസ്കാരം. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പാനൽ ഡിസ്കഷന് വിളിച്ചതിൽ വളരെ സന്തോഷം. എന്താ പറയേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല. പറഞ്ഞു വരുമ്പോൾ എന്താ വരണമെന്ന് വരും. കൂട്ടത്തിലുള്ള പാനലിസ്റ്റുകളുണ്ട്, അവരൊക്കെ പെർഫോമേഴ്സാണ്, ടീച്ചേഴ്സാണ്. ഞാനിതായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ശരീരശാസ്ത്രമാണ്. പിന്നെ അഭ്യസിച്ചു എന്ന് പറയാൻ കുറച്ച് കഥകളി അഭ്യസിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കലാമണ്ഡലം ഗോപിനാഥൻ, ഗോപിയാശാന്റെ ശിഷ്യൻ ആയിട്ടുള്ള ആള്, അദ്ദേഹമാണ് ഈ നാട്യശാസ്ത്രം പുസ്തകം എനിക്ക് തന്നത്. നാരായണ പിഷാരി മാസ്റ്റർ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്കുള്ള വിവർത്തനമാണ്. മലയാളവും സംസ്കൃതവും പഠിക്കാത്ത എനിക്ക് ഇത് കിട്ടിയിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 1975. പിന്നെ മനോമോഹൻ ഘോഷിന്റെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ നോക്കി, അതിന്റെ മലയാളം നോക്കി. മലയാളം കേട്ടാൽ മനസ്സിലാവും, വായിക്കാനും ഒരുവിധം അറിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ രണ്ട് പുസ്തകവും വെച്ചിട്ടാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നാട്യശാസ്ത്രത്തിന് യുനെസ്കോ അംഗീകാരം കിട്ടി. അത് ടാഞ്ചിബിൾ ഹെറിറ്റേജിൽ ഡോക്യുമെന്റേഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ അതിന് ഒരു പ്രചോദനം എന്ന നിലയിൽ ഉള്ള ഒരു അവതരണമാണ് വേണ്ടതെന്ന് എന്നോട് രമേശൻ നമ്പീശൻ പറയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്യശാസ്ത്രത്തിലെ പെർഫോമൻസ്, ശരീരശാസ്ത്രം, ഭൂമിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, സൈക്കോളജി, ഫിസിയോളജി എല്ലാം അതിനകത്തുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് അതാണ്. ആ ശാസ്ത്രം എന്തെന്ന് പഠിച്ചു വന്നപ്പോൾ ആദ്യത്തെ 1-2 വായനയിലൊന്നും ഒരു വസ്തു മനസ്സിലായില്ല. പിന്നീട് അത് ഓരോന്നെടുത്ത് വായിച്ചു നോക്കി. പഠിച്ചിട്ടുള്ള ആകപ്പാടെ കഥകളിയാണ്. പിന്നെ വെസ്റ്റേൺ തിയേറ്ററും മറാഠി തിയേറ്ററും ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് കൂടുതൽ പരിചയം, ബോംബെയിൽ പഠിച്ചു കാരണം. അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ചിന്തകള് പിന്നീട് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള എല്ലാ കലകളും കണ്ടെങ്കിൽ മാത്രമേ ഇത് എന്താണെന്നൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ആ കലാകാരന്മാരായിട്ട് സംസാരിക്കുകയും പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ശരീരം കൊണ്ട് ചെയ്തു നോക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്താണ് ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലായി കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശരീരമാണ്. BASTE, വേസ്റ്റ് എന്ന ഒരു പാശ്ചാത്യ സങ്കല്പത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ചുരുക്കെഴുത്താണത്. ബോഡി, ആക്ഷൻ, സ്പേസ്, ടൈം, എനർജി. ഇത്രയും ഉള്ളൂ രംഗകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുസ്തകങ്ങൾ എത്രയോ ഉണ്ടായിക്കോട്ടെ, ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് വിസ്തരിച്ച് എഴുതാം. ഇത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 4-ാം അധ്യായം താണ്ഡവ ലക്ഷണം, അത് കഴിഞ്ഞിട്ട് 6, 7, 8, 14 വരെ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫോമർക്ക് വേണ്ടത് എല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് ശരീരശാസ്ത്രാധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഓരോ ചലനങ്ങളെയും, അതായത് അംഗങ്ങൾ തമ്മിലുള്ള ചലനവും ശരീരത്തെ രംഗത്തിൽ എങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണം ഓരോരോ സംഗതി എന്നുള്ളത്, ഇതെല്ലാം ഈ 14-ാം അധ്യായം കഴിയുമ്പോഴത്തേക്കും കഴിയും. അവിടെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ദേശഭേദങ്ങളുണ്ട്, കാലഭേദങ്ങളുണ്ട് എന്നൊക്കെയുള്ളത്. ഭരതന്റെ പോലെ ഒരു തീസീസ് എന്ന് ഞാൻ പറയാൻ കാരണം 1-ാം അധ്യായം വായിച്ചാൽ അറിയാം. എല്ലാവരൊക്കെ PhD ചെയ്തിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒബ്സർവേഷൻ, collection of data, processing the data, identifying the problem, defining the problem, suggesting hypothesis, conducting experiment, cross consultation, deriving conclusion with open ends. ഇത്രയും സംഗതികൾ 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ കാണാം. അത് മാത്രം ഞാൻ പറയാം. രീതിശാസ്ത്രം എന്നൊരു വാക്കയിലുള്ളത് കാരണമാണ് ഞാൻ പറഞ്ഞത്. ത്രേതായുഗത്തില് മനുഷ്യര് അധർമ്മചാരികളാവാൻ കാരണം എന്തെന്ന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അധർമ്മചാരികളായി എന്നുള്ളത് നിരീക്ഷിക്കണമല്ലോ. ഒബ്സർവേഷൻ. അപ്പൊ അത് ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവേഴ്സ് അഷ്ടദിക്പാലകന്മാര് ഉണ്ടെങ്കിലും 4 പേരെയാണ് അതില് ശാസ്ത്രത്തിൽ തുടങ്ങുമ്പോൾ പറയുന്നുള്ളൂ. അപ്പൊ നിരീക്ഷണം എന്നുള്ള ഘട്ടം അവിടെ കഴിഞ്ഞു. പിന്നെ അവര് ഇതിന്റെ ഡാറ്റ കളക്ട് ചെയ്തു. ഇവർ അധർമ്മചാരികളാണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ വർണ്ണത്തിനും നിശ്ചയിച്ചിട്ടുള്ള ധർമ്മം ചെയ്യാൻ, അതനുസരിച്ചിട്ടുള്ള കർമ്മം ചെയ്യാൻ മനസ്സിലാക്കാതെ കണ്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് കിടന്നു എന്നുള്ളതിനുള്ള സംഗതികൾ സ്വീകരിച്ചു. അവര് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പൂജാവിധികൾ അറിഞ്ഞുകൂടാ, ദൈനംദിന ജീവിതത്തിലെ പല ചര്യകളെ കുറിച്ചിട്ടും അവർക്ക് അറിഞ്ഞുകൂടാ. തെറ്റാണോ ശരിയാണോ എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇതാണ് അതിന്റെ ഡാറ്റ. ഈ ഡാറ്റ പ്രോസസ് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം ചതുർവേദങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷി ത്രേതായുഗത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ കുറഞ്ഞു തുടങ്ങി. ബുദ്ധിപരമായിട്ടുള്ള വ്യായാമം ചെയ്യാനുള്ള ശേഷി മനുഷ്യന്റെ ആ പുരോഗമനം അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയാവുന്ന ഒരു പ്രോസസ്സിൽ, ആ ഒരു പ്രക്രിയയില് പതുക്കെ കുറഞ്ഞു വന്നു. അപ്പൊ അവിടെ ഒരു കാരണം കണ്ടെത്തി. അപ്പൊ പ്രോബ്ലം എന്താണ്? നിരീക്ഷണം കഴിഞ്ഞു, ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. പിന്നെ അവിടെയുള്ള പ്രോബ്ലം എന്താണ്? മനുഷ്യൻ അല്ലെങ്കിൽ ജംബുദ്വീപ നിവാസികൾ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഏഷ്യ മൈനറായിട്ട് വരുന്നത്, അവർ അധർമ്മചാരികളായിരുന്നു. ആ അധർമ്മചാരികളായി വന്നിട്ടുള്ളതിനൊരു കാരണം പറഞ്ഞോടെ ചതുർവേദങ്ങൾ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന്. അതിനെന്താണ് ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്ന ഒരു
ഇത് പ്രോബ്ലമാണ്. അവരെ എങ്ങനെയെങ്കിലും നല്ല വഴിക്ക് കൊണ്ടുവരണം. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിക്കുന്നതാണ് ഈ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പന എന്ന് പറയുന്നത്. അത് ചതുർവേദങ്ങളെ ദൃശ്യ ശ്രാവ്യ സാർവവർണികമാക്കി തീർത്താൽ ഇതിന് ഒരു പ്രതിവിധിയാവും എന്ന് ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു, ഒരു പരികൽപ്പന കൊണ്ടുവന്നു. അപ്പൊ അടുത്ത സ്റ്റേജാണത് രീതിശാസ്ത്രത്തില്. സയൻസിന്റെ ഗവേഷണത്തിലെ രീതിശാസ്ത്രത്തിലത്തെ അടുത്ത സ്റ്റെപ്പാണത്. പിന്നത്തെ സ്റ്റെപ്പാണ് ഇത് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളത്. ആ പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓതന്റിക് റെഫറൻസ് വേണം. എല്ലാവരും റെഫറൻസ് ആണ്. ആദ്യത്തെ ഭാഗം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നാണല്ലോ നമ്മൾ പറയുക അല്ലേ. അപ്പൊ ചതുർവേദങ്ങളെ വീണ്ടും ആലോചിച്ചെടുത്ത് ബ്രഹ്മദേവൻ തന്നെ അതിൽ നിന്ന് വേണ്ടതായിട്ടുള്ള അംശങ്ങൾ പാഠ്യം നാട്യം തഥാഗാനം ചിത്രം വാദിത്രമേവച വേദമന്ത്രാർത്ഥ വചന എന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തുടക്കത്തിലൂടെ പറയുന്നുണ്ട്. ജഗ്രാഹ പാഠ്യം ഋഗ്വേദ സാമഭ്യോ ഗീതമേവച യജുർവേദാത് അഭിനയാൻ രസാൻ അഥർവണാദപി. ഈ സംഗതികളെ അതിൽ നിന്നെടുത്ത് നാട്യശാസ്ത്രം തതശക്രേ സർവവേദാംഗ സംഭവൻ, അഞ്ചാമതൊരു വേദം ഉണ്ടാക്കി. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു മൊഡ്യൂളാണത്, ഒരു ഹൈപ്പോത്തസിന്റെ മൊഡ്യൂളാണ്. ഇതിനെ പരീക്ഷണ വിധേയമാക്കണം. അതിന് പരീക്ഷണം ചെയ്യാൻ അറിയണ ആളുകളെ വരുത്തണം. അങ്ങനെയാണ് ഭരതപുത്രന്മാരോടുകൂടി ഇദ്ദേഹത്തോട് ജോയിൻ ചെയ്തത്. അപ്പൊ ഒരു റിസർച്ച് ടീം റെഡിയായി. അപ്പോ ഇനി അവരൊരു മെത്തഡോളജി അതിൽ നിന്ന്, ഒരു രീതിശാസ്ത്രം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു. അതാണ് ത്രിവൃത്തി പ്രയോഗമായിട്ടുള്ള സാത്വിക വൃത്തി, മറ്റേ ഭാരതീയ വൃത്തി, ആരഭടി വൃത്തി. ശരീരം കൊണ്ടുള്ള പ്രയോഗം, മാനസികമായിട്ടുള്ള പുറത്തേക്കുള്ള പ്രകടനങ്ങള്, വാചികമായിട്ടുള്ള പ്രകടനങ്ങള്. ഈ 3 മെത്തേഡ്സ്, 3 രീതികള് കൊണ്ടുവന്നു. വീണ്ടും ഗൈഡായിട്ടുള്ള ബ്രഹ്മാവിനോട് കൺസൾട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഭംഗി വേണം. അപ്പൊ ആ കൺസൾട്ടേഷൻ ഗൈഡൻസ് അവിടെയാണ് വരുന്നത്. ഈ ത്രിവൃത്തി പ്രയോഗം പോരാ, 4മതൊരു വൃത്തി കൂടി ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൈശികി വൃത്തി ചേർത്തത്. ഒരുപക്ഷെ മോഹിനിയാട്ടക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണത് അല്ലേ. കൈശികി ലക്ഷണ നൈപത്യ ശൃംഗാര രസസംഭവ അശക്യ പുരുഷ സാധു പ്രയോഗിക്കും സ്ത്രീജനാദൃതേ. പുരുഷന്മാര് പ്രയോഗിച്ചാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തതും എന്നാൽ സ്ത്രീകളാൽ സാധ്യമാവുന്നതുമായ ശൃംഗാരത്തെ സ്ഫുരിപ്പിക്കുന്നതായിട്ടുള്ള രംഗവൃത്തികൾ കൂടി ഇതിന്റെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 24 അപ്സരസുകളെ സൃഷ്ടിക്കാൻ. ഈ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ റിസർച്ച് ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് ഉണ്ടാവുന്നതൊക്കെ ആവശ്യത്തിനനുസരിച്ചാ. അതുമാതിരി തന്നെയാണ് 24 അപ്സരസുകളെ സൃഷ്ടിച്ചെടുത്തു. പക്ഷെ ഈ 105 ഭരതപുത്രന്മാരുടെയും ചിലർ 101 എന്നും പറയുന്നുണ്ട്. 24 അപ്സരസുകളുടെയും പേരൊക്കെ നോക്കിയാൽ അറിയാം, ഇതെല്ലാം നാട്യത്തിൽ ഉപയോഗിക്കേണ്ട ചില സംഗതികളുടെ സൂചനകളാണ്, ചില ഫോർമുലകളാണ്. അതൊക്കെ ഒരു സയന്റിഫിക് ഗവേഷണത്തിന് തീർച്ചയായിട്ടും ആവശ്യമുള്ള സംഗതികളാണ് അങ്ങനത്തെ ഫോർമുലേഷൻസ്. അത് വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനം പിന്നീടും ക്രോസ് കൺസൾട്ട് ചെയ്തു ശിവപാർവതിമാരുടെ സന്നിധിയില്. അത് സെക്കൻഡറി ടെറിഷ്യറി സ്റ്റേജസ് ഓഫ് കൺസൾട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു കൂടിയാലോചന നടത്തി. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ കൂടെ കാരണങ്ങൾ ചേർക്കണം എന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാരണം ഞാൻ ഇത് ശാസ്ത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കൂട്ടിച്ചേർത്ത് തണ്ടുവിനാൽ പറഞ്ഞു കൊടുത്ത താണ്ഡവം. അതിന്റെ മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ ഡോക്ടർ നീന പ്രസാദ് പറയുകയുണ്ടായി. ഇതിന്റെ ഒരു എംപെറിക്കൽ ഫോം, തുടക്കത്തിലുള്ളൊരു ഫോം മാത്രമാണത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് നാട്യത്തെ ഇനി ഇത് പ്രയോഗിച്ചു നോക്കണം. ഇത് ശരിക്കും പ്രയോഗിച്ചെങ്കിൽ മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഏതൊരു റിസർച്ചും അതിന്റെ പ്രയോഗം നോക്കണം, എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവും. ഒരു 60% മുകളിലെങ്കിലും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് കൊണ്ട് അതൊരു കാര്യമില്ല. പക്ഷെ ഇത് നമ്മൾ ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസിനെ വിളിച്ചിട്ട് നാട്യം കാണിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാവരും പറയുന്നതല്ല അല്ലേ. ഇപ്പൊ ഇല്ലേ അരങ്ങേറ്റത്തിനൊക്കെ കണ്ടിട്ടില്ലേ, ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട് ചിലപ്പോ വന്നിട്ട് ഒന്ന് സംസാരിക്കണം, കുട്ടിയുടെ ഇതൊന്ന് അസസ് ചെയ്യണം. ആദ്യമായിട്ട് കുട്ടി 2 ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അസസ് ചെയ്യാനാ? അപ്പൊ നമ്മള് അത് ചെല്ലുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്കും സാധനമൊക്കെ ഉണ്ടാവും, പോകുമ്പോ ഊണൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ മോശമായി എന്ന് പറയാ? ചെയ്യണ്ട, കുട്ടിക്ക് നല്ല ഭാവിയുണ്ട് എന്നും പറഞ്ഞിട്ട് പോരും. ഇത് ഈ ഹോസ്പിറ്റലിലും മെഡിക്കൽ ഷോപ്പൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യാൻ ആളുകളെ വിളിക്കുന്ന മാതിരിയാ.
എൻ്റെ സ്റ്റുഡൻസ് ചിലവരുണ്ട് ക്ലിനിക്കൊക്കെ തുടങ്ങുമ്പോൾ സാറ് വന്നിട്ടൊന്ന് ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന്. താൻ പ്രോസ്പെറസ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത്രയും രോഗികൾ അപ്പുറത്തുണ്ടാവട്ടെ എന്നല്ലേ. അപ്പൊ രണ്ട് ദിക്കിലും തൊടാണ്ട് പറയും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ആരോഗ്യ പരിപാലനം ചെയ്യാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പറയും. അതുമാതിരിയാണ് ഈ റിസർച്ച് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എൻ്റെതായിട്ടുള്ള ഒരു വാലിഡിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരെ, എന്താണ് ശിവസങ്കല്പം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നടരാജൻ എന്ന് വിളിക്കണേ, അതിന്റെ ഫിസിക്സ് എന്താണെന്നൊക്കെയുള്ളത് അപ്പുറത്ത് മാറി നിൽക്കട്ടെ. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ഉണ്ട്. അവരുടെയും കൂടി അസസ്മെന്റ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ടെസ്റ്റ് ചെയ്തത് കോമൺ ഓഡിയൻസിലാണ്, അമ്പലപ്പറമ്പിന്റെ ഓഡിയൻസിലാണ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയും നന്നായി എന്ന് പറയും. മോശമായി എന്ന് എങ്ങനെയാലും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. തരകടൊന്നുമില്ല, പഠിപ്പിച്ചൊക്കെ നന്നായിട്ടുണ്ട്, പിന്നെ കുട്ടിയല്ലേ പഠിപ്പിച്ചത് മുഴുവൻ കിട്ടിയെന്ന് വരില്ല, കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ശരിയാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഊണും കഴിച്ചിട്ട് നമ്മൾ പോരും. പക്ഷെ ഇത് അതല്ല ചെയ്തത്. ത്രോ ഇറ്റ് ടു ദി ഓപ്പൺ ക്രൗഡ്. അങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഇന്ദ്രന്റെ ധ്വജോത്സവത്തിന് അസുരന്മാരും ദേവന്മാരും ഒക്കെ കൂടി സന്നിഹിതരായിരിക്കുന്ന ഒരു ക്രൗഡില് അവരെ അവതരിപ്പിച്ചപ്പോ അസുരന്മാര് തോൽക്കുന്നതും ദേവന്മാര് ജയിക്കുന്നതുമായിട്ടുള്ള ഒരു കഥ കാണിച്ചു. കല്ലേറ് എന്തൊക്കെ എറിഞ്ഞെന്ന് അറിയില്ല, ഇന്നത്തെക്കാട്ടിലും കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാവും. ചെരുപ്പായാലും കോഴിമുട്ടയായാലും പൊട്ടറ്റോ ആയാലും എന്തായാലും ധാരാളം സാധനങ്ങൾ എറിഞ്ഞ് അവിടെ ഉള്ളവരെയൊക്കെ ഉപദ്രവിച്ചു. ഇന്ദ്രൻ ചെന്ന് വടി കൊണ്ട് അടിച്ച് ഇവരെ അമർത്തി, അതുകൊണ്ട് ആ വടിക്ക് ജർജരം എന്ന് പേര് വന്നു എന്നൊക്കെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ആന്റി സെക്ഷൻ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയും ഇതിൽ. അതായത് ഒരു സാധനം ഇറക്കുന്ന സമയത്ത് കുറെ ഒബ്ജക്ഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പൊ അലോപ്പതിക്കാര് ഹോമിയോപ്പതിക്കാരെ ചീത്ത പറയും, അലോപ്പതി അല്ല സോറി മോഡേൺ മെഡിസിൻകാര് ഹോമിയോപ്പതിക്കാരെ ചീത്ത പറയും, ഇവര് ചീത്ത പറയും, ആയുർവേദക്കാരെ ഇവര് ചീത്ത പറയും, ഇതൊക്കെ ഉണ്ടാവെങ്കിലും സൂക്കേട് മാറാൻ എവിടെയാണോ പോയി കഴിഞ്ഞാൽ മാറുക, അവിടെ പോയിട്ട് ആളുകൾ സൂക്കേട് മാറ്റും അല്ലേ. അതുമാതിരി ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കലാണ്, ബഫ് ചെയ്യാണ് ചെയ്യണേ. അപ്പൊ രണ്ടാമത് ഇവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം, അതായത് കാര്യകാരണ ഡിസ്കഷൻ ചെയ്യണം. ഈ പാനൽ ഡിസ്കഷൻ മാതിരി. എന്താ അതിന്റെ അവസാനം ഉണ്ടാവുക എന്നറിയില്ലല്ലോ, നമ്മൾ തുടങ്ങേണ്ടല്ലോ. അതുമാതിരി ഒരു പാനൽ ഡിസ്കഷൻ വെച്ചപ്പോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിരൂപാക്ഷൻ എന്നുള്ള അസുര നേതാവിനെ വിളിച്ചിട്ട്, എപ്പോഴും നേതാക്കന്മാരായിട്ടാണല്ലോ ഈ സമവായ ചർച്ചകളൊക്കെ നടത്തേണ്ടത്. അതൊരു രാഷ്ട്രീയ പോളിസിയാണത്. അത് ചെയ്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ശ്ലോകം വിശ്രാന്തി ജനനം കാലേ നാട്യമേതത്വ വിശദി എന്നാണ്. ദുഃഖാർത്താനാം ശ്രമാർത്താനാം ശോകാർത്താനാം തപസ്വിനാം വിശ്രാന്തി കാലേ ജനനം നമ. ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയ വിശ്രാന്തിയേക്കാൾ കൂടുതൽ പരിഭ്രാന്തിയെ വരാറില്ല അല്ലെ. ന്യൂസ് വായിച്ചിട്ട് തന്നെ പരിഭ്രാന്തി വരും. അപ്പൊ ഞാൻ ഒരു 10-30 കൊല്ലമായിട്ട് പോവാറില്ല. ന്യൂസ് വായിക്കുമ്പോ തന്നെ പേടിയായി തുടങ്ങിയപ്പോ, പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, എങ്കിലും അതുണ്ട്. അതിനല്ല നാട്യം ഉണ്ടാക്കിയാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാധനത്തിനെ നാട്യം എന്ന് വിചാരിക്കാൻ ഇറ്റ്സ് എ സ്കിൽഫുൾ ഡെമോൺസ്ട്രേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. അതിലൊരു കലയില്ല. അത് മാത്രം ചെയ്ത് അടികൂടാൻ പോകുന്ന ആള് കലാകാരനല്ല, ഈസ് എ ക്രാഫ്റ്റ്സ്മാൻ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു രീതിശാസ്ത്രം വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നാട്യമാക്കി മാറ്റിയത്. ഇനി ആ നാട്യത്തിന്റെ ഡീറ്റെയിലിംഗ് ആണ് ചാപ്റ്റർ 2-3 മുതൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. അതിനൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് നാട്യഗ്രഹം ഉണ്ടാക്കി. അത് വിശ്വത്തിന്റെ കർമ്മത്തെ അറിയുന്ന ഒരാളെ കൊണ്ട് തന്നെയാണ്. കാരണം ലോകാനുകരണമിതം നാട്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോകത്തെ അനുകരിക്കലാണ് നാട്യം എന്നുണ്ടെങ്കിൽ ലോക സ്വഭാവമാണ് ഈ തിയേറ്ററിൽ നടക്കുന്നത്. അപ്പൊ ലോകത്തെ അറിയുന്ന, ലോകകർമ്മങ്ങളെ അറിയുന്ന ഒരാളെ കൊണ്ട് അത് കൃത്യമായിട്ട് ലേബൽ ചെയ്യിച്ച് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇതാണ് പ്രോഡക്റ്റ്. ഇതാണ് അതിന്റെ രീതിശാസ്ത്രം, നാട്യത്തിന്റെ രീതിശാസ്ത്രം. ഇനി ബാക്കിയുള്ള അധ്യായങ്ങളിലൊക്കെ വായിച്ചു നോക്കി അറിയാം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നുള്ളൂ, പിന്നെ ഇവർക്ക് കൈമാറുകയാണ്. ഇതില് ഈ അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ശരീരചലനങ്ങളൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ജോയിന്റ് ആണ് ഒരു മൂവ്മെന്റിന്റെ, അതായത് ഒരു സന്ധിയാണ് ഒരു ചലനത്തിന്റെ കേന്ദ്രം. 6 തരത്തിലുള്ള ചലനത്തിൽ കൂടുതലൊന്നും ഒരു സന്ധിയിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അനങ്ങില്ല, ഇവിടുത്തെ സന്ധികൾ പോലെ. അല്ലെങ്കിൽ മാക്സിമം അനങ്ങുന്നതാണെങ്കിൽ 6 തരത്തിലുള്ള ചലനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനെ 13ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 33ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം. അതെല്ലാം സബ് ഡിവിഷൻസ് മാത്രമേ ഉള്ളൂ. ഈ ചലനങ്ങളെ കൃത്യമായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളത് 11ാം അധ്യായം ശാരീവിധാനമാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യായാമം ചെയ്യുന്നതിന്റെ പ്രസക്തി, ശരീരം സൂക്ഷിക്കുന്നതിന്റെ പ്രസക്തി, ഭിത്തി മാതൃകയായി കൊണ്ട് വ്യായാമം ചെയ്യണം, അഭ്യംഗം ചെയ്യണം,
ആരെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കരുത്, ആരെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കാം, ഭക്ഷണ രീതി ഇത്യാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ഡാൻസ് തെറാപ്പി, ഡാൻസ് മെഡിസിൻ, മ്യൂസിക് തെറാപ്പി, കളർ തെറാപ്പി, എന്തും ഇപ്പൊ തെറാപ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് തെറാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ സ്ട്രക്ചർ, ഘടനയും ശരീരത്തിന്റെ പ്രവർത്തനത്തിനെയും അറിയണം. ഒരു മനുഷ്യന്റെ ശരീരവും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രകൃതി ഉണ്ടാക്കിയേക്കണേ അല്ലേ? പക്ഷെ നമ്മുടെ പ്രീഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു ഡെവലപ്മെന്റും ഉണ്ട്. നമുക്ക് ചിന്തിച്ചെടുത്ത് പല കാര്യങ്ങളും അനുകരണത്തിൽ കൂടെ കൊണ്ടുവന്ന് ഭംഗി നൽകിക്കൊണ്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു ശേഷി ഇവല്യൂഷനിൽ ഉണ്ടായി വന്നു. നമ്മൾ വേണ്ട മയില് നൃത്തം ചെയ്യുന്നുണ്ട്, തേനീച്ചയുടെ നൃത്തം ചെയ്യുന്നുണ്ട്. അവർ നൃത്തം ചെയ്യുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ പല സംഗതികളും നടക്കാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്യണേ. പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ ഏത് ചലനമാണോ നമുക്ക് വിധിക്കാത്തത് അത് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രത്യേകിച്ചും നൃത്ത ഭാഗങ്ങളിലല്ലേ. പക്ഷെ അത് എവല്യൂഷനിലെ മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മറ്റു സാധനങ്ങളെ ചലിപ്പിക്കുന്ന സാധനങ്ങളെ, ശബ്ദിക്കുന്ന സാധനങ്ങളെ അനുകരിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ചില സന്തോഷങ്ങളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയാണ് ഈ വിശ്രാന്തി ജനനം കാലേ ഉണ്ടാവുന്നത്. അപ്പൊ ആ ചലനങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ പറ്റിയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവർ ഓരോരുത്തരായിട്ട് പറയുന്നത് കേട്ടിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ആദ്യം ഡോക്ടർ ഗീത ശിവകുമാർ, ഗീതയാണ് സീനിയർ ആയിട്ടുള്ള ആളെന്ന് തോന്നുന്നു കണ്ടാൽ. അതെന്നാണ് അവർ പറയണത്. എല്ലാവർക്കും നമസ്കാരം. സാറ് ബോഡി മെക്കാനിക്സ് പറഞ്ഞതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മോഹിനിയാട്ടവും ഇപ്പൊ പറഞ്ഞ നാട്യശാസ്ത്രവും സംബന്ധിച്ച് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് പറയാമെന്ന് വിചാരിക്കുകയാണ്. 1993 മുതലുള്ള കേരള കലാമണ്ഡലം കളരിയിൽ നിന്ന് പഠിച്ച ഒരറിവും അതിനുശേഷം വിട്ടുപിരിഞ്ഞു പോകുന്നത് വരെ ലീലാമ്മ ടീച്ചറുടെ ശിക്ഷണവും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ ഈ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതില് എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്യശാസ്ത്രം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല മോഹിനിയാട്ടം. ഓരോ ശരീരത്തിലും ആത്മാവ് ഉള്ളതുപോലെ മോഹിനിയാട്ടത്തിൽ നാട്യശാസ്ത്രം ജീവിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇന്നിവിടെ കേട്ട എല്ലാ പ്രഭാഷണങ്ങൾക്കും ശേഷം തോന്നിയ ഒരു ക്ലോസ് ആണത്. കാരണം നമ്മുടെ സാറ് പറഞ്ഞതുപോലെ വ്യായാമം ചെയ്ത് ശരീരത്തെ ശരിയാക്കി കടഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് പെർഫോമൻസിലേക്ക് പോകേണ്ടത് എന്നതുകൊണ്ട് തന്നെ മോഹിനിയാട്ടം എന്ന ഒരു കലാരൂപത്തിന്റെ രൂപവും ഘടനയും ഉള്ളടക്കവും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അതിലേക്ക് അതിൻ്റെ അവതരണ സമ്പ്രദായത്തിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ ദുഃഖമേറിയ കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ചില നിലകളും ചലനങ്ങളും ചുഴുപ്പുകളും ചാരികളും ഉലച്ചിലുകളും ഇതെല്ലാം അടങ്ങുന്ന ഒരു ശരീരഭാഷയാണ്. ഒരു കൈമുദ്ര വെറുതെ പിടിക്കുകയാണെങ്കിൽ തന്നെ ശരീരം മൊത്തം ഉപയോഗിക്കാതെ ആ മുദ്രയ്ക്ക് ഒരു പ്രത്യേക അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. ഇല്ല എന്ന് തന്നെ പറയാം. ഒരു സൈൻ മാത്രമേ അത് ആവുകയുള്ളൂ. ഉദാഹരണത്തിന് മുദ്രാഖ്യം മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്നത് ഒരു സൈൻ മാത്രമാണ്. ഇത് എന്തിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് ശാസ്ത്രഗ്രന്ഥത്തിൽ നിന്ന്, ഹസ്തലക്ഷണ ദീപികയിൽ ഉള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ പ്രയോഗം വരുമ്പോൾ, പതാകമുദ്രയുടെ പ്രയോഗം വരുമ്പോൾ ശരീരത്തെ ഏതൊക്കെ തലത്തിൽ വിന്യസിച്ചാലാണ് തല മുതൽ കാലിന്റെ അടിവരെയുള്ള ഭാഗത്തെ എവിടെയൊക്കെ ശക്തി കൊടുത്ത് എവിടെയൊക്കെ നിലനിന്നുകൊണ്ട് കണ്ണിനെ എങ്ങനെയൊക്കെ വ്യാപരിപ്പിച്ച് താരാകർമ്മത്തെ എങ്ങനെ വിന്യസിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മോഹിനിയാട്ടത്തിൽ നാം ആചാര്യന്മാരെല്ലാം, എല്ലാ സീനിയർ ആയിട്ടുള്ള നർത്തകിമാരെല്ലാവരും ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് തന്നെ ആകണം ഇവിടുന്ന് അങ്ങോട്ടുമുള്ള ഒരു രീതി എന്ന് തന്നെയാണ്, ഒരു മെത്തഡോളജി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നാട്യശാസ്ത്രവും അനുശാസിക്കുന്നത്. നാട്യശാസ്ത്രത്തിലെ മെത്തഡോളജി സാർ ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി പറഞ്ഞ പോലെ തന്നെ
ശരീരത്തിന്റെ ഓരോ അംഗത്തെയും എങ്ങനെ ചലിപ്പിക്കണം എന്ന് പറയുകയും പിന്നീട് അത് കർമ്മഭേദങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് സാമാന്യ അഭിനയം, ചിത്രാഭിനയം മുതലായ അധ്യായങ്ങളിൽ ഇതിനെയൊക്കെ ഏതൊക്കെ തരത്തിലേക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോഗിക്കണം ഓരോ ഭാവത്തിനും അനുസരിച്ച് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം അതിൽ പറയുന്ന ഭേദങ്ങളെല്ലാം ശിരോഭേദമാവട്ടെ, ഗ്രീവഭേദമാകട്ടെ, ഇതെല്ലാം തന്നെ അതിന്റെ ക്രിയയ്ക്കനുസരിച്ചാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ആകമ്പിതം എന്ന് പറയുന്ന ഒരു ശിരോഭേദം, ആ എന്ന് പറയുന്ന അക്ഷരത്തിനു തന്നെ ഒരു അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ കമ്പിതമാക്കുക, കമ്പനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് എവിടെ പ്രയോഗിക്കണം എന്നും ചില ഉദാഹരണങ്ങളിലൂടെ ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭേദങ്ങളെല്ലാം അതിന്റെ ക്രിയകൾക്ക് അനുസരിച്ചുള്ള നാമകരണമായതുകൊണ്ടും എങ്ങനെ പ്രയോഗിക്കണമെന്ന് അതിന്റെ അർത്ഥത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും അതിലുള്ള ആവശ്യമായ സംഗതികളെ നമുക്ക് തീർച്ചയായും മോഹിനിയാട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഇനിയും ധാരാളം സ്വീകരിക്കുവാനുമാകും. വ്യഭിചാരി ഭാവങ്ങൾ എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് രസഭാവ നിരൂപണത്തിൽ വരുന്ന ഒരു വാക്കാണ്. ഭാവത്തിന് മാത്രമല്ല വ്യഭിചാരിത്വം ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, അരമണ്ഡലം എന്ന് നാം സാധാരണ പറയുന്ന ഒരു പോസ്ചർ, അത് വെറും ഒരു സ്റ്റാറ്റിക് പോസ്ചറായി മാറ്റി നിർത്താതെ അതിലേക്ക് എങ്ങനെയാണ് നാം എത്തിച്ചേർന്നത് എന്നുള്ള ഒരു അന്വേഷണം നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നല്ലാതെ ലഭിക്കില്ല. മാർഗം എന്ന് പറയുന്ന നേരത്തെയൊക്കെ മാർഗി, ദേശി ചർച്ചകൾ നാം കേട്ടതാണ്. നമ്മുടെ എല്ലാം നട്ടെല്ല് പോലെ തന്നെ, നമ്മുടെ എല്ലാം സ്കെൽട്ടൺ പോലെ തന്നെ ഒരു ബുക്ക് നോളേജ് നമുക്ക് നാട്യശാസ്ത്രം തരികയും ഇതെല്ലാം പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ളതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവയെ ഏത് തരത്തിൽ ഏത് കലാരൂപത്തിലേക്ക് വിന്യസിപ്പിക്കണം എന്നുള്ളത് നാം എല്ലാവരും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട, ഓരോ നർത്തകിയും പ്രയോക്താവും ആചാര്യ മതപ്രകാരം ഇന്റർപ്രറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യഭിചാരിത്വം എന്ന് പറയുന്നത് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുമ്പോഴും ആ ചലനത്തെ എങ്ങനെ നയിക്കാം എന്നുള്ളതും ശരീരത്തിന്റെ ഏതു ഭാഗത്തെ കൊണ്ടാണ് അത് നയിപ്പിക്കുന്നത്, ആ ചലനം നടക്കുന്നത് എന്നുള്ളതും അന്വേഷിക്കുവാൻ ഈ നാട്യശാസ്ത്രം ഒരുപാട് സഹായിക്കും എന്നുള്ളത്. കാരണം അതിന്റെ മെത്തഡോളജി കിടക്കുന്നത് അതാണ്. അതിൽ നിന്ന് പിൽക്കാലത്തുണ്ടായ ടെക്സ്റ്റുകളിലെല്ലാം തന്നെ ഈ പറയുന്ന നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മൂവ്മെന്റ്സിനേക്കാൾ കൂടുതലായി അവർ അതില് കൂടുതലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ദേശീയ എലിമെന്റ്സ് കൂടി കലർന്നത് കൊണ്ടും കൂടി ആയിരിക്കാം. മാത്രമല്ല, നാട്യശാസ്ത്രം ലോക വൃത്താനുകരണമാണെന്നും ലോക നന്മയ്ക്ക് വേണ്ടിയാണെന്നും ഇപ്പൊ സാറ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മോഹിനിയാട്ട കലാകാരിക്കോ കൂടിയാട്ട കലാകാരിക്കോ അല്ലെങ്കിൽ മറ്റാർക്കുമോ ഏതെങ്കിലും ഒരു കലാകാരനോ കലാകാരിക്കോ മാത്രമായിട്ടുള്ളതല്ല നാട്യശാസ്ത്ര ഗ്രന്ഥം. തീർച്ചയായും എല്ലാ അധ്യാപകരിലും ഉള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി സജസ്റ്റ് ചെയ്യുന്നതും ജീവിതക്രമം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതും ഓരോ അവസ്ഥയിലും മനുഷ്യന്റെ ഭാവം എന്താണെന്നും ആ ഭാവത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുക എന്നുള്ളതും ലോകം നടപ്പനുസരിച്ച് വ്യക്തമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ധാരാളം ഘടകങ്ങൾ മോഹിനിയാട്ടവുമായി ചേർക്കാവുന്നതാണ്. മോഹിനിയാട്ടത്തിലൂടെ നാട്യശാസ്ത്രം ജീവിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതും ഗീത ചേച്ചി പറഞ്ഞതും 100% യോജിക്കുന്നു, അതിനോട് തന്നെ യോജിക്കുന്നു. നാട്യശാസ്ത്രത്തിൽ നിന്ന് ഒരു മോഹിനിയാട്ടത്തിന്റെ പാഠ്യപദ്ധതി രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ തീസിസിന്റെ ഒരു ടൈറ്റിൽ. അതായത് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് കണക്റ്റഡ് ടു നാട്യശാസ്ത്ര എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം പെടുത്താൻ പറ്റിയ ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലായിരുന്നു. അപ്പൊ ഞാൻ അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ
ചില കാര്യങ്ങൾ, അതായത് നാട്യശാസ്ത്രത്തിൽ ഇത്രയും 3000-ഓളം വർഷം പഴക്കമുള്ള ഈ ഗ്രന്ഥം ഒരുപാട് ഫാസിനേറ്റ് ചെയ്തു എന്നെ. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്രയോഗിക്കുന്ന ആ പ്രയോഗ രീതികളെല്ലാം അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരുകൾ അടക്കം കൊടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മോഹിനിയാട്ടത്തിൽ, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കണ്ണ് അങ്ങോട്ടേക്ക് പോകൂ, അല്ലെങ്കിൽ ദേഹം കുനിഞ്ഞു വരട്ടെ, ചരിഞ്ഞിരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ആണ് ഞാനൊക്കെ നമ്മൾ കൂടുതലും പഠിപ്പിച്ച് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കൂടുതൽ ടെക്നിക്കൽ വേർഡ്സ് ആവശ്യമാണ്. എങ്ങനെ പഠിപ്പിക്കാം, ഈ ഒരു ആർട്ട് ഫോം എങ്ങനെ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ടെക്നിക്കൽ ടേംസ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു തീസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് കിട്ടുന്നത്. അപ്പൊ ഞാനതിൽ നോക്കുമ്പോൾ ഒരുപാട് എനിക്കൊരു ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഒന്നാമത്തേത്, ഞാൻ അതിനെ 2 രീതിയിലാണ് കാണുന്നത്. ഒന്ന് നൃത്തത്തിൻ്റെതായിട്ടുള്ള രീതിയിലും മറ്റൊന്ന് അഭിനയത്തിന്റെ രീതിയിലും. ഇപ്പൊ നൃത്തത്തിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഹസ്തപാദ സമായോഗവും നൃത്തസ്യ കരണം ഭവേത്. നമ്മൾ നോക്കിയാൽ കാണാം, നാട്യശാസ്ത്രത്തിൽ നൃത്തം അല്ലെങ്കിൽ നൃത്തത്തിനെ വിവരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, നൃത്ത രീതികളെ, ചലനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. അത് താണ്ഡവ ലക്ഷണമാണ്. അതിൽ ഭരതൻ വ്യക്തമായിട്ട് കരണങ്ങളെ അടവുകളുടെ രീതിയിൽ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഇപ്പോ കണ്ഠഭേദം എങ്ങനെയാവണം, അല്ലെങ്കിൽ ശരീരം എങ്ങനെ ഇരിക്കണം, ഹസ്തം എങ്ങനെയായിരിക്കണം ആ ഒരു കരണത്തിൽ വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു നർത്തകിയുടെ ലെവലിൽ നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതിനെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പക്ഷേ ഭരതൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ നർത്തകിക്കും എങ്ങനെ അനുയോജ്യമായിട്ട് തോന്നുന്നു ആ രീതിയിൽ, ആ ശൈലിയിൽ, മോഹിനിയാട്ടമാകട്ടെ ഭരതനാട്യമാകട്ടെ, ആ ശൈലിയിൽ നമ്മൾക്ക് അതിനെ രൂപപ്പെടുത്താൻ പാകത്തിനാണ് നാട്യശാസ്ത്രത്തിൽ ഭരതൻ ഓരോ കരണങ്ങളെയും വിവരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ കരണം തന്നെയാണ്, കരണം നൃത്തമാണ്. അങ്ങനെയാണ് ഭരതന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നൃത്തത്തിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തീസിസിൽ കൂടുതലായിട്ടും അത് പാഠ്യപദ്ധതി ഓട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഒരു 25 കരണം അതിൽ നാട്യശാസ്ത്ര അനുസൃതമായി മോഹിനിയാട്ടത്തിലേക്ക് പ്രാക്ടിക്കലി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ വായ്ത്താരികളുടെ ഒരു പ്രയോഗം വരുന്നുണ്ട്. നമ്മൾക്ക് മോഹിനിയാട്ടത്തിന് അടവുകളെല്ലാം വായ്ത്താരികളിലൂടെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനൊരു ആധികാരികത, എവിടുന്ന് വായ്ത്താരികൾ വന്നു, അല്ലെങ്കിൽ വായ്ത്താരികൾ ഉറപ്പായിട്ട് നമ്മളുടെ ഗുരുക്കന്മാരുണ്ടാക്കിയതാണ്. അതിനൊരു ആധികാരികത എന്ന് പറയുമ്പോൾ നാട്യശാസ്ത്രത്തിൽ പറയുന്നത്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദം പറയുന്നുണ്ട്, വാക്കരണം എന്ന് പറയുന്നുണ്ട്. വാക്കരണം എന്ന് പറഞ്ഞാൽ ഈ വായ്ത്താരികളെ നമ്മൾ അതിന്റെ ശബ്ദത്തിനെ പറയുന്നതാണ് വാക്കരണം. അതാണ് ഭരതന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ വാക്കരണങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മദ്ദളം വായ്ത്താരികളോടായിരുന്നു, മോഹിനിയാട്ടത്തിന് ചേരുന്ന രീതിയിൽ. അപ്പൊ ഞാൻ ഈ കരണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മദ്ദളത്തിന്റെ വായ്ത്താരികളോട് ചേർന്ന് നിൽക്കുന്ന വായ്ത്താരികളാണ് കരണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. കാരണം നമ്മൾ എപ്പോഴും അടവ് പറയുമ്പോൾ നമുക്കൊരു വായ്ത്താരി അതിനു വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പൊ അതിനൊരു ആധികാരികത ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മദ്ദളം, എനിക്ക് എൻ്റെ സുഹൃത്തായ ഹരിഹരൻ, ചെർപ്പളശ്ശേരി കലാമണ്ഡലം ഹരിഹരന്റെ സഹായത്തോടു കൂടി ഞാൻ അതിന് വായ്ത്താരികൾ ഉണ്ടാക്കിയെടുക്കുകയും ആ വായ്ത്താരികളോട് കൂടി ഈ കരണങ്ങളെ പ്രയോഗത്തിലേക്ക് എടുക്കുകയുമാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറച്ച് അടവുകൾ എനിക്ക് രൂപപ്പെടുത്താൻ സാധിച്ചു നാട്യശാസ്ത്രത്തിൽ നിന്നും, ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്. അതാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഞാൻ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കാര്യമായിരുന്നു അത്. രണ്ടാമത് പറയുകയാണെങ്കിൽ അഭിനയത്തെ കുറിച്ച് പറഞ്ഞാൽ, നാട്യശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് അല്ല, അത് ഭാവം ഉൾക്കൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മള് ടീച്ചർ പറയുന്നത് അനുകരിച്ച് നമ്മൾ ആ ഒരു ഭാവത്തെ അനുകരിച്ചാണ് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുക. പക്ഷെ നാട്യശാസ്ത്ര പ്രകാരം അന്ന് തന്നെ ഭരതൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അനുഭവിക്കണം, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ അനുഭവം ഉൾക്കൊള്ളണം മനസ്സിൽ, അതിനുശേഷം നമ്മൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു ഭാവത്തിന്റെ
ഒരു ഡീറ്റെയിലിംഗ് ഭരതൻ പറയുന്നതും എന്നെ ഒരുപാട് ഫാസിനേറ്റ് ചെയ്തു. അന്ന് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അത്രയും വ്യക്തമായി വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. കൂടുതൽ ഈ പറഞ്ഞ ചർച്ചകളിൽ വരുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. തോന്നുന്നു ദിവ്യക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്ന ഓരോ സെഷൻസും കേട്ടിരുന്നു. ഇവിടെ എത്തിയ അപ്പൊ തന്നെ ഞാൻ രമേശ് ചേട്ടനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇതില് പെടും എന്നുള്ളത്. കാരണം എന്റെ സഹപ്രവർത്തകയായ ഡോക്ടർ അനിത ചേച്ചി ആയാലും ഗീത ടീച്ചർ ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും ഓരോ ദിവസവും നാട്യശാസ്ത്രത്തെ വായിക്കുക, ഒരുപാട് അതിനകത്ത് നാട്യശാസ്ത്രത്തെ പഠിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. ഞാൻ ഒരു നാട്യശാസ്ത്രം വായിക്കാൻ ശ്രമിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാഷ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2005 വിൻചേച്ചി ഇവിടെയുണ്ട്, മേഴ്സി കോളേജിൽ വെച്ചാണ് ഞാൻ നാട്യശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഒരു സെഷൻ കേൾക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ മാഷ് എടുത്തതായിരുന്നു. അപ്പൊ ആ നോട്ട്സ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇപ്പോഴും അതിൽ സ്ട്രൈക്കിംഗ് ആയ ഒരു സെന്റൻസ് ഉണ്ട്. മാഷ് തുടങ്ങിയത് വാട്ട് ഇസ് സയൻസ് എന്നായിരുന്നു. സയൻസ് ഇസ് എ ലോജിക്കൽ അറേ ഓഫ് ഫാക്ട്സ് എന്നാണ് എൻ്റെ ഓർമ്മ മാഷ് പറഞ്ഞത്. അപ്പോ കൃത്യമായി ആ നോട്ടുകൾ ഇന്നും ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ സയന്റിഫിക്കലി നാട്യശാസ്ത്രത്തെ എങ്ങനെ നമുക്ക് നോക്കി കാണാം എന്ന് ചില വായനകൾ നടത്തിയതല്ലാതെ മോഹിനിയാട്ടവുമായി ബന്ധപ്പെടുത്തി നാട്യശാസ്ത്രത്തെ വായിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലൊരു ഗവേഷണം ഞാൻ നടത്തിയിട്ടില്ല എന്ന് ആദ്യമേ പറയുകയാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ട്. പിന്നെ ഇന്നത്തെ ടോപ്പിക്കില് പെർഫോമേറ്റീവ് പ്രസൻസ് എന്നൊരു വാക്ക് കണ്ടു. ഞാൻ അത് വായിച്ച ഉടനെ എനിക്ക് കണക്ട് ആയത് റിച്ചാർഡ് ഷെഗ്നറെ ആയിരുന്നു. വിനുജിയൊക്കെ ഇവിടെ ഉണ്ട്, തെറ്റ് പറ്റിയെങ്കിൽ ക്ഷമിക്കണം. അപ്പോ അതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി ഇപ്പൊ മാഷ് പറഞ്ഞതും അനിത ചേച്ചി പറഞ്ഞതായാലും ഗീത ടീച്ചർ പറഞ്ഞതായാലും പെർഫോമേറ്റീവ് പ്രസൻസ് എന്ന് പറയുന്നത് ശരീരം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ശരീരം എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോ ശരീരഘടനയുമായി ബന്ധപ്പെട്ട് മാഷ് നാട്യശാസ്ത്രത്തെ ബന്ധിപ്പിച്ച് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം AI-യുടെ ഒരു വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എത്രത്തോളം പ്രധാനപ്പെട്ടത്, അതാണ് നമ്മൾ ഈ ഇനി വരുന്ന 3 ദിവസം ആ ഗ്രന്ഥത്തെ യുനെസ്കോ അംഗീകരിക്കുകയും അതിനകത്തെ വിഷയങ്ങളെ പല ഡയമെൻഷനിൽ നോക്കി കാണുകയൊക്കെ ചെയ്യുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ രാവിലെ മുതൽ പല സെഷൻസും കേട്ടപ്പോ മോഹിനിയാട്ടമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ തോന്നിയത്, ഞാൻ മനസ്സിലാക്കുന്നത് മോഹിനിയാട്ടം ഒരിക്കലും നാട്യശാസ്ത്രത്തിന്റെ ഒരു അനുബന്ധം എന്ന നിലയിലല്ല, മറിച്ച് നാട്യശാസ്ത്രത്തിന്റെ പെർഫോമേറ്റീവ് പ്രസൻസിൽ നിരന്തരമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ സ്വഭാവമുള്ള ഒരു കലാരൂപമായി ആണ് നിലകൊള്ളേണ്ടത് എന്നുള്ളതാണ് ഇത്രയും സെഷൻസ് കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് വീണ്ടും നാട്യശാസ്ത്രവും ശരീരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പനിത ചേച്ചിയും പറഞ്ഞു കരണങ്ങളെ കുറിച്ച്, ഹസ്തപാദ സമായോഗോ നൃത്തസ്യ കരണം ഭവേത് എന്നുള്ളത്. രാവിലെ രഘുരാമൻ സർ ഇതിനകത്തുള്ള ഒരു കോൺട്രഡിക്ടറി വിഷയങ്ങൾ പറയുന്നത് കണ്ടു. പല ഡയമെൻഷനിൽ നിന്നുകൊണ്ടുള്ള നാട്യശാസ്ത്ര ചർച്ചകൾ ഇന്ന് നിലവിലുണ്ട്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മാഷ് കൃത്യമായി ഒരു സയന്റിഫിക് ആംഗിളിൽ നിന്നുകൊണ്ടാണ് നാട്യശാസ്ത്രത്തെ പഠിക്കുന്നത്. അതേസമയം വിട്ടുപിരിഞ്ഞ ആർ നാഗസ്വാമി സർ, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് നാട്യശാസ്ത്രത്തെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ സ്കോളറായിട്ടുള്ള ഭരത് ഗുപ്ത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എല്ലാവരുടെയും അഭിവന്ധ്യ ഗുരുവായ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. എനിക്ക് ഓർമ്മയുണ്ട്, ചെന്നൈയിലൊരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാട്യശാസ്ത്ര ശില്പശാലയില് പത്മ സുബ്രഹ്മണ്യത്തെ വിശേഷിപ്പിച്ചത് നാട്യശാസ്ത്ര ഇംപെർസോണിഫൈഡ് എന്നായിരുന്നു. അങ്ങനെ പല സ്കോളേഴ്സ് നാട്യശാസ്ത്രത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ശരീരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നാട്യശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ട്രെയിൻ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ഒരു പെഡഗോജി എങ്ങനെയാണ് നാട്യശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് അത് മാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് വളരെ സയന്റിഫിക് ആയിട്ടാണ്. ഇപ്പോ താണ്ഡവലക്ഷണം വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഹസ്തപാദ സമായോഗോ നൃത്യസ്യ കരണം ഭവേത്, അത് കഴിഞ്ഞ് നമ്മൾ കരണങ്ങളെ വായിക്കുമ്പോൾ
ഒരു മിസ്മാച്ച് ആണ്. രഘുരാമൻ സാർ ഇത് വളരെ ഭംഗിയായിട്ട് അതിന്റെ ഒരു കോൺട്രഡിക്ഷനെ പറ്റി പറഞ്ഞു. പക്ഷേ ആ ഒരു ആദ്യത്തെ തലപുഷ്പപുടം എന്ന് പറയുന്ന ഒരു കരണം മനസ്സിലാക്കണമെങ്കിൽ കരണം എന്ന് പറയുന്നത് നൃത്തഹസ്തത്തിന്റെയും സ്ഥാനകങ്ങളുടെയും മണ്ഡലങ്ങളുടെയും സംയോജനത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്ന് നമ്മൾ പിന്നീട് നാട്യശാസ്ത്രത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള പെഡഗോജിക്കൽ അപ്രോച്ചസ് എനിക്ക് തോന്നുന്നു പല ഭാഗത്തായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ കുറിച്ച് ചെറിയ ഒരു രീതിയിൽ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. ഞാനും ഡോക്ടർ അനിത ചേച്ചി ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റഡി എന്ന് പറയുന്നത് നാട്യശാസ്ത്രത്തിന്റെ ഒരു ഡാറ്റ സെറ്റ് രൂപപ്പെടുത്താനാണ്. അത് നാളെ നമുക്ക് ഇപ്പൊ കാരണം ബാംഗ്ലൂരിലുള്ള നിംഹാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെയാണ് സ്റ്റഡീസ് നടക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഭരതൻ ഈ നാഡീബന്ധങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാഷ് പറഞ്ഞു ഒരു സയൻസ് ഒരു പ്രോഡക്റ്റ് ഔട്ട്കം വന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ തള്ളിക്കളയും. അങ്ങനെയാണ് സയന്റിഫിക്കലി അതിനെ പഠിക്കുന്നത്. അപ്പോൾ നാട്യശാസ്ത്ര സംബന്ധമായിട്ട് ഞാൻ ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നത് അത്തരം പഠനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലപ്പുറം മോഹിനിയാട്ടവുമായി കണക്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. വളരെ പരിമിതമാണ് എൻ്റെ അറിവ് എന്നുള്ളത് പറയുന്നു. തുടർന്ന് ഈ ഒരു ഡയമെൻഷനിൽ എന്തെങ്കിലും ചർച്ച വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. മോഹിനിയാട്ടത്തിന് മാത്രമല്ല എല്ലാ ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ആർട്ട് ഫോംസിലും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇന്ന് മനുഷ്യന് ഉപകാരപ്രദമാകുന്ന എന്തൊക്കെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയാണ്. അത് തന്നെയാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ. വിശ്രാന്തി വരണം എന്നുണ്ടെങ്കിൽ ശരീരവും അതിനുള്ളിൽ നമ്മൾ പറയുന്ന മനസ്സ് എവിടെയാണെന്നറിയില്ല, മനസ്സ് അതും പക്വമായിട്ടുള്ള ഒരു സ്ഥിര അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഞാനത് ഇനി തുല്യം അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. സാധാരണ മനുഷ്യന്റെ സമാധാനം അതിലേക്ക് എത്തിച്ചേരണം. ഇതിന് ശരീര ചലനങ്ങള് ഉപയോഗിക്കാൻ സാധിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മറ്റേ നിൻഹാംസിലല്ലേ നിൻഹാംസിൽ ചെയ്യുന്ന ചില എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ ഇതിന് ഒരുപാട് പരിമിതി ഉണ്ട്. കാരണം നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഉപയോഗിക്കാവുന്ന ഒരു CT സ്കാനാണ്. പക്ഷെ CT സ്കാൻ തല അനങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളോട് വിഷ്വലൈസ് ചെയ്യാൻ പറയണം. ഇപ്പൊ നിങ്ങളൊരു ഐറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ കടന്നുകൊണ്ട് ആ ഐറ്റം ചെയ്യാം. കാലുകൊണ്ട് താളം പിടിക്കാം, വിരലിന്റെ അറ്റം കൊണ്ടും മുദ്ര കാണിക്കുകയൊക്കെ ചെയ്യാം. അത്രയും ചെയ്താൽ പോലും നിങ്ങൾ ആ ഫുൾ ഐറ്റം ചെയ്യുന്നതിന്റെ എല്ലാ രേഖകളും, ഇതാണ് ഞാൻ രേഖ എന്ന് പറഞ്ഞ കേട്ടോ, എല്ലാ രേഖകളും ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഉണരും. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തിന് മാത്രമല്ല, ആ ഭാഗം കണക്ട് ചെയ്തിട്ടുള്ള മറ്റു ഭാഗങ്ങൾക്കും ഇതുകൊണ്ട് വേണ്ടതായിട്ടുള്ള ഉപകാരം കിട്ടും. ഇപ്പൊ ഡാന ഫൗണ്ടേഷൻ അമേരിക്കയിലെ 11 കൊല്ലത്തെ റിസർച്ചില് ഒരു കൺസോർഷ്യം സ്റ്റഡി ഇറക്കിയിട്ടുണ്ട്, ലേണിംഗ് ആർട്സ് ആൻഡ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴൊന്നും അല്ലാണ്ട് 2000 അത് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പേ വരെ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 2000 വരെയൊക്കെ ഞാൻ ഈ ശരീരത്തിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് ഇങ്ങനത്തെ സെമിനാറുകളിൽ പറയുമ്പോൾ ഇതെല്ലാം റിയാക്ഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ മുച്ചൂട്ടും ചീത്ത പറയും. ഒന്നുമില്ലെങ്കിൽ നേരിട്ട് പറയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരോടും പറയും. അങ്ങോട്ട് ഈ കണ്ണി കണ്ട ശരീരശാസ്ത്രമൊക്കെ പഠിച്ചു വന്നിട്ട് ഇപ്പൊ അത് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കൂട്ടാൻ നിൽക്കണം ശരിയല്ല, വളയണം ശരിയല്ല എന്നൊക്കെ പറയാൻ നോക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഭരതനാട്യം ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട് ചെന്നൈയില്, ശങ്കർരാമൻ. അദ്ദേഹം ഇത് അറിയാൻ വേണ്ടിയിട്ട് ഭരതനാട്യം പഠിച്ചെടുത്തു, ഇതിന്റെ അടവുകളും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് പറഞ്ഞു ഈ ജാതി കളിച്ചു കഴിഞ്ഞാൽ ആളുടെ ജോയിന്റ്സ് ഒക്കെ പോകുന്നു. ഡോക്ടർ പറഞ്ഞത് നന്നായി. ഇപ്പൊ അടി എനിക്ക് നേരിട്ട് കൊള്ളില്ല, മനസ്സിലല്ലേ. ശരീരമാധ്യം കലു ധർമ്മ സാധനം എന്ന് കാളിദാസൻ പറഞ്ഞിട്ടുള്ള ഈ നാട്ടില് ശരീരത്തെ നിരാകരിച്ചുകൊണ്ട് എന്ത് നാട്യം ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്? ഒരിക്കലും നടക്കില്ല, ശരിയല്ല ചെയ്യുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ 10-40 വയസ്സ് വരെയൊക്കെ ചിലപ്പോ മോഹിനിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പിടിച്ചൊക്കെ എണീക്കാൻ തുടങ്ങുമ്പോ ഈ മണ്ഡല ഭേദങ്ങളും മറ്റു ഭേദങ്ങളും ഒന്നും ചിലപ്പോ വിചാരിച്ച മാതിരി വന്നു എന്ന് വരില്ല.
അപ്പൊ അതിന് തുടക്കത്തിൽ തന്നെ പരിക്ക് കുറച്ചുകൊണ്ട് ചെയ്തു വരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്, ഭരതൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തെ പോലും അനാവശ്യമായിട്ട് ആയാസം കൊടുക്കരുത്. അത് ആഹാരത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. രസകരമായിട്ടുള്ള സാധനം, വീട്ടിൽ ധാരാളം പൈസ ഉണ്ട്, ഗോൾഡ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് മുഴുവൻ എടുത്ത് അണിഞ്ഞ് കളിക്കരുത്. വെയിറ്റ് കുറയ്ക്കണം. ഘനമുള്ള സാധനങ്ങളാണെന്ന് തോന്നാൻ തകിടുകളെ കൊണ്ടുള്ള, തകിട് എന്നൊക്കെ ഇപ്പൊ പറയാൻ പേടിക്കണം, എങ്കിലും ഞാൻ പറയാണ്, അത്രേ ഉള്ളൂ. പോളകളെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം അതിന് വലിപ്പം തോന്നിക്കാൻ. ശരീരം ക്ലേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെർഫോമൻസ് ശരിയാവില്ല. ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആയിട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞത്. എന്നെ കഥാപാത്രമായിട്ട് മാറണം എന്നുള്ളൊരു പൊതു നാടക ലോകത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കഥാപാത്രമായിട്ട് മാറി, അല്ലെങ്കിൽ അയാൾ കഥാപാത്രമായിട്ട് മാറി. അങ്ങനെ മാറരുത്. ഞാനൊരു പെർഫോമർ ആണെങ്കിൽ ഞാൻ തന്നെ ആയിട്ട് നിൽക്കണം. ഞാൻ ഒരു കൃത്യമായിട്ട് പരിശീലനം സിദ്ധിച്ച ശരീരമുള്ള ഒരു ടെക്നീഷ്യനാണ്, ഒരു പ്രയോക്താവാണ്. എന്റെ ഓർമ്മയും എന്റെ ശ്രദ്ധയും ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തെ ഏത് ശൈലിയിൽ ഏത് നാട്യമാണോ ചെയ്യുന്നത് അവിടെ അത് പെർഫോമൻസ് ആയിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കഥാപാത്രമായിട്ട് മാറിയേ പറ്റില്ലല്ലോ. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കണം ഒരു നടൻ. യഥാ ജന്തു തഥാ ജീവൻ പരിത്യജന്യദൈഹികം പരഭാവം പ്രകൃതേദേഹിം ദേഹാന്തരമുപാശ്രിത. ഒരു ജീവന്റെ പോലെയാണ് ഒരു പെർഫോമർ നിൽക്കേണ്ടത്. ആ ഒരു ശരീരം വെടിഞ്ഞ് വേറൊരു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ ധർമ്മമാണ് ചെയ്യുന്നത്. ജീവന് സ്വന്തമായിട്ട് ഭാവങ്ങളൊന്നും, ഇത് ഫിലോസഫി അല്ലാട്ടോ, വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ട് അറിയുന്ന. ജീവൻ എന്ന് പറയുന്ന സാധനത്തിന് കൃത്യമായിട്ട് ഒരു വികാരമൊന്നുമില്ല. ആ വികാരം പ്രകടിപ്പിക്കുന്നത് ചലനങ്ങളിൽ കൂടെയാണ്. ഇവിടെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ഭാവം ഉള്ളിൽ വന്നിട്ട് പിന്നെയാണോ ചലനം ഉണ്ടാവുന്നത്, അതോ ചലനം കൊണ്ടാണോ ഭാവം ഉണ്ടാക്കുന്നതെന്ന്. അഭിനയിക്കുന്ന സമയത്ത്, റിയൽ ലൈഫിലല്ല, അഭിനയിക്കുന്ന സമയത്ത് ചലനത്തെ കൊണ്ടാണ് ഭാവം ഉണ്ടാക്കുന്നത്. റിയൽ ലൈഫിൽ രണ്ടു തരത്തിലും വരാം. അതൊക്കെ അതിന്റെ ന്യൂറൽ സയൻസും കാര്യങ്ങളും അതിന്റെ ഹോർമോൺസിനെ കുറിച്ചും ന്യൂറോ സെക്രീഷനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നതിന്റെ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിന്റെ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ തരാം. ഇത്രയും ആഴത്തിലേക്ക് പോയി തുടങ്ങി പഠനം. അതുകൊണ്ട് തന്നെ എന്ത് രംഗത്ത് ആവിഷ്കരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് ഏത് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ചതുർ പ്രവൃത്തികളെ കുറിച്ചിട്ട് ഭരതൻ 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാഞ്ചാല മാധ്യമ അവന്തി ദക്ഷിണാത്യ ഔട്ടർമാഗ്നി തുടങ്ങിയത്. അപ്പൊ അതിന് സോണൽ വേരിയേഷൻസ് ഉണ്ട്. ഇവിടെ കാണിക്കുന്ന വേറൊരു ഏരിയയിൽ ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്ക് അതിലായിരിക്കില്ല ഒരു ഉത്തേജനം, പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഈ തരത്തില് ചിന്തിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ്സിനെ ഉണ്ടാക്കുന്നതില് ആണ് നർത്തകർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം. നാട്യശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിനെ മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റും ആ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഫിസിക്സ് കുറെ പഠിക്കുക, കുറച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആൾക്ക് മാത്തമാറ്റിക്സ് തന്നെ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ ബേസിക് ബയോളജി പഠിച്ചു. ഈ ബയോളജി പഠിക്കണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി ഇല്ലാതെ കൊണ്ട് നടക്കില്ല. എഴുതാൻ ഭാഷ വേണം. അപ്പൊ ഇതെല്ലാം ഇന്റർഡിസിപ്ലിനറി ആയിട്ട് പോകണം. അപ്പൊ ശൈലി ഭേദങ്ങള്, ആ ഭേദങ്ങള്, ഈ ഭേദങ്ങൾ എന്നും പറഞ്ഞിട്ട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പൊതുവെ ഒരു ഉദാഹരണം പറയാം. അപ്പൊ മുദ്രയുടെ കാര്യം പറഞ്ഞപ്പോ ഗീത പറയേണ്ടായി, പതാക മുദ്ര കാണിക്കുമ്പോൾ ഇവിടെ അതൊരു സജഷൻ മാത്രമാണെന്നുള്ളത് അല്ലേ. ഇതിന്റെ വിനിയോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ വിനിയോഗം എങ്ങനെ വേണം, ഏതാണ് ഈ മുദ്രയുടെ ട്രാക്ക്, അത് കഥകളിയിലോ കൂടിയാട്ടത്തിലോ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലോ, എന്താണ് ആ മുദ്രയുടെ ട്രാക്ക്. കൈ ഇങ്ങനെ എടുത്ത് രാജാവ് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ ആന എന്ന് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഇവിടെ കൊടുത്തിട്ട് പിന്നെ അത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ ആടണം. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു തരണം. ഈ രേഖ എന്ന് പറയുന്നത് ഏത് വഴിക്കാണ് ഈ കൈ പോകേണ്ടത്? ഇപ്പൊ ഒരു പൂവ് എന്നിങ്ങനെ കാണിച്ചു അല്ലേ. ഇത് എവിടെ പറഞ്ഞേക്കണേ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടണമെന്ന്? വൃത്താനുകരണം, നാട്യം. ലോകത്തിൽ നമ്മൾ പൂവൊന്നും ഇങ്ങനെ കാണിക്കുമല്ലോ, ഇങ്ങനെയല്ലേ കാണിക്കുക അല്ലേ. ഉപവീതിക ഇതുള്ളതിന്റെ ഒരു അനുകരണം എന്നുള്ള അനുകരണമാണത്. ആ അനുകരണം ഇങ്ങനെ കാണിച്ചാൽ പോരെ എന്നാ? ഇങ്ങനെ തന്നെ കാണിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല അല്ലേ.
ഇതിനാണ് ശരീരത്തിന്റെ രേഖകളെ കുറിച്ച് പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജോയിന്റിനെ ബേസ് ചെയ്തിട്ട് 6 മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ആ 6 മൂവ്മെന്റില് ഏറ്റവും സേഫ് ആയിട്ട് കാണിക്കാവുന്ന, എസ്തെറ്റിക്സ് കോംപ്രമൈസ് ചെയ്യാതെ കാണിക്കാവുന്ന വഴി ഏതാണ് എന്ന് പഴയ ആചാര്യന്മാര് പലതും കാണിച്ചു തന്നതിൽ 95% കറക്റ്റാ. അതിൽ വരേണ്ട ശ്വാസക്രിയകള് കാര്യങ്ങള് ഒക്കെ വളരെ കറക്റ്റാണ്. അതിൽ എന്തുണ്ടാവുന്നു ഓരോ ഓർഗനിൽ എന്നുള്ളതൊക്കെ. ഇപ്പൊ പിന്നെ ബ്രെയിനിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ട്. കാരണം ബ്രെയിനിനേക്കാൾ 40 മില്യൺ ന്യൂറോൺസ് ഹാർട്ടിലുണ്ട്. അതിന്റെ ഇരട്ടിന്റെ വയറിനകത്ത്, ഇല്ലല്ലേ? ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആയുർവേദക്കാർ പറഞ്ഞ ആദ്യം തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ക് ക്ലിയർ ആക്കും എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യുന്നുള്ളൂ ട്രീറ്റ്മെന്റ്. അതുമാതിരി തന്നെയാണ് ഈ പഠിക്കുന്ന സാധനങ്ങളൊക്കെ. ആദ്യം ശരീരം മനസ്സിലാക്കൂ, അവനവന്റെ ശരീരത്തിൽ എന്താ സംഭവിക്കണേ എന്നുള്ളത് മനസ്സിലാക്കൂ. അത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാവണം തെറ്റായിട്ടുള്ള മൂവ്മെന്റ് വരുമ്പോൾ എന്ത് ഫീലാണ് ഉണ്ടാവുക, ശരിയായിട്ടുള്ള മൂവ്മെന്റ് എന്താണ് ഉണ്ടാവുക. ചിലത് പാസിങ് ടസൽസ് ഉണ്ടാവും, അത് സാരമില്ല, പക്ഷെ അത് വാച്ച് ചെയ്യാൻ അറിയുന്ന ഒരു ടീച്ചർ ആവണം. അപ്പൊ ഈ പെഡഗോജി എന്ന് വാക്ക് ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുള്ളത്, പ്ലീസ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി. അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള മാതിരി പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ചലനങ്ങൾ വരാതിരിക്കാനും അതുകൊണ്ട് ശരീരത്തിന് തകരാറ് വരാതെ നോക്കാനുമുള്ള അത്രയെങ്കിലും പഠിപ്പിച്ചിട്ട്, ഇത് പഠിപ്പിക്കാൻ യാതൊരു വിഷമവുമില്ല. ഇത് സയൻസ് അറിഞ്ഞില്ലെങ്കിലും പഠിപ്പിക്കാൻ പറ്റും. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഗീത, പിന്നെ സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള എന്റെ ബോധ്യം ഞാൻ വന്നപ്പോൾ കണ്ടു. ഇവരെല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം ബേസിക് ഹ്യൂമൻ ബോഡി ഒന്നും പഠിച്ചിട്ടുള്ള ആളുകളല്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് ഇന്ന ചലനത്തിന്റെ കൂടെയാണെന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഗീതയ്ക്ക് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ ഒരു സാറിന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് അടുത്ത കാലത്ത് അനിത പറഞ്ഞതുപോലെ കരണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി. അതിന്റെ ഒരു പ്രബന്ധം പുസ്തക രൂപേണ പ്രകാശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ കരണങ്ങളുടെ പഠനത്തിന്റെ സമയത്ത് ഈ ഹസ്തപാദ സമായോഗം എന്ന് പറയുന്ന അത് എങ്ങനെയെങ്കിലും പ്രയോഗിക്കലല്ല എന്നും, നൃത്തം എന്ന വാക്ക് ഭരതൻ പ്രയോഗിച്ചിട്ടുണ്ട്, നാട്യം എന്ന സമഗ്രമായ പദ്ധതിയിൽ നൃത്തത്തെ പ്രതിപാദിക്കുന്നുണ്ട്, നൃത്യം എന്ന വാക്ക് പ്രയോഗിച്ച് കാണുവാനുമില്ല. പക്ഷെ ഈ കരണങ്ങൾ പറയുമ്പോ അത് നൃത്തസ്യ കരണം ഭവേത് എന്ന് പറഞ്ഞിട്ട് ഓരോ കരണവും പ്രയോഗിക്കേണ്ടത് ഏത് സന്ദർഭത്തിലാണ്, ഏത് വ്യഭിചാരി ഭാവത്തിനാണ് ഈ കരണം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് വർത്തിത കരണം ചെയ്യുമ്പോൾ കരണം അസൂയ പ്രകടിപ്പിക്കുവാനുള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഭാവം പ്രകടിപ്പിക്കുവാനുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വെറും നൃത്തമായി കണക്കാക്കാൻ, നൃത്തത്തിന്റെ പാർട്ട് മാത്രമല്ല ഈ കരണമെന്നും അത് തിരിച്ച് ഇങ്ങോട്ട് നൃത്യം എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നും ആനുഷംഗികമായി മാത്രം പറഞ്ഞു പോയി എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ സാർ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ രേഖാചലനം എന്ന് പറയുന്ന കരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. 4-ാം അധ്യായം താണ്ഡവലക്ഷണത്തില് അവിടെ അതിനുശേഷമാണ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പറ്റിയുള്ള അഭിനയം പറഞ്ഞു തുടങ്ങിയിരിക്കണം. അപ്പൊ അതിൽ ചാരികൾ പറയുന്നു, ഇന്ന ചാരി ഉപയോഗിക്കണം, ഇന്ന പാദം ഉപയോഗിക്കണം, എന്നിട്ട് ഈ കരണം പ്രയോഗിക്കുന്നു എന്ന് പറയുകയും ഇത്ര കരണങ്ങൾ കൂടി ചേർന്നാൽ അംഗഹാരങ്ങളായി, ഇന്ന അംഗഹാരമാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ കരണം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള ഓരോ കരണത്തിന്റെയും ഡെഫിനിഷൻസ് എടുത്തു നോക്കുമ്പോൾ നാട്യശാസ്ത്രകാരൻ നൽകുന്ന സൂചനകൾ അഭിനവ ഭാരതിയിൽ കുറച്ചുകൂടി വിശദമായി പറയുകയും അതിനുശേഷം വന്ന സംഗീത രത്നാകരത്തിൽ അഭിനവ ഭാരതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അതിനെ കുറച്ചുകൂടി ചില സ്ഥലങ്ങളിലൊക്കെ അതിനോട് യോജിച്ചും ചില സ്ഥലങ്ങളിലൊക്കെ ചില മുദ്രകളിലോ അല്ലെങ്കിൽ ചാരികൾ പ്രയോഗിക്കുന്നതിലോ ഉള്ള വ്യത്യാസവുമായി പറയുന്നുമുണ്ട്. അപ്പൊ ഈ 3 ഭാഗങ്ങൾ ടെക്സ്റ്റുകളും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം കരണം എന്നുള്ളത് ഒരു സ്റ്റിൽ പോസ് അല്ല, അത് ഒരു മൂവ്മെന്റ് ആണ്. അത് ശരീരത്തിന്റെ ഈ പറയുന്നത് പോലെ ഏത് ദിക്കിലേക്ക്, സ്റ്റേജിന്റെ ഒരു സ്പേസ് യൂസേജ് അടക്കം, ഉദാഹരണത്തിന് ദിക് സ്വസ്തികം എന്ന് പറയുന്ന കരണം ദിക്കുകളിലേക്ക് 4 ദിക്കുകളിലേക്കും സ്വസ്തികമായി കൈകാലുകൾ പ്രയോഗിക്കുവാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ദിക്കുകളിലേക്കുള്ള പോക്കും ആ സ്വസ്തികം എന്ന പാദഭേദവുമാണ്.
അതുകൊണ്ട് അതിനെ ദിക്സ്വസ്തികം എന്ന കരണമായി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഈ ദിക്സ്വസ്തികം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, മോഹിനിയാട്ടത്തിന്റെ ആദ്യകാല വർണ്ണങ്ങളിലെല്ലാം ഇത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തോടി വർണ്ണം, ശങ്കരാഭരണം വർണ്ണം ഒക്കെ ആ ശരീരം എങ്ങനെ വിന്യസിക്കണം എന്നുള്ള 4 കോർണറുകളിലേക്കും ഈ അടവുകൾ ചെയ്യുന്ന രീതി അതിലെല്ലാം കാലസ്വസ്തികത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ഈ കരണം ഉപയോഗിക്കുന്നില്ല എന്ന് കരണങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഷ നമുക്ക് അറിയില്ല, മോഹിനിയാട്ടം ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. എന്താ തീർച്ചയായിട്ടും കാലങ്ങൾ ഇപ്പുറത്തേക്ക് ഈ നാട്യശാസ്ത്രത്തിന്റെ ഭാഷ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതുമായി നമ്മൾ യോജിച്ച് വെച്ച് പഠിക്കുന്നത് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത കാലത്തും ഇതിനെ അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. കേരള കലാമണ്ഡലത്തിൽ ചിട്ട ചെയ്തിരിക്കുന്നത് അത് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയണത്. ആ 2 വർണ്ണത്തിലും കൃത്യമായി അത് പാലിക്കുന്നുണ്ട്. ഇവൻ അത് കഴിഞ്ഞിട്ടുള്ള വർണ്ണങ്ങളിലും ഉണ്ട്. അത് സിമ്മട്രി കൃത്യമായി പറയുന്നു. എന്തിനാണ് സിമ്മട്രി പറയുന്നത്? എന്നാൽ അസിമെട്രിക്കൽ മൂവ്മെന്റ്സിനെ ഭരതൻ നിരാകരിക്കുന്നില്ല. ഒരു കരണം ചെയ്ത് ഉടനെ ഇടത്ത് ഭാഗം കൊണ്ട് മറ്റു കരണം ചെയ്യണം, ഉടനെ വലതു ഭാഗം കൊണ്ട് മറ്റു കരണം ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ അസിമെട്രിക്കൽ മൂവ്മെന്റ് ആണ് അംഗഹാരത്തിൽ പലപ്പോഴും പറയുന്നത്. പക്ഷേ 2 or 3 കരണങ്ങളുടെ കൂട്ടം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഈ കരണം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. ആദ്യം പറഞ്ഞ കരണം തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ രേഖകൾ കൃത്യമായി പറയുന്ന ഒരു പാഠം നമുക്കുണ്ട്. താണ്ഡവ ലക്ഷണം തന്നെയാണ് അത്. വെറുതെ ഹിപ്പ് മൂവ്മെന്റ്സ് മാത്രല്ല, അത് ഡെക്കറേറ്റീവ് ആയിട്ട് ഏത് ഭാഗം നാം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മോഹിനിയാട്ടത്തിൽ ഹിപ്പ് മൂവ്മെന്റ് ഡെക്കറേറ്റീവ് അല്ല, ഹിപ്പ് മൂവ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പാർശ്വം കൊണ്ട് നിരന്തരമായി ശരീരത്തിന്റെ പാർശ്വം കൊണ്ടും വക്ഷസ് മുതൽ ഈ ടോർസോ മൂവ്മെന്റ്സ് കൂടുതൽ ഉള്ളത് കൊണ്ട്, അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് ചുഴുപ്പുകളും ശരീരത്തിന്റെ ഉലച്ചിലുകളും സാധ്യമാകുന്നത് കാലിന്റെ ബലം പിടിച്ചിട്ടുള്ള ആ നിപ്പ് കൊണ്ടാണ്. കാൽ ഉറപ്പിച്ച ആ റൂട്ട്, ഒരു മരത്തിന്റെ റൂട്ട് എങ്ങനെയാണോ ബലം അതിൽ മണ്ണിൽ കൃത്യമായി ആഴ്ന്നിറങ്ങി അതിന് ഫ്രൂട്ട്സ് ഉണ്ടാവാനുള്ള വെള്ളവും മിനറൽസും എല്ലാം മണ്ണിൽ നിന്ന് വലിക്കുന്നത് എന്നതുപോലെ പാദത്തിൽ നിന്ന് തുടങ്ങി അതിനെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ശരീരത്തിന്റെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, അതാണ് അത് തല വരെയുള്ള ഭാഗങ്ങൾ. അതിൽ തന്നെ ഗ്രീവഭേദം സാധാരണ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി കൂടുതലാണ്, എനിക്കും ഉണ്ടാവാറുണ്ട്, ടെൻഡൻസി കൂടുതലാണ് ഗ്രീവം ഇട്ട് കൂടുതലായിട്ട് ഇളക്കി ചെയ്യാൻ. കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇളകുന്ന ഭാഗം. അതുകൊണ്ട് ദേഹത്തിന്റെ കൃത്യമായി നടുവിൽ കൂടെ ഒരു ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ എത്ര വലത്തോട്ട് പോകുന്നു അതുപോലെ ഇടത്തോട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിപ്പിക്കുക. ശരീരശാസ്ത്രപ്രകാരം അതിൽ കുറച്ച് മാറ്റമുണ്ട്. ഇടതുഭാഗത്തേക്ക് നമുക്ക് അത്ര തന്നെ സാധ്യമാകുകയില്ല, അത് സ്വാധീനം അനുസരിച്ച് ഒരു സൈഡിലേക്ക് അത്ര തന്നെ സ്വാധീനമാകുകയില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. സാറ് പലപ്പോഴും അത് പറയാറുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ആവാം എന്നുള്ളതാണ് മോഹിനിയാട്ടത്തിന്റെ വിഷയം. ഒരു കാല് വട്ടത്തിൽ എടുക്കുമ്പോ പുറകിലേക്ക് വട്ടത്തിൽ ചുഴറ്റിയെടുക്കുമ്പോൾ എത്ര ദൂരം ഈ കാല് നീട്ടണം, എത്ര ചെറുതായി നീട്ടണം, അല്ലെങ്കിൽ കാലിന്റെ ഏതു ഭാഗം വെക്കണം, അഗ്രം വെക്കണോ, ഉപ്പൂറ്റി വെക്കണോ, അതല്ല ഇതൊന്നുമല്ലാതെ കാല് പരത്തി വെക്കണോ, ഇതെല്ലാം ഒരു വിഷയമാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ജോമെട്രി കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് കൃത്യമായി അറിയാതെ നമുക്ക് നാട്യശാസ്ത്രം നോക്കി അതിലേക്ക് കൃത്യമായി നമുക്കത് അനലൈസ് ചെയ്യാൻ സാധ്യമല്ല. അത് രേഖകൾ കൃത്യമായി അനുസരിക്കുന്ന ഒരു നൃത്തരൂപം തന്നെയാണ്. രേഖകൾ എന്ന് പറഞ്ഞാൽ വർത്തുള ചലനമാണെങ്കിൽ പോലും ഈ ദിക്കുകളിലേക്കും വിദിക്കുകളിലേക്കും മുന്നിലേക്കും മുകളിലേക്കും താഴേക്കുമുള്ള ഒരളവ് കൃത്യമായി പാലിക്കുന്ന ഈ ഹസ്തത്തിന്റെയും കാലിന്റെയും പ്രചാരം. ഒന്നുകൂടി പറയട്ടെ, ഈ കരണങ്ങൾ എന്ന് പറഞ്ഞതില് ഈ നേരത്തെ പറഞ്ഞു നമ്മൾ ഭാവം അതിലുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇനി അതിൽ പറയുന്ന നാം സാധാരണ കാണിക്കുന്ന ലക്ഷ്മി എന്ന മുദ്ര, കൈകൾ കടകം മുദ്ര ക്രോസ് ചെയ്ത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ കാല് അരമണ്ഡലം എന്ന പോസ്റ്ററിൽ ഇരിക്കും, അല്ലെങ്കിൽ കാല് ക്രോസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ മുന്നിലേക്ക് എടുത്ത് വെക്കും, ഇത് ഏതെങ്കിലും ചെയ്യും. ഈ കൈ വക്ഷസ്ഥലത്താണ് ക്രോസ് ചെയ്യുന്നത്. അരമണ്ഡലത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് കാല് പരത്തി വെച്ച് മോഹിനിയാട്ടത്തിന്റെ നിലയിൽ താഴ്ന്നിരുന്ന് ഇത് നെഞ്ചിലാണ് ക്രോസ് ചെയ്ത് പിടിക്കുന്നത്. ഇങ്ങനെ വക്ഷസ്വസ്തികം എന്ന കരണവുമായി ഇതിന് സാദൃശ്യം കാണുന്നുണ്ട്.
സോറി മണ്ഡല സ്വസ്തികം എന്ന കരണവുമായി സാദൃശ്യം കാണുന്നുണ്ട്. വക്ഷസ്സിലാണ് ഇത് പിടിക്കുന്നത്. എന്നിട്ട് കാല് മണ്ഡലാകൃതിയിൽ വെച്ചു കഴിഞ്ഞാൽ, അരമണ്ഡലം എന്ന പോസ്റ്ററിൽ വെച്ചു കഴിഞ്ഞാൽ ഇത് മണ്ഡല സ്വസ്തികമാകുന്നു. എന്നാൽ കാലിന് പ്രത്യേക ചലനം ഒന്നും പറയാതെ ഇത് വെറുതെ കൈ മാത്രം ലക്ഷ്മിയുടെ മുദ്ര കാണിച്ചാലും ലക്ഷ്മിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് വക്ഷസ്വസ്തികവുമാകുന്നു. അപ്പോൾ ഒരേ മുദ്ര തന്നെ അല്ലെങ്കിൽ ഒരേ ഭാവത്തിനെ തന്നെ രണ്ടോ മൂന്നോ കരണങ്ങൾ ഇതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഏത് സ്ഥലത്ത് ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, എന്തുകൊണ്ട് ഉപയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നത് നാട്യശാസ്ത്രം കൃത്യമായി വായിക്കുകയും ശാസ്ത്രീയമായി അതിനെ നോക്കിക്കാണുകയും ചെയ്യുമ്പോഴാണ് എന്ന് തന്നെയാണ്. രേഖ കൃത്യമായി ശരീരത്തിന്റെ ഭാഷ എന്താണോ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഷ, അതിനെ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് കൃത്യമായി അനുശാസിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് നാട്യശാസ്ത്രം. അവിടെ ഇങ്ങോട്ട് വന്ന ടെക്സ്റ്റുകൾ അതിന്റെ പിൻബലത്തിൽ അതിനെ ചുവട് പിടിച്ച് വന്നിട്ടുള്ളതുമാണ്. ടെക്നിക്കൽ വൈസ് ചേച്ചി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നാട്യശാസ്ത്രത്തിൽ എത്രത്തോളം നമുക്ക് അതിലേക്ക് കൂടുതൽ ഡീപ്പ് ഡൈവ് ചെയ്യുന്നതോറും നമുക്ക് അതിൽ കൂടുതൽ ആ ടെക്നിക്കാലിറ്റി ായിട്ട് എത്രത്തോളം ചേർക്കാൻ പറ്റും നമ്മുടെ ഓരോ ആർട്ട് ഫോമിനെയും എന്നുള്ളത് കൂടുതൽ ഇത് വായിച്ചാൽ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുക. എന്റെ വായന ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത കരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഭാവങ്ങളുമായിട്ട് ചേർത്തിട്ടും കരണങ്ങളെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊരു നൃത്ത ആസ്പെക്റ്റിൽ നോക്കി കാണുന്നത് കൊണ്ട് തന്നെ അതിനെ കൂടുതലും നൃത്തത്തിന്റെ രീതിയിലാണ് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഇതുപോലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പദമാണ് ലാസ്യം എന്ന് നീന ടീച്ചർ വളരെ കറക്റ്റായി തന്നെ സൂചിപ്പിച്ചു. അതിന്റെ ടെക്നിക്കാലിറ്റി ഒക്കെ ടീച്ചറുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്, എല്ലാവരും കേട്ടതാണ്. ലാസ്യം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ടെക്നിക്കാലിറ്റിയാണ്. അത് കൂടുതൽ മോഹിനിയാട്ടത്തിൽ ലാസ്യം എന്ന ടെക്നിക് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ താണ്ഡവം തീരെ ഇല്ല എന്നുള്ളതല്ല. താണ്ഡവവും ലാസ്യവും ഒരേ നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നു അതില് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് എൻലൈറ്റ് മീ. ഇല്ല, അതിനെക്കുറിച്ച് മറിച്ച് ഒരു അഭിപ്രായമൊന്നുമില്ല. ഇവിടെ എനിക്കൊരു സംശയമാണ്. കാരണം നാട്യശാസ്ത്രത്തിന്റെ പല ഡിസ്കോഴ്സുകളും കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അക്കാദമിക തലത്തിൽ നടക്കുന്ന നാട്യശാസ്ത്ര സംബന്ധമായ മറ്റൊരു വേർഷനും കൂടിയും ഒന്ന് പരാമർശിച്ചു പോവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ നാട്യശാസ്ത്രം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, നാട്യശാസ്ത്രം ഇത്തരത്തിൽ ബോഡിയെ കൺസീവ് ചെയ്യുന്നു, ഇത്തരം വാദങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അവന്തി മേധുരിയെ പോലെയുള്ള ആളുകളും അല്ലെങ്കിൽ ഉത്തരാശ കുല്ലവാള പോലെയുള്ള ആളുകളൊക്കെ സാൻസ്ക്രിറ്റൈസ്ഡ് ബോഡി എന്നുള്ള ഒരു വായന നമുക്ക് മുൻപിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിൽ ഇതിനെ സാൻസ്ക്രിറ്റൈസ് ചെയ്യപ്പെടേണ്ടതുണ്ടോ? ഇന്ന് നമ്മൾ നാട്യശാസ്ത്രത്തെ പിൻപറ്റി ഒരു ശരീരഘടനയെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു ശരീരം ആണ് എന്നുള്ള ചില വാദങ്ങളുണ്ട്. അത് എങ്ങനെയാണ് അതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. എനിക്ക് എവിടെ നിന്നായാലും എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഡിസ്കോഴ്സിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു സംശയമാണിത്, എങ്ങനെ ഇതിനെ വായിക്കണം എന്നുള്ളത്. സാൻസ്ക്രിറ്റൈസ്ഡ് ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പറയുന്നത് സംസ്കരിച്ചെടുത്ത ശരീരം എന്നാണ്. കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടെ റിഫൈൻ ചെയ്തെടുത്തിട്ടുള്ള ബോഡി. എംബോഡീഡ് അഭിനയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലെ. എംബോഡീഡ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനങ്ങളെ കൊണ്ട് നമ്മള് ഭാവങ്ങളെ ഉണ്ടാക്കുക. രംഗത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ടെക്നീഷ്യനായിട്ട് നിന്നുകൊണ്ട് ശരീരത്തിലുള്ള ആഹാരത്തെ ചലിപ്പിച്ചുകൊണ്ട് ഈ ഒരു റിഫൈൻമെന്റ് നമ്മുടെ ഉള്ളില് വേണം. അത് ചെയ്യാനുള്ള ശരീരവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് എന്നും കാലം പോകുന്തോറും ഇതെല്ലാം അപ്പൊ നർത്തകി ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. എത്ര പേരെ നമുക്ക് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? നടക്കാത്ത കാര്യം. സഭാലക്ഷണം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇപ്പൊ പണ്ടത്തെ ആളുകളുടെ മാതിരിയാണോ കേട്ടിരിക്കുന്ന ആളുകള്? ഇപ്പൊ നിങ്ങളൊരു തില്ലാന ചെയ്തപ്പോ അവിടെ ചിലപ്പോ ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പൊ അത് മാനുഷിക സിദ്ധിയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിടാം 27 അധ്യായ പ്രകാരം.
പക്ഷെ ചിലപ്പോൾ ചില ആളുകൾ ഇവരെ പിടിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഇപ്പൊ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആനുകാലികമായിട്ട് മാറ്റം വരുത്തേണ്ടതും കൂടിയാണ്. അത് ഭൂമികാ വികല്പം എന്നുള്ള അധ്യായത്തിൽ ഭരതൻ കൃത്യമായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന ആളുകൾക്ക് കാലാകാലം കൊണ്ട് ബുദ്ധി കുറഞ്ഞാണ് വരിക. അതനുസരിച്ച് ആളുകളെ ആരെ ഏത് കഥാപാത്രമാക്കണം, എന്തൊക്കെ അണിയിപ്പിക്കണം, എങ്ങനെ ആളുകൾക്ക് ഈ കഥാപാത്രമായി എന്ന് തോന്നണം എന്ന് കൃത്യമായിട്ടൊരു വാക്ക് പറയുന്നുണ്ട്. ഇത് നമ്മൾ പെഡഗോജിയിൽ ഉപയോഗിക്കാറുള്ള തന്നെയാണ്. 40 പേര് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 40 കുട്ടികളെയും അവരുടെ പേരൻസ് വിടുന്നത് ഓരോ കുട്ടിക്കും ഒരു ടീച്ചറുടെ നിന്ന് ഏറ്റവും നല്ല സംഭാവന കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ലേ. നടക്കണ കാര്യമല്ല. പക്ഷെ എങ്കിലും നമുക്ക് ഒരു വിധം ക്ലാസ്സിനെ ഒന്ന് ഒരു മാസം കൊണ്ടൊന്ന് അനലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നാട്യം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ കുട്ടികളായിട്ടുള്ള ഒരു റാപ്പോ ശരിയായിട്ട് വരികയാണെന്ന്. കാരണം നമ്പർ 40 പേരെയൊക്കെ നിർത്തിയിട്ട് പഠിപ്പിക്കുന്ന ഡാൻസ് ക്ലാസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ഒരാളെ തന്നെ നിർത്തിയിട്ട് പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കളരിയിൽ ഒരു 5 or 6 ആളുകളെ കണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ശ്രദ്ധിക്കാൻ അനുസരിച്ചുള്ള സമയം വേണം. ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ കുറവ് ടൈമാണ് ഈ വരുന്ന ആളുകൾക്ക്. കാരണം ഇവിടുന്ന് ഭരതനാട്യത്തിന്റെ പല്ലവി പഠിച്ചിട്ട് വേണം അപ്പുറത്ത് പോയിട്ട് മോഹിനിയാട്ടത്തിന്റെ അനുപല്ലവി വേണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചരണം കുച്ചിപ്പുടിയുടെ ചരണം പഠിക്കാൻ വേറെ ടീച്ചർ എടുത്ത് പോകണം. എന്നിട്ട് നാട്യം എനിക്ക് വിശ്രാന്തി തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ചെയ്യേണ്ട മാതിരി ചെയ്യണം അല്ലേ? ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ സാധനം ശരിയാവോ? എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. കൃത്യമായിട്ട് വിചാരിച്ച രസമില്ല കിട്ടുക. അപ്പോ ഗ്രന്ഥകാരൻ വിചാരിച്ച രസത്തെ അനുവാചകരിലേക്ക് പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ചലനങ്ങളുടെ കാര്യം, കരണങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഭാവങ്ങളും രസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സംഗീതരത്നാകരത്തിൽ പറഞ്ഞിട്ടുണ്ട് കരണങ്ങൾക്കുള്ള ഭാവങ്ങൾ ഏത് രസത്തെയാണ് അത് സ്ഫുരിപ്പിക്കുക എന്നൊക്കെ. ഇതെല്ലാം കൂട്ടി വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രേഖകൾ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സംസ്കൃതവൽക്കരിച്ച ബോഡി അല്ലെ സാൻസ്ക്രിറ്റൈസ്ഡ് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി എ സിസ്റ്റം ഓഫ് റിഫൈനിങ് ദി ആർട്ട് പെഡഗോജി. അതില് ആളുകൾക്ക് കിട്ടുന്ന റിഫൈൻമെന്റ്, അതാണ് കാര്യം. കുറച്ച് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എങ്കിലും ഈ നാട്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് കുട്ടികളോട് പറയാൻ കുറച്ച് സമയം എടുക്കണം. എവറി സബ്ജക്ട് ഹസ് ഗോട്ട് എ ഫിലോസഫി. അപ്പൊ നമ്മളെല്ലാം PG ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ ആ സബ്ജക്റ്റിന്റെ ഫിലോസഫി എടുക്കുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ അതിന്റെ ഫിലോസഫി എടുക്കും. എന്താണ് അതുകൊണ്ട് ആ സബ്ജക്റ്റിന്റെ ദർശനം, നിങ്ങളിത് പഠിക്കുന്നത് കൊണ്ട് എന്തായി തീരണം നിങ്ങൾ ഇതിൽ കൂടെ. അതാണ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു 4th കോളം ലെസൺ പ്ലാനിലുള്ളത്. അതുപോലെ ഒരു സംഗതി വരണം. അല്ലാതെ പഠിച്ചത് പഠിപ്പിക്കുക എന്ന് മാത്രം ഉള്ളതുകൊണ്ട് ഇത് തീരില്ല. അതുകൊണ്ട് തന്നെയാണ് ഭരതൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ കാലത്തില് എനിക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നദജ്ഞാനം നദ ശില്പൻ നാസ കല നാസ വിദ്യ നാസോ യോഗോന സമ്പന്ന നാട്യസ്മിനി അന്യ ദൃശ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലില്ലാത്തതൊന്നും പുറത്ത് കാണില്ല എന്ന്. അഥവാ കാലം ചലിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തിയാൽ അത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം. പിന്നെ എന്തിനാ ഇടി കൂടേണ്ട ആവശ്യം? ഒന്നുമില്ല അല്ലെ? ഓരോരുത്തർക്കും അവനവന്റെ ഇതിലുണ്ടാക്കാം. പക്ഷേ പെർഫോമർക്കും കാണികൾക്കും ആ ഒരു രസകരമായിട്ടുള്ള അവസ്ഥ, അതായത് ഒരു ആനന്ദം, ഒരു സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കൊണ്ടുള്ള പ്രയോഗത്തിനെ അസംസ്കൃത നാട്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അവസാനിപ്പിക്കാം. ഇനി കുറച്ചും കൂടി സമയമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി. പക്ഷെ ക്ഷേമ ടീച്ചറൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ക്ഷേമ ടീച്ചർ നേരത്തെ തന്നെ ചോദിച്ചു തുടങ്ങി, ഞാൻ ഇനി എന്തിനാ അവിടെ ഇരിക്കണമെന്നൊക്കെ. ടീച്ചറോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. കേട്ടില്ല ടീച്ചർ. അതാ അപ്പൊ ടീച്ചറെ കേൾക്കും. ഒരു അനുഭവ സമ്പത്ത് ധാരാളം ഉള്ള ടീച്ചർമാരിൽ ഒരാളാണ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ നല്ല ധൈര്യവും ചങ്കൂറ്റവും കാണിച്ചിട്ടുള്ളതാണ് 90s മുതൽക്ക്. ടീച്ചറുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇതെല്ലാം കൊണ്ട് വരേണ്ടത് എന്താന്ന് 36-ാം അധ്യായത്തിലെ അവസാനത്തെ ഒരു ശ്ലോകത്തിന്റെ 2ാമത്തെ പകുതി പറയുന്നുണ്ട്. നമ്മളിതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്താൽ എന്താ ഉണ്ടാവുക? മോഹിനിയാട്ടം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നാട്യശാസ്ത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് രമേശൻ നമ്പീശൻ എന്നോട് പറഞ്ഞേക്കണേ. ഇവര് പറഞ്ഞത് മോഹിനിയാട്ടം മറ്റുള്ള സംഗതികളിലൊക്കെ കാണാവുന്ന ചില സംഗതികളെ കുറിച്ച്. ബാക്കിയുള്ള എക്സ്പേർട്സിന് നിങ്ങൾ കേൾക്കണ്ടായി. ഈ ശ്ലോകം ഇത്രയേ ഉള്ളൂ.
ഏവം നാട്യപ്രയോഗേ, അതായത് ഈ 36 അധ്യായങ്ങളിൽ കൂടെ പറഞ്ഞിട്ടുള്ള 6000 ശ്ലോകത്തിൽ വരെ ഉള്ളത് ശരിക്കും മനസ്സിലാക്കി പ്രയോഗിച്ചാൽ, സംസ്കൃതവൽക്കരിച്ചാൽ, കിഞ്ചാന്യത് സസ്യസമ്പൂർണ ഭവതു വസുമതി നഷ്ടദുർഭിക്ഷരോഗാൻ ശാന്തിർ ഗോ ബ്രാഹ്മണാനാം ഭവതു നരപതി പാതുവൃത്തിം സമഗ്ര. ഇത് പറഞ്ഞപ്പോ സെന്റ് റിസർച്ച് കോളേജിൽ പറഞ്ഞു, സാറേ ഈ ബ്രാഹ്മണർക്ക് മാത്രം മതിയോ ശാന്തി എന്ന്? അത് പൂണൂലിട്ട ബ്രാഹ്മണനല്ല പറയണേ. ബ്രഹ്മജ്ഞാനത്തെ, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രകൃതി ശക്തി ഉണ്ട് എന്നും അതിനോടൊരു നന്ദിപൂർവ്വം ഞാൻ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആളുകളെയാണ് ബ്രാഹ്മണർ എന്ന് വിളിച്ചിരുന്നത്. പശു എന്ന് പറഞ്ഞപ്പോഴും പ്രശ്നമാണ് ഇപ്പോ, അല്ലേ? എന്ത് പേര് പറഞ്ഞാലും ഇപ്പൊ പ്രശ്നമാണ്. ആ പശു എന്ന് പറയുന്നത് ബുദ്ധി ഇല്ലാത്തവർക്കും, മനുഷ്യനായാലും മൃഗമായാലും എന്തായാലും സസ്യങ്ങളായാലും അവരെല്ലാം ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉണ്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരുടേതായിട്ടുള്ള അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ് നമ്മുടെ ശരീരഭാഷയിൽ കൂടെ. പ്രകൃതി തന്നിട്ടുള്ള പ്രത്യേക ശേഷി കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിലെ നിത്യവൃത്തികൾക്കുള്ള ചലനമല്ലാതെ കണ്ടുള്ള ചലനങ്ങൾ കാണിക്കുന്ന ഒരേ ഒരു മൃഗവർഗം മനുഷ്യനാണ്. അപ്പൊ ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ള നമ്മള് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ കിഞ്ചാന്യ സസ്യസമ്പൂർണ ഭവതു വസുമതി, അങ്ങനെയാണെങ്കിൽ പ്രകൃതി ഹരിതാഭയായിട്ട് മാറും. ശാന്തിർ ഗോ ബ്രാഹ്മണാനാം, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ശാന്തി വരും, അല്ലെ? കൃത്യമായിട്ടുള്ള രാജാവ് ഉണ്ടാവും, അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. മറ്റേ കിരീടമൊക്കെ വെച്ച് ഉൾപ്പെട്ട രാജാവ് തെറ്റിദ്ധരിക്കേണ്ട. വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, വെരി ഗുഡ് റൂളർ ഉണ്ടാവും. കാരണം ഇങ്ങനെയുള്ള ഒരു സംസ്കൃതവൽക്കരിച്ച ക്രൗഡിൽ നിന്ന് ഒരു എലൈറ്റ് ആയിട്ടുള്ള ആളെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾ കൃത്യമായിട്ട് വരും. അപ്പൊ ഒരു സമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള അപ്ലിഫ്റ്റിനും അതിൽ നിന്ന് ടേപ്പർ ചെയ്തിട്ട് ഇവരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കാനും പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിത്തീരും നാട്യം കൃത്യമായിട്ട് പ്രയോഗിച്ചാൽ എന്ന് ഭരതൻ എത്രയോ കാലം മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതി ഇന്ന് ന്യൂറോ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ കൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ശരീരശാസ്ത്രം അനുസരിച്ചിട്ട് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ സഹപാനലിസ്റ്റുകളും ഞങ്ങളെ ഇതിനെ വിളിച്ചതിന് പ്രത്യേകം നന്ദി ഇതിന്റെ ഓർഗനൈസേഴ്സിനോട് പറയുന്നു. ഇത്രയും നേരം ശ്രമിച്ചിരുന്നിട്ടുള്ള നിങ്ങളോടും പ്രത്യേകിച്ച് നന്ദി. ഇനി ക്ഷേമ ടീച്ചറെ ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ഷേമ ടീച്ചർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. നമ്മുടെ കേൾക്കണില്ലേ? സമയക്കുറവ് മൂലം ഇനിയും ഇത് മുന്നോട്ട് പോകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അടുത്തൊരു അവസരത്തിൽ ഇപ്പൊ മോഹിനിയാട്ടത്തിൽ നമ്മൾ മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ കൂടെ ചർച്ച ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ദിവ്യ ചോദിച്ച ചോദ്യവും ഓപ്പൺ എൻഡഡ് ആയിട്ട് കിടക്കുകയാണ്. അതിനും ഉത്തരം കൃത്യമായിട്ട് വന്നിട്ടില്ല. കൂച്ചുപുടി ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. ഇപ്പൊ കൂച്ചുപുടി എന്ന് പറഞ്ഞതാണ് എന്റെ വിഷയം. അപ്പൊ അതില് എല്ലാ ഫോമുകൾക്കും ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, അങ്ങനെയാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ നാട്യശാസ്ത്രമല്ല കൂച്ചുപുടിക്ക് ഫോളോ ചെയ്യണത്, അഭിനയദർപ്പണാണ്. പക്ഷേ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നാട്യശാസ്ത്രത്തിന്റെ പിൻബലം ഇല്ലെങ്കിൽ കൂച്ചുപുടി ക്ലാസിക്കൽ അല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കലാപങ്ങളും യക്ഷഗാനങ്ങളും ചെയ്യുമ്പോൾ അത് ഏത് ദശരൂപത്തിൽ ഏതിലേക്കാണ് വരിക എന്നുള്ള കൂട്ടിക്കെട്ടലുകളാണ് പൊതുവെ നടക്കുന്നത്. ഒരു പക്ഷേ എന്റെ ഗുരുനാഥനൊന്നും ഈ ദശരൂപകം എന്താണെന്നും അറിയണ്ടാവില്ല, ഇതില് ആ ഒരു നാടക സമ്പ്രദായം എന്താന്ന് തന്നെ അറിയണ്ടാവില്ല. ഇവിടത്തെ പടയണി, യക്ഷഗാനങ്ങള്, തെരുക്കൂത്ത്, ഇതെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂച്ചുപുടി യക്ഷഗാനവുമായിട്ട് വളരെയധികം ബന്ധം കാണാം. അതൊരു യക്ഷഗാന ശൈലിയാണ്. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിന്റെ ആണെങ്കിലും ഒരുപാട് റീജിയണൽ ഇൻഫ്ലുവൻസുകൾ ഇതിനെല്ലാം ഉണ്ട്. ഒരു പോയിന്റിൽ നമ്മൾ ഇതിനെ ഈ തിയറൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു റീജിയണൽ എലമെന്റ്സ് പോകുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം എനിക്കില്ലാതില്ല. അപ്പൊ ഇല്ല, നമുക്ക് എന്തായാലും അത് ചർച്ച ചെയ്യാനുള്ള ഒരു റീജിയണൽ ഉണ്ടോന്നല്ലേ? റീജിയണൽ എലമെന്റ്സ് ഉണ്ടല്ലോ. നമ്മൾ അതും അതിനെ നമ്മളിപ്പോ ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉള്ളിലേക്ക്
നമ്മളത് കടന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സംസ്കരിച്ച ഒരു ശരീരം എന്ന് പറയുമ്പോൾ അത് ദേശീയമായിട്ടുള്ള പറഞ്ഞോളൂ. അങ്ങനെ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഒരു ഡിസിപ്ലിനിങ് ആണത്. അതുകൊണ്ട് റീജിയണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നതുകൊണ്ട് അതിന് നഷ്ടം വരുന്നൊന്നുമില്ല. കാരണം മാർഗിയിൽ നിന്ന് തന്നെ ദേശീയം ഉണ്ടാവുള്ളൂ. ഇവല്യൂഷൻ പഠിച്ചിട്ടുള്ള, പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുള്ള എനിക്ക് ഇപ്പൊ കുരങ്ങൻ നടന്ന് പിന്നെ മനുഷ്യനായത് വരില്ല. അത് വേറൊരു ചിത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടായത് ഞാഞ്ഞൂലിന്റെ ഭാഗത്തുനിന്നാണ്. മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ശരീരത്തിൽ വന്നതിന്റെ ശേഷം അവിടുന്നാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പിടിച്ചു നിർത്തിയായിട്ടും കാര്യമില്ല, പിടിച്ചു നിർത്താതിരിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഇവല്യൂഷൻ ഉണ്ടാവും. അത് തന്നെയാണ് ഭരതൻ പറഞ്ഞിട്ടുള്ള കാലാകാലങ്ങളിൽ വരുന്നവരുടെ ബുദ്ധിവിശേഷങ്ങൾക്ക് ഞാൻ കുറയെന്ന് പറയുന്നില്ല, വ്യതിയാനങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് വേണം സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എല്ലാ നൃത്തശാഖയിലും മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആർട്സിലും ഈ തരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിനൊരു കോമൺ ആയിട്ട് നിർത്തുക എന്ന് പറയുന്നത് ഇതിന്റെ ബ്രെയിൻ ഹ്യൂമൻ സ്റ്റഡീസ് അത് ഇനിയും മാറിയിട്ടില്ല. അതൊന്നും പഴയ പോലെ തന്നെയാണ് മനുഷ്യന്റെ അല്ലേ. അപ്പൊ അതിന് വിഘടിതമായിട്ട് വരാത്ത വിധത്തില് ഏത് റീജിയണലൈസേഷൻ രേഖകൾ ചമച്ചുണ്ടാക്കി കഴിഞ്ഞാലും അപകടമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു മാഷെ. വളരെയധികം നന്ദി. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാനൽ ഗ്രൂപ്പിനെ ആദരിക്കുന്നതിനായിട്ട് ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരിക്കുന്നതിനായിട്ട് PS രാമസ്വാമി സാറിനെ, ഡോക്ടർ ഗീതാകുമാരി അവർകളെ ആദരിക്കുന്നതിനായിട്ട് ശ്രീരാമൻ സാറിനെ, ഡോക്ടർ അനിത മൂർത്തി ആദരിക്കുന്നതിനായിട്ട് ഡോക്ടർ വിനീത, ഡോക്ടർ ദിവ്യ നെടുങ്ങാടി ആദരിക്കുന്നതിനായിട്ട് ദിനേശ് വാര്യരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗീതാകുമാരി ടീച്ചർ, ശ്രീറാം, ദിവ്യ നെടുങ്ങാടി, ഡോക്ടർ വിനീത, ഡോക്ടർ അനിത മൂർത്തി, ഡോക്ടർ ദിവ്യ നെടുങ്ങാടി, ശ്രീ ദിനേശ് വാര്യർ, thank you. It was beautiful. Thank you once again.
നമസ്കാരം. കുറച്ച് കനം കൂടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ മുതൽ നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള ടോക്കുകളാണ് കേൾക്കുന്നത്, ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ആണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഒരു 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 പോയിന്റ് കഴിഞ്ഞാൽ നമുക്കെല്ലാം അങ്ങനെ ഒന്നിങ്ങനെ തല കറങ്ങും എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഇന്നത്തെ ചർച്ചയിലെ, ഇന്നത്തെ കോൺവെർസേഷനിലെ ഫൈനൽ, എപ്പോഴും നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അവസാനത്തേക്ക് വെക്കുന്ന പോലെ, ഇന്നത്തെ ഫൈനൽ ലെക്ചർ തൃശ്ശൂരിന്റെ നമ്മുടെ സ്വന്തം പത്മശ്രീ ജേതാവായിട്ടുള്ള കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ ആണ്. ടീച്ചറുടെ വിഷയം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കൊറിയോഗ്രഫീസ് ഇൻ കണക്ഷൻ ടു നാട്യശാസ്ത്രയാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അഭികാമ്യം ടീച്ചർ തന്നെയാണ്. ഒരുപാട് പ്രൊഡക്ഷനുകൾ, ഒരുപാട് പുതിയ പുതിയ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്ഷേമ ടീച്ചർ. അതുപോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പരമ്പരയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ക്ഷേമ ടീച്ചർ. ക്ഷേമ ടീച്ചർ മോഹിനിയാട്ടത്തിൽ പുതിയതായി വന്നിട്ടുള്ള ചിട്ടപ്പെടുത്തലുകളെ നാട്യശാസ്ത്രവുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പെർഫോം ചെയ്യണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ രാവിലെ തുടങ്ങിയ പരിപാടികളാണ് നിങ്ങൾ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല യൂണിവേഴ്സിറ്റിയിലും ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ തിയറി പഠിച്ചാലും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്നും എങ്ങനെ പ്രയോഗമാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇത് ഉപയോഗപ്രദമായിരിക്കും. 62 കൊല്ലമായി ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി വന്നിട്ട് തൃശ്ശൂര്. ഈ 62 കൊല്ലത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ എനിക്ക് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 11ാമത്തെ വയസ്സെന്ന് നുണ പറഞ്ഞ് എഴുതിയതാ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചേർന്നിട്ട് അവിടെ ഈ നായിക സങ്കല്പങ്ങളൊക്കെ തിയറി ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതാൻ സുഖമാണ്, എഴുതാം. എങ്ങനെ നമ്മൾ ഇതൊക്കെ അഭിനയിക്കും? അതൊരു വലിയ വിഷയമായിട്ട് ആലോചിക്കുന്നത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. തിയറി എഴുതാൻ കൊള്ളാം, പക്ഷെ മുഖത്ത് ഉപാംഗം വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്, അല്ലേ? ഭരതനാട്യം വന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത് തഞ്ചാവൂർ ARR ഭാസ്കർ റാവു ആണ്. എന്നെ ക്ഷേമാവതി എന്നുള്ള ക്ഷ ചേർത്ത് മാഷക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പം മാഷ് ചുമ എന്നാണ് വിളിക്കുക. ചുമ ഇങ്ങ വാ, ഉനക്ക് എക്സാമുക്ക്
വാലില്ലാതെ 9 താൻ കിടക്കും. എതുക്ക്? അഭിനയത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്, വരുന്നുണ്ടല്ലോ. പക്ഷെ അതിന് ശക്തി കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് സങ്കടമൊക്കെ വന്നെങ്കിലും നിരന്തരം കണ്ണാടി നോക്കിയിട്ട് നമുക്കറിയുന്ന ആംഗ്യങ്ങള് മുഖം കൊണ്ടുള്ള പലതും ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് അത്തരം കഥകളൊക്കെ. അമ്മായിയമ്മമാര് മരുമകളുടെ അടുത്ത് എപ്പോഴും ശണ്ട കൂടുന്ന, എങ്ങനെയെങ്കിലും നശിപ്പിച്ച് പുറത്തിറക്കണം എന്നുള്ളത്. അപ്പൊ അവരുടെ ഡയലോഗ്, അവര് ആ മരുമകൾ അനുഭവിക്കുന്ന ദുഃഖം, ഇതിന്റെ കുറച്ച് ഡയലോഗുകളൊക്കെ പഠിച്ചിട്ട് അതുപോലെ നിന്നിട്ട് ഡയലോഗ് പ്രസന്റ് ചെയ്തിട്ട് കണ്ണാടി നോക്കി അഭിനയിക്കും. അഭിനയിക്കണത് എനിക്ക് നല്ല മോഹമുണ്ട്. പക്ഷെ മാസ്റ്റർ പറയണത് അഭിനയം കുറവാണെന്നാണ്. അത് എങ്ങനെയെങ്കിലും വരണമെന്നും അല്ലെങ്കിൽ വരത്തണം എന്നൊരു ഭയങ്കര ആഗ്രഹം, ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണാടി ഉപേക്ഷിക്കാറില്ല. എപ്പോഴും കണ്ണാടിയിൽ നോക്കി ഓരോ അഭിനയങ്ങൾ ചെയ്യില്ല. പക്ഷെ നമ്മുടെ പ്രായം ആലോചിക്കണം. ഒരു വിരഹം ചെയ്യാനാണെങ്കിലും ഒരു നായകനോടുള്ള ശൃംഗാരമാണെങ്കിലും ഒന്നും നമുക്ക് ആ പ്രായത്തിൽ ശൃംഗരിക്കാൻ അറിയില്ല. നാട്യശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ശിരോഭേദങ്ങളും കണ്ഠഭേദങ്ങളും എല്ലാം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയല്ല, കഥകളി ആശാന്മാര് രാമൻകുട്ടി ആശാനും പത്മനാഭാശാനും അവരുടെ ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ വന്നിട്ട് നമുക്ക് പുരികം ഇളക്കാനും ഈ തടങ്ങൾ ഇളക്കാനും കണ്ണില് ഒരു സ്പോട്ട്, പിന്നെ പശുനെയ്യ് കയ്യിൽ വിരലിലാക്കിയിട്ട് ഇത് കണ്ണിൽ മഷി എഴുതണ പോലെ എഴുതി കണ്ണ് സാധകം തുറന്ന് പിടിച്ചിട്ട് കണ്ണ് വട്ടത്തിൽ ഇളക്കുക, സൈഡിലേക്ക് ഇളക്കുക, മുകളിലേക്കും താഴത്തേക്ക് ഇറക്കുക, കണ്ണ് വിടർന്നിരിക്കണമെന്നാണ്. അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കണം. കഥകളിയിൽ കണ്ണ് കാണുമല്ലോ, വീര കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ഡാൻസിന് അത്ര വേണ്ട. കുറച്ച് ചെസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുഖം കൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതെനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ കഥകളിയും മോഹിനിയാട്ടം തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്ത് മനസ്സിലാക്കാനോ ചെയ്യാനോ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചു വന്നതിന് ശേഷം തിയറിയൊക്കെ പഠിച്ചു, പക്ഷെ അതിന്റെ പ്രയോഗങ്ങളെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചലനങ്ങളെ പറ്റിയോ, കയ്യിന്റെ സ്ഥാനങ്ങളൊക്കെ ഇവിടെ പിടിക്കണത് ഇവിടെ പിടിക്കുന്നു, അവിടെ നിന്ന് മാറുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിലാക്കിയിട്ട് പറയുന്ന ടീച്ചർമാർക്ക് അറിയുന്നത് നേരെ നമ്മളിലേക്ക് പകർത്തുകയാണ്. പക്ഷേ ആ പകർത്തിയതിനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അത് നാട്യശാസ്ത്രമായിട്ട് പെടുന്ന രീതിയിലാണ് കിടന്നിരുന്നത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അവര് ആരിൽ നിന്നോ അത് പഠിച്ചോ അവര് നമ്മളെ അതേപോലെ ചിട്ട ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 63-ൽ കോഴ്സ് കഴിഞ്ഞ എനിക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിൽ പോയി ഭരതനാട്യം, അന്ന് ഈ പറഞ്ഞ പോലെ 3 കലകളും കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഭരതനാട്യം, മോഹിനിയാട്ടവും കുച്ചിപ്പുടി വെമ്പട്ടി ചിന്ന സത്യ മാസ്റ്റർ എടുത്ത്, ഗുരു മുത്തുസ്വാമി പിള്ളை തഞ്ചാവൂർ സ്റ്റൈലില് ഭരതനാട്യം, പിന്നെ ചിത്ര വിശ്വേശ്വരൻ, അങ്ങനെ ഇതൊക്കെ പഠിക്കുകയും പിന്നെ ഒരുപാട് കലകൾ കാണുവാനും ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കേൾക്കാനും എനിക്ക് വളരെ താല്പര്യമായിരുന്നു. ഇപ്പൊ സീസൺ ഫെസ്റ്റിവൽ വരുന്ന സമയത്തൊക്കെയാണ് എൻ്റെ പഠനം. ഏത് സഭയിൽ ആരുടെ പ്രോഗ്രാമാണ്, എന്താണ് ടോപ്പിക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് എന്നെ നല്ലോണം സ്വാധീനിക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ പ്രൊഫഷണൽ ഡാൻസർ ആവണം എന്നുള്ള ഒരു വ്യഗ്രത ഏത് കുട്ടികൾക്കുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് ഇല്ലാത്തത് എന്തൊക്കെ നേടിയെടുക്കണം എന്ന് തോന്നണമെങ്കിലും തോന്നിയത് നമ്മൾ കാണാനുള്ള ശ്രമം ഉണ്ടാക്കണതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു വിജയം. വാലില്ലാത്തൊരു 9 എൻ്റെ മനസ്സിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കൂച്ചിപ്പുടി പഠിക്കാൻ പോയപ്പോ അഭിനയദർപ്പണമാണല്ലോ, ആ അഭിനയ രീതികള് നമ്മളിപ്പോ കൃഷ്ണ ശബ്ദത്തിലെ അപ്പൊ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല.
അപ്പൊ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഈസി ആയപ്പോൾ അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ലോകധർമ്മിയിലുള്ള ആക്ഷനും അഭിനയ രീതികളും കൊണ്ട് നമ്മളൊരു എന്താ പറയാ ഒരു നമ്മൾക്കൊരു വിശ്വാസം വന്നു ഈ മോഹിനിയാട്ടത്തിന് ഇതിന്റെ ആ ലാസ്യത നിലനിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയാ പ്രവൃത്തികൾ നമ്മൾ മോഹിനിയാട്ടത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് താണ്ഡവത്തിൽ നമുക്ക് ദ്രുതചലനമില്ല, ദ്രുത ഫുട് വർക്ക് ഇല്ല, ജമ്പിങ് ഇല്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫുട് വർക്കുകളായിട്ട് മാച്ച് ചെയ്തു പോകുന്നത് കുച്ചിപ്പുടി സ്റ്റൈല് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പഠനം. പിന്നെ അത് തന്നെയല്ല, അവരുടെ കൂടെയുള്ള ബാലേസ്. ചിന്നസത്യം മാസ്റ്റർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മദ്രാസിലെ സഭകളിലെ പ്രോഗ്രാമൊക്കെ മാഷ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ വിളിക്കും. അപ്പൊ ഒരു വേറൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, പുറമെന്ന് വന്ന ഒരു ആർട്ടിസ്റ്റാണ് പഠിക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ഇനങ്ങൾ എനിക്ക് ഏതാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്നേഹ ബഹുമാനത്തോടു കൂടി അവരുടെ പല ബാലേസിലും ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു ഗ്രൂപ്പ് കൊറിയോഗ്രാഫിയുടെ സൗന്ദര്യം. ഇപ്പൊ ഈ കൊല്ലം ഞാൻ പഠിച്ചു കഴിഞ്ഞ അടുത്ത കൊല്ലം ചെല്ലുമ്പോഴേക്കും ഞാൻ മാസ്റ്റർ അടുത്ത് ഫ്രീ ആയിട്ട് ചോദിക്കും, മാസ്റ്റർ പുതിയതായിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നതിലും വേറെ പുതിയതായിട്ടുള്ള ഇനങ്ങൾ വേറെ ഏതാണ് മാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്തിരിക്കണമെന്ന് ചോദിച്ചാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നിനക്കത് കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഒരു ഭയങ്കര നല്ല ക്യാരക്ടർ ഉള്ള ഒരു മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ വിളിച്ച് മുമ്പിൽ വെച്ചിട്ട് പുതിയത് എത്ര ഐറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിനു പിറകെ ഓരോ ഐറ്റം ആയിട്ട് എനിക്ക് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അപ്പൊ ഞാൻ ചില കൊറിയോഗ്രാഫി കാണുമ്പോൾ അയ്യോ മാസ്റ്റർ എന്ത് രസമാണെന്ന് പറയുമ്പോൾ നിനക്കത് പഠിക്കണോ, നീ അത് പഠിച്ചോ എന്ന് പറയും. അങ്ങനെ ഒരു എന്തൊരു വീട് പോലെ മാസ്റ്ററുടെ ഒരു മകളെ പോലെയായിരുന്നു എന്നെ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള ആ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഐറ്റങ്ങളും നമ്മളെ വെച്ചും കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഐഡിയാസും ഗ്രൂപ്പ് പ്രൊഡക്ഷനൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കൊരു പഠന വിഷയമായിരുന്നു. നമ്മൾ മോഹിനിയാട്ട ശൈലിയിൽ അതിനെ ചിന്തിച്ചാൽ മതി, കുച്ചിപ്പുടി ശൈലിയിൽ ചിന്തിക്കണ്ട. പക്ഷെ അതെങ്ങനെ കണക്ട് ചെയ്യണു എന്നുള്ളതാണ്. അതൊക്കെ ആ മദ്രാസിൽ പഠനം, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കാണുക, കേൾക്കുക, അങ്ങനെയുള്ള മാസ്റ്റർമാരുടെ സീനിയർ മാസ്റ്റർമാരുടെ കൂടെ കൂടിയപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഉത്തേജനം കിട്ടി. നമുക്ക് നമ്മുടെ മോഹിനിയാട്ടത്തിനെ എങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന്. 78കളിലാണ് എൻ്റെ ഓർമ്മ, 75ഓ 78ലോ ഞാൻ ആദ്യമായിട്ട് കവിതകളെ നോക്കിയത്. കവിതകളൊന്നും മോഹിനിയാട്ട ആദ്യത്തെ നാൾ കൃതിയല്ലാതെ വേറെ ഒന്നും മാറ്റി ചിന്തിക്കുക പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ചെറുശ്ശേരിയുടെ വേണുഗാനം കവിത ചെയ്തു നോക്കിയത്. അത് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗംഭീര അഭിപ്രായമായിരുന്നു. പക്ഷെ അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ വേണുഗാനം കേൾക്കുമ്പോൾ പക്ഷി മൃഗാദി മനുഷ്യരെ എന്തെല്ലാമാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ മാറി വേണുഗാനം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടി പോവുക. ഒരു മാൻ പുല്ല് തിന്ന് ചവച്ച് വേണുഗാനം കേൾക്കുമ്പോൾ പാതി ചവച്ച പുല്ലുമായി വായ തുറന്നിരിക്കുക, അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ് അതിനുള്ളത്. അപ്പൊ അതില് ഒരാന പട്ടയൊക്കെ തിന്ന് ഇങ്ങനെ വയറൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യണ സമയത്ത് ഒരു സിംഹം വന്നിട്ട് അതിന്റെ മസ്തകത്തിലേക്ക് ഇങ്ങനെ കയ്യോങ്ങുകയാണ്. ആ കയ്യോങ്ങുന്ന സമയത്ത് ഫ്ലൂട്ടിന്റെ നാദം കേൾക്കുമ്പോൾ ഓങ്ങിയ കയ്യും സിംഹവും അങ്ങനെ സ്തബ്ധനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിൽ മാത്രം ഒരു വ്യത്യാസം വന്നേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം? 78 ശൃംഗാരം മാത്രമുള്ള മോഹിനിയാട്ടത്തിൽ രൗദ്രം വരാൻ പാടില്ല എന്ന് മനസ്സിലായോ? പക്ഷേ അഷ്ടരസം ചെയ്തപ്പോ ശിവന്റെ തലയിൽ ഗംഗരിക്കുമ്പോ പാർവതിക്ക് ദേഷ്യം തോന്നിയില്ല, അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അപ്പൊ നാട്യദേവന്റെ ഭാര്യ പാർവതിയുടെ തലയില് ഗംഗയെ വെച്ചിട്ട് ഗംഗയെ കണ്ടപ്പോ പാർവതിക്ക് ദേഷ്യം തോന്നി. അപ്പൊ അവിടെ ആ ദേഷ്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അപ്പൊ ആ കാലഘട്ടത്തില്
സ്വീകാര്യമാകുന്ന ഒരു ജനറേഷന്റെ ഏതൊക്കെ ഐറ്റംസ് ആണ്, എങ്ങനെയുള്ളതാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അന്നുണ്ടായിരുന്നത്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഞാൻ വിട്ടുകൊടുത്തില്ല. എനിക്ക് ഭയങ്കര വാശി അതിലൊക്കെ. എനിക്ക് ആരോടും എന്താ പറയാ, എനിക്ക് വേറെ ആരോടും ഇതിനെ പറ്റിയിട്ട് ഒരു പ്രതിപത്തിയില്ല. എങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം കാശെടുത്തിട്ട് മ്യൂസിക് ചെയ്യിക്കുന്നു, കമ്പോസ് ചെയ്യുന്നു, ഇതെല്ലാം ഞാൻ കൊറിയോഗ്രാഫി ചെയ്യണു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കളിക്കുന്നു, നിങ്ങൾ സ്വീകരിച്ചോ എന്നാ ഞാൻ ഓക്കെ. സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. എൻ്റെ ഭാഗത്തിന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ. പക്ഷെ അത് എനിക്ക് തോന്നണം. നമ്മൾ പഠിച്ചിട്ട് ഒരു സംഗതി ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് ശാസ്ത്രവശങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുക. അപ്പൊ എനിക്കത് അവിടെ അങ്ങനെ ചെയ്യാമോ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കും. ഇപ്പൊ നമ്മൾ തെറ്റുകൾ വന്നിട്ടാണ് ശരിയിലേക്ക് പോവുക. ഇപ്പോഴും നമ്മൾ ശരിയൊന്നുമില്ല, പക്ഷെ ഇത്ര വർഷം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാഠമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് തൻ്റെ ഇടമാണ്. നിങ്ങൾ ഈ പഠിച്ചത് പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതിയാൽ മാത്രം പോരാ. ഒരു ശാസ്ത്രം ഇപ്പൊ മോഹിനിയാട്ടം ഒരു കേരളത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിലൊക്കെയാണ് ക്ലാസിക്കലാരിറ്റി വേണ്ടത്? അതിനൊരു ശാസ്ത്രം വേണം. യൂണിവേഴ്സിറ്റികളിൽ ഈ പഠനം വന്നപ്പോഴാണ് ഇതിനെല്ലാ ശാസ്ത്രങ്ങളും വേണ്ടതാണ് എന്നുള്ളത് വന്നത്. എല്ലാ തിയറിയും വേണം, സോഷ്യൽ സ്റ്റഡി വേണം, സയൻസ്, എല്ലാം, സംസ്കൃതം അറിയണം, എല്ലാം അറിയണം. ഇതറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. നമ്മളന്ന് കുറെ ഡാൻസ് പഠിച്ചു, കുറച്ച് തിയറി പറഞ്ഞു, എഴുതി വെച്ചിട്ട് പോന്നു. പക്ഷെ മെച്ചുവേർഡ് ആയപ്പോഴാണ് നമ്മൾ ചെയ്തിരുന്നതും പഠിച്ചതൊക്കെ ഇന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ കുറവുകൾ നികത്താനായിട്ട് നമ്മൾ പല സ്ഥലത്തുണ്ട്. ആ ഉണ്ണികൃഷ്ണ മാഷടുത്തൊക്കെ 10-40 കൊല്ലമായിട്ട് ഞാൻ പോകും. എനിക്ക് എത്ര അറിയണതാണെങ്കിലും മാഷടുത്തൊന്ന് ചർച്ച ചെയ്താൽ എനിക്ക് മനസ്സമാധാനം. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലുള്ള കൊറിയോഗ്രാഫി ചെയ്യാനുള്ള വികാരത്തെ മാഷിൽ കൂടി ഞാൻ ചർച്ച ചെയ്ത മാഷ് അതിങ്ങനെയായാൽ ശരിയാവും, ക്ഷേമ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ വകുപ്പുകൾ എന്താന്ന് നോക്കും. അങ്ങനെയാണ് 25 കൊല്ലം മുമ്പ് സംഗീത നാടക അക്കാദമിയുടെ ഒരു നൃത്തോത്സവത്തിന് മോഹിനിയാട്ടം ചെയ്യാനായിട്ട്, അപ്പൊ കലാമണ്ഡലത്തിന്റെ പ്രോഗ്രാം തലേദിവസമുണ്ട്, പിറ്റേ ദിവസം എൻ്റെ പ്രോഗ്രാമാണ്. അപ്പൊ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ അവര് ചെയ്യുന്ന ഇനങ്ങൾ തന്നെ ചെയ്യുന്നതിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സ്വാതിനാളിന്റെ കൃതിയിൽ അഷ്ടനായിക ചെയ്യണം എന്ന് എനിക്കൊരു മോഹം തോന്നി. അപ്പൊ സ്വാതിനാളിന്റെ കൃതീസിൽ എന്തായാലും അഷ്ടനായികമാരെ കിട്ടില്ല. എന്തിലാണ്? അങ്ങനെ ഞാൻ KP നാരായണ പിഷാരടി മാഷെ കാണാൻ പോയി. മാസ്റ്റർ ഇങ്ങനെ ഒരു മോഹമുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ പരിപാടിയാണ്, എന്തെങ്കിലും ഓർക്കുണ്ടോ എന്ന് നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേമയ്ക്ക് എന്താ പരിപാടി, എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞ അഷ്ടനായികമാരെ, സ്വാതിനാളിന്റെ കൃതീസ് ഒന്നുമില്ല, അതില്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, ഭക്തപ്രിയയില് അഷ്ടപതി ഒരു പഠനം എന്ന നിലയ്ക്ക് ഞാൻ റിസർച്ച് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, തനിക്ക് പറ്റിയത് അതിലുണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പുസ്തകം എടുത്ത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് ഇതിന്ന് താൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ എന്ന് പറഞ്ഞു. ഞാനത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അങ്ങനെയാണ് ഗീതാ ഗോവിന്ദം അതിൽ നോക്കിയപ്പോ പ്രോഷിത ഭർതൃക എന്ന് പറഞ്ഞ നായിക അവസ്ഥാഭേദമില്ല. രാധയിൽ കൂടെ 7 സപ്തനായികമാരുടെ സഞ്ചാരം മാത്രമേ ഉള്ളൂ. അത് വേഗം മ്യൂസിക് ചെയ്യാൻ കൊടുത്തു. അതുവരെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മോഹിനിയാട്ട കൊറിയോഗ്രാഫി ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നി അത് ചെയ്യണമെന്ന്. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ മ്യൂസിക്കും കൊറിയോഗ്രാഫിയും എല്ലാം ചെയ്ത് ആ പ്രോഗ്രാം അവതരിപ്പിക്കുകയും അത് ഗംഭീരമായി നിന്ന് അഭിപ്രായം പറഞ്ഞു. ഗംഭീരത്തിനല്ല ഇവിടെ ആവശ്യം, നമ്മൾ ചെയ്യുന്ന സാധനം മറ്റുള്ളവർക്ക് ഏറ്റവും എന്നുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗംഭീരം എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ പഠിച്ചത് മാത്രം പാടിക്കൊണ്ടിരുന്നാൽ സാധിക്കില്ല. മോഹിനിയാട്ടം എന്ന പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കല ഇന്ന് ഇവിടം വരെ ഈ നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടവരുന്നവരെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളുണ്ട്. സീനിയറായ ഓരോ നമ്മുടെ ഗുരുക്കന്മാർ തൊട്ട് ഇന്ന് പ്രൊഫഷണലായിട്ട് വന്നിട്ടുള്ള ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയാസിനെ മോഹിനിയാട്ടത്തിൽ കൂടി കൊണ്ടുവരുവാൻ, അതും ശാസ്ത്രപരമായിട്ടുള്ള ചിന്താഗതിയിൽ കൊണ്ടുവരുവാനുള്ള ചിന്തയും
പ്രവർത്തനശേഷിയും വളർന്നു വന്നൊരു കാലമാണ്. ഇന്നിപ്പോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത മനസ്സിലാക്കുകയും അഭിനയം കുറവുണ്ടെങ്കിൽ അതിന് വരുത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം. രസങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ, രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം എന്ന് പറയണ ചിരിച്ചു പുരിയളക്കുക എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷെ എവിടെ നമ്മൾ ശൃംഗരിക്കണം, ഏത് സമയത്ത് ആരോട് എപ്പോ എന്തിനു വേണ്ടി എന്ന് പറയുമ്പോഴാണ് അവിടെ എന്തെല്ലാം അഭിനയങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പപ്പോ നമ്മുടെ യുക്തിപൂർവം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഓരോ അഭിനയങ്ങളും. അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമിയുടെ ഗ്രൂപ്പ് കൊറിയോഗ്രാഫി, അതില് ഏറ്റവും ആദ്യം ചെയ്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സൗന്ദര്യ ഭൂമിയിലേക്ക് എന്നുള്ളതാണ്. ആ സൗന്ദര്യ ഭൂമിയിലേക്ക് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ മാഷുടെ വരികൾക്ക് കലാമണ്ഡലത്തിലെ NK വാസുദേവ് പണിക്കർ മ്യൂസിക് ചെയ്ത അതിമനോഹരമായ ഒരു ഗ്രൂപ്പ് പ്രൊഡക്ഷൻ ആയിരുന്നു. അത് ഏകാംഗ സമ്പ്രദായത്തിൽ നിന്ന്, അതായത് കച്ചേരി സമ്പ്രദായത്തിൽ നിന്ന് വിട്ട് കഥാപാത്ര അവതരണത്തിൽ നൃത്തസംഘത്തിന്റെ സഹായത്തോടെ അവതരണം സാധ്യമായി. നാട്യശാസ്ത്രത്തിലെ സൂചനകളെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് അതായത്. അത് 26-ാം അധ്യായം ചിത്രാഭിനയത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഋതുഭേദങ്ങളിൽ ഓണക്കാലത്തിന്റെ വിവരണത്തിനനുസരിച്ചായിരുന്നു ഓണക്കാലം. കഥാപാത്രങ്ങളെ കാണിച്ചത് മഹാബലി, ശുക്രാചാര്യർ, വാമനൻ, കൈരളി എന്നീ കഥാപാത്രങ്ങളെ സംഘ നർത്തകിമാരിൽ നിന്ന് തന്നെ വേറിട്ട് പ്രത്യേകം തിരശ്ശീലകൾ, മേലാപ്പ് എന്നിവയുടെ സഹായത്താൽ അവതരിപ്പിക്കുകയുണ്ടായി. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ നിറങ്ങളും ചിഹ്നങ്ങളും തിരശ്ശീലയിൽ കൂടി വ്യക്തമാക്കി. ഒരു കഥാപാത്രം കടന്നു വരികയാണെങ്കിൽ, രാജാവാണെങ്കിൽ രജോ ഗുണമാണ്, അപ്പൊ അതിലൊരു കിരീടത്തിന്റെ ഡിസൈൻ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട സിംബിളും ആ തിരശ്ശീലയിൽ കൊടുത്തിട്ടാണ് ഏകാകാര്യത്തിൽ ഇത് പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ വർഷ ഋതു എന്ന് പറഞ്ഞിട്ട് കൊറിയോഗ്രാഫി ചെയ്തായിരുന്നു. വർഷദേവതയ്ക്ക് മിന്നുന്ന നീല നിറത്തിലുള്ള തുണിയിൽ വെള്ളിപ്പൊട്ടുകൾ പതിച്ച പ്രവേശം സൂചിപ്പിക്കുകയുണ്ടായി. 15 മുതൽ 22 വരെയുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങളെ ആസ്പദമാക്കിയാണ് നാട്യക്രമീകരണം. അതായത് നാട്യക്രമീകരണം, സംഗീത സംവിധാനം, അംഗസന്ധികൾ എന്നിവ ക്രമീകരിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാരതീയ നാട്യങ്ങൾക്ക് അടിസ്ഥാന മാർഗം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണെന്നതിൽ തർക്കമില്ല എന്നത് പ്രയോഗിച്ച് അറിയാൻ സാധിച്ചു. അതാണ് നമ്മൾ ഓരോന്ന് പ്രയോഗിച്ചു നോക്കുമ്പോഴാണ്, ഈ വിധത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിന് സാധ്യമാകുമോ എന്നറിയുക. അപ്പൊ നമുക്ക് അറിയാത്തത് സാധ്യമാകണമെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാലാണ് അറിയാം. എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും അങ്ങനെ ചെയ്യണമെന്നല്ല. അതുപോലത്തെ ഒരു സബ്ജക്റ്റ് തെരഞ്ഞെടുക്കുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ പരീക്ഷിച്ചു നോക്കി. പിന്നെ ഒന്നുള്ളത്, ഒരു ദിവസം ഇത് സോങ്സ് ആൻഡ് ഡ്രാമ ഡിവിഷന്റെ മറ്റേ ആണെന്നാണ് വിചാരിച്ചത്. സോങ്സ് ആൻഡ് ഡ്രാമ ഡിവിഷൻ അല്ല, ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ധനശേഖരാർത്ഥം ചെയ്തതാണ്. ഒരു ദിവസത്തിന്റെ യഥാർത്ഥ സ്വഭാവങ്ങളെ മോഹിനിയാട്ടത്തിന്റെ നാട്യധർമ്മിയിൽ നീതി പുലർത്താവുന്ന വിധത്തിൽ ക്രമീകരിച്ചെടുത്ത സംഘാവതരണമാണ് ഒരു ദിവസം. ഈ പറഞ്ഞവയിലെല്ലാം പ്രകാശ നിയന്ത്രണം അനുയോജ്യമായി ചേർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രകാശ നിയന്ത്രണമാണ് നമ്മൾ നോക്കിയത്. അവിടെ ഓരോരുത്തരും പ്രവേശിക്കപ്പെടുമ്പോൾ അവരുടെ ആയിട്ടുള്ള ചിഹ്നങ്ങളെ വെച്ചുകൊണ്ട് ഒരു തിരശ്ശീലയിൽ പുറപ്പെട്ടു. ഇവിടെയുള്ള ഈ വിഷയത്തിൽ പ്രകാശ നിയന്ത്രണമാണ് അനുയോജ്യമായി ചേർക്കുണ്ടായത്. സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെയുള്ള മാറ്റങ്ങളെ നിയന്ത്രിച്ചത് പ്രകാശ നിയന്ത്രണങ്ങളെ കൊണ്ടാണ്. 23-ാം അധ്യായമായ ആഹാരവിധിയിൽ രംഗസജ്ജീകരണങ്ങളെ കുറിച്ച് വിശദീകരണമായി ഉൾക്കൊണ്ടാണ് സമ്പൂർണ്ണ ആഹാരവൃത്തി അഥവാ അഭിനയം എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കുവാൻ ശ്രമിച്ചത്. മേൽപ്പറഞ്ഞ അവതരണങ്ങളിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളായ തിരമാലകൾ, കാറ്റ് എന്നിവയ്ക്ക് ഒരു ദിവസത്തിലെ പ്രകാശത്തിന്റെ വ്യതിയാനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള
വ്യതിയാനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വസ്തുതയും വ്യക്തമായി. ഇതൊക്കെ നമ്മൾക്ക് വ്യക്തമായി എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചു ഓരോന്ന് ചെയ്യുമ്പോൾ. ഏത് കാലത്തും രംഗാവതരണത്തിൽ നാട്യശാസ്ത്രത്തിന്റെ ജൈവ സ്പന്ദനങ്ങൾ പ്രവർത്തകർക്കും സാധ്യമാകും എന്ന് അടിവര ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. നമ്മള് ഇത്തരം ബൃഹത്തായ നാട്യശാസ്ത്രം മനസ്സിലാക്കുകയും ഈ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് പഠിക്കാൻ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെതായ ശാസ്ത്രവശങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുമ്പോൾ അതിനൊരു ക്ലാസിക്കലാരിറ്റി കൂടും, അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അവരവർക്ക് തോന്നുന്ന വിധത്തിലുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പ്രായോഗികമാക്കിയാൽ അതിൻ്റെ ഒരു എന്താ പറയാ സുന്ദരമായ ഒരു ക്ലാസിക്കൽ ഒച്ചത്തോടു കൂടിയുള്ള ഒരു ഇനം നമുക്ക് ദർശിക്കാൻ കഴിയും. അതോടുകൂടെ തന്നെ കാണികൾക്കും ഇത് ആസ്വാദനശേഷി വളരുകയും ചെയ്യും. പണ്ട് നിന്നിടത്തല്ല മോഹിനിയാട്ടം ഇന്ന് നിൽക്കുന്നത്. അതിന് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ചത് ഒരുപാട് പേരുണ്ട്. ഇപ്പോ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു സെമിനാർ നിൽക്കുമ്പോൾ ഓടി വരുന്നതും അവർക്ക് കിട്ടാവുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം എഴുതി നോട്ട് ചെയ്ത് അവരിലേക്ക് എത്ര ഉപകാരപ്രദമാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്, അല്ലേ? അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ശുദ്ധത കുറയാതെ നീറ്റായിട്ടുള്ള ഒരു പ്രകടനവും ചിന്താഗതിയും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ദൈവികമായിട്ടുള്ള ഭക്തി, അതാണ് പ്രധാനം. ഒരാൾ ആര് നന്നായാലും വരുമല്ല, ഞാൻ നന്നാവാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ നമുക്കതിൽ വേറെ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഒന്നും വേറെ ഏടാകൂടങ്ങളൊന്നും വരാതെ സ്വയമായി ചിന്തിച്ച് ഞാൻ മുമ്പിലേക്ക് പോവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ ആവണമെന്ന് തീരുമാനിക്കേണ്ടതും ഞാനാണ്. ഈ കാലഘട്ടത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടികൾക്ക് നല്ല തൻ്റെടം, അതുപോലെ തന്നെ ഈ ഇതിലേക്കും അങ്ങനെ ഒരു തൻ്റെടം വരണമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ലേറ്റായി പരിപാടി മേതിൽ ദേവികയുടെ പ്രോഗ്രാം നടക്കാനുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഇവിടെ തന്നതിൽ ഒന്നിച്ചു പറയട്ടെ, എല്ലാവരോടും നന്ദി പറയുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ഒരു സപ്തനായിക പറഞ്ഞല്ലോ. കലാമണ്ഡലം ഹൈദരാലി പാടിയിട്ടുള്ള ഒരു പാട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറെ കൊല്ലം ഈ ഐറ്റം ചെയ്തിട്ട് ആ നായികയുടെ ആ ഒരു ഐറ്റം മാത്രം ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്തിട്ട് അതോടുകൂടി ഞാൻ അത് നിർത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കയ്യടി അപ്പൊ പോരെ, ഇപ്പൊ എന്തിനാ എവിടെയാ കേട്ടില്ല.
वसन्दे वासन्ती कुसुमसुकुमारैरवयव प्रबन्धे कान्दारै बहुविहित कृष्णानुसरणा अमं कन्दर्पज्वरजनित चिन्ताकुलदय वनद्बाधा विकित विशद विष किसनय वलय शिवदि परमिख तवरदि कलया विकित विशद विष किसलय वलय शिवदि परमिख तवरदि कलया श्लिष्यति चुम्बति जलधर कल्पं हरिरूपगत तिमिरमनल्पं श्लिष्यति चुम्बति जलधर कल्पं हरिरूपगतमिति तिमिरमनल्पं भवति विलम्बिनि विगलितलज्जा विलपतिरोदिति वासजसज्जा भवति विलम्बिनि विगलितलज्जा विलपतिरोदिति वासकसज्जा कथित समयेऽपि हरि प्रकहनय यौवनम् मम विफलमिदममलरूपमपि यौवनम्
कथितसमयेऽपि हरिरघकनय यौवनं मम विफलमिदमवलरूपमवियौवनम् यामिके कामिक सर्वं सखी जनवचन वञ्चितागम् यामिके कामिक शरणं सखी जनवचन वञ्चितागम् यदनुगमनाय निशित्यघनमपि तेन मपि हृदयमिदमसमशरकीलितम् यदनुगमनाय निशित्यघनमपि तेन मम हृदयमिदमसमशरकीलितम् यामिहे कामिक सखी जनवचन वन्दिताहम् यामिहे कामिक शरणो सखी जनवचन वन्दिताहम् सखी जनवचन वञ्चिताहम् मम मरणमेव वर प्रतिविधकेतन इमिति विरहामि विरहाननवचेतन मम मरणमेव वर प्रतिविधकेतन इमिति विषहामि विरहानलवचेतन यामिहे कामिह शरणं सखी जनवचन वञ्चितागम् यामिहे कामिह शरणं सखी जनवचन वञ्चितागम् सखी जनवचन वञ्चिता याहि माधव याहि केशव मावत कैतव याहि माधव याहि केशव मावत कैतव तामनुसर सरसीरुषलोचन यादव सरदि तामनुसर सरसीरुषलोचन यादव सरदि याहि माधव याहि केशव अवद कैतव बहिरिव मलिनतरं तव कृष्णमनोऽपि भविष्यति नूनम् बहिरिव मलिनतरं तव कृष्णमनोऽपि भविष्यति कथमप्रपञ्चयसे जनमनुगतम् असमशरदूरम् कथमथ पञ्चयसे जनमनुगतम् असमशरदूरम् याहि माधव
ಯಾಕೆ ವೃಷಭ ಪಾವನ ಕೈತವ കാമഥ മന്മഥ കിന്ന രതിരസ ഭിന്നാം വിഷാദ സമ്പന്ന അനുചിന്ത ഹരിചരിതാ കലകാന്തരിതാ ഉവാചരഃ സഖേ കലകാന്തരിതാ ഉവാച രഹ സഖേ കാശ്മീര ഗൗരവ പുഷാമഭിസാരിഗണ ആഭക്തരേകമഭിതോ രുചിമഞ്ജരീഭിः ഏദത്തമാനദള നീരദമം തമേശ്രം തൽപ്രേമ ഹേമ നിക്ഷോപലദാ തനോദി ഹാരവലി തരള കാഞ്ചന കാഞ്ചിതാമ മഞ്ജീര കങ്കണ മണിദ്യുതി ദീപിതസ്യ ദ്വാരേ നികുഞ്ച നിലയസ്യ ഹരി നിരീക്ഷ്യ വ്രീളാവതി അഥ സഖീ നിജഗാ അഥ കാന്തം
രതിശ്രാന്തമഭിമണ്ഡന വാഞ്ചയ ജഗാ മാധവം രാധാ മുഗ്ധ സ്വാധീന ഭർതൃക രാധാ മുഗ്ധ സ്വാധീന ഭർതൃക കുറുയതു നന്ദന ചന്ദന ശിശിര കരേണ കരേണ പയോധരേ കുറുയതു ചന്ദന ശിശിര കരേണ കരേണ പയോധരേ മൃഗമത പത്രക പത്രമനോഭവമംഗള കലശ സഹോദരേ മൃഗമത പത്ര മനോഭവമംഗള കലശ സഹോദരേ ജഗാത സായതു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ പള്ളിക്കുല ഭഞ്ജന പഞ്ജന ഗൗരതി നായക സായകലോചനേ ത്വധര ചുംബന ജല മുജ്വലയ പ്രിയലോചനേ നിജഗാത സായതു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. ശ്രീജയദേവ സമരുചിരേ ഹൃദയം സദയം കുരുമണ്ഡനേ ഹരിചരണ സ്മരണാമൃത കലികലുഷജ്വര ഖണ്ഡനേ കൃഷ്ണ 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 കൃഷ്ണ. Thank you. Thank you so much. ടീച്ചറെ എത്ര മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ടീച്ചർ. വളരെയധികം നന്ദി. ക്ഷേമ ടീച്ചറെ ആദരിക്കുന്നതായിട്ട് കലാനിലയം രാഘവനാശാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചേച്ചി വന്നു.
Here you go.